അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. വിധി പോലും വിറച്ചുപോയി. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാനാണ്. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. വിധി പോലും വിറച്ചുപോയി. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാനാണ്. സൂര്യൻ എടാ എന്താണ് കോലോ എടാ അതിൽ ഇറങ്ങിയിട്ടൊന്നുമില്ല. എടാ ഗുഡ് മോർണിംഗ് എടാ അജയ് സാർ ഞങ്ങളെ കണ്ടില്ല. എടാ ഗുഡ് മോർണിംഗ് സുരേഷ് സാർ ഇതുവരെ വന്നിട്ടില്ല. സുരേഷ് സാർ ഉറങ്ങിപ്പോയി തോന്നുന്നു. ഇല്ലടാ അപ്പോൾ കേട്ടോ. അപ്പം നേരെ നമുക്ക് സാറേ സ്റ്റാർട്ട് ചെയ്യാം. ഏതാടാ നമുക്ക് സ്ട്രേറ്റ് ലൈൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എടാ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ ചോദിച്ചിരുന്നു മാക്സിമം 11 o'clock വരെ പോകുള്ളൂ. അത്രയും ഉണ്ടാവില്ല. മാക്സിമം 10 o'clock വരെ പോകട്ടെടാ. എടാ ഗുഡ് മോർണിംഗ് എടാ യെസ് കാണാൻ സെറ്റല്ലേ? യെസ് എടാ. അപ്പൊ സർ എങ്ങനെയാണ് സർ ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ? എടാ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സർ ഒരു ചോദ്യം വരാം. സർ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി? എടാ സ്പീഡ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. സർ സ്പീഡ് എന്ത് ക്വാണ്ടിറ്റി ആണ്? സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. വെലോസിറ്റി എന്ത് ക്വാണ്ടിറ്റി സാറേ? ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അടുത്ത ചോദ്യം SI യൂണിറ്റ് ഓഫ് സ്പീഡ് ഇസ്. സ്പീഡിന്റെ SI യൂണിറ്റിന് നമ്മൾ പറയുന്ന പേരാ സാറേ. റിവിഷൻ ആണ്. പെട്ടെന്ന് റിവിഷൻ ആണ്. സർ ഒന്നും അറിയില്ല. എടാ M35 എടാ ഒന്നും അറിയില്ല. എടാ ഒന്നും പേടിക്കേണ്ട. ഇപ്പം ഉള്ളത് വെച്ചങ്ങ് പോ. ബാക്കി നമുക്ക് നോക്കാം. അത്രയേ ഉള്ളൂ. ഇപ്പം ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പം എന്ത് വെച്ചാൽ നമുക്ക് നോക്കാം. ഉള്ളത് കൊണ്ട് പോ. ബാക്കി നമുക്ക് വരുന്ന വെച്ച് കാണാം. എടാ അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ബോഡി. എടാ കമന്റ് ചെയ്യട്ടെ. ഞാൻ ഉദ്ദേശിക്കുന്നത് പറയാൻ കാരണം അങ്ങനെയല്ല. എടാ ക്വിക്ക് റിവിഷൻ ആണ്. ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി വെൻ ദ ബോഡി ഈസ് കമ്മിങ് ടു റെസ്റ്റ്. ബോഡി കമ്മിങ് ടു റെസ്റ്റ് ആണെങ്കിൽ അവിടെ ഫൈനൽ വെലോസിറ്റിയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. അടുത്തത് ഇഫ് എ ബോഡി ഈസ് മൂവിംഗ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ. എടാ ശ്രദ്ധിക്കണം. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സലറേഷന്റെ വാല്യൂ എത്രയായിരിക്കും സാറേ? 0 ആയിരിക്കും. എന്നാൽ എന്റെ വാല്യൂ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ വെലോസിറ്റി കൂടുകയാണ്. അതിനെ നമ്മൾ പറയുന്ന പേര് ആക്സലറേഷനും. എന്റെ വാല്യൂ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് വെലോസിറ്റി കുറയാണ് സർ. അതിനെ പറയുന്ന പേരാണ് റിട്ടാർഡേഷൻ. ആക്സലറേഷൻ റിട്ടാർഡേഷനും സാറേ യൂണിറ്റ് എപ്പോഴും എന്ത് കിട്ടിയേ പറ്റൂ സാറേ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എടാ അടിപൊളി. എടാ ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ആക്സലറേഷൻ പോസിറ്റീവും സാറേ, ആക്സലറേഷൻ നെഗറ്റീവും സാറേ സെറ്റോസ്കി ആണെങ്കിൽ ഇന്നലെ പിടിച്ച. അടുത്ത ക്വസ്റ്റ്യൻ ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ യൂണിഫോം മോഷൻ ഗീവ്. സർ പൊസിഷൻ ടൈം ഗ്രാഫിന് യൂണിഫോം മോഷൻ നമുക്ക് എന്താ സാറേ കിട്ടുന്ന വെലോസിറ്റി? എടാ ഇതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ പ്രോബ്ലം തരും സർ. ആ പ്രോബ്ലം ഇങ്ങനെയായിരിക്കും. ഒരു ഗ്രാഫിൽ നിന്നും സർ സ്ലോപ്പ് എത്രയാണ് അല്ലെങ്കിൽ വെലോസിറ്റി റേഷ്യോ. സർ വെലോസിറ്റി റേഷ്യോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സർ എന്ത് കണ്ടെത്തണം? ടാൻ തീറ്റ കണ്ടെത്തണം. കാരണം സ്ലോപ്പ് എന്ന് വെച്ചാൽ ടാൻ തീറ്റയുടെ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. സോ ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് വിച്ച് ബോഡി ഹാസ് ഗ്രേറ്റർ വെലോസിറ്റി. അങ്ങനെ ചോദ്യങ്ങളാണെങ്കിൽ സർ ഏതിനാണോ ചെരിവ് കൂടുതൽ അയാൾക്ക് കൂടുതൽ സ്ലോപ്പ്, ആ ചെരിവ് തന്നെ റേഷ്യോ ആയിട്ട് കണ്ടെത്തണമെങ്കിൽ സർ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? ടാൻ തീറ്റ കിട്ടി. അടുത്ത ചോദ്യം draw the position time graph of a body having zero acceleration. എടാ സീറോ ആക്സലറേഷൻ കേട്ടാൽ സാറേ മനസ്സിലാക്കണം വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ യൂണിഫോം മോഷൻ ആണ്. നമ്മൾ എന്താ പറഞ്ഞതാണ് സാറേ? ഒരു പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ ആ ബോഡി റെസ്റ്റ് ആണ്. മറിച്ച് സ്ട്രേറ്റ് ലൈൻ ഇൻക്ലൈൻ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ ആ ബോഡി യൂണിഫോം മോഷൻ ആണ്. മറിച്ച് ഒരു പാരബോള ആണെങ്കിൽ സർ അത് ഏതാണ്? യൂണിഫോം ആക്സലറേഷൻ ആണ് സർ. യൂണിഫോം മോഷനിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. യൂണിഫോം ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണ്. മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്രാഫിക്കൽ ഡെറിവേഷൻ പലർക്കും ബുദ്ധിമുട്ട് വരുന്ന ഭാഗമാണ് സർ. മറക്കരുത്. ഒന്നിങ്ങനെയാണ്, പിന്നെ ഇങ്ങനെയാണ്, പിന്നെ നേരെ പാമ്പ് പോലെയാണ് സർ. അത്രമാത്രം ഓർത്താൽ മതി. അടുത്ത ചോദ്യം സർ ഷോ ദാറ്റ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. സർ ഇത് ഷോ ചെയ്യാൻ പറയും സർ. നമുക്ക് എന്ത് ചെയ്യണം സർ? ഇതിന് താഴെയുള്ള ഏരിയ നമുക്ക് എടുക്കാം. ഏരിയയുടെ ഇക്വേഷൻ വെലോസിറ്റി ഇൻടു ടൈം ആണ്. സോറി വെലോസിറ്റി ഇൻടു ടൈം ആണ് സർ. അതെങ്ങനെ കിട്ടി സർ? ഇവിടെ കാണാൻ പറ്റും. ഇതാണ് സർ റെക്ടാംഗിൾ ലെങ്ത്, ഇതാണ് റെക്ടാംഗിളിന്റെ ബ്രെഡ്ത്ത്. സോ വെലോസിറ്റി ഇൻടു ടൈം ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ്. സർ ഇതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ ചോദ്യം വരിക. ഒരു ഗ്രാഫ് തരും. ഇന്ന സെക്കൻഡ് മുതൽ ഇന്ന സെക്കൻഡ് വരെ എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് കണ്ടെത്താനായിരിക്കും.
സർ അങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്തണമെങ്കിൽ എന്ത് കണ്ടെത്തിയാൽ മതി? ആ അന്ന ടൈം മുതൽ അന്ന ടൈം വരെയുള്ളതിന് എന്ത് കണ്ടെത്തിയാൽ മതി സർ? ഏരിയ കണ്ടെത്തിയാൽ മതി. സോ ഇവിടെ ചോദ്യം ഇതേപോലെ ആയിരിക്കും. ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഈസ് ഗിവൺ ബിലോ. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി ഡ്യൂറിംഗ് ദ ടൈം ഇന്റർവൽ 5 സെക്കൻഡ് ടു 15 സെക്കൻഡ്. സർ 5 മുതൽ 5 വരെയാണ് ചോദിക്കുന്നതെങ്കിൽ ഇതിന് എന്ത് കണ്ടെത്തിയാൽ മതി സാറേ? ടൈം ഇന്റർവെൽ കണ്ടെത്തിയാൽ മതി. ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്തിയാൽ മതി. ടൈം ഇന്റർവൽ 5 മുതൽ 5 വരെ തന്നിട്ടുണ്ട്. അതിനിടയിൽ സാറേ ടൈം ഇന്റർവെലിന്റെ ആ ഒരു ഏരിയ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഡിസ്പ്ലേസ്മെന്റ് കിട്ടി. വെരി ഗുഡ് സർ. അടുത്തത് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും ആക്സലറേഷൻ കണ്ടെത്താം. സർ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും ആക്സലറേഷൻ കണ്ടെത്തണമെങ്കിൽ ഒരൊറ്റ സിമ്പിൾ ഇക്വേഷൻ ആണ് സർ. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. പറയടാ ഉത്തരം. സാറേ പറ സാറേ ഉത്തരം. ഇതൊരു ചോദ്യമായി സാറേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇഷ്ടമൊക്കെ എന്ത് ഉത്തരവും പറയാം സാറേ. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫിനെ നമ്മൾ പറയുന്ന പേരാണ് വെരി ഗുഡ് വിച്ച് ഈസ് ഈക്വൽ ടു സാറേ ആക്സലറേഷൻ. സാറേ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് സർ. സ്ലോപ്പ് ഓഫ് ഞാൻ ഇവിടെ എഴുതാം സാറേ. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ത് ചോദ്യം സാറേ? വെരി ഗുഡ് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ. എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ട്. എടാ സോ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി കിട്ടും. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് എന്ത് കിട്ടും സാറേ? ആക്സലറേഷൻ കിട്ടും. എടാ അത് വെച്ചിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്റെ മക്കൾ മറക്കരുത് സർ. ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്തണമെങ്കിൽ എക്സ് ആക്സിന് മുകളിലെ ഏരിയയും താഴെയുള്ള ഏരിയയും സാറേ നമ്മൾ എന്ത് ചെയ്യണം? മാഗ്നിറ്റ്യൂഡ് എടുക്കണം. സോറി പോസിറ്റീവ് നെഗറ്റീവ് എടുക്കണം. ഡിസ്റ്റൻസ് ആണ് കണ്ടെത്തണമെങ്കിൽ സർ എന്തെടുക്കണം? അത് നിങ്ങൾ പോസിറ്റീവ് ആക്കി എടുക്കണം. എല്ലാം മാഗ്നിറ്റ്യൂഡ് എടുക്കണം. എടാ ഓക്കെ അല്ലേ സർ? അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ സർ ആക്സലറേഷൻ ആണോ റിട്ടാർഡേഷൻ ആണോ വെലോസിറ്റി ടൈം ഗ്രാഫ്? സർ നമ്മുടെ ഗ്രാഫ് വെലോസിറ്റി കൂടുകയാണെങ്കിൽ അതിന് യൂണിഫോം ആക്സലറേഷൻ എന്നും, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ സർ അവിടെ യൂണിഫോം വെലോസിറ്റി എന്നും, വെലോസിറ്റി കുറയുകയാണെങ്കിൽ അതിന് യൂണിഫോം റിട്ടാർഡേഷനും. എടാ ഇപ്പൊ ഈ ഗ്രാഫ് ആണെങ്കിൽ O മുതൽ A വരെ യൂണിഫോം ആക്സലറേഷൻ ആണ്, A മുതൽ B വരെ യൂണിഫോം മോഷൻ ആണ്, B മുതൽ C വരെ നമുക്ക് എന്ത് പറയാൻ പറ്റും സർ? യൂണിഫോം റിട്ടാർഡേഷൻ. മക്കളെ സെറ്റോസ്കി ആയിട്ട് മനസ്സിലാക്കണം. ഇമ്പോർട്ടന്റ് ആണ് സർ. ദെൻ ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ടൈം ഇന്റർവൽ ഓഫ് 2 സെക്കൻഡ് ടു 5 സെക്കൻഡ്. സർ എന്ത് ചോദ്യടാ? 2 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി ടൈം ഗ്രാഫ് സർ. എന്ത് കണ്ടെത്തിയാൽ മതിയടാ? വെരി ഗുഡ് ഏരിയ കണ്ടെത്തിയാൽ മതി. എടാ അങ്ങനെയാണെങ്കിൽ ഡിഫൈൻ യൂണിഫോം മോഷൻ സർ. എന്താ? ഒരു ബോഡിയുടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ അത് ഡെഫിനിഷൻ പ്രകാരം ഏതാണെങ്കിൽ ഒരു ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം ആണെങ്കിൽ അപ്പോഴാണ് സർ നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. ഏതാ? അങ്ങനെയാണെങ്കിൽ സർ അടുത്ത ക്വസ്റ്റ്യൻ ഇത് രണ്ടും ഡിറൈവ് ചെയ്യാൻ ചോദിക്കും സർ. വെരി 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 ഇമ്പോർട്ടന്റ് ആണ് സർ. നമ്മൾ ഗ്രാഫ് വരയ്ക്കാം. ആ ഗ്രാഫിൽ നിന്ന് നമ്മൾ ഏറ്റവും ആദ്യം ഇനീഷ്യൽ വെലോസിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം സർ ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം. എന്നിട്ട് രണ്ട് ഏരിയാസ് ഉണ്ട്. ഒരു റെക്ടാംഗിൾ ഉണ്ട്, അതേപോലെ തന്നെ സർ ഒരു ട്രയാംഗിൾ ഉണ്ട്. ആ രണ്ടിന്റെയും ഏരിയ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഏരിയ കിട്ടും. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് സർ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ട്രയാംഗിളിന്റെ ഏരിയ എടുത്തണമെങ്കിൽ ഹാഫ് ഇൻറ്റു സർ ബേസ് ടി ആണ്. ഹൈറ്റ് എത്രയാണ് സർ? ഇത് ടോട്ടൽ വിയും ഇത് യുവും ആണെങ്കിൽ ഇത് എത്രയായിരിക്കും സർ? വി മൈനസ് യു ആണ്. സോ ഹാഫ് ടി ഇൻറ്റു വി മൈനസ് യു പ്ലസ് റെക്ടാംഗിളിന്റെ ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ടി ഇൻറ്റു യു വിച്ച് ഈസ് ഈക്വൽ ടു യു ടി. സർ അങ്ങനെയാണെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു ടി. സർ മോളും താഴെ ഞാൻ ടീനെ കൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുന്നു. സർ എന്തിനാ ചെയ്തത്? വി മൈനസ് യു ബൈ ടിനെ എ ആക്കാൻ. അങ്ങനെയാകുമ്പോൾ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു വി മൈനസ് യു ബൈ ടി എ ആയി. സോ എ ഇൻറ്റു ടിയും ടിയും ഒന്നിച്ചു വിച്ച് ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ. വെരി ഗുഡ് സർ. സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. ശ്രദ്ധിക്കേണ്ട കാര്യം സർ ഈ ഇക്വേഷൻ ഇങ്ങനെയും ചോദിക്കാം. എസ് എന്ന് വെച്ചാൽ പൊസിഷൻ ആണ് സർ. സോ പൊസിഷൻ. ടി എന്ന് വെച്ചാൽ ടൈം ആണ് സർ. റിലേഷൻ. സോ പൊസിഷൻ ടൈം റിലേഷൻ. വെരി 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 ഇമ്പോർട്ടൻറ്റ് സർ. എന്നാൽ ഇതിന്റെ പകരം വി ഈക്വൽ ടു യു പ്ലസ് എ ടി ആണെങ്കിൽ സർ വെലോസിറ്റി ടൈം റിലേഷൻ. വെലോസിറ്റി ടൈം റിലേഷനെയാണ് സർ നമ്മൾ എന്തെന്ന് പറയുന്നത്? വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ഒരു മാർക്ക് പോകും സാറേ, നമുക്കിന്ന് പോകാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ സാറേ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2a സർ. ഇതിൽ ടൈം ഉണ്ടോ? ടൈം ഇല്ല സാറേ. വെലോസിറ്റിയും പൊസിഷൻ മാത്രമാണ് സാറേ. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് ചോദിക്കുന്നതിന് പകരമായിട്ട് സാറേ പൊസിഷൻ ടൈം റിലേഷൻ, ഡിറൈവ് ദ പൊസിഷൻ ടൈം റിലേഷൻ. ഇതേപോലെ സർ ഇവിടെയാണെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് സാറേ ഇതിന്റെ പകരം എന്താ? ഇങ്ങനെയാണ് സർ വെലോസിറ്റി പൊസിഷൻ റിലേഷൻ. എടാ ശ്രദ്ധിക്കണം സർ. അങ്ങനെയാവുമ്പോൾ താഴത്തില്ല സാറേ പൊസിഷൻ ടൈം റിലേഷൻ. എന്താണ് പൊസിഷൻ ടൈം റിലേഷൻ? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു വെലോസിറ്റി പൊസിഷൻ റിലേഷൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2a. എടാ ഒരു മാർക്ക് കിട്ടുമോ എന്നറിയില്ല, എനിക്കറിയാം ഇവനെ. പക്ഷെ ഒരു മാർക്ക് പോലും പോകാൻ നോക്കടാ. ഒരു മാർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് അടിപൊളിയല്ല. എനിക്കറിയാം ഓവർ മോട്ടിവേഷൻ പറഞ്ഞല്ല, പക്ഷെ എന്നാലും മുത്തേ നമുക്ക് നോക്കണം, ട്രൈ ഔട്ട് ചെയ്യാം. ബാക്കി നമുക്ക് വെഡ്നസ്ഡേ കാണാം. ട്രൈ ഔട്ട് ചെയ്യട്ടെ മുത്തേ. എടാ ബി പോസിറ്റീവ് മാൻ. എടാ അങ്ങനെയാണെങ്കിൽ സർ വി സ്ക്വയർ യു സ്ക്വയർ പ്ലസ് 2a ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം സർ? ഒരു ട്രപ്പീസിയം ഇതേ ഈ ട്രയാംഗിളിനെ റെക്ടാംഗിളും ഒരു ട്രപ്പീസി ആക്കി എടുക്കുന്നു. സർ ട്രപ്പീസി രണ്ട് ബേസ് പാരലൽ ആണെങ്കിൽ അതിന് ഹൈറ്റ് എച്ച് ആണെങ്കിൽ ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ബി വൺ പ്ലസ് ബി ടു ഇൻറ്റു ഹൈറ്റ്. സർ ബി വൺ പ്ലസ് ബി ടു ഇൻറ്റു ഹൈറ്റ്. സർ ബി വൺ എന്ന് വെച്ചാൽ ഞാൻ യു എഴുതുന്നു, ബി ടു എന്ന് വെച്ചാൽ വി എഴുതുന്നു. സോ എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി വൺ പ്ലസ് ബി ടു യു പ്ലസ് വി ഇൻറ്റു ഹൈറ്റിന്റെ സ്ഥാനത്ത് സർ എന്ത് കൊടുക്കുന്നു? ടി എന്ന് കൊടുക്കുന്നു. ടിയുടെ സ്ഥാനത്ത് വി മൈനസ് യു ബൈ എ കൊടുത്താൽ സർ എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ബൈ എ. വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ 2a. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത്
കിട്ടി സർ. വെരി ഗുഡ്. യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു എസ് സർ. അങ്ങനെയാണെങ്കിൽ 2 ഇക്വേഷൻസ് കിട്ടി സർ. എങ്ങനെയാണ് വി ഈക്വൽ ടു യു പ്ലസ് എ ടി, അതായത് കറസ്പോണ്ടിങ് തൊട്ട് മുന്നേ പറഞ്ഞിരിക്കുന്ന വെലോസിറ്റി ടൈം റിലേഷൻ എടാ ഇത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ സ്ലോപ്പ് എടുത്താൽ മതി സർ. ആ സ്ലോപ്പ് കറസ്പോണ്ടിങ് ആയി ഇതേപോലെ ടാൻ തീറ്റ നമ്മൾ ഒരു വട്ടം ചെയ്തതാണ് കഴിഞ്ഞ കറസ്പോണ്ടിങ് ആയ ലൈബ്രറി സർ. അത് നോക്കിയാൽ മതി കേട്ടോ. എടാ റയർ ആയിട്ടാണ് ചോദിക്കാറ്, എന്നാലും ചോദിച്ചാൽ സാറേ ആൻസറും താഴത്തില്ല സർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, എ ബോഡി സ്റ്റോൺ വെർട്ടിക്കൽ അപ്വേർഡ്സ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി യു കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ് സർ. അങ്ങനെയാണെങ്കിൽ ടൈമിന്റെ 2 ഇക്വേഷൻ നമുക്ക് പറയാം. ഒന്നെങ്കിൽ യു ബൈ ജി ആണ്, അല്ലെങ്കിൽ റൂട്ട് ഓഫ് 2h ബൈ ജി ആണ്, അല്ലെങ്കിൽ റൂട്ട് ഓഫ് 2h ബൈ ജി ആണ് സർ. ന്യൂമറിക്കൽ ആയ പ്രോബ്ലം ചോദിക്കും. ഇത് മാത്രമല്ല എച്ച് തന്നൊരു ടൈം കണ്ടെത്തണമെങ്കിൽ റൂട്ട് ഓഫ് 2h ബൈ ജി. എടാ അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ എത്ര പേർക്ക് ഓർമ്മയുണ്ട് സർ? ഒരു ഹൈറ്റിൽ നിന്നും ഒരു ബോൾ താഴേക്ക് വരുമ്പോൾ അതിന്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് എത്രയടാ? റൂട്ട് ഓഫ് 2 ഇൻറ്റു ജി ഇൻറ്റു എച്ച് സർ. ഈ ഇക്വേഷൻ ചോദിക്കാം. ആ ബോൾ ഏറ്റവും താഴെ ആ ഗ്രൗണ്ടിൽ പതിക്കുന്നതിന് മുന്നേയുള്ള അതിന്റെ വെലോസിറ്റി കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ്. വെരി ഗുഡ് സർ. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു ജി ഇൻറ്റു എച്ച് സർ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഒരു ബോൾ മുകളിലേക്കും താഴേക്കും പോകുന്ന ആ ഒരു മോഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എന്റെ മക്കൾ കമന്റ് ചെയ്യും വെലോസിറ്റി 0 3 സർ, 0 ആണ്, ആക്സലറേഷൻ 0 3 സർ, മൈനസ് ജി ആണ്. അതിനർത്ഥം വെലോസിറ്റി 0 ആയി കഴിഞ്ഞാലും ആക്സലറേഷൻ ഉണ്ടാവുന്ന ഒരു കേസ് സർ അതുണ്ട്. അതേതാണ്? ഒരു ബോഡി ബോൾ ത്രോൺ അപ്വേർഡ്സ്, അതിന് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് സർ. അങ്ങനെയാണെങ്കിൽ ആ ഒരു കേസ് ഗ്രാവിറ്റേഷൻ മാത്രം ഇൻഫ്ലുവൻസിലാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സർ ഫ്രീ ഫാൾ. ഒരു ഫ്രീ ഫാളിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് സർ വെരി 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 ഇമ്പോർട്ടന്റ് സർ. ഇതാണ് കറസ്പോണ്ടിങ് വെലോസിറ്റി, ഇതാണ് കറസ്പോണ്ടിങ് ടൈം ഗ്രാഫ് എങ്കിൽ സർ ഒരു ഫ്രീ ഫാളിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് സർ വെരി 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 ഇമ്പോർട്ടന്റ് ആണ് സർ. താഴേക്കാണ്. അതേപോലെ ആ ബോളിന്റെ സ്പീഡ് ടൈം ഗ്രാഫും സർ വെലോസിറ്റി ടൈം ഗ്രാഫും സർ വിട്ടൊരു കളിയില്ല. ഈ 2 ഗ്രാഫുകൾ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് നിങ്ങളെ കുഴപ്പിച്ചതാണ്. കഴിഞ്ഞ 2022 ക്രിസ്മസ് എക്സാമിന് കുഴപ്പിച്ചതാണ്. മറക്കരുത് സർ, ഇമ്പോർട്ടന്റ് ആണ് സർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ ഫ്രീ ഫോളിന്റെ കേസ് പറഞ്ഞു യൂണിഫോം ആക്സലറേഷൻ ആണ്. എടാ ഫ്രീ ഫോളിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും സർ? -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സർ. അങ്ങനെയാണെങ്കിൽ എടാ ഒരൊറ്റ ചോദ്യം നമുക്ക് ചെയ്യാം. ഇന്ന് പിടിച്ചോ, ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ ചോദ്യം. ഇത് കഴിഞ്ഞ് നേരെ പ്ലെയിനിലേക്ക് പോവാ സർ. എ ബോഡി is thrown vertically upwards with a velocity of 20 meter per second from the top of a tower of height 25 meter from the ground. എടാ ഞാൻ ഇതേപോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഞാൻ ഇതേപോലെ ഒരു ബോൾ എടുത്തിട്ടുണ്ട്. ആ ബോൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ആ ഹൈറ്റ് ഓഫ് ദ 25 മീറ്റർ ഫ്രം ദ ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഇതിന്റെ ഹൈറ്റ് എത്രയാണ് സർ? 25 മീറ്റർ ആണ്. ഞാൻ എറിഞ്ഞിരിക്കുന്ന വെലോസിറ്റി എത്രയാണ് സർ? ഈ ഇനീഷ്യൽ വെലോസിറ്റി എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ്? 20 മീറ്റർ പെർ സെക്കൻഡ്. എടാ എത്ര പേര് കമന്റ് ചെയ്യാൻ പറ്റും? ചോദ്യം എന്താണെന്ന് വെച്ചാൽ സർ ദെൻ ഹൗ ലോങ് ഡസ് ഇറ്റ് റിമെയിൻ ദ എയർ. അതായത് സർ എൻ്റെ കയ്യിൽ നിന്നും ഈ ബോൾ പോയി അത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലേക്ക് എത്തി. ഇപ്പൊ താഴെ ഈ ഗ്രൗണ്ടിലേക്ക് വരാൻ എത്ര ടൈം എടുത്തു? അതാണ് സർ നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. 2 മിനിറ്റ് സർ നമ്മൾ ചെയ്യാൻ പോവാ. എടാ ഏറ്റവും ആദ്യം സർ ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ. ഈ മുകളിലേക്കുള്ള ഈ മോഷൻ ഒരു ഫസ്റ്റ് മോഷനും ഈ മുകളിന് താഴേക്കുള്ള മോഷൻ സെക്കൻഡ് മോഷൻ ആണെങ്കിൽ സർ ഫസ്റ്റ് മോഷൻ ഞാനൊന്ന് എടുക്കാൻ പോവാ. ഫസ്റ്റ് മോഷനിൽ സർ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. എടാ ഫസ്റ്റ് മോഷനിലെ ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ഫൈനൽ വെലോസിറ്റി എത്രയാണ് സർ? 0. സോ v is equal to സർ u minus gt. സോ 0 is equal to യുന്റെ വാല്യൂ എത്രയാടാ? 20 minus gt. സർ ജിന്റെ വാല്യൂ 10 അല്ലേ? സോ 20 is equal to g into t. t is equal to 20 divided by 10. എത്ര കിട്ടുമെടാ? 2 സെക്കൻഡ്. അതിനർത്ഥം മുകളിലേക്ക് ആവശ്യമായ ടൈം എത്രയാടാ? 2 സെക്കൻഡ്. എടാ വെരി 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 ഇമ്പോർട്ടന്റ്. ഈ ടൈപ്പ് ചോദ്യങ്ങൾ ഫ്രീ ഫോളിന്റെ കേസിൽ വരാം സാറേ. വെരി 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 ഇമ്പോർട്ടന്റ് സാറേ മറക്കരുത്. പലർക്കും തോന്നാം സാറേ ഇത് ഇമ്പോർട്ടന്റ് ആണോ? എടാ രാവിലെ തന്നെ സാറേ ഇത് കേട്ട് കിളി പോക്കാണോ? ഒരിക്കലുമല്ല. ഈ ടൈപ്പ് ചോദ്യങ്ങൾ സാറേ വെരി 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 ഇമ്പോർട്ടന്റ്. വെരി 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 ഇമ്പോർട്ടന്റ്. യെസ് എടാ യെസ് ഡാ സെറ്റോസ്കി. എടാ ഉഷാറോസ്കി അല്ലേ സാറേ? ഇന്ന പിടിച്ചോ സാറേ. ഞാൻ ഇവിടെ തന്നെ ഇതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് സർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം വരാൻ പോകുന്നത് സർ ഇങ്ങനെയാണ്. എടാ നോക്കിയേ സർ, രണ്ടാമത്തെ മോഷൻ ഞാൻ ഇതേപോലെ എടുക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾ കമന്റ് ചെയ്തടാ. രണ്ടാമത്തെ മോഷൻ എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ മോഷൻ ഞാൻ ഏറ്റവും മുകളിൽ താഴേക്കാണ് ആക്കുന്നത് സർ. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ആ 2 സെക്കൻഡ് ആ ബോൾ എത്ര മുകളിലേക്ക് പോകും സർ? എനിക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ പോരെ? എടാ v സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാടാ? u സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ജി ഇൻറ്റു എച്ച്. v 0 ആണ്. സോ 0 is equal to u square സ്ഥാനത്ത് സാറേ 400. കാരണം എന്താ? യൂണിറ്റ് വാല്യൂ സാറേ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 20 minus 2 into 10 into സാറേ എസ്. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ 2 into 10 into എസ് is equal to എത്രയാടാ? 400 ആണ് സർ. 0 കട്ടായി 2 by 40 20 ആണ്. സോ എസിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും സാറേ? 20 മീറ്റർ. അതായത് ഈ ഒരു ദൂരം കണ്ടോടാ, ഈ ഒരു ദൂരം എത്രയാടാ? 20 മീറ്റർ. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ കമന്റ് ചെയ്തടാ. എൻ്റെ മക്കൾ കമന്റ് ചെയ്തേ സാറേ ആ ഇത് ദൂരം 20 മീറ്റർ ആണെങ്കിൽ എൻ്റെ സാറുമാര് കമന്റ് ചെയ്ത് ഒറ്റ ചോദ്യമായി ഞാൻ ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ സർ എടാ താഴത്തേക്കുള്ള ആ ഡിസ്റ്റൻസ് എത്രയായിരിക്കും സർ? താഴേക്കുള്ള ആ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? എടാ ശ്രദ്ധിക്കണേ സാറേ. ഇപ്പം ഞാൻ വരച്ചിരിക്കുന്ന ആ ബിൽഡിംഗ് സർ ഇതേപോലെയാണ്. എടാ
ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ് എങ്കിൽ എത്രയാണ് ആ ടോട്ടൽ ഡിസ്റ്റൻസ്? 20. വെരി ഗുഡ് സർ. എടാ അടിപൊളിയായി കമന്റ് ചെയ്യുന്നുണ്ട്. 45 മീറ്റർ. എടാ മുകളിലേക്ക് 2 സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ മോഷൻ ഏറ്റവും മുകളിൽ താഴേക്ക് നോക്കാം സർ. അങ്ങനെയാണെങ്കിൽ മുകളിലത്തെ ഏറ്റവും മോഷൻ u is equal to ഞാൻ എത്ര കൊടുക്കുന്നു? 0 കൊടുക്കുന്നു. എടാ ടൈമിന്റെ ഇക്വേഷൻ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. √2h/g. സർ √2 into hന്റെ വാല്യൂ എത്രയാണ്? 45 ഡിവൈഡ് ബൈ ജിന്റെ വാല്യൂ എത്രയാണ്? 10 സർ. √2 into 45 90 ആണ്. 90/10 0 കട്ടായി. √9 which is equal to 3 seconds. So the total time എന്റെ മക്കൾ കമന്റ് ചെയ്ത് സാറേ മുകളിലേക്ക് സുയി 2 സെക്കൻഡ്, താഴേക്ക് സുയി 3 സെക്കൻഡ്, ടോട്ടൽ സെക്കൻഡ് എന്റെ മക്കൾ കമന്റ് ചെയ്തടാ 5 സെക്കൻഡ്. സർ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനിൽ തലങ്ങും വെലങ്ങും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സാറേ ഉത്തരം പറയാൻ പറ്റും. മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ തെറ്റാൻ ചാൻസ് ഉള്ള സാറേ 3 സെക്കൻഡ് മാത്രം എഴുതും. എടാ 3 സെക്കൻഡ് അല്ല സാറേ, സീനിയർ ആണോ തമ്പുരാനെ എനിക്കറിയില്ല മുത്തേ, എന്നാലും പറയാം. എന്താ മനസ്സിൽ സർ? മെയിൻ ആയിട്ടല്ല പറ വിട്ടെടുക്ക നിതിനെ, നീ നേരത്തെ പഠിച്ചില്ല എന്ന് പറഞ്ഞപ്പേ എനിക്ക് തോന്നിയിട്ട് ഒരു മാർക്കിന്റെ പറയില്ലടാ എന്നേ പറയില്ല, പറയും കുറച്ചായിട്ട് ലാസ്റ്റ് പറയാം. അയ്യടാ അല്ലെങ്കിൽ ഇപ്പൊ വിറ്റ് ചെയ്തു ഒരു 10 രൂപ വിറ്റ് ചെയ്താൽ മതി. എടാ വിറ്റുന്ന ഇതല്ലേ വെറുതെ പറഞ്ഞാൽ ഇതൊരു മോട്ടിവേഷൻ ആയിരിക്കല്ലേ. എടാ വെരി ഗുഡ് സർ. അങ്ങനെയാണെങ്കിൽ എടാ നമ്മൾ പറഞ്ഞ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഒരു ചോദ്യം കൂടി ചെയ്യാം സർ. വെൻ ബ്രേക്സ് ആർ അപ്ലൈഡ് ഓൺ എ മൂവിംഗ് വെഹിക്കിൾ ഇറ്റ് സ്റ്റോപ്സ് ആഫ്റ്റർ ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഇറ്റ്സ് കോൾഡ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. എടാ ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകുന്ന ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് സർ. v² is equal to എടാ u² plus 2 into a into s ആണെങ്കിൽ ആ ബോഡി കമ്മിങ് ടു റെസ്റ്റ് ആണെങ്കിൽ വിന്റെ വാല്യൂ 0 ആയിരിക്കും. സോ 0 is equal to u² plus 2as. 2as അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സാറേ -2as is equal to u², അല്ലെങ്കിൽ s is equal to എത്രയാടാ -u² divided by 2a. എടാ ഈ ഡിസ്റ്റൻസ് കണ്ടോ സാറേ, ഈ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. എന്റെ മക്കൾ ഒരു കാര്യം കൂടി കമന്റ് ചെയ്യണം സാറേ, വെരി 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 ഇമ്പോർട്ടന്റ് ആണ് സാർ. ഇവിടെ എന്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എടാ ബ്രേക്ക് പിടിക്കല്ലേ, വെലോസിറ്റി കുറയല്ലേ, അപ്പൊ എത്രയായിരിക്കും സാറേ കറസ്പോണ്ടിങ്? പറയടാ എന്റെ വാല്യൂ സർ എത്രയാ? നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? റീടാർഡേഷൻ ആണ്. എന്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം സർ, ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു എക്സ്പ്രഷനെ പറയുന്ന പേരാണ് സർ വെരി ഗുഡ് വിച്ച് ഈസ് ഈക്വൽ ടു ദ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. എടാ ഒരു കാര്യം മനസ്സിലാക്കാം, s is equal to -u² by 2a ആണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ u ഡബിൾ ആക്കി കഴിഞ്ഞാൽ s എന്ത് സംഭവിക്കും സാറേ? u² അല്ലേ, 2 ടൈംസ് ആണോ 4 ടൈംസ് ആണോ സാറേ? s 4 ടൈംസ് ആവും, കാരണം s is proportional to എത്രയാ? u². ഇതുമായി ബന്ധപ്പെട്ട ഒറ്റ പ്രോബ്ലം മോഷൻ സ്ട്രേറ്റ് ലൈൻ സാറേ A to Z കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് സർ. എ കാർ ഈസ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 54 km/h was brought to rest in 90 seconds. Sir, find the distance traveled by the car before coming to rest. So simple sir. S ന്റെ വാല്യൂ കണ്ടെത്തിയാൽ മതി സർ. S ന്റെ ഇക്വേഷൻ എത്രയാണ് സർ? ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അയ്യോ പോയോ സർ? -u² divided by 2a. എടാ 54 km/h അല്ലേ സർ? 54 into 5/18 സർ. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 54/18 3 ആണ് സർ. 5 into 3 which is equal to 15 meter/second. സർ എന്തിനാ 5/18 ചെയ്തത് സാറേ? km/h meter/second കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. സോ മൈനസ് ഓഫ് എനിക്ക് എന്ത് ചെയ്താൻ പറ്റും സാറേ? 15². divided by 2 into and value എത്രയാ സർ? v minus u by t. എടാ v ന്റെ വാല്യൂ 0 ആണ്, u ന്റെ വാല്യൂ സാറേ 15 ആണ്, ടൈമിന്റെ വാല്യൂ സാറേ തന്നിട്ടുണ്ട് 90 സർ. അങ്ങനെയാണെങ്കിൽ -15/90 നമുക്ക് -1/6 എടാ സോറി കേട്ടോ, -1/6 എത്ര കിട്ടും സാറേ? meter/second². സോ s is equal to നമുക്ക് -1/6. സോ ഈ മൈനസും കട്ടായി. എടാ 2 6ഉം കട്ടായി 3 ആയി. 15² എന്ന് വെച്ചാൽ 225 ആണ്. 225 into 3 എത്ര പേർക്ക് ഉത്തരം കിട്ടിയടാ? എടാ യെസ് വെരി ഗുഡ് ഹിതു, വെരി ഗുഡ് സർ. അതിന്റെ ഉത്തരമാണ് സർ 675 മീറ്റർ. എടാ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ പ്രോബ്ലം വരികയാണെങ്കിൽ സർ ന്യൂമറിക്കൽ പ്രോബ്ലം എന്റെ മക്കൾ ഇങ്ങനെയാ ചെയ്യേണ്ടത്, മറിച്ച് അതല്ല സാറേ. എടാ ഞാൻ പവർ കൂട്ടാത്തല്ലടാ, ഇനി കുറെ ചാപ്റ്റേഴ്സ് എടുക്കണ്ട്, അപ്പം വെറുതെ പത തുപ്പണ്ട വെച്ചിട്ടാണ് ഞാൻ മൈൽഡായിട്ട് പോകുന്നുണ്ടോ. വെരി ഗുഡ്. എടാ അനൂസെ 674 ആണോ? ടൈപ്പ് ചെയ്താൽ മാറിപ്പോയല്ലേ, ഒരു വിഷയമില്ല മുത്തുമണി. എടാ പിടിച്ചോടാ 675 മീറ്റർ ആണ് സർ. എടാ അങ്ങനെയാണെങ്കിൽ എടാ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് നമുക്ക് നേരെ വേഗം എടാ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് വേണം, നമുക്ക് ഓർഡർ പോയടാ, ഓർഡർ പോയാലോ കുറച്ച് നല്ല. യെസ് എടാ എവിടെ മോഷന്റെ പ്ലെയിന്? കാരണം അതിലേക്ക് കുറച്ച് സുഖം. കാരണം മോഷന്റെ പ്ലെയിൻ പഠിക്കുക സർ. സർ മോഷന്റെ പ്ലെയിൻ നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കേണ്ട സാധനമാണ് സർ സ്കേലാർ ക്വാണ്ടിറ്റി, വെക്ടർ ക്വാണ്ടിറ്റി. എടാ ക്വാണ്ടിറ്റീസ് തന്നിട്ട് ഏതാണ് സ്കേലാർ ഏതാണ് വെക്ടർ തരും സാറേ. ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ആംഗുലാർ മൊമെന്റം ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ടൈം ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, വർക്ക് എന്ത് ക്വാണ്ടിറ്റി സാറേ? സ്കേലാർ ക്വാണ്ടിറ്റി. അടുത്തത് നൾ വെക്ടർ, സീറോ വെക്ടർ. സർ മാഗ്നിറ്റ്യൂഡ് 0 മറിച്ച് ആർബിട്രറി ഡയറക്ഷനുമായിട്ടുള്ള സാധനത്തിന് നമ്മൾ പറയുന്നത് നൾ വെക്ടർ. സർ ഒരു ബോഡി ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലാണെങ്കിൽ സർ അതിന് എക്സാമ്പിൾ നമുക്ക് നൾ വെക്ടർ എന്ന് പറയാം. ഒരു ബോഡി കമ്മിങ് ടു ദ ഇനീഷ്യൽ പൊസിഷൻ ആണെങ്കിൽ സർ അവിടെ ഡിസ്പ്ലേസ്മെന്റ് സർ എന്തായിരിക്കും? നൾ വെക്ടർ ആയിരിക്കും.
ആയിരിക്കും അല്ലെങ്കിൽ സീറോ വെക്ടർ ആയിരിക്കും സർ. ഒരു യൂണിറ്റുള്ള വെക്ടറിനെ നമ്മൾ പറയുന്ന പേരാണ് സർ യൂണിറ്റ് വെക്ടർ. അങ്ങനെ എക്സ് ആക്സിലൂടെയും വൈ ആക്സിലൂടെയും സെഡ് ആക്സിലുള്ള വെക്ടറിനെ നമ്മൾ പറയുന്ന പേരാണ് സാറേ ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, ക്യാ ക്യാപ്പ്. അവ മൂന്നും സാറേ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് സാറേ അതിനെ നമ്മൾ പറയുന്ന പേരാ മച്ചാനെ എന്തെന്ന് വെച്ചാൽ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് സർ. അങ്ങനെയാണെങ്കിൽ രണ്ട് വെക്ടേഴ്സ് ഒരേ മാഗ്നിറ്റ്യൂഡും ഒരേ ഡയറക്ഷൻ ആയി കഴിഞ്ഞാൽ മാത്രമേ അവ എന്താവുകയുള്ളൂ സാറേ ഒരു ഈക്വൽ വെക്ടേഴ്സ് ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ രണ്ട് വെക്ടേഴ്സ് ഈക്വലി നമുക്ക് പറയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ സർ ഒരു വെക്ടറിനെ നമുക്ക് രണ്ട് കോമ്പൗണ്ട് ആയി മാറ്റണമെങ്കിൽ സർ എക്സ് ആക്സിലുള്ള കോമ്പൗണ്ടിന് തീറ്റ കടുത്താണെങ്കിൽ സർ അതിനെ ആർ എക്സ് ആണെങ്കിൽ ആർ കോസ് തീറ്റ എന്നും ആർ വൈ തീറ്റ കെവയായി നിൽക്കുന്ന വൈ ആക്സിലുള്ള കോമ്പൗണ്ട് ആണെങ്കിൽ സാർ ആർ ഇൻറ്റു സൈൻ തീറ്റ. എന്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം സർ ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ ആവണമെന്നില്ല സാറേ. ഇപ്പം ഇതാണ് തീറ്റ, ഇതാണ് ആർ എക്സ് എങ്കിൽ സാറേ ഇതാണ് ആർ വൈ എങ്കിൽ തീറ്റ കടുത്ത് നിൽക്കുന്ന ആൾ സർ ആർ വൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്തായിരിക്കും ആർ വൈ ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, ആർ എക്സ് ഇസ് ഈക്വൽ ടു കമന്റ് ചെയ്യടാ സാറേ തീറ്റ കെവി ആയിട്ട് നിൽക്കുന്ന ആളാണ് ഹൊറിസോണ്ടൽ കോമ്പൗണ്ട്. ആർ എക്സ് ഇസ് ഈക്വൽ ടു സാർ എനിക്ക് എന്ത് പറയാൻ പറ്റും ആർ ഇൻറ്റു സൈൻ തീറ്റ. എപ്പോഴും ആർ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, ആർ വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. നെഹി എന്ന് വെച്ചാൽ നെഹി താൻ പോടോ ഹേ സർ. തീറ്റയ്ക്ക് അടുത്ത് നിൽക്കുന്ന ആളാണ് ആർ കോസ് തീറ്റ, തീറ്റയ്ക്ക് എവേ നിൽക്കുന്ന ആളാണ് ആർ സൈൻ തീറ്റ അല്ലെങ്കിൽ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു കോസ് തീറ്റ അല്ലെങ്കിൽ സൈൻ തീറ്റ. സാറേ കിട്ടിയെന്ന് വിചാരിക്കുന്നു സർ. അങ്ങനെയാണെങ്കിൽ പാരലോഗ്രാമിലോ ഇന്നലെ ജാസ്ക പറഞ്ഞാണ് രണ്ട് വെക്ടേഴ്സ് ഒരു ആംഗിൾ തീറ്റയിൽ നിൽക്കുകയാണെങ്കിൽ അവയുടെ റിസൾട്ടന്റ് കണ്ടെത്തണമെങ്കിൽ സർ അത് പാരലോഗ്രാമായി വരച്ച് ആ രണ്ട് വെക്ടേഴ്സിന് കോമൺ പോയിന്റ് ഒരു റിസൾട്ടന്റ് ഒരു ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ ആ ഡയഗ്രാണ് സർ റിസൾട്ടന്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ട്രയാംഗിൾ ഒ എസ് എന്ന് എടുക്കുകയാണെങ്കിൽ സർ ഒ എസ് സ്ക്വയർ ഇസ് ഈക്വൽ എനിക്ക് എന്തെടുക്കാൻ പറ്റും ഒ എൻ സ്ക്വയർ പ്ലസ് എസ് എൻ സ്ക്വയർ സർ. റിസൾട്ടന്റ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ പി പ്ലസ് പി എൻ പ്ലസ് ബി സൈൻ തീറ്റ. എടാ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സർ വെരി 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 ഇമ്പോർട്ടന്റ് ആർ ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി കോസ് തീറ്റ. എടാ ഇതിൽ തന്നെ മാക്സിമം ആയി ചോദിക്കാൻ ചാൻസ് ഉള്ള അടുത്ത ചോദ്യം പറയാം. എടാ റിസൾട്ടന്റ് മാക്സിമം ആവുന്നതും മിനിമം ആവുന്നതുമായ കേസ് എത്രയാണ് സർ? മാക്സിമം ആണെങ്കിൽ തീറ്റയുടെ ആംഗിൾ എത്ര, മിനിമം ആണെങ്കിൽ തീറ്റയുടെ ആംഗിൾ എത്ര? വളരെ സിമ്പിൾ ആണ്. ഒരാളെ നിങ്ങൾക്ക് മാക്സിമം ഫോഴ്സ് പിടിച്ചു വലിക്കണമെങ്കിൽ ആ രണ്ട് ഫോഴ്സ് നിങ്ങൾ ഒരാളെ ഒരേ സൈഡിൽ നിന്ന് പിടിച്ചു വലിക്കണം. ഒരേ സൈഡിൽ നിന്ന് പിടിച്ചു വലിക്കുകയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്രയാണ്? 0 ഡിഗ്രി. ആറിന്റെ വാല്യൂ എത്ര ആയിരിക്കും സർ? ആർ പ്ലസ് ബി, എ പ്ലസ് ബി ആയിരിക്കും. രണ്ട് വെക്ടേഴ്സിനെ കൂട്ടിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും മാക്സിമം വാല്യൂ സർ. എന്നാൽ ഒരു സാധനത്തിന് റിസൾട്ടിന് ഏറ്റവും മിനിമം ആവണമെങ്കിൽ ഒരാളെ രണ്ട് ഭാഗത്ത് നിന്ന് പിടിച്ചു വലിക്കണം. രണ്ട് ഭാഗത്ത് നിന്ന് പിടിച്ചു വലിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ എന്റെ മക്കൾ കമന്റ് ചെയ്തടാ തീറ്റയുടെ വാല്യൂ എത്രയാണ് സാറേ? 180 ഡിഗ്രി ആണ്. 180 ഡിഗ്രി ആണെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ആണോ എ മൈനസ് ബി ആണോ? വെരി ഗുഡ് സർ, എ മൈനസ് ബി സാറേ. ഇതില്ലാത്ത ഒരു ചോദ്യം ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് സാറേ. വെരി വെരി ഇമ്പോർട്ടന്റ് റിസൾട്ടന്റ് വെച്ച് നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർ. അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആണെങ്കിൽ സർ അതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ പ്രോബ്ലം സാർ ചെയ്തിട്ടുണ്ട്. തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആണെങ്കിൽ മച്ചാനെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ആർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടിയിട്ടുണ്ട്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സർ. റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം പോരാ, കൂടെ ഡയറക്ഷനും വേണം. ആ ഡയറക്ഷൻ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ എ പ്ലസ് ബി കോസ് തീറ്റ. സാറേ എന്താണ് ആൽഫ? നമ്മുടെ റിസൾട്ടന്റും നമ്മുടെ എ വെക്ടറുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് സാറേ ആൽഫ. എടാ നിങ്ങളോട് ചിലപ്പോൾ കണക്ഷൻ കിട്ടാൻ വേണ്ടി ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമായിരിക്കും സർ. ഇതാണ് എന്റെ വെക്ടർ ബി, ഇതാണ് സാറേ കറസ്പോണ്ടിങ് തീറ്റ, ഇതാണ് കറസ്പോണ്ടിങ് ആൽഫ എങ്കിൽ എന്റെ സാറുമാർ പറഞ്ഞടാ ഈ ആംഗിൾ എത്രയാടാ? ഈ ആംഗിൾ എത്രയാ? റിസൾട്ടന്റും ആറും തമ്മിൽ റിസൾട്ടന്റ് ആറും ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ? എയും ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ, ആറും എയും തമ്മിൽ ഉണ്ടാക്കുന്ന ആൽഫ എങ്കിൽ സർ എത്രയായിരിക്കും എടാ ആറും ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ? എന്റെ മച്ചന്മാരെ കമന്റ് ചെയ്തരാ, സാറുമാരെ ഉഷാറായി കമന്റ് ചെയ്ത് സർ. ടോട്ടൽ തീറ്റയാണ് സർ, അതിനൊരു ഭാഗം ആൽഫയായി. അപ്പൊ ബാക്കിയുള്ള ആംഗിൾ എത്രയാ സർ? എന്ത് ചോദ്യമടാ? തീറ്റ മൈനസ് ആൽഫ. വെരി 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 ഇമ്പോർട്ടന്റ്, വെരി 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 ഇമ്പോർട്ടന്റ് സർ. ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് സർ. അങ്ങനെ നമ്മൾ അതിനുശേഷം പ്രൊജക്ടൈൽ മോഷൻ പറഞ്ഞു സർ. ഒരു പാരബോളിക് പാത്ത് ആയിട്ട് പോകുന്ന ഒരു ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് ഒരിക്കലും മാറാത്ത വെലോസിറ്റി കോമ്പൗണ്ട് സോറി വെർട്ടിക്കൽ കോമ്പൗണ്ട് മാത്രം മാറുന്ന ഒരു ടൈപ്പ് മോഷനെ നമ്മൾ പറയുന്ന പേരാ. വെരി ഗുഡ് അതിരാജ്, വെരി ഗുഡ് സർ. എടാ അത് അത്ര ഇമ്പോർട്ടന്റ് ആട്ടോ, ബട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നാ സാറേ. അങ്ങനെയാണെങ്കിൽ എടാ ഒരു വട്ടം ചോദ്യം ഇതായിരുന്നു. എ ബൾബ് വാണ്ട്സ് ടു ഡ്രോ ദ വേരിയേഷൻ ഓഫ് വെലോസിറ്റി കോമ്പണൻസ് വിത്ത് പ്രൊജക്ടൈൽ മോഷൻ വിത്ത് ടൈം. എടാ നമ്മൾ പറഞ്ഞിരുന്നു സാറേ യു എക്സിന്റെ വാല്യൂ സാറേ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. യു വൈന്റെ വാല്യൂ നോക്കിയടാ, ഇവിടെ യു സൈൻ തീറ്റ, ഇവിടെ 0, ഇവിടെ മൈനസ് യു സൈൻ തീറ്റ. എടാ അപ്പൊ ഞാൻ ചോദിക്കട്ടെ യു എക്സും അതേപോലെ ടൈമും എടുക്കുകയാണെങ്കിൽ സർ ഇതേതാ സർ? സ്ട്രൈറ്റ് ലൈൻ ആണ് സർ. യു വൈയും അതേപോലെ ടൈമും എടുക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഏറ്റവും ഇവിടെ യു സൈൻ തീറ്റ, പിന്നെ സാറേ ഇവിടെ 0, പിന്നെ സാറേ ഇവിടെ മൈനസ് യു സൈൻ തീറ്റ. എടാ കമന്റ് ചെയ്തേ സാറേ. സ്ട്രൈറ്റ് ലൈൻ സാറേ പാരലൽ ടു എക്സ് ആക്സിസ് ആണോ ഇൻക്ലൈൻ ടു എക്സ് ആക്സിസ് ആണോ? ഒന്ന് കമന്റ് ചെയ്തടാ, ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, സ്ട്രൈറ്റ് ലൈൻ ടു എക്സ് ആക്സിസ് ആണോ ഇൻക്ലൈൻ ടു എക്സ് ആക്സിസ് ആണോ? എന്റെ സാറുമാർ കമന്റ് ചെയ്തേ. യെസ്. എടാ വെരി ഗുഡ്. എടാ ശ്രദ്ധിക്കേണ്ട കാര്യം സർ ഇതേതാണ്? ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് വിത്ത് സീക്ക ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം. അങ്ങനെയാണെങ്കിൽ എടാ വെർട്ടിക്കൽ കോമ്പൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം അതാണ് സർ യു വൈ എന്ന് വെച്ചാൽ. എടാ ഉഷാറോസ്കൈ കിട്ടിയില്ല സർ.
ശ്രദ്ധിക്കേണ്ട കാരണം അടുത്ത സാധനം സർ മാക്സിമം പോയിന്റ് ഓഫ് പ്രൊജക്ഷനിലും അതേപോലെ മാക്സിമം ഹൈറ്റിൽ ഇക്വേഷൻ സർ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ വെച്ചാൽ നിങ്ങൾ എറിയുന്ന സമയത്ത് സർ യു കോസ് തീറ്റ യു സൈൻ തീറ്റയാണ്. എടാ വെരി 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 ഇമ്പോർട്ടൻറ്റ് സർ. ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ സാറേ ഹൊറിസോണ്ടൽ കോമ്പണന്റ് മാത്രമേ ഉള്ളൂ. വെർട്ടിക്കൽ കോമ്പണന്റ് ആയ യു വൈൻ്റെ വാല്യൂ എത്രയാ സാർ? 0. അടുത്തൊരു ചോദ്യം ചോദിക്കും സാറേ, ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നമ്മുടെ യു എക്സും അതേപോലെ ആക്സിലറേഷൻ തമ്മിലുള്ള ആംഗിൾ എത്രയാ? പറഞ്ഞേടാ, പറഞ്ഞേ സാറേ. ദ ആംഗിൾ ബിറ്റ്വീൻ സർ, ഞാൻ ചോദിക്കട്ടെ, ആംഗിൾ ബിറ്റ്വീൻ സർ, ആംഗിൾ ബിറ്റ്വീൻ ദ യു എക്സ് ആൻഡ് the A അല്ലെങ്കിൽ G. A എത്രയാണ് സർ? യു എക്സ് ഇങ്ങോട്ടേക്കാണ് സർ, എ എപ്പോഴും മൈനസ് ജി താഴേക്കാണ്. തമ്മിൽ ആംഗിൾ വെരി ഗുഡ് സർ, വെരി ഗുഡ് സർ. എത്ര ഡിഗ്രിയാടാ? 90 ഡിഗ്രി. ഇത് വിട്ടൊരു കളിയിലടാ, പ്രൊജക്ടൈലിൽ നിങ്ങൾ പ്രോ ആയിട്ടുണ്ട് സാറേ. അടുത്ത ക്വസ്റ്റ്യൻ ചോദ്യമായിട്ട് തരും സാറേ. യു എക്സ് തരാം, യു കോസ് തീറ്റ കണ്ടെത്താം. എടാ ഇത് മാത്രമല്ല, ഇത് ചിലപ്പോൾ കൈനറ്റിക് എനർജി ചോദിക്കാം സർ. ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ. എടാ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എടാ വിന്റെ സ്ഥാനത്ത് ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആണെങ്കിൽ സാർ എത്രയാ? യു എക്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഹോൾ സ്ക്വയർ. സർ നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2u sin തീറ്റ ബൈ ജി. സാറേ അജാസ്ക ഡിറൈവ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് ചെയ്തിട്ട് ഞാൻ വെറുതെ പറഞ്ഞിട്ടോ സർ. ഏറ്റവും എന്ത് ചെയ്യണ്ട, ഏറ്റവും O മുതൽ A വരെ എടുത്തു, ടോപ്പ് മോസ്റ്റ് പോയിന്റ് 0 കൊടുത്തു, A മൈനസ് ജി കൊടുക്കുകയാണെങ്കിൽ വി ഈക്വൽ ടു യു മൈനസ് ജി ടിയിൽ സാറേ വിന്റെ സ്ഥാനത്ത് 0 കൊടുക്കുന്നു, യുന്റെ സ്ഥാനത്ത് യു സൈൻ തീറ്റ മൈനസ് ജി ടി, മൈനസ് ജി ടി ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ജി ടി ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ, ടി ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ബൈ ജി. സാർ ഇക്വേഷൻ എങ്ങനെയല്ല സർ, ഇത് O മുതൽ A വരെ എടുത്താൻ ആവശ്യപ്പെട്ട ടൈമാണ്. A മുതൽ B വരെ എത്തണമെങ്കിൽ ഇൻറ്റു 2 ചെയ്യണം. വന്നോ തമ്പുരാനെ, ഇൻറ്റു 2. എടാ സിക്ക് 4 എടുക്കുന്നില്ല, എടാ ഒന്നും പറ്റിയില്ലല്ലോ, അല്ല ഓക്കെ. അങ്ങനെ എ മുതൽ ബി വരെയുള്ള സ്ഥാനത്ത് സാറേ നമുക്ക് എന്ത് പറയാൻ പറ്റും? വെരി ഗുഡ് സർ. നമുക്ക് എത്രയാ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ട് സർ. അങ്ങനെയാണെങ്കിൽ എടാ ഉഷാറല്ലേ സർ? ഹൈറ്റ് ഓഫ് ദ പ്രൊജക്ടൈൽ ഇക്വേഷൻ സർ. ഹൈറ്റിന് ഇക്വേഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. എടാ ഇത് പഠിക്കാതെ പോവരുത്, വെരി 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 ഇമ്പോർട്ടൻറ്റ് സർ. ഹൈറ്റ് മാക്സിമം ആവണമെങ്കിൽ എടാ ലോജിക്ക് നോക്കിയാൽ മതി സാറേ. ഒരു സാധനം കുത്തനെറിഞ്ഞാലേ തലയിലേക്ക് വീഴുള്ളൂ സാറേ. കുത്തനെറിയണമെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്രയാണ്? 90 ഡിഗ്രി സർ. അങ്ങനെയാണെങ്കിൽ അടുത്തത് റേഞ്ചിന്റെ ഇക്വേഷൻ എന്താ സർ? എടാ ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യണേ, ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കണേ. എടാ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സർ, എടാ ഹൈറ്റ് ചോദിക്കാം, റേഞ്ച് ചോദിക്കാം, ടൈം ചോദിക്കാം. ചിലപ്പോൾ ഹൈറ്റും റേഞ്ചും ടൈം തന്നിട്ട് ഗിവൺ തന്നിട്ട് യു എത്രയും ചോദിക്കാം, വേഴ്സ്റ്റ് കേസ് തീറ്റ എത്രയും ചോദിക്കാം. ഹൈറ്റും റേഞ്ചും ടൈമും തരും, എന്നിട്ട് യു എത്രയും ചോദിക്കും. സാറേ ശ്രദ്ധിക്കണം, ഹൈറ്റും റേഞ്ചും ടൈമും തരും, യു എത്രയും ചോദിക്കും, അല്ലെങ്കിൽ തീറ്റ എത്രയും ചോദിക്കും. വേഴ്സ്റ്റ് കേസാണ്, വേഴ്സ്റ്റ് കേസാണ്. കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് സംഭവിച്ച ആ വേഴ്സ്റ്റ് കേസ് ഉണ്ട് സർ. അങ്ങനെയാണെങ്കിൽ ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ദ കറസ്പോണ്ടിങ് റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ. സർ റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ ഇക്വേഷൻ സാർ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എത്രയാടാ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് സർ. എത്രയാ? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. എടാ ജാവലിൻ ത്രോയിൽ ഫസ്റ്റ് കിട്ടണമെങ്കിൽ സർ എടാ ഈ ഇക്വേഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റേഞ്ച് ആർ ഇസ് ഈക്വൽ ടു എത്രയാടാ? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. ജാവലിൻ ത്രോയിൽ ഫസ്റ്റ് കിട്ടണമെങ്കിൽ സാറേ എത്ര ആംഗിളിൽ ക്രഷിനെ ഇംപ്രസ് ചെയ്യാൻ എത്ര ആംഗിൾ എറിയണമടാ? വെരി ഗുഡ്, വിച്ച് ഈസ് ഈക്വൽ ടു തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. എടാ അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് മാക്സിമം റേഞ്ച് മാക്സിമം തമ്മിൽ റിലേഷൻ മനസ്സിലാക്കണം. എടാ ഹൈറ്റ് മാക്സിമം തീറ്റ 90 ആവുമ്പോഴാണ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g സൈൻ സ്ക്വയർ തീറ്റ 1 ആയി യു സ്ക്വയർ ബൈ 2g നമുക്ക് കിട്ടും. റേഞ്ച് മാക്സിമം ആവുന്നത് യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആണ്. സൈൻ 2 തീറ്റ 1 ആയി കഴിഞ്ഞാൽ യു സ്ക്വയർ ബൈ ജി ആണ്. സാറേ യു സ്ക്വയർ ബൈ ജി, ഇവിടെ യു സ്ക്വയർ ബൈ 2g. അങ്ങനെയാണെങ്കിൽ റേഞ്ച് മാക്സിമത്തിനെ ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും സാറേ? ഹൈറ്റ് മാക്സിമം. വെരി 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 ഇമ്പോർട്ടൻറ്റ് സർ. ഹൈറ്റ് മാക്സിമം ഇസ് ഈക്വൽ ടു റേഞ്ച് മാക്സിമം ബൈ 2. എടാ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇങ്ങനെ റിലേഷൻ ചോദിക്കാം. അതല്ലെങ്കിൽ സാറേ ഹൈറ്റ് മാക്സിമം തരും, എന്നിട്ട് റേഞ്ച് മാക്സിമം കണ്ടെത്താൻ ചോദിക്കും സർ. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതിനർത്ഥം സർ ഹൈറ്റ് മാക്സിമം റേഞ്ച് മാക്സിമം റിലേഷൻ, അതായത് വളരെ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ ഒരാൾക്ക് കുത്തനെ എറിയാൻ പറ്റുന്ന മാക്സിമം ദൂരം അയാൾക്ക് നേരെ എറിയാൻ പറ്റുന്ന മാക്സിമം ദൂരത്തിനേക്കാളും പകുതിയാണ്. നേരെ എറിയാൻ പറ്റുന്ന മാക്സിമം ദൂരത്തെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. കുത്തനെ എറിയാൻ പറ്റുന്ന മാക്സിമം ദൂരമാണ് സാറേ ഹൈറ്റ്. സോ റേഞ്ച് മാക്സിമത്തിന്റെ പകുതിയായിരിക്കും അയാൾക്ക് നേരെ എന്താക്കാൻ പറ്റും സാറേ? മുകളിലേക്ക് എറിയാൻ പറ്റുന്നത്. ചിലപ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലം തരാം. റേഞ്ച് മാക്സിമം ഈസ് ഈക്വൽ ടു 10 മീറ്റർ. വാട്ട് ഈസ് ദ ഹൈറ്റ് മാക്സിമം? അത് തിരിച്ചും ചോദിക്കാം, ഡയറക്റ്റ് ചോദിക്കാതെ. എ പേഴ്സൺ ക്യാൻ ത്രോ എ ബോൾ അറ്റ് എ മാക്സിമം ഡിസ്റ്റൻസ് ഓഫ് 10 മീറ്റർ. വാട്ട് ഈസ് ദ മാക്സിമം ഡിസ്റ്റൻസ് ഹി ക്യാൻ ത്രോ ഇറ്റ് ഹൊറിസോണ്ടലി? 10 ആണ് സർ മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എങ്കിൽ മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും സർ? 10/2 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 5. എടാ ശ്രദ്ധിക്കണേ, എടാ ബുദ്ധിമുട്ടാവരുത് സർ. അങ്ങനെയാണെങ്കിൽ ഈ ടൈപ്പ് ചോദ്യങ്ങൾ വരാം. മാക്സിമം ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് ആരാ സർ? വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് വെലോസിറ്റി. എടാ എന്നാൽ ഇത് കൂടാതെ മറ്റൊരു ടൈപ്പ് ചോദ്യങ്ങൾ ഇടയ്ക്ക് ചോദിക്കാം. എടാ ഇതേപോലെ നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ എടുക്കുകയാണെങ്കിൽ സർ ഈ രണ്ട് കേസിലും റേഞ്ചിന്റെ വാല്യൂ എത്രയാ? സെയിമാ. അങ്ങനെയാണെങ്കിൽ ഒന്ന് തീറ്റയാണെങ്കിൽ എടാ അടുത്ത ആംഗിൾ 90 മൈനസ് തീറ്റ ആയിരിക്കും സർ. ഒരു ആംഗിൾ തീറ്റയാണെങ്കിൽ സർ ആംഗിൾ 1 തീറ്റയാണെങ്കിൽ സർ ആംഗിൾ 2 എത്രയായിരിക്കും എന്നറ? 90 മൈനസ് തീറ്റ, പ്രൊവൈഡഡ് റേഞ്ച് ഈസ് ആക്ച്വലി സെയിം. എടാ ശ്രദ്ധിക്കേണ്ട കാര്യം വെരി 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 ഇമ്പോർട്ടൻറ്റ്, വെരി 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 ഇമ്പോർട്ടൻറ്റ് സർ. അത്
അടിപൊളി സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യം സാറേ. ഒന്ന് തീറ്റയാണെങ്കിൽ അടുത്തത് 90 മൈനസ് തീറ്റ. ഫോർ എക്സാമ്പിൾ, ഒന്ന് 30 ഡിഗ്രി ആണെങ്കിൽ സർ അടുത്തത് 90 മൈനസ് 30 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാടാ? 60 ഡിഗ്രി. സാറുമാരെ മനസ്സിലാക്കണം, ഒന്ന് 30 ഡിഗ്രി ആണെങ്കിൽ അടുത്ത എത്രയാടാ? 60 ഡിഗ്രി. സർ റെയർ ആയിട്ട് ചോദിക്കുന്നതാണ്, ബട്ട് സ്റ്റിൽ എടാ ഞാൻ വലിയ വലിയ ഇപ്പോൾ അറിയാതെ പറഞ്ഞു കേട്ടോ. എടാ അങ്ങനെയാണെങ്കിൽ സാർ കൈനറ്റിക് എനർജി ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹാഫ് ഇൻറ്റു എം ഇൻറ്റു സർ യു സ്ക്വയർ വെലോസിറ്റിയുടെ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സർ വിയും ഒമേഗയും തമ്മിലുള്ള റിലേഷൻ സർ വി ഈസ് ഈക്വൽ ടു ഒമേഗ ആർ. വെരി 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 ഇമ്പോർട്ടൻറ്റ് സർ. നമ്മൾ എന്ത് ചെയ്യണം? എടാ എ മുതൽ ബി വരെ പോകുന്നു, എ ബി ഈസ് ഈക്വൽ ടു ആർ തീറ്റ എടുത്തു, എ ബി ഈസ് ഈക്വൽ ടു വി ടി എടുത്തു സർ. ആർ തീറ്റ ഈസ് ഈക്വൽ ടു വി ടി സർ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തീറ്റ ബൈ ടി ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഈസ് ഈക്വൽ ടു വെലോസിറ്റി. അടുത്ത ചോദ്യം ചോദിക്കാം, ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ആംഗുലാർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. യെസ് സർ, വി ഈസ് ഈക്വൽ ടു തീറ്റ ബൈ ടി. എടാ അങ്ങനെയാണെങ്കിൽ സർ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ നമ്മൾ പറഞ്ഞു സർ, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് സർ, ഡയറക്ഷൻ മാറുന്ന കാരണം ഉണ്ടാവുന്ന ഒരു കറസ്പോണ്ടിങ് ആക്സലറേഷനെ പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. ആ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഉണ്ടാവാനുള്ള കാരണം വെലോസിറ്റിയുടെ വാല്യൂ മാറുന്നുണ്ടല്ല, വെലോസിറ്റിയുടെ എന്ത് മാറുമ്പോഴാണ് സാറേ? മാഗ്നിറ്റ്യൂഡ് മാറുമ്പോഴാണോ ഡയറക്ഷൻ മാറുമ്പോഴാണോ? എന്റെ മക്കൾ കമന്റ് ചെയ്തേ, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറുമ്പോഴാണോ സാറേ ഡയറക്ഷൻ മാറുമ്പോഴാണോ? എന്റെ മക്കൾ കമന്റ് ചെയ്തടാ, എന്റെ മക്കൾ കമന്റ് ചെയ്തേ. യെസ് യെസ്, വെരി ഗുഡ് സർ, വെലോസിറ്റി ഡയറക്ഷൻ മാറുമ്പോഴാണ് സർ. അങ്ങനെയാണെങ്കിൽ ഒരു ഡൗട്ട്, വെരി ഗുഡ്, അടിപൊളിയായി കമന്റ് ചെയ്യുന്നുണ്ട് സർ. അത് കൺസെപ്റ്റ് ആടാ, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് അല്ല, ഡയറക്ഷൻ മാറുന്നത് കാരണം ഉണ്ടാവുന്ന ആക്സലറേഷനെ പറയുന്ന പേരാ കൺസെപ്റ്റോസ്കി ആയിട്ട് പറയുന്നുണ്ട് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ സർ. വെരി ഗുഡ്. അങ്ങനെ ഒബ്ജക്ട് മൂവിംഗ് യൂണിഫോംലി ഇൻ എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് 12 സെന്റിമീറ്റർ, എ കംപ്ലീറ്റ് 7 റെവല്യൂഷൻസ് ഇൻ 100 സെക്കൻഡ്. ആംഗുലാർ സ്പീഡും അതേപോലെ ലീനിയർ സ്പീഡും സർ. ആംഗുലാർ സ്പീഡ് ഒറ്റയ്ക്ക് യൂസ് ചെയ്താൽ സർ എന്താ? തീറ്റ ബൈ ടി. എടാ ഇത്ര റെവല്യൂഷൻ ആണ് തരുന്നെങ്കിൽ ആ റെവല്യൂഷനെ കൊണ്ട് സർ ഒരു റെവല്യൂഷൻ 2 പൈ ആണ്. സോ രണ്ടാണെങ്കിൽ 2 ഇൻറ്റു 2 പൈ, 7 ആണെങ്കിൽ 7 ഇൻറ്റു 2 പൈ വിച്ച് ഈസ് 14 പൈ ഡിവൈഡ് ബൈ 100 സർ, 0.44 റേഡിയൻ പെർ സെക്കൻഡ്. സർ ഞങ്ങൾക്ക് ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ ഒമേഗനെ കൊണ്ട് റേഡിയസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും സാറേ? വി കിട്ടും. എടാ ഇക്വേഷൻ സെറ്റ് ആയിട്ടുണ്ട് സർ. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ ഇക്വേഷൻ, എടാ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഇക്വേഷൻ ഡിറൈവ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓർ ക്വസ്റ്റൻ ആയിട്ട് സർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതേപോലെ രണ്ട് ട്രയാങ്കിൾ വരയ്ക്കുക. ആ ട്രയാങ്കിൾ സിമിലാരിറ്റി കണ്ടീഷൻസ് ആയിട്ടുള്ള ബി സി ബൈ എ ബി ഈസ് ഈക്വൽ ടു ക്യു ആർ ബൈ പി ക്യു സർ. ബി സി എന്ന് വെച്ചാൽ ഡെൽറ്റ ആർ ആണ്, എ ബി എന്ന് വെച്ചാൽ ആർ ആണ്, ക്യു ആർ എന്ന് വെച്ചാൽ കറസ്പോണ്ട് ഡെൽറ്റ വി ആണ് സർ, പി ക്യു എന്ന് വെച്ചാൽ വി ആണ് സർ. അങ്ങനെയാണെങ്കിൽ രണ്ട് ഭാഗത്തും ഡെൽറ്റ ടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ആർ ബൈ ആർ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി ഡെൽറ്റ ടി സർ. ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് വെച്ചാൽ സാറേ വെലോസിറ്റി ആണ്. എടാ വി ബൈ ആർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ ബൈ സർ, ആക്സലറേഷൻ ബൈ വി സർ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വി ഇൻറ്റു വി ഒന്നിക്കാണ് സുഹൃത്തുക്കളെ. എ സി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. സെൻട്രിപിറ്റൽ ആക്സലറേഷന്റെ ലീനിയർ വെലോസിറ്റിയും റേഡിയസും മാത്രമല്ല, ഇടയ്ക്ക് ചോദിക്കുകയാണ് ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ ദ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഇൻ ടേംസ് ഓഫ് ആംഗുലാർ വെലോസിറ്റി ആൻഡ് റേഡിയസ്. ഒമേഗയും ആർ ആണെങ്കിൽ സാറേ ഒമേഗ സ്ക്വയർ ആർ എങ്ങനെ കിട്ടി? എടാ വി സ്ക്വയറിന്റെ സ്ഥാനത്ത് ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ കൊടുത്താൽ മതി. എടാ അടുത്ത ചോദ്യം വരും, അപ്പൂസേ സി കെ ഇപ്പൊ ഒരിടാ മുത്തേ, സി കെ വന്നില്ല ന്യൂസേ, സി കെ വന്നില്ല തമ്പുരാൻ അറിയാം, അപ്പൊ ഒരിടാ. ഓക്കെ സി കെ മുത്തേ ഒന്നും പറ്റില്ലല്ലോ. ഓക്കെ ഉറങ്ങിപ്പോയേ. എടാ അങ്ങനെയാണെങ്കിൽ സാർ അടുത്ത ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഫൈൻഡ് ഒബ്റ്റെയിൻ റിലേഷൻ ഓഫ് ദ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഇൻ ടേംസ് ഓഫ് ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി സർ. അങ്ങനെയാണെങ്കിൽ എന്താണ് ലീനിയർ വെലോസിറ്റി ആംഗുലാർ വെലോസിറ്റി? വി ഒമേഗയാണ്, ഒമേഗ സ്ക്വയർ ആർ സർ, അതേപോലെ വി സ്ക്വയർ ബൈ ആർ സർ. അതിനെ കൊണ്ട് സെൻട്രിപിറ്റൽ ആക്സലറേഷനെ കൊണ്ട് മാസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും സാറേ? എം വി സ്ക്വയർ ബൈ ആർ, എം ഒമേഗ സ്ക്വയർ, എം വി ഒമേഗ സർ. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ആവട്ടെ അതെന്താ സാറേ ഡയറക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ഇൻവേർഡ് ആണ്. നമ്മുടെ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ആ ഡയറക്ഷൻ ചോദിക്കുകയാണെങ്കിൽ സാറേ ഇൻവേർഡ് ആണ്. അങ്ങനെയാണെങ്കിൽ സാറേ ലോസ് ഓഫ് മോഷൻ ഇത് കഴിഞ്ഞോട് സി കെ വന്നില്ലേ തമ്പുരാനെ, എന്റെ കാര്യം കട്ടപ്പോക, രണ്ട് കീറത്തോടെയും പഞ്ഞിയും എടുത്തോ, ഇന്ന് നേരെ കിടക്കാൻ തീപ്പൊരി മരിച്ച് എന്നാലും വേണ്ടി സാറേ ഇന്നാ പിടിച്ചോ ലോസ് ഓഫ് മോഷൻ സർ. ന്യൂട്ടൺസിന്റെ 3 ലോസ് ഓഫ് മോഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആരെ പറ്റിയാണ് പറയുന്നത്? വെരി ഗുഡ്, ഇനേർഷ്യ സർ. സെക്കൻഡ് ലോ, ഇത് ഫസ്റ്റ് ലോയ്ക്ക് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നത് ഒരു റിയൽ ലൈഫ് കേസ് ആയിരിക്കും സർ, ഒരു ബുക്കിന്റെ കേസ് ആവട്ടെ, അല്ലെങ്കിൽ ചാവുന്നല്ല പുറത്തേക്ക് ചാടുന്ന കേസ് ആവട്ടെ, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് സർ നേരെ തിരിച്ച്. എടാ ഈ ചോദ്യം നേരെ തിരിച്ചാണെങ്കിലോ, നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, ഒരു ബസ്സിലേക്ക് കയറണമെങ്കിൽ ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ആദ്യം പതുക്കെ ഓടി തുടങ്ങണം. നേരെ ചാടിക്കയറാൻ നിങ്ങൾ മിന്നൽ മുടിയോ ശക്തിമാനോ വേറെ ആരുമല്ല സാറേ, അയൺമാനോ ബാറ്റ്മാനോ അല്ല, അല്ലെങ്കിൽ പാട്രിക് ബാറ്റ്മാനോ അല്ല. കാരണം എന്താണ്? നിങ്ങൾ അങ്ങനെ റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ആദ്യമേ എന്താണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റിലാണോ ഇനേർഷ്യ ഓഫ് മോഷനിലാണോ സാറേ? ഇനേർഷ്യ ഓഫ് റെസ്റ്റിലാണ്. എടാ ഐഡി കിട്ടിയില്ലേ? ഇതിന്റെ റിവേഴ്സ് കേസ് സർ, ഇതിന്റെ റിവേഴ്സ് കേസ് ആണെങ്കിൽ ഇനേർഷ്യ ഓഫ് മോഷൻ അല്ല, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. അടുത്ത ചോദ്യം സ്ട്രേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. എടാ വെരി 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 ഇമ്പോർട്ടന്റ്, ന്യൂട്ടൺ സെക്കൻഡ് ലോ സർ എങ്ങനെ ചോദിക്കാം? എടാ എഫ് ഈസ് പ്രൊപ്പോർഷൻ ഡി പി ബൈ ഡി ടി, അതാണ് സാറേ ന്യൂട്ടൺ സെക്കൻഡ് ലോ. എടാ അങ്ങനെയാണെങ്കിലും
F is equal to K into dp by dt. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഞാൻ കോൺസ്റ്റന്റ് K ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. Kന്റെ സ്ഥാനത്ത് 1 ആണ് സർ. സോ F is equal to എനിക്ക് എന്ത് എഴുതാൻ പറ്റും? dp by dt. dpയുടെ സ്ഥാനത്ത് mv minus mu by t കൊടുക്കുകയാണെങ്കിൽ സർ which is equal to mass into v minus u by t or F is equal to സർ എനിക്ക് എന്ത് പറയാൻ പറ്റും? m into corresponding acceleration എന്ന് പറയാൻ പറ്റും. സർ അടുത്ത ഇമ്പൾസ് സർ ഒരു ബോൾ ബാക്കിലേക്ക് വലിക്കുന്ന കേസ് ആവട്ടെ, നമ്മുടെ കറസ്പോണ്ടിങ് ഫ്രോസൺ ഐസും ഫ്രഷ് നോന്റെ കേസ് ആവട്ടെ, എന്റെ മക്കൾക്ക് ഓർമ്മയുണ്ടോ സർ? ഇമ്പൾസ് ഒരു ലാർജ് ഫോഴ്സ് ഒരു ചെറിയ ടൈമിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ സർ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇമ്പൾസ്. അതിന്റെ യൂണിറ്റ് ആണ് സർ വെരി ഗുഡ് വിച്ച് ഈസ് ന്യൂട്ടൺ സെക്കൻഡ്. എടാ എങ്ങനെ കൈ ബാക്കിലേക്ക് വിളിക്കുമ്പോൾ ടൈം കൂടുന്നുണ്ട്? എന്റെ മക്കൾ കമന്റ് ചെയ്തടാ ടൈം കൂടുമ്പോൾ സാറേ ഫോഴ്സ് എന്താവുന്നുണ്ട്? പറമച്ചാനെ ഫോഴ്സിന്റെ വാല്യൂ എന്താവുന്നുണ്ട്? കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് സാറേ ഫ്രോസൺ ഐസിലേക്ക് പോകുമ്പോൾ ടൈം കുറയുന്നു, ഫോഴ്സ് കൂടുന്നു. ഫ്രഷ് നോ ആണെങ്കിൽ ടൈം കൂടുന്നു, സാറേ ഫോഴ്സ് കുറയുന്നു. സർ അടുത്തത് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പൾ. പ്രൂവ് ദാറ്റ് ചേഞ്ച് ഇൻ ദ ലീനിയർ മൊമെന്റം ഗിവ്സ് ഇമ്പൾസ്. സർ അങ്ങനെ ചേഞ്ച് ഇൻ ലീനിയർ മൊമെന്റം എം വി മൈനസ് എം യു എടുത്തു കഴിഞ്ഞാൽ സർ ഇമ്പൾസ് കിട്ടും. മാസ് കള്ളനാണ്, പുറത്തേക്ക് എടുക്കാം. എം ഇൻറ്റു വി മൈനസ് യു. വെരി ഗുഡ് സർ. m into v minus u കിട്ടുകയാണെങ്കിൽ സർ which is equal to m into v minus u നെ at എന്ന് കൊടുക്കുന്നു സർ. അപ്പൊ m into a ഫോഴ്സ് ആണ്, ഫോഴ്സ് ഇൻറ്റു ടൈം which is equal to സർ എന്ത് കിട്ടി? ഇമ്പൾസ് കിട്ടി. എടാ ഇമ്പൾസുമായി ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം സർ ചിലപ്പോൾ ഫോഴ്സും ടൈമും തരാം, ഫോഴ്സും ടൈമും തരാതെ എടാ മറിച്ച് ലീനിയർ മൊമെന്റും വിയും തരുവാണെങ്കിൽ സർ നിങ്ങൾ ഏത് പ്രിൻസിപ്പൾ യൂസ് ചെയ്യണം? ഇമ്പൾസ് മൊമെന്റ് പ്രിൻസിപ്പൾ യൂസ് ചെയ്യണം. അടുത്തത് സർ ന്യൂട്ടൺസ് തേർഡ് ലോ. ആക്ഷൻ റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് yet they do not cancel each other. സർ എന്താ ആക്ഷൻ റിയാക്ഷൻ? സർ ഒരാളെ മുഖത്തടിച്ചാൽ തിരിച്ചടിക്കുന്നത് ആക്ഷൻ റിയാക്ഷൻ ആണ്. രണ്ടും ഒരൊറ്റ മുഖത്തല്ല സർ, ഡിഫറെന്റ് മുഖത്താണ്. That means actons sir same body ആണോ different body ആണോ? different body ആണ് സർ. ഇതിന്റെ കേസ് നമ്മൾ പറഞ്ഞിരുന്നു. Man is standing at the center of the last flat slab of ice, then he can get himself to the edge of slab by spitting of blowing the air. സർ ഇങ്ങനെ ഉന്തിയിട്ട് ഇങ്ങനെ പോകണം. കാരണം സർ ഞാൻ ഊതുമ്പോൾ ആക്ഷൻ ആണ്, ഞാൻ ബാക്കിലേക്ക് പോകുന്നത് സർ റിയാക്ഷൻ ആണ്. പറമച്ചാനെ ന്യൂട്ടൺസ് ഏത് ലോയാടാ? ന്യൂട്ടൺസ് ഏത് ലോയാ സാറേ? തേർഡ് ലോ. എന്ത് ചോദ്യം സർ? അങ്ങനെയാണെങ്കിൽ അടുത്തത് അറൈവ് അറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആൻഡ് സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. സർ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയും സാറേ ഫോഴ്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ ലീനിയർ മൊമെന്റത്തിന്റെ വാല്യൂ എന്തായിരിക്കും? എടാ കോൺസ്റ്റന്റ് ആയിരിക്കും. എടാ ഇത് ചോദിക്കുന്നത് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. എടാ സ്ഥിരം ചോദിക്കുന്ന ചോദ്യ ടോർക്കിലാണെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും. ലോസ് ഓഫ് മോഷൻ ആണെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ചോദിക്കും. എടാ കൺസർവേഷൻ ഓഫ് സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. സാറേ സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രമല്ല സർ സെക്കൻഡ് ലോയിൽ നിന്ന് കണ്ടെത്തണമെങ്കിൽ സർ എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. സാറേ എഫ് 0 കൊടുത്താൽ ഡി പി ഇസ് ഈക്വൽ ടു 0. ഡി പി എന്ന് വെച്ചാൽ എം വി മൈനസ് എം യു ആണ്. എം വി ഇസ് ഈക്വൽ ടു എം യു എന്ന് എഴുതാൻ എം വി എന്ന് വെച്ചാൽ സാറേ ഫൈനൽ മൊമെന്റം ഇസ് ഈക്വൽ ടു എം യു ഇനീഷ്യൽ മൊമെന്റം. എടാ ഇനീഷ്യൽ മൊമെന്റ് ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. അതായത് ഉത്തമ മൊമെന്റം മാറുന്നില്ല സാറേ. മൊമെന്റം മാറുന്നില്ലെങ്കിൽ ഇനീഷ്യൽ മൊമെന്റ് ഇസ് ഈക്വൽ ടു എന്താണ്? ഫൈനൽ മൊമെന്റം. വെരി ഗുഡ് സർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം വെച്ച് വർക്ക് ചെയ്യുന്ന recoil velocity of the gun സർ. അങ്ങനെയാണെങ്കിൽ 4 ടേംസുകൾ വേണം. എം ബി വി ബി അതേപോലെ വി ജി വി ബി സർ. ആ 4 2 മാസാണ്, 2 ബുള്ളറ്റ്, 2 വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റും കറസ്പോണ്ടിങ് 2 വെലോസിറ്റി ഓഫ് ദ ഗണ്ണുമാണ് സർ. അങ്ങനെ ഫയറിംഗിന് മുന്നേ ആയിട്ട് ഇനീഷ്യൽ മൊമെന്റം 0 ആണ് സർ. അങ്ങനെയാണെങ്കിൽ ഫയറിംഗിന് ശേഷം സർ ഫൈനൽ മൊമെന്റം എം ബി വി ബി മൈനസ് എം ജി വി ജി ആണ് സർ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പ്രകാരം ആദ്യത്തേതും അവസാനത്തും ഈക്വൽ ആയേ പറ്റൂ. 0 ഇസ് ഈക്വൽ ടു എം ബി വി ബി മൈനസ് എം ജി വി ജി സർ. അങ്ങനെയാണെങ്കിൽ എം ബി വി ബി ഇസ് ഈക്വൽ ടു എം ജി വി ജി. പലർക്കും ഡൗട്ട് വരാം സർ ഞങ്ങൾ സ്കൂളിൽ മൈനസ് പഠിപ്പിച്ചിട്ടുണ്ട്. എടാ മൈനസ് നമ്മൾ ആദ്യമേ കണ്ടിട്ട് മാനത്ത് നമ്മൾ കമന്റ് ബോക്സ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സർ നെഗറ്റീവ് നമ്മൾ ഓൾറെഡി സാറെ എന്താക്കി ഇട്ടിട്ടുണ്ട്. ഇനി മറിച്ച് ഇതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം സർ എം ബി വി ബി പ്ലസ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എം ജി വി ജി. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ഇക്വേഷനിൽ നമുക്ക് എന്തുണ്ടാവും സാർ? നെഗറ്റീവ് ഉണ്ടാവും. എങ്ങനെയായാലും സാറേ ആൻസർ കിട്ടിയിരിക്കും ഈ തീപ്പൊരി എന്ന വാക്ക. എടാ അടുത്ത ചോദ്യം സർ ന്യൂമറിക്കൽ പ്രോബ്ലം. എടാ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞു സർ ന്യൂമറിക്കൽ പ്രോബ്ലം റെഡിയാണോ സർ? വി ജി തന്നെ ചോദിക്കണം എന്നില്ലടാ, വി ബി ചോദിക്കാം, എം ബി ചോദിക്കാം സർ. ന്യൂമറിക്കൽ റെഡിയാണോ സർ? എല്ലാവരും കമന്റ് ചെയ്തടാ. എല്ലാവരും കമന്റ് ചെയ്ത് സാർ ന്യൂമറിക്കൽ ചോദിച്ചാൽ സാറേ സെറ്റ് ആണോ ഉഷാറോസ്കി ആണോ? ഒന്നെല്ലാവരും കമന്റ് ചെയ്തടാ. ഒന്നെല്ലാവരും കമന്റ് ചെയ്ത് സർ. യെസ് വെരി ഗുഡ് യെസ് കമന്റ് സാറേ. യെസ് വെരി ഗുഡ്. എടാ മുത്തേ കുറച്ചായാലും ഒരു ടെൻഷൻ ആവണ്ട. വി ക്യാൻ നമുക്ക് നോക്കാം. എടാ വെരി ഗുഡ് സർ. അപ്പൊ ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കണേ. എടാ ഈ ഒരു ചോദ്യം കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. While firing a bullet, the gun recoils. Which conservation law helps you to explain this phenomenon, sir? ഏത് phenomenon sir? Law of conservation of എനിക്ക് എന്ത് മൊമെന്റ് എന്ന് പറയാൻ പറ്റും? ആംഗുലർ മൊമെന്റം. എടാ in the firing process, the speed of the gun is very low compared to speed of bullet.
substantiate the above statement mathematically. എടാ നമ്മുടെ ഇക്വേഷൻ എന്താ പറഞ്ഞത്? എം ബി വി ബി ഇസ് ഈക്വൽ ടു എം ജി വി ജി. എടാ അതിനകത്ത് നോക്കി വി ജി ഇസ് ഈക്വൽ ടു എന്താ? എം ബി വി ബി ഡിവൈഡ് ബൈ എം ജി. എടാ നോക്കിയടാ, മാസ് ഓഫ് ദ ഗണ്ണ് ഞാൻ പറയട്ടെ, മാസ് ഓഫ് ദ ബുള്ളറ്റിനെ അപേക്ഷിച്ച് ഭയങ്കര കൂടുതലാവൂലേ? അങ്ങനെയാകുമ്പോൾ സാറേ ഞാൻ ചോദിക്കട്ടെ, വെലോസിറ്റി ഓഫ് ദ ഗൺ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വെലോസിറ്റി ഓഫ് ദ ഗണ്ണ് നമ്മുടെ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കുറവായിരിക്കും. കാരണം എന്താ? മാസ് ഓഫ് ദ ഗണ്ണ് ഭയങ്കര കൂടുതലാണ്, മാസ് ഓഫ് ദ ബുള്ളറ്റ് ഭയങ്കര കുറവാണ്. സോ മാസ് ഓഫ് ദ ഗണ്ണ് കൂടുമ്പോൾ എടാ മാസ് ഓഫ് ദ ഗണ്ണ് മോറാണ്, അതേപോലെ മാസ് ഓഫ് ദ ബുള്ളറ്റ് ലെസ് ആണ്. അങ്ങനെയാകുമ്പോൾ വെലോസിറ്റി ഓഫ് ദ ഗൺ എന്തായിരിക്കും? വെരി ലെസ് ആസ് കമ്പയർഡ് ടു നമുക്ക് എന്ത് പറയാൻ പറ്റും സാറേ? വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ്. അതാ ചോദിച്ചിരിക്കുന്നത്. സ്പീഡ് ഓഫ് ദ ഗൺ ഈസ് വെരി ലോ കമ്പയർഡ് ടു സ്പീഡ് ഓഫ് ബുള്ളറ്റ്. എടാ ഒരു വട്ടത്തെ മോഡൽ എക്സാമിന് ചോദ്യം. എടാ ശ്രദ്ധിക്കണേ. യെസ് വെരി ഗുഡ് സർ. അങ്ങനെയാണെങ്കിൽ സർ അടുത്ത ചോദ്യം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാക്സിമം വാല്യൂ പറയടാ മുത്തേ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ സാറേ 3 ലോസുകൾ പഠിക്കണം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ലോസ് നാച്ചുറൽ സർഫേസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഏരിയ ഇൻഡിപെൻഡന്റ് ആണ് സാറേ. എന്നാൽ ഒരു ഇക്വേഷൻ ഉണ്ട്, എഫ് എസ് മാക്സിമം ഈസ് ഈക്വൽ ടു എത്രയാടാ? മ്യൂ എസ് ഇൻറ്റു എൻ. എന്താ സാറേ മ്യൂ എസിന് പറയുന്ന പേര്? കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സർ മ്യൂ എസിന് യൂണിറ്റ് ഉണ്ടോ? പറയടാ. യൂണിറ്റ് ഓഫ് മ്യൂ എസ്. എന്റെ മക്കൾ കമന്റ് ചെയ്തേ സാറേ, യൂണിറ്റ് ഓഫ് മ്യൂ എസ്. സാറേ മ്യൂ എസിന് യൂണിറ്റ് ഇല്ല. എന്ത് ചോദ്യ? എഫ് ബൈ എൻ അല്ലേ? ഫോഴ്സ് ബൈ ഫോഴ്സ്. സാറേ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു യൂണിറ്റ് ഇല്ലാത്ത നോ യൂണിറ്റ് ക്വാണ്ടിറ്റി ആണ് സർ. കൈനറ്റിക് ഫ്രിക്ഷൻ എടുക്കുകയാണെങ്കിൽ സർ കൈനറ്റിക് ഫ്രിക്ഷന്റെ ലോസുകൾ സെയിം തന്നെയാണ്, റിലേറ്റീവ് വെലോസിറ്റിയെ ബാധിക്കുന്നില്ല, നാച്ചുറൽ സർഫേസിനെ മാത്രമേ ഉള്ളൂ സാറേ. വെരി ഗുഡ് അജാസ് ഫാനുകളെ. അജാസ്ക കേൾക്കുന്നില്ല മുത്തേ. എടാ അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ നോർമൽ റിയാക്ഷൻ. പ്രൊപ്പോർഷനാലിറ്റി മാറ്റാൻ വേണ്ടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസ്റ്റന്റിനെ പറയുന്ന പേരാണ് സാറേ കൈനറ്റിക് ഫ്രിക്ഷൻ. സർ ഏത് ഫ്രിക്ഷൻ ആവട്ടെ, സ്റ്റാറ്റിക് ആവട്ടെ കൈനറ്റിക് ആവട്ടെ സാറേ, നെഹി എന്ന് വെച്ചാൽ നെഹി യൂണിറ്റ് ഇല്ല സർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ. സാറേ ഫ്രിക്ഷൻ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഗുഡ് ആണ് സാറേ, മറിച്ച് ബാഡ് ആണ് സാറേ. രണ്ടുമാണ് സർ. ബോത്താണ് ഗുഡുമാണ് ബാഡുമാണ് എന്ന് പറയുന്നേക്കാൾ നല്ല സാറേ ബോത്താണ്. ദാറ്റ് ഈസ് എന്ത് പറയാൻ പറ്റും? ഗുഡ് ആൻഡ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും സാറേ? ബാഡ് ആണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ് സർ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ ഒരു സെർട്ടൈൻ ആംഗിളിൽ അത് താഴേക്ക് വീഴുന്ന ആംഗിളിനെ നമ്മൾ പറയുന്ന പേരാണ് സാറേ ആംഗിൾ ഓഫ് റിപ്പോസ്. ആംഗിൾ ഓഫ് റിപ്പോസ് തീറ്റ അല്ലെങ്കിൽ ആൽഫ ടാൻ ആൽഫയും കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ തമ്മിലുള്ള റിലേഷൻ ആണ് സർ. പഠിച്ചു എന്നാലും നല്ല പേടിയാവുന്നു. അനൂസേടാ നന്നായി പഠിച്ചിട്ടുണ്ടോ? നന്നായി വർക്ക് എടുത്തിട്ടുണ്ടോ? ബാക്കി നമ്മുടെ കയ്യിലുള്ള സത്യം പറയാം. ആ പേടി വേണം സത്യം പറയാണെങ്കിൽ. എക്സാമിൽ ഒന്നും പഠിക്കാത്തവർക്കും അല്ലെങ്കിൽ എല്ലാം പഠിച്ചവർക്കൊക്കെ ഫുൾ പേടി ഉണ്ടാവും. നിങ്ങൾ എല്ലാം പഠിച്ചു എന്നോ ഒന്നും പഠിച്ചില്ല എന്നോ അല്ല ഞാൻ പറഞ്ഞത്. നമ്മളാൽ ചെയ്യാവുന്ന കാര്യം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇന്നലെ പഠിച്ചു സർ, മിനിയാന്ന് പഠിച്ചു സാറേ, കുറച്ച് ദിവസം ഞങ്ങൾ മൈൻഡ് ഔട്ട് ആയി പോയിരുന്നു, കുറച്ച് വട്ടം സാറേ സ്ട്രെസ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 100% നിങ്ങൾ ചെയ്യാൻ പറ്റുമോ? ബാക്കി ദൈവം പാതി, അന്നൂസ് പാതി ദൈവം പാതി, അത്രേ ഉള്ളൂ. അല്ലേ സ്റ്റില്ല? അല്ലടാ അസ്ലമെ അസ്ലം അല്ലടാ ഒന്ന് പറഞ്ഞേ. അസ്ലം പാതി പഠിച്ചോൻ പാതി, അത്രേ ഉള്ളൂ. അത് നോക്കിയാൽ മതി. നിങ്ങളെ പാട്ട് നിങ്ങൾ ക്ലിയർ ചെയ്തോ, ബാക്കി ദൈവം തരടാ. ഇനി അത് ചിലപ്പോൾ ഈ വട്ടം ടഫായിരിക്കും. ഇറ്റ്സ് ഓക്കെ. ക്രിസ്മസ് അല്ലേ, നമുക്ക് മോഡൽ വരാണ്ട്, പബ്ലിക് വരാണ്ട്, ലൈഫ് ഈസ് ഓൾ അബൌട്ട് എക്സ്പീരിയൻസ്. രാവിലെ മോട്ടിവേഷൻ ബോറടിപ്പിക്കുന്നില്ല. ഇപ്പൊ ക്രിസ്മസ് എക്സാം നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പ്രിപ്പറേഷനിൽ വ്യത്യാസം ഉണ്ടാവും, ചിലപ്പോൾ ഇതിന്റെ പ്രശ്നങ്ങളുണ്ടാവും. അത് മോഡൽ റിപ്പീറ്റ് ചെയ്യാതിരിക്കാം, അത്ര മാത്രമേ ഉള്ളൂ. ഹാപ്പിയായി ഇത്ര മാത്രമുള്ള മുത്തേ, വേറെ ഒന്നല്ല. എവിടെ സുഖോ? എടാ പിടിച്ചോടാ. അങ്ങനെയാണെങ്കിൽ സാറേ അടുത്ത ചോദ്യം, ലെവൽ റോഡിന്റെ സാറേ കാർ ആക്ടിങ് ഇൻ മൂവിംഗ് സർഫേസ്. സർ ലെവൽ റോഡാണ്, എത്ര ഫോഴ്സ് ഉണ്ട് സാറേ? 3 ഫോഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് 3 ഫോഴ്സ് സർ? ഒന്ന് നോർമൽ റിയാക്ഷൻ, ഒന്ന് എം ജി, ഒന്ന് എഫ് എസ് മാക്സിമം. അങ്ങനെ വെർട്ടിക്കൽ ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യടാ സർ. എം ജി സി ഈക്വൽ ടു എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും? എൻ. സോ എം ജി സി ഈക്വൽ ടു നോർമൽ റിയാക്ഷൻ. സർ ഉള്ളിലേക്കാണെങ്കിൽ സർ എഫ് എസ് മാക്സിമം ഈസ് ഈക്വൽ ടു എത്ര പറയാൻ പറ്റും? എം വി സ്ക്വയർ ബൈ ആർ. സോ എഫ് എസ് മാക്സിമം ഈസ് ഈക്വൽ ടു സർ അവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ്. ചിലപ്പോൾ ചോദിക്കാം, എ കാർ മൂവിംഗ് ഓൺ എ സർക്കുലർ ലെവൽ റോഡ്. സർ അവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്ന ആരാ സാറേ? സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് നമ്മുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് സാറേ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് അവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്താക്കുന്നത് സാറേ? പ്രൊവൈഡ് ചെയ്യുന്നത്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം വെലോസിറ്റി ലെവൽ റോഡിൽ ഇക്വേഷൻ ആണ് സർ. എത്ര കിട്ടും? റൂട്ട് ഓഫ് മ്യൂ എസ് ഇൻറ്റു ആർ ജി. മ്യൂ എസ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ആർ റേഡിയസ് ആണ്, ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് സർ. ഇതുമായി ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്തിട്ടുണ്ട് സാറേ, ചെയ്തിട്ടുണ്ട്. സ്ലിപ്പ് ആവും, പെയിന്റ് പോവും സർ. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിങ്ങളെ ഉഷാറാക്കി 4 മുതൽ 5 മാർക്ക് വരെ കിട്ടാൻ ചാൻസ് ഉള്ള സാറേ ബാങ്കിങ് ഓഫ് റോഡ്. സർ തൊട്ട് മുന്നത്തെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നമുക്ക് നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സ് തരാത്തപ്പോൾ ഔട്ടർ അടിച്ച് ഇന്നർ അടിച്ചിനെ അപേക്ഷിച്ച് പൊക്കുന്ന ആ പരിപാടിയെ നമ്മൾ പറയുന്ന പേരാണ് സാറേ ബാങ്കിങ് ഓഫ് റോഡ്സ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ബാങ്കിങ് ഓഫ് റോഡ്സിലാവട്ടെ ലെവൽ റോഡിലാവട്ടെ എത്ര ഫോഴ്സ് ആടാ? എണ്ണം പറയടാ, എണ്ണം പറഞ്ഞു പറയടാ. എത്ര ഫോഴ്സ് ഉണ്ട് സാറേ? 3 ഫോഴ്സ് ഉണ്ട്. ആരൊക്കെയാടാ 3 ഫോഴ്സ് സർ? ഒന്ന് നോർമൽ റിയാക്ഷൻ സർ, ഒന്ന് വെയിറ്റ് സാറേ, മൂന്നാമത്തെ എഫ് എസ് മാക്സിമം. എത്ര ഫോഴ്സാ സാറേ? 3 ഫോഴ്സ്. അത് ഞാൻ ഇതേപോലെ റിസോൾവ് ചെയ്യുമ്പോൾ സർ എനിക്ക് എന്ത് പറയാൻ പറ്റുമേടാ സാറേ? താഴേക്ക് നോർമൽ റിയാക്ഷൻ ഉണ്ട് സാറേ, താഴേക്ക് നോർമൽ റിയാക്ഷൻ ഉണ്ട്. അതേപോലെ സർ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും?
താഴേക്ക് വെയിറ്റ് ഉണ്ട് സർ, മുകളിലേക്ക് നോർമൽ റിയാക്ഷൻ ഉണ്ട്. നോർമൽ റിയാക്ഷൻ രണ്ട് കോമ്പണന്റ് എൻ കോസ് തീറ്റ എൻ സൈൻ തീറ്റ. എടാ ഇത് തീറ്റ ആയതുകൊണ്ട് എൻ കോസ് തീറ്റ, ഇത് എൻ സൈൻ തീറ്റ. സർ താഴേക്ക് ഔട്ടർ എഡ്ജിൽ ഇന്നർ എഡ്ജിലേക്ക് എഫ് എസ് മാക്സിമം ഉണ്ട് സർ. അതിന്റെ എഫ് എസ് മാക്സിമം ഹൊറിസോണ്ടലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആയതുകൊണ്ട് എഫ് എസ് മാക്സിമം ഇൻറ്റു കോസ് തീറ്റ എന്നും, വെർട്ടിക്കലായി ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ അല്ലാത്തത് കൊണ്ട് എഫ് എസ് മാക്സിമം ഇൻറ്റു സൈൻ തീറ്റ. ഈ ഫിഗർ പഠിച്ചോ, പകുതി മാർക്ക് കിട്ടി സർ. വെർട്ടിക്കലായ ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യുന്നു, മോളേക്ക് എൻ കോസ് തീറ്റ, താഴേക്ക് വെയിറ്റ് പ്ലസ് എഫ് എസ് മാക്സിമം സൈൻ തീറ്റ. സോ എൻ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു mg plus fs maximum sin theta. സർ ഹൊറിസോണ്ടൽ ആയി ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ സർ fs maximum sin theta അല്ലെങ്കിൽ mu s n cos fs maximum cos theta mu s n cos theta plus n sin theta is equal to എത്രയാണ് സർ mv square by r. എടാ 2/1 ചെയ്ത് കഴിഞ്ഞാൽ സർ എന്നും കട്ടായി, എമ്മും കട്ടായി, g നേരെ മുകളിലേക്ക് പോകുന്നു. v maximum square by rg is equal to സർ ഞാൻ എല്ലാ ടേംസിനെയും എന്നെ കട്ടാക്കിയതിനു ശേഷം cos theta കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. sin theta by cos theta plus mu s into cos theta by cos theta by cos theta by cos theta minus mu s into sin theta by cos theta. സർ അങ്ങനെയാണെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ sin theta by cos theta tan theta ആണ് പ്ലസ് mu s in by divided by 1 minus mu s tan theta അല്ലെങ്കിൽ മാക്സിമം വെലോസിറ്റിന്റെ ഇക്വേഷൻ സർ √(rg into mu s plus tan theta by 1 minus mu s tan theta. എടാ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വെലോസിറ്റിയെ നമ്മൾ പറയുന്ന പേരാ എടാ ന്യൂമറിക്കൽ പ്രോബ്ലം വരുമ്പോൾ മാക്സിമം വെലോസിറ്റി എന്നല്ല പറയാ, പെർമിസിബിൾ വെലോസിറ്റി. അതായത് മാക്സിമം വെലോസിറ്റി പെർമിസിബിൾ വെലോസിറ്റി വിത്ത് ഫ്രിക്ഷൻ ആണെങ്കിൽ സർ അതിനെയാണ് പെർമിസിബിൾ വെലോസിറ്റി എന്ന് പറയാം. എന്നാൽ എടാ കറസ്പോണ്ടിങ് ഒരു വിത്തൗട്ട് ഫ്രിക്ഷൻ, നോ വിയർ ആൻഡ് ടിയർ, എടാ വെരി 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 ഇമ്പോർട്ടന്റ്, നോ വിയർ ആൻഡ് ടിയർ ആണെങ്കിൽ സാറേ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ ബാങ്ക് അത്രയും ആ റോഡ് അത്രയും സ്മൂത്ത് ആണ് സാറേ, പെർഫെക്റ്റ്ലി സ്മൂത്ത് ആണെങ്കിൽ mu s ന്റെ വാല്യൂ 0 ആണ് സർ. mu s ന്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന വിത്ത് നോ ഫ്രിക്ഷൻ ആണെങ്കിൽ എന്റെ മക്കൾ പറയടാ അതിന്റെ വെലോസിറ്റിയെ പറയുന്ന പേര് പെർമിസിബിൾ വെലോസിറ്റി ആണോ ഒപ്റ്റിമം വെലോസിറ്റി ആണോ? എന്റെ സാറുമാർ കമന്റ് ചെയ്ത് പെർമിസിബിൾ വെലോസിറ്റി ആണോ സാറേ ഒപ്റ്റിമം വെലോസിറ്റി ആണോ? എടാ mu s ന്റെ വാല്യൂ 0 ചോദ്യത്തിൽ അങ്ങനെ സാറേ വരിക, ഫൈൻഡ് ദ optimum velocity assuming there is no wear and tear. There is no wear and tear. Find the optimum velocity if there is no friction. Sir, very good. ആ വെലോസിറ്റിയെ നമ്മൾ പറയുന്ന പേരാ സാറേ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ സാറേ ഒപ്റ്റിമം വെലോസിറ്റി, ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ സാറേ പെർമിസിബിൾ വെലോസിറ്റി. അതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം സാറേ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അടിപൊളിയായി കമന്റ് ചെയ്തത്. എടാ ഇത് തന്നെയാടാ എല്ലാം A to Z പറഞ്ഞിട്ടുണ്ട്. ലോസ് ഓഫ് മോഷൻ ഒരു സാധനം സാറേ വിട്ടു പോയിട്ടില്ല. ഇനി വരികയാണെങ്കിൽ എടാ ബാക്കി നമുക്ക് മോഡലിൽ കാണാം, അത്ര നമുക്ക് പറയാൻ പറ്റൂ, വരൂല എന്ന് വിശ്വസിക്കുന്നു. എടാ അങ്ങനെയാണെങ്കിൽ സാറേ ഇന്നട പിടിച്ചോ, അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം സാറേ. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. സി കെ വന്നിട്ടില്ല, സി കെ ചതിച്ചോ മച്ചാനെ, മച്ചാനെ ചതിക്കില്ല നീ നൻപണ്ട. എടാ പിടിച്ചോ സർ, the system of particles and the corresponding rotation motion. തമ്പുരാനെ സിസ്റ്റം പാർട്ടിക്കിൾ കാണാനല്ലോ തമ്പുരാനെ, പോയടാ. യെസ് യെസ് യെസ്. എടാ ലാസ്റ്റ് ഞാൻ സ്ട്രെസ് സ്ട്രെയിൻ ഒക്കെ എടുക്കേണ്ടി വരുമോ? എടാ പിടിച്ചോ. എടാ അങ്ങനെയാണെങ്കിൽ സാറേ രണ്ട് രീതിയിലുള്ള മോഷനാണ് പഠിച്ചത്, ട്രാൻസ്ലേഷൻ മോഷൻ, റൊട്ടേഷൻ മോഷനും. എടാ ട്രാൻസ്ലേഷൻ മോഷൻ എന്താ സർ? എടാ സെയിം ലീനിയർ വെലോസിറ്റി ആണെങ്കിൽ ട്രാൻസ്ലേഷൻ മോഷൻ സർ. റൊട്ടേഷൻ മോഷൻ എന്തെന്ന് പറയാൻ പറ്റും? വെരി ഗുഡ് സർ, വെരി ഗുഡ്. സി കെ എന്നാ സി കെ അല്ലേ? ബാബാ സി കെ ഉറങ്ങാൻ തോന്നുന്നു. ആടാ അതൊക്കെ തീപ്പൊരി കണ്ടോ? ഇല്ലടാ സി കെ വരും എന്റെ മുത്ത. സി കെ ചതിക്കല്ലേ? അപ്പൊ ട്രാൻസ്ലേഷൻ മോഷൻ ആണെങ്കിൽ എല്ലാ പാർട്ടിക്കിൾസിനും ഒരേ ലീനിയർ വെലോസിറ്റി ആണ് സർ. റൊട്ടേഷൻ മോഷൻ ആണെങ്കിൽ എല്ലാ പാർട്ടിക്കിൾസും എന്താണ്? ഒരേ ആംഗുലാർ വെലോസിറ്റി ആണ് സർ. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ലേഷൻ മോഷന്റെ വിയും ആംഗുലാർ വെലോസിറ്റിയുടെ ഒമേഗയും ആറും തമ്മിലുള്ള റിലേഷൻ എന്താ സാറേ? എന്ത് ചോദ്യം? വി സി കൂടെ എന്ത് കിട്ടും? ഒമേഗ ആർ. സർ അടുത്ത ചോദ്യം റൊട്ടേഷൻ ആൻഡ് ലോഗ് ഓഫ് ഫോഴ്സ്. സർ ഫോഴ്സ് ഉണ്ടാക്കുന്ന വന്നില്ല. അയ്യോ എടാ ഒന്ന് ലിജേഷനെ വിളിച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറയും. നാഫിനെ വിളിച്ചിട്ട് അൻഷ്യ നമ്പർ ഉണ്ടാവും. ഓക്കെ, വൈഫിന് നമ്പർ ഉണ്ടാവും. ഓക്കെ, യു നോ വാട്ട് ഐ മീൻ. ഓക്കെ, വൈഫിനെ വിളിച്ചാൽ എടുക്കും, അതുകൊണ്ടല്ല അങ്ങനെ പറഞ്ഞല്ല, അതുകൊണ്ട് സിംഗിൾ. ഓക്കെ എടാ അങ്ങനെ റൊട്ടേഷൻ ആൻഡ് ലോഗ് ഓഫ് ഫോഴ്സ് ഇൻ ലീനിയർ മോഷൻ. എടാ റൊട്ടേഷൻ ആൻഡ് ലോഗ് ഓഫ് ഫോഴ്സ് ഇൻ ലീനിയർ മോഷൻ. സർ റൊട്ടേഷൻ ആൻഡ് ലോഗ് ഫോഴ്സ് ഉണ്ടാക്കുന്ന കറക്കത്തെ നമ്മൾ പറയുന്ന പേരാണ് സാറേ എന്ത്? ടോർക്ക്. എടാ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇൻറ്റു എത്രയാ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സാറേ. അത് മാത്രമല്ല SI യൂണിറ്റ് ഓഫ് ടോർക്ക് സർ, ഇമ്പോർട്ടന്റ്. SI യൂണിറ്റ് ഓഫ് ടോർക്കിന്റെ ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിൽ എന്റെ മക്കൾ എഴുതണം. എത്രയാ സാറേ? ന്യൂട്ടൺ മീറ്റർ സാറേ. ഞങ്ങൾ പറഞ്ഞതാ സർ. അതുകൊണ്ടാണ് സർ ഏതൊരു ഡോർ നോക്കുകയാണെങ്കിലും അതിന് ഹിഞ്ചിലേക്ക് നിങ്ങൾ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ സാറേ അപ്ലൈ ചെയ്യാൻ പറ്റൂല. എടാ ഒറ്റ ഡൗട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഹാൻഡിൽസ് ഓഫ് ദ ഡോർ എടാ ഇമ്പോർട്ടന്റ് ആണ് സാറേ. കഴിഞ്ഞ വട്ടത്തെ ഇംപ്രൂവ്മെന്റ് ചോദിച്ചാൽ ഹാൻഡിൽസ് ഓഫ് ദ ഡോർ ആർ പ്ലേസ്ഡ് അറ്റ് മാക്സിമം ഡിസ്റ്റൻസ്.
Sir, I repeat, handles of the door are placed at maximum distance. Why? Sir, handles of the door are placed at the maximum distance. എടാ ആറ് മാക്സിമം ആണോ മിനിമം ആണോ? ഹാൻഡിൽസ് ഓഫ് ദ ഡോർ ആർ പ്ലേസ്ഡ് അറ്റ് മാക്സിമം ഡിസ്റ്റൻസ്. സർ എന്തുകൊണ്ടാണ്? യെസ് എടാ ആർ എന്താവും സാറേ? മാക്സിമം ആവും. ആറ് മാക്സിമം ആവും. ടോർക്കിന്റെ വാല്യൂ എന്താവും? വെരി ഗുഡ് ആ റിൻഷാദെ. മുത്തേ ടോർക്കിന്റെ വാല്യൂ എന്താടാ? 0. ആറ് മാക്സിമം ആവുമ്പോൾ സാറേ ടോർക്കിന്റെ വാല്യൂ എന്താവുന്നുണ്ട്? മാക്സിമം ആവുന്നുണ്ട്. എടാ എന്നാൽ ടോർക്ക് 0 ആവുന്ന കേസ്, മിനിമം ആവുന്ന കേസും മാക്സിമം ആവുന്ന കേസും എന്റെ മക്കൾ പഠിക്കണം. എടാ ടോർക്ക് മാക്സിമം ആവുന്ന കേസ് സാർ ഈ കേസാണ്. ആറ് മാക്സിമം, എഫ് മാക്സിമം, തീറ്റ 90 ഡിഗ്രി. അങ്ങനെ മാക്സിമം വാല്യൂ ഓഫ് ടോർക്കിന്റെ ഇക്വേഷൻ ആണ് എഫ് ഇൻറ്റു ആർ പെർപെൻഡിക്കുലർ. എടാ ആർ 0 ആവുന്നു, ഫോഴ്സ് 0 ആവുന്നു, തീറ്റ 0 ഡിഗ്രി ആയി കഴിഞ്ഞാൽ ടോർക്ക് മിനിമത്തിന്റെ വാല്യൂ ആണ് സാറേ ആനമുട്ട, കോഴിമുട്ട, വിച്ച് ഈസ് ഈക്വൽ ടു കാടമുട്ട. എടാ ടോർക്കിന്റെ വാല്യൂ 0 ആയിട്ടുണ്ട് സർ. അടുത്തത് ഈ ടൈപ്പ് ചോദ്യങ്ങളെടാ ഒരു 3 മാർക്ക് ഉറപ്പാണ്. ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. എടാ ആർ ക്രോസ് എഫ് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടി ഐ ജെ കെ എടുക്കാം. 3 3 3 2 - 5 4. ഏതാണോ ആറിന്റെ കൂടുതൽ ഐ ജെ കെ അത് എഴുതാം. ആരാണ് എഫിന് കൂടുതൽ ഐ ജെ കെ അത് എഴുതാം സർ. അങ്ങനെയാണെങ്കിൽ ഐ ക്യാപ് ഇൻറ്റു സർ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? 3 × 4 - 3 × -5 മൈനസ് ജെ ക്യാപ് ഇൻറ്റു 3 × 4 - 3 × 2 പ്ലസ് കെ ക്യാപ് ഇൻറ്റു 3 × -5 മൈനസ് എത്രയാടാ? 3 × 2 സർ. ടോ ഈസ് ഈക്വൽ ടു ഐ ക്യാപ് ഇൻറ്റു സർ ചെയ്ത് കഴിഞ്ഞാൽ 12 - -15 മൈനസ് ജെ ക്യാപ് ഇൻറ്റു 12 - 6 പ്ലസ് കെ ക്യാപ് ഇൻറ്റു -15 - 6 സർ. ടോയിന്റെ വാല്യൂ എത്ര കിട്ടും? എടാ ഈ വാല്യൂ ഇതേപോലെ പഠിച്ചു വെക്കരുത് മക്കളെ, പഠിച്ചു വെക്കരുത് സാറേ. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കരുത്. ഇതല്ല ചോദിക്കുന്നത് സാറേ, ഇതിനെ തന്നെ പല വേരിയേഷൻ ആണ് ചോദിക്കുന്നത്. എന്റെ മക്കളെ നോക്കിയേ പറ്റൂ സർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റം ഉണ്ടാക്കുന്ന കറക്കത്തെ നമ്മൾ പറയുന്ന പേരാണ് സർ വിച്ച് ഈസ് നോൾഡ് ആസ് ആംഗുലർ മൊമെന്റം. സർ ഇക്വേഷൻ ചോദിച്ചാൽ താഴത്തില്ല സാറേ. ആർ ക്രോസ് പി, ആർ പി സൈൻ തീറ്റ, യൂണിറ്റ് എന്താ? കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. സർ ഈ ഡിറൈവേഷൻ ഇമ്പോർട്ടന്റ് ആണ് സാറേ, ഇമ്പോർട്ടന്റ് ആണ്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ഈസ് ഈക്വൽ ടു എക്സ്റ്റേണൽ ടോർക്ക് dl/dt ഈസ് ഈക്വൽ ടു ടോർക്ക്. സർ dl/dt യുടെ ഇക്വേഷൻ കണ്ടെത്തണമെങ്കിൽ സർ എല്ലിന്റെ സ്ഥാനത്ത് ആർ ക്രോസ് പി കൊടുക്കാം, ആർ പുറത്തെടുക്കാം. സർ രണ്ടാൾക്കാർ അതേപോലെ ചെയ്യണമെങ്കിൽ ആദ്യത്തെ പുറത്തെടുത്ത് ക്രോസ് രണ്ടാമത്തെ ഡിഫറൻഷിയേഷൻ പ്ലസ് രണ്ടാമത്തെ ആളെ പുറത്തെടുത്ത് ക്രോസ് ആദ്യത്തെ ഡിഫറൻഷിയേഷൻ. എടാ ആർ ക്രോസ് dp/dt പ്ലസ് പി ക്രോസ് dr/dt. എടാ dp/dt എഫ് ആണ്. സോ ആർ ക്രോസ് എഫ് പ്ലസ് പിന്റെ സ്ഥാനത്ത് എം വി എന്ന് കൊടുക്കുന്നു. dr/dt സ്ഥാനത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രയാ? കറസ്പോണ്ടിങ് വെലോസിറ്റി ആണ്. സോ രണ്ട് വെക്ടേഴ്സ് വി ക്രോസ് വിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും സാറേ? 0 ആയിരിക്കും. സോ dl/dt ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് വിച്ച് ഈസ് ഈക്വൽ ടു, കാരണം എം വി ക്രോസ് വി 0 ആയി. ആർ ക്രോസ് എഫിന്റെ വാല്യൂ പറയടാ മുത്തേ, ആർ എഫ് സൈൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ടോർക്ക് ആണ് സർ. ഇക്വേഷൻ കിട്ടി. അടുത്തത് സാറേ വാട്ട് ഈസ് ദ അനലോഗ് ഓഫ് മാസ് ഇൻ ദ റൊട്ടേഷൻ മോഷൻ. മാസ് ഉണ്ടാക്കുന്ന റൊട്ടേഷൻ എഫക്ട് സർ. ഒരു സാധനത്തിനെ കറക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ഒരു ബോഡിക്ക് സ്വമേധയാ റൊട്ടേറ്റ് ചെയ്യാനുള്ള പറ്റായ്മ, കഴിവില്ലായ്മയെ നമ്മൾ പറയുന്ന പേരാണ് സാറേ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. എടാ ഇമ്പോർട്ടന്റ് ആണ് സർ. ഫോഴ്സിന്റെ റൊട്ടേഷൻ അനലോഗ് ടോർക്കാണ്. ലീനിയർ മൊമെന്റിന്റെ റൊട്ടേഷൻ അനലോഗ് സർ മൊമെന്റ് ഓഫ് ആംഗുലർ മൊമെന്റം ആണ്. മാസ് അല്ലെങ്കിൽ ഇനേർഷ്യയുടെ റൊട്ടേഷൻ അനലോഗ്. ശ്രദ്ധിക്കണേ, റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ് ഓർ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇനേർഷ്യ. അതിനെ എടാ ട്രാൻസ്ലേഷൻ ഇനേർഷ്യ ആണ്, അതിനെ പറയുന്ന പേരാണ് സർ വിച്ച് ഈസ് നോൺ ആസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. എടാ അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇക്വേഷൻ? ഇക്വേഷൻ സർ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ആണ്. സർ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ആർ സ്ക്വയർ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. സോ എസ് ഐ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഏത് ക്വാണ്ടിറ്റിയാണ് സാറേ? ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അടുത്തത് ഏതൊക്കെ ഫാക്ടേഴ്സ് സർ? 3 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് മാസ്, രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ്, മൂന്നാമത്തെ എന്താ സാറേ? ആക്സ് ഓഫ് റൊട്ടേഷൻ. സർ അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? ഒരു വലിയ മാസുള്ള സ്ഥാനത്തിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇന്ന വാല്യൂ ആണെങ്കിൽ അതിനെ ഞാൻ ചുരുട്ടിക്കൂട്ടി ഒരു പേപ്പർ പോലെ ആക്കി ചെറിയ മാസാക്കി കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ തൊട്ടുമുന്നത്തെ അതേ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടണമെങ്കിൽ ആ ആക്സിനെ എത്ര ഡിസ്റ്റൻസിലാണ് വെക്കേണ്ടത്? ആ ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അന്നൂസേ വെരി ഗുഡ്. യൂണിറ്റ് എത്രയാടാ? റേഡിയസ് ഓഫ് ഗൈറേഷൻ യൂണിറ്റ് സർ എത്രയാ? മീറ്റർ. എടാ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഇക്വേഷൻ ചോദിക്കും, കാണാ പടം പഠിക്കത്തില്ല സാറേ. ഐ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ആർ സ്ക്വയർ സ്ഥാനത്ത് ആറിന്റെ സ്ഥാനത്ത് കെ കൊടുക്കാം. സോ ഐ ഈസ് ഈക്വൽ ടു സർ എത്രയാ? എം ഇൻറ്റു കെ സ്ക്വയർ. സോ കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എനിക്ക് എത്ര പറയാൻ പറ്റും സാറേ? ഐ ബൈ എം. ഓർ കെ ഈസ് ഈക്വൽ ടു എനിക്ക് എത്ര പറയാൻ പറ്റും സാറേ? കെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എം. എടാ മച്ചാനെ, ഇത് വെച്ചിട്ടാണ് ഓരോ ബോഡീസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും റേഡിയസ് ഓഫ് ഗൈറേഷന്റെ വാല്യൂ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് സർ. തിൻ സർക്കുലർ റിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എം ആർ സ്ക്വയർ ആണ് വാല്യൂ, കെന്റെ വാല്യൂ സാറേ ആർ ആണ്. തിൻ സർക്കുലർ റിംഗ് ആണെങ്കിൽ അതിന്റെ ഡയാമീറ്ററിലൂടെ ആണെങ്കിൽ സർ മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ വാല്യൂ എം ആർ സ്ക്വയർ ആണ് സർ. കെന്റെ വാല്യൂ ആർ ബൈ റൂട്ട് 2 ആണ്. എടാ ചെയ്ത് നോക്കിയാൽ മതി, റൂട്ട് ഓഫ് ഐ ബൈ എം വെച്ച് ചെയ്ത് നോക്കണേ സാറേ, മറക്കരുതേ. തിൻ റോഡ് ആണെങ്കിൽ സർ മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ വാല്യൂ എം എൽ സ്ക്വയർ ബൈ 12 ആണ്. കെന്റെ വാല്യൂ സാറേ എൽ ബൈ റൂട്ട് 12 ആണ്. സർക്കുലർ ഡിസ്ക് സാറേ സുരേഷ് ഗോപി പോലത്തെ ആക്സിസ് ആണെങ്കിൽ സർ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പെർപെൻഡിക്കുലർ ആണെങ്കിൽ സർ എം ആർ സ്ക്വയർ ബൈ 2 ആണ്. കെന്റെ വാല്യൂ ആർ ബൈ റൂട്ട് 2 ആണ്. സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് സർ സാഷ്ടാംഗം പ്രണമിച്ച് നിൽക്കുന്ന പുരുഷനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ ആണെങ്കിൽ ആക്സിസ് പാരലൽ ആണെങ്കിൽ സർ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ എം ആർ സ്ക്വയർ ബൈ 4 ആണ്. കെന്റെ വാല്യൂ സർ ആർ ബൈ റൂട്ട് 2 ആണ്. എടാ കെ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ഐ ബൈ എം ൽ ഐന്റെ സ്ഥാനത്ത് സാറേ ഈ വാല്യൂ ഡിവൈഡ് ബൈ എം ചെയ്താൽ സാറേ ഈ വാല്യൂ സാറേ കിട്ടും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സർ. അടുത്തത് സിലിണ്ടർ
പറഞ്ഞ രണ്ട് കേസ് സർ. സിലിണ്ടർ അത് ഹോളോ സിലിണ്ടർ ആണെങ്കിൽ എം ആർ സ്ക്വയർ, അതിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യന്റെ വാല്യൂ ആണ് കെ ഈസ് ഈക്വൽ ടു ആർ. സർ അത് സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ അത് സർ ഉള്ളിൽ ഒരു പൊള്ളയൊന്നുമല്ല സാറേ, ഒരു സാധനമുണ്ട്. അങ്ങനെയാണെങ്കിൽ സർ അതിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യന്റെ വാല്യൂ എം ആർ സ്ക്വയർ ബൈ 2, കെന്റെ വാല്യൂ സർ ആർ ബൈ റൂട്ട് 2 ആണ്. സോളിഡ് സ്ഫിയർ ആണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യന്റെ വാല്യൂ 2/5 എം ആർ സ്ക്വയർ, K is equal to root of 2/5 into R. എടാ അങ്ങനെയാണെങ്കിൽ ഈ ടൈപ്പ് ചോദ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് സർ. ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ മൊമെന്റ് ഓഫ് ഇനീഷ്യ ആൻഡ് ആംഗുലർ മൊമെന്റം. സർ ഇക്വേഷൻ എന്താണ്? L is equal to R into P. P സ്ഥാനത്ത് മാസ് ഇൻറ്റു വെലോസിറ്റി കൊടുക്കുന്നു. സോ L is equal to R into മാസ് ഇൻറ്റു വെലോസിറ്റി സ്ഥാനത്ത് സർ ഒമേഗ ആർ കൊടുക്കുന്നു. എടാ M into R square സർ എം ആർ സ്ക്വയർ L is equal to I ഒമേഗ. ഇത് വെച്ചിട്ട് ആ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ സർ ആ കുട്ടിയുടെ ആംഗുലാർ വെലോസിറ്റി കുറയുന്നത്. എടാ ഈ ലോനെ പറയുന്ന പേരാണ് സർ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. സർ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ ലീനിയർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം സർ ഇവിടെ ടോർക്കാണ്. ടോർക്ക് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ അവിടെ ടോട്ടൽ ആംഗുലാർ കോൺസ്റ്റന്റ് L is equal to എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും? വെരി ഗുഡ്. താഴത്തില്ല സാറേ, I into ഒമേഗ is equal to കോൺസ്റ്റന്റ്. I ഒമേഗ കോൺസ്റ്റന്റ് ആണെങ്കിൽ I കൂടുമ്പോൾ ഒമേഗ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? I ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒമേഗ സാർ എന്താവും? ഡിക്രീസ് ചെയ്യും. I is inversely proportional to ഒമേഗ. I കൂടുമ്പോൾ ഒമേഗ കുറയുന്നു, I കുറയുമ്പോൾ ഒമേഗ കൂടുന്നു. അപ്പോൾ ക്രിട്ടിക്കൈ അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യുമ്പോൾ സാർ എന്ത് സംഭവിക്കുന്നുണ്ട്? റേഡിയസ് കൂടുന്നുണ്ട്. കാരണം മൊമെന്റ് ഓഫ് ഇനീഷ്യന്റെ വാല്യൂ എം ആർ സ്ക്വയർ ആണ് സർ. റേഡിയസ് കൂടിക്കഴിഞ്ഞാൽ ഐന്റെ വാല്യൂ എന്താവും സാറേ? ഐന്റെ വാല്യൂ കൂടും. ഐന്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഒമേഗയുടെ വാല്യൂ എന്ത് സംഭവിക്കും സാറേ? ഒമേഗയുടെ വാല്യൂ കുറയും. അങ്ങനെ ആംഗുലാർ വെലോസിറ്റി കുറയുന്നുണ്ട് സർ. എന്നാൽ അടുത്ത ചോദ്യം ചോദിക്കട്ടെ, ഇതൊരു ബോണസ് ആയ ചോദ്യം മാത്രമാണ്. ആം ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സാർ റേഡിയസ് കുറയും. റേഡിയസ് കുറയും, മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയും. മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയുമ്പോൾ ഒമേഗയുടെ വാല്യൂ എന്തായേ പറ്റൂ സാറേ? ഒമേഗയുടെ വാല്യൂ സാറേ ഇൻക്രീസ് ആയേ പറ്റൂ. സോ ആം ഫോൾഡ് ചെയ്യുമ്പോൾ റേഡിയസ് കുറഞ്ഞ് മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറഞ്ഞ് ഒമേഗയുടെ വാല്യൂ സാർ എന്തായേ പറ്റൂ? കൂടിയേ പറ്റൂ. മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആം ഫോൾഡ് ചെയ്തതും ആം സ്ട്രെച്ച് ചെയ്തതും സാറേ വെരി 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 ഇമ്പോർട്ടന്റ് ആണ് സർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം സർ ഇതേപോലെ രണ്ട് ഫിഗേഴ്സ് തരും. രണ്ട് ഫിഗേഴ്സിൽ ഏതാണ് കൂടുതൽ ആംഗുലാർ വെലോസിറ്റി, ഏതാ കുറവ് ആംഗുലാർ വെലോസിറ്റി സർ? ഏതാണ് ആം ഉള്ളിലേക്ക് നിൽക്കുന്നത് അതിന് ആംഗുലാർ വെലോസിറ്റി കൂടുതലായിരിക്കും. ഏതാണ് ആം പുറത്തേക്ക് ഇതേപോലെ സാറേ ടൈറ്റാനിക് പോലെ നിൽക്കുന്നത് അവന്റെ ആംഗുലാർ വെലോസിറ്റി എന്തായിരിക്കും സാറേ? ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? മോർ ആണോ ലെസ് ആണോ? കമന്റ് ചെയ്തടാ സർ. ടൈറ്റാനിക്കിലെ ജാക്ക് റോസ് പോലെ ആ കപ്പലിന്റെ മുകളിലേക്ക് ഇതേപോലെ ആംഗുലാർ വെലോസിറ്റി മോർ ആണോ ലെസ് ആണോ? പറ കമന്റ് ചെയ്യടാ. അയ്യ പാട്ടും കേട്ടിരിക്കാം ഇവിടെ രാവിലെ കൊയ്കളെ സാറേ. വെരി ഗുഡ്. ഇവന്റെ വാല്യൂ സാറേ, ഇവന് ജാക്കൂല റോസുല സാറേ വാല്യൂ എത്രയാടാ? ലെസ് ആണ് സർ. അങ്ങനെയാണെങ്കിൽ സെന്റർ ഓഫ് മാസ് ഒരു കറസ്പോണ്ടിങ് ബോഡിയുടെ സർ അതിന്റെ സെന്ററിൽ കണക്ട് ചെയ്യുന്ന ആ പോയിന്റിനെ പറഞ്ഞപ്പോഴാണ് സെന്റർ ഓഫ് മാസ്. തൊട്ടുമ്പത്തെ ലൈവിൽ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട് സെന്റർ ഓഫ് മാസിന്റെ സർ. നമ്മുടെ കയ്യിൽ ഒരു M1 M2 അതേപോലെ X1 Y1 X2 Y2 തരാണെങ്കിൽ സർ സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ ആണ്. എടാ ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. റെയർ ആയിട്ടാണ് പ്രോബ്ലം വരിക. M1 X1 plus M2 X2 by M1 plus M2 Y കോർഡിനേറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് M1 Y1 plus M2 Y2 ഡിവൈഡ് ബൈ നമുക്ക് എത്ര പറയാൻ പറ്റും? M1 plus M2. എടാ അങ്ങനെയാണെങ്കിൽ റൊട്ടേഷൻ മോഷൻ ന്യൂമറിക്കൽ പ്രോബ്ലം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട സാറേ ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ട് സർ. ഒരു ചോദ്യം ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ദ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേറ്റിംഗ് ബോഡി സർ. കൈനറ്റിക് എനർജി ഇക്വേഷൻ ഹാഫ് ഇൻറ്റു I ഇൻറ്റു ഒമേഗ സ്ക്വയർ ആണ് സർ. ഇതേപോലെ പല ഇക്വേഷൻ ചെയ്യാൻ പറ്റും. ടോ ഈസ് ഈക്വൽ ടു I ആൽഫ എന്ന ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റും. ഏത് ഇക്വേഷൻ സാർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സർ? ഒറ്റ ക്വസ്റ്റൻ ചെയ്തിട്ട് നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഫ്ലൂയിഡ്സ് എടുക്കുന്നു. ഫ്ലൂയിഡ്സ് എടുത്ത് CK വന്നില്ലെങ്കിൽ ബാക്കി തമ്പുരാൻ അറിയാം. ബാക്കി CKയുടെ ചാപ്റ്റർ ഞാൻ എടുക്കേണ്ടി വരും. എന്നാലും ഞാൻ പറയാം. എടാ യെസ് എടാ അമീൻ ബഷീർ വാട്സ്ആപ്പ് സെൻഡ് ചെയ്യുക മെസ്സേജ് മൊത്തം ലൈവിൽ ഒന്നും തോന്നരുത്. എടാ അങ്ങനെയാണെങ്കിൽ എ സോളിഡ് സിലിണ്ടർ ഓഫ് മാസ് 20 kg rotates about its axis with an angular speed of 100 radians per second. The radius of the cylinder is 0.25. What is the kinetic energy associated with the rotation of the cylinder? What is the magnitude of the angular momentum of the cylinder? എടാ നമ്മൾ ഇന്നത്തെ ഈ ചോദ്യം പറഞ്ഞടാ I1 ഒമേഗ. പെർഫെക്റ്റ് ഓക്കെ യെസ് വെരി ഗുഡ്. ഓക്കെ എടാ അങ്ങനെയാണെങ്കിൽ എടാ കറസ്പോണ്ടിങ് കൈനറ്റിക് എനർജി കണ്ടെത്താനാണ് ചോദിച്ചത് സർ. കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താ സാറേ? കൈനറ്റിക് എനർജി ഇക്വേഷൻ ഹാഫ് ഇൻറ്റു I ഇൻറ്റു ഒമേഗ സ്ക്വയർ. എടാ ഇതൊരു സോളിഡ് സിലിണ്ടർ അല്ലേ? സോളിഡ് സിലിണ്ടർ മൊമെന്റ് ഓഫ് ഇനേഷ്യ എത്രയാടാ? MR സ്ക്വയർ ബൈ 2. സോ MR സ്ക്വയർ ബൈ 2 ഇൻറ്റു ഒമേഗയുടെ വാല്യൂ തന്നിട്ടുണ്ട് സാറേ 100. സോ 100 സ്ക്വയർ. സോ അങ്ങനെയാണെങ്കിൽ എടാ ഹാഫ് ഇൻറ്റു മാസിന്റെ സ്ഥാനത്ത് എത്ര കൊടുത്താൽ മതി? 20 ഇൻറ്റു റേഡിയസിന്റെ സ്ഥാനത്ത് എത്ര തന്നിട്ടുണ്ട്? യെസ് 0.25. സോ 0.25 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു എത്ര കിട്ടും? 100 സ്ക്വയർ സർ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാഷ് എന്ത് കിട്ടുന്നുണ്ട് സാറേ? ജൂള് കിട്ടുന്നുണ്ട്. എടാ ഒന്ന് ചെയ്ത് നോക്കിയാൽ ആൻസർ. എടാ ഇവിടെ ഐന്റെ സ്ഥാനത്ത് മനസ്സിലായി ഇതൊരു ട്രാപ്പാ സർ. ഇങ്ങനെ കൈനറ്റിക് എനർജി ചോദിക്കുമ്പോൾ എന്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെയാണ്. ചിലപ്പോൾ റിംഗ് ആണ് തരുന്നെങ്കിലോ ഡിസ്ക് ആണ് തരുന്നെങ്കിലോ ഇപ്പൊ ഇതൊരു ഹോളോ സിലിണ്ടർ ആണെങ്കിൽ എത്ര പേര് കമന്റ് ചെയ്യാൻ പറ്റും? ഞാനൊന്ന് നോക്കട്ടെ സാറേ. ഇതൊരു സോളിഡിന്റെ പകരം ഹോളോ സിലിണ്ടർ ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ വാല്യൂ എത്രയാ? MR സ്ക്വയർ ആണ്. MR സ്ക്വയർ ബൈ 2 ആണ്. എടാ ചെയ്ത് നോക്കിയാൽ മതി. MR സ്ക്വയർ ആണ്. MR സ്ക്വയർ ബൈ 2 ആണോ സാറേ? MR സ്ക്വയർ ബൈ 2 ആണ്. എന്റെ മക്കൾ കമന്റ് ചെയ്തടാ. എന്റെ മക്കൾ കമന്റ് ചെയ്ത് സാറേ ഹോളോ സിലിണ്ടർ ആണെങ്കിൽ എന്റെ സാറുമാർ കമന്റ് ചെയ്യും. വിശ്വാസം മാത്രം
മാത്രമാണ് സാറേ, അല്ലാതെ അഹങ്കാര കോൺഫിഡൻസോ ഒന്നുമല്ല സാറേ, ഒരു മാങ്ങാത്തൂലിയല്ല. എടാ യെസ്, വെരി ഗുഡ് അജാസ് ഫ്രാങ്ക്, വെരി ഗുഡ് സർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ആംഗുലാർ മൊമെന്റം? എടാ എല്ല് കണ്ടെത്തണമെങ്കിൽ ഇക്വേഷൻ എന്താ? ഐ ഇൻറ്റു ആണോ? ആണോ? ഓക്കെ ഓക്കെ. എന്താ ചെയ്യാത്ത നാഫിനെ വിളിച്ചില്ല? അപ്പൊ എന്താ പറഞ്ഞേ? ആണോ? ഹോസ്പിറ്റലിൽ കേസ് എന്തെങ്കിലാണോ? ആണോ? ഞാൻ എടുക്കാം, എടുക്കാം. അല്ല എന്റെ മച്ചാൻ എന്താ പറ്റുക അങ്ങനല്ല, വേറെന്തോ ലൈക്ക് എന്തെങ്കിലും അർജന്റ് കേസ് സംതിങ് ആണോ? പോട്ടെ. എടാ അൻഷിനെ വിളിച്ച് എടുക്കുന്നില്ല ആണോ? ഞാൻ ഡീല കുഴപ്പമില്ല. എടാ എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ. സെറ്റാക്കാം. താഴത്തില്ല സാർ, ആരും സർ. എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ. അങ്ങനെയാണെങ്കിൽ എടാ ഐന്റെ വാല്യൂ സാർ നമുക്ക് ഇപ്പൊ ആക്ച്വലി അറിയാം എത്രയാ? റേഡിയസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനിഷ്യൽ വാല്യൂ വേണോ? കാപ്പി വേണം, കാപ്പി കുറെ വേണം. സത്യം പറയാം. ഐ എം ആർ സ്ക്വയർ ബൈ 2, ഒമേഗയുടെ വാല്യൂ 100 റേഡിയൻ പെർ സെക്കൻഡ്. അപ്പൊ എം ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒമേഗയുടെ വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു എനിക്ക് എത്ര പറയാൻ പറ്റും സാറേ? 100 റേഡിയൻ പെർ സെക്കൻഡ്. സോ എൽ ഈസ് ഈക്വൽ ടു എത്ര ചെയ്യണം എടാ? ഐ ഇൻറ്റു ഒമേഗ ചെയ്യണം. എടാ ഐ ഡി കിട്ടിയില്ലേ സാറേ? ഐ ഡി കിട്ടിയില്ലേ സാർ? അങ്ങനെയാകുമ്പോൾ നമ്മൾ ഒരു ലാഡറിന്റെ കേസ് പറഞ്ഞിരുന്നു സാറേ, വെരി ഇമ്പോർട്ടൻറ്റ്. ലാഡറിന്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാർ, വെരി ഇമ്പോർട്ടൻറ്റ് സാർ. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എടാ ഈ ഒരു ടൈപ്പ് ചോദ്യം എടാ ഒന്ന് നോക്കണേ സാർ. ഇവിടെ ഇപ്പോൾ ചോദിച്ചെന്താ അറിയോ? കാൽക്കുലേറ്റ് ദ ആംഗുലാർ ആക്സിലറേഷൻ of the wheel if the steady pull of 25 Newton is applied on the cord. Moment of inertia. എടാ ഇവിടെ ചോദിച്ചത് ആംഗുലർ ആക്സിലറേഷൻ. എടാ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ, അതേപോലെ ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എടാ ഇവിടെ ഫോഴ്സ് ഒക്കെ 25 ന്യൂട്ടൺ ആണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 20 സെന്റിമീറ്റർ. എടാ അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന അറിയോ? 20 × 20 സെന്റിമീറ്റർ. 0.2 ഈസ് ഈക്വൽ ടു ഐന്റെ വാല്യൂ എം ആർ സ്ക്വയർ ബൈ 2 കൊടുക്കാം ഇൻറ്റു ആൽഫയുടെ വാല്യൂ. എം 20 കിലോഗ്രാം ആണ്, ആർ 20 സെന്റിമീറ്റർ ആണ്. എടാ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടും കേട്ടോ. എടാ സിമ്പിളായ സാധനമാണ്, സെയിം കൺസെപ്റ്റ് ആണ്. എടാ സമയം കളയണ്ടെന്ന് വെച്ച് പറഞ്ഞാൽ നമുക്ക് വി ഹാവ് ബൈറ്റ്സ് ടു ഗോ ബിഫോർ ഐ ഡൈ, അതുകൊണ്ട് പറഞ്ഞതാ. എടാ അങ്ങനെയാണെങ്കിൽ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ടു ബോഡീസ് ഹാവിംഗ് ടു ആംഗുലാർ വെലോസിറ്റീസ്. സർ അങ്ങനെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടെത്തണമെങ്കിൽ സർ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ്. എടാ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആണെങ്കിൽ സർ ടോർക്ക് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ അതൊരു ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റ്. സോ I1 omega 1 is equal to എനിക്ക് എന്ത് ചെയ്താൻ പറ്റും സാറേ? I2 omega 2. എടാ I1 omega 1 is equal to I2 omega 2 ആണെങ്കിൽ സർ എനിക്ക് എന്ത് ചെയ്താൻ പറ്റും സർ? K1 by K2 is equal to എനിക്ക് എത്രയാടാ? റൂട്ട് ഓഫ് എനിക്ക് എത്ര പറയാൻ പറ്റും? ഒമേഗ 2 by ഒമേഗ 1. അലേട്ടെ ഇന്നടാ പിടിച്ചോ. അങ്ങനെയാണെങ്കിൽ എടാ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. എടാ എൻ്റെ മക്കൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് സാർ. ഉഷാറോസ്കി ആണെങ്കിൽ കമന്റ് ചെയ്ത് ദ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ സീക്കനെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ള നമുക്ക് പെട്ടെന്ന് സീക്കൻ്റെ സാധനം. എടാ സീക്കൻ അത്രയും പെർഫെക്റ്റ് ആയി ഒരിക്കലും എനിക്ക് എടുക്കാറില്ല, പക്ഷെ നമുക്ക് ടൈം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ എക്സാംസ് ആണല്ലോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോട്ടോ. എടാ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് സർ ഏറ്റവും ആദ്യ ചോദ്യം, വർക്കിംഗ് ഓഫ് എ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡാഷ് ലോ. സർ ആ ലോനെ നമ്മൾ പറയുന്ന പേരാണ് സർ ഏത് ലോ എന്ന് വെച്ചാൽ പാസ്കൽസ് ലോ എന്ന് വെച്ചാൽ. വെരി ഗുഡ് സർ. അങ്ങനെയാണെങ്കിൽ പാസ്കൽസ് ലോ വെച്ചിട്ടുള്ള ഡെഫിനിഷൻ ചോദിക്കാം സർ. ഒരു ബോഡിയിലേക്ക് ഒരു സ്റ്റാറ്റിക് ആയി ലിക്വിഡിലേക്ക് ഒരു പോയിന്റിലേക്ക് പ്രഷർ കൊടുത്താൽ ആ പ്രഷർ എല്ലായിടത്തും ഈക്വൽ ആയി സർ എന്താക്കുന്നുണ്ട്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് സർ. ആ പാസ്കൽസ് ലോ വെച്ച് വർക്ക് ചെയ്യുന്ന 3 ഇൻസ്ട്രുമെന്റ്സ് ആണ്. എടാ ഒന്ന് കമന്റ് ചെയ്തടാ. ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ജാക്ക്, അതേപോലെ ഹൈഡ്രോളിക് ബ്രേക്ക് സർ. അങ്ങനെയാണെങ്കിൽ പാസ്കൽസ് ലോ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു. എടാ ഇതേപോലത്തെ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ചോദ്യം വരികയാണെങ്കിൽ സർ നമ്മൾ ആകെ പഠിക്കേണ്ട ഇക്വേഷൻ F1 by A1 is equal to F2 by A2. ഞാൻ മക്കളോട് പറയട്ടെ, ഏത് ചോദിക്കട്ടെ, F1 ആവട്ടെ F2 ആവട്ടെ, ഏത് കോപ്പ് ചോദിക്കട്ടെ സർ എൻ്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റിയിരിക്കണം സർ. F1 by A1 is equal to എനിക്ക് എന്ത് കിട്ടുമെടാ? F2 by A2 or F2 is equal to സർ എനിക്ക് എന്ത് പറയാൻ പറ്റും? F1 into corresponding എത്രയാടാ? A1 divided by corresponding നമുക്ക് എത്ര പറയാൻ പറ്റും? A2 എന്ന് പറയാൻ പറ്റും. എടാ സെറ്റോസ്കി ആണോ? F2 is equal to F1 into A1 by A2 സർ കിട്ടുകയാണെങ്കിൽ ഇതുമായി ന്യൂമറിക്കൽ പ്രോബ്ലം വരും. ചിലപ്പോൾ സറേ ഫോഴ്സ് തരില്ല, പകരം എന്ത് തരും സറേ? മാസ് തരും. എടാ മാസിൽ നിന്നും എൻ്റെ മക്കൾ ഫോഴ്സ് കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്താൽ മതി സറേ? എഫ് ഇസ് ഈക്വൽ ടു എത്ര പറയാൻ പറ്റും? എം ഇൻറ്റു ജി എന്ന് പറയാൻ പറ്റും. എടാ അതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു സറേ. F2 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് സർ. F2 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ സർ ഇതേപോലെ റേഡിയസ് ഓഫ് സ്മോൾ പിസ്റ്റൺ is 5 cm and that of larger piston is 15 cm. Calculate the force F1 if the mass of the car to be lifted is 1350 kg. സർ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു കറസ്പോണ്ടിങ് F1 ആണ് ചോദിക്കുന്നതെങ്കിൽ സർ റീഅറേഞ്ച് ചെയ്യാം. F1 by A1 is equal to F2
F2 by A2. So F1 is equal to F2 into A1 by A2 എന്ന് പറയാൻ പറ്റും സർ. എടാ താങ്ക്സ് ലോട്ടാ. എടാ അങ്ങനെയാണ് F2ന്റെ സ്ഥാനത്ത് സാർ M into G. എടാ സീക്രട്ട് സ്ലൈഡ് ഇവിടെ ഉണ്ടോ? mg into A1ന്റെ സ്ഥാനത്ത് പൈ R1 സ്ക്വയറും A2ന്റെ സ്ഥാനത്ത് പൈ R2 സ്ക്വയറും കൊടുക്കാം സർ. പൈയും കട്ടായി R1 സ്ക്വയർ ബൈ R2 സ്ക്വയർ സർ. അങ്ങനെയാണെങ്കിൽ F1 is equal to 1350 into 9.8 into എന്ത് ചെയ്യാൻ പറ്റും സാറേ 5 into 10 raised to minus 2 divided by 15 10 raised to minus 2 whole square. സർ ശ്രദ്ധിക്കേണ്ട കാര്യം സർ റേഡിയസ് തന്നെയാണെങ്കിൽ ഏരിയ കണ്ടെത്തണമെങ്കിൽ പൈ R1 സ്ക്വയറോ പൈ R2 സ്ക്വയർ ആണ് സർ. ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിച്ചോടാ. M into G ഞാൻ പറഞ്ഞില്ലേ F2 തരണമെന്നില്ല. മാസും ആക്സലറേഷൻ ഗ്രാവിറ്റി തരികയാണെങ്കിൽ M into G ചെയ്താൽ സാറേ ഫോഴ്സ് കിട്ടും. എടാ അടുത്ത ചോദ്യം സർ, ഇതേപോലെ ഷേപ്പിനെ ഇൻഡിപെൻഡന്റ് ചെയ്തിട്ട് എപ്പോഴും P is equal to rho GH മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ എടാ ആ ഒരു സാധനത്തിന് ഫിനോമിനനെ നമ്മൾ പറയുന്ന പേരാണ് സർ എന്ത്? ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. അടുത്ത സാറേ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും സർ. ഒരു സ്ട്രീം ലൈൻ വരണ്ട. സീക്കെത്തി ജിംഗലല സീക്കെ എടുത്തി അടി കൊടുക്കണോ? എടാ സീക്ക് അടി കൊടുക്കണ്ടേ? എടാ എല്ലാവരും വരുമ്പോ സീക്ക് അടി കൊടുക്കണേ. ആ എഡിഷണൽ എന്റെ കയ്യാനായി ലാസ്റ്റ് ചാപ്റ്ററാ. അപ്പൊ ഞാൻ ഇപ്പൊ പതുക്കെ മക്കളെ അപ്പൊ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ജസ്റ്റ് കിഡിങ് മാൻ. യെസ് സീക്കെ അല്ല സീക്കെ എവിടെ എത്തിയില്ല. സീക്കെ എണീറ്റ് എന്നാ പറഞ്ഞേ. സീക്കെ ഇപ്പൊ എങ്ങനെ അൻഷിയെ ഫ്രഷ് എവിടെ അങ്ങനെ പറഞ്ഞു. കൺഷി വൈഫാട്ടോ പഠിക്കാൻ നിൽക്കണ്ട. പോരട്ടെ വെറുതെ പാവം സീക്കെ കണ്ടല്ലോ മാമനോട് തോന്നല്ലേ. എടാ പിടിച്ചോ. എടാ കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറേ. കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? ഒരു സ്ട്രീം ലൈൻ ഫ്ലോ അതേപോലെ ഒരു ഇൻകംപ്രസിബിൾ ഫ്ലോ ആണെങ്കിൽ സർ അതിന്റെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറയുന്നത് സാറേ A1 V1 is equal to എത്ര A2 V2. പൈപ്പ് പൊത്തി പിടിച്ചു കഴിഞ്ഞാൽ അതിലൂടെ വരുന്ന വെള്ളത്തിന്റെ വെലോസിറ്റി കൂടുന്നുണ്ട്. ഏരിയ ഇൻറ്റു വെലോസിറ്റി സാർ എത്രയാണ്? കോൺസ്റ്റന്റ് ആണ് സാറേ. കോൺസ്റ്റന്റ് ആണ്. വെരി ഗുഡ്. ഏരിയ ഇൻറ്റു വെലോസിറ്റി is equal to സാർ എത്രയാ? കോൺസ്റ്റന്റ്. എടാ ഉഷാറോ സ്കെയിൽ സാറേ. എടാ എങ്ങനെ ഡിറൈവ് ചെയ്യാ? ആദ്യത്തെ കയറുന്ന മാസം പുറത്തിറങ്ങുന്ന മാസം ഈക്വൽ ആണ്. അപ്പൊ റോ 1 V1 is equal to റോ 2 V2. അങ്ങനെയാണെങ്കിൽ V1 is equal to സർ എത്ര? V2 ആണ്. സോ A1 L1 is equal to എനിക്ക് എത്ര എഴുതാൻ പറ്റും? A2 L2. അല്ലെങ്കിൽ സർ L1ന്റെ സ്ഥാനത്ത് ഞാൻ V1 into T കൊടുക്കുകയാണെങ്കിൽ V1 വെലോസിറ്റി ആണ് സാറേ. V1 വെലോസിറ്റി ആണ്. അപ്പേ കഴിയുള്ളൂ. അപ്പേ കഴിയുള്ളൂ. പത്തിനടുത്തല്ലേ? ഫ്ലൂയിഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പറഞ്ഞാൽ മതി. ലാസ്റ്റ് ചാപ്റ്റർ. എടാ അങ്ങനെയാണെങ്കിൽ A1 into ഏതാ? ഓക്കെ. എടാ A1 V1 T is equal to നമുക്ക് A2 V2 ഡി. ശ്രദ്ധിക്കണം സർ ടീം ക്യാൻസൽ ഔട്ട് ആയി പോകും. A1 V1 equal to A2 V2. നോട്ട്സ് എടുക്കാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പെയ്ഡ് പ്രൊമോഷൻ ഒന്നും നോക്കണ്ട സർ. അങ്ങനെയാണെങ്കിൽ ഒരു ബെർണോളിസ് പ്രിൻസിപ്പൽ ചെയ്യുകയാണെങ്കിൽ സർ ബെർണോളിസ് പ്രിൻസിപ്പൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്റെ മക്കൾ കമന്റ് ചെയ്താ 2 ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ്? 2 ക്യാരക്ടറിസ്റ്റിക്സ് സാറേ. അതൊരു സ്ട്രീം ലൈൻ ഫ്ലോ ആവണം സാറേ. 2 അല്ല, ഞാൻ 2000 തരാൻ ആകെ പോകുന്നുള്ളൂ. എന്നാലും പറയാം സാറേ സ്ട്രീം ലൈൻ ഫ്ലോ ആണ്. അതേപോലെ സാറേ ഇൻകംപ്രസിബിൾ ആണ്. അതേപോലെ സാറേ എന്താണ്? ഇൻവിസ്കസ് ആണ് സർ. ഇൻകംപ്രസിബിൾ, ഇൻവിസ്കസ്, സ്ട്രീം ലൈൻ ആണെങ്കിൽ സർ എന്ത് ചോദ്യം? ആ 3 എണ്ണം സ്ട്രീം ലൈൻ, ഇൻകംപ്രസിബിൾ, ഇൻവിസ്കസ് ഫ്ലോ ആണെങ്കിൽ സർ ആ ഒരു ബോഡിയുടെ 3 എനർജി പെർ യൂണിറ്റ് വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. ആരൊക്കെയാണ് സർ? പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം എപ്പോഴും കോൺസ്റ്റന്റ് ആണ് സർ. അതായത് P പ്ലസ് റോ GH പ്ലസ് ഹാഫ് റോ V സ്ക്വയർ is equal to കോൺസ്റ്റന്റ്. സർ എങ്ങനെ ഡിറൈവ് ചെയ്യാൻ പറ്റും? ഏറ്റവും ആദ്യം വർക്ക് ഡൺ W1 is equal to സർ ഇതിലൂടെ ഒരു V1 വോളിയത്തിന് ഞാൻ ഉന്തണമെങ്കിൽ ചെയ്യേണ്ട വർക്ക് ഡൺ P1 ഡെൽറ്റ വിയും പുറത്തേക്ക് ഇറങ്ങുന്ന W2 വർക്ക് ഡൺ സർ P2 ഡെൽറ്റ വിയും. സർ ചേഞ്ച് ഇൻ വർക്ക് ഡൺ P1 ഡെൽറ്റ വി പ്ലസ് മൈനസ് P2 ഡെൽറ്റ വി ആണ്. അല്ലെങ്കിൽ P1 ഡെൽറ്റ വി മൈനസ് P2 ഡെൽറ്റ വി. സർ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇതേപോലെ ഹാഫ് M V2 സ്ക്വയർ മൈനസ് ഹാഫ് M V1 സ്ക്വയർ. ഹാഫ് M കോമൺ ആണ് സർ. ഹാഫ് M into V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി mgh2 മൈനസ് mgh1. അങ്ങനെയാണെങ്കിൽ mg into h2 മൈനസ് h1. സർ ചേഞ്ച് ഇൻ വർക്ക് is equal to ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ആരാ പഠിപ്പിച്ചേ? ഇപ്പോൾ ഇറങ്ങുന്ന CK. അങ്ങനെ ഇപ്പൊ എണീറ്റ CK. ചേഞ്ച് ഇൻ വർക്ക് ഡൺ is equal to ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ചേഞ്ച് ഇൻ വർക്ക് ഡൺ ഇക്വേഷൻ P1 മൈനസ് P2 into ഡെൽറ്റ വി. എടാ വരുമ്പോൾ നിങ്ങൾ CK പറഞ്ഞു കൊടുക്കണേ, എന്നാലേ പറ്റുള്ളൂ. എടാ വെരി ഗുഡ്. യെസ് ഇപ്പൊ എല്ലാരും ഉറങ്ങുന്ന CK അങ്ങനെ ഇരിക്കില്ലേ? എടാ മൈക്ക് ഒന്ന് മാറ്റട്ടെ. എന്റെ മോനെ അപ്പൂസേ എടാ CK നമ്പണ്ട. എടാ ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനെയല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളും, അതല്ലേ രസം. അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ചെയ്യില്ലെങ്കിൽ അതിന് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയില്ല. അതെ, അല്ലെങ്കിൽ അതിന് സാധാ ഒരു ഹൈ അതേ പറയുള്ളൂ. അറിയാലോ ചങ്കളെ പറ്റി പറയേണ്ട ആവശ്യമുണ്ടോ? എടാ വെരി ഗുഡ്. അപ്പൊ സാധാരണ സംഭവം. എടാ വെരി ഗുഡ്. CK വന്നിട്ട് ആദ്യം CK കൊണ്ട് കുറെ ട്രോളുണ്ട്. ഓക്കെ എടാ അപ്പം ചേഞ്ച് ഇൻ വർക്ക് ഡൺ is equal to സാറേ P1 minus P2 delta V is equal to change in kinetic energy half M into V2 square minus V1 square plus change in potential energy mg into എത്രയാണ് സാറേ? ഹലോ H2 minus H. അസ്ലമ എങ്ങോട്ട് നോക്ക്. ഹലോ കുലു ഇടുവാ. എടാ അങ്ങനെയാണ് സാറേ നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P1 minus P2 delta V is equal to half M into V2 square minus V1 square plus mg into H2 minus H1. എടാ M ന്റെ സ്ഥാനത്ത് റോ ഡെൽറ്റ V കൊടുക്കാം.
അങ്ങനെ സാറേ P1 മൈനസ് P2 ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എമ്മിന് സ്ഥാനത്ത് റോ ഡെൽറ്റ വി, ഇവിടുത്തെ എമ്മിന് സ്ഥാനത്ത് റോ ഡെൽറ്റ വി, ഡെൽറ്റ വി ക്യാൻസൽ ഔട്ട് ആയി പോയി. നമുക്ക് എന്ത് കിട്ടും? P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ GH2 മൈനസ് റോ GH1. എടാ 1 പോയിന്റുകളൊക്കെ 1 ടേംസുകൾ മൊത്തം ഇടത്തെ ഭാഗത്തും 2 ടേംസ് ഒക്കെ റൈറ്റിലേക്കും പോവുകയാണെങ്കിൽ P1 പ്ലസ് റോ GH1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ ഈസ് ഈക്വൽ ടു P2 പ്ലസ് റോ GH2 പ്ലസ് എത്രയാ സാറേ? ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V2 സ്ക്വയർ. അല്ലെങ്കിൽ എനിക്ക് എത്ര എഴുതാൻ പറ്റും സാറേ? P പ്ലസ് റോ GH പ്ലസ് ഹാഫ് റോ V സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാ സർ? കോൺസ്റ്റന്റ് ആണ്. എടാ പി എന്ന് വെച്ചാൽ എന്താ? പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം. റോ GH എന്താ സാറേ? പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. ഹാഫ് റോ V സ്ക്വയർ എന്താ സാറേ? കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. അടുത്ത ചോദ്യം സാറേ, ബെർണോളിസ് തിയറം ഈസ് ബേസ്ഡ് ഓൺ ഡാഷ്. എടാ ഏത് ലോ ആടാ സർ? വെരി ഗുഡ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. കണ്ടിന്യൂറ്റി ഇക്വേഷൻ സർ ഏതാടാ? പഠിച്ചോടാ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഏതാണ് സാറേ? മാസ് വിട്ടു പോവരുത് സർ. ഈ രീതിയിലുള്ള ഫിഗർ നമ്മൾ ഇന്നലെ പറഞ്ഞതാ സാറേ. വെരി 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 ഇമ്പോർട്ടൻറ്റ് സാറേ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഹൊറിസോണ്ടലായ സെക്ഷൻ ആണെങ്കിൽ, ഒരു ഹൊറിസോണ്ടലായ പൈപ്പ് ആണെങ്കിൽ നാരോവർ ആവുമ്പോൾ സർ പ്രഷർ എന്താവുന്നുണ്ട്? പ്രഷർ ഡിക്രീസ് ആവുന്നുണ്ട്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഹൊറിസോണ്ടൽ പൈപ്പിൽ പ്രഷർ എന്താവുന്നു സാറേ? ഡിക്രീസ് ആവുന്നു. കാരണം എന്താ സർ? നാരോവർ ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഏരിയ കുറയുന്നു. ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടുന്നു. വെലോസിറ്റി കൂടുമ്പോൾ സർ P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ കോൺസ്റ്റന്റ് ആണെങ്കിൽ സർ വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ പ്രഷർ എന്തായേ പറ്റൂ? കുറഞ്ഞേ പറ്റും. ഇത് വെച്ച് നിങ്ങൾ ബയോളജിയിലും പഠിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ആസാ സാറിനോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ ഓർക്കുന്നു സർ. അങ്ങനെയാണെങ്കിൽ രണ്ട് ബോൾസുകൾ ഒരു സർട്ടൻ ഡിസ്റ്റൻസ് വെക്കുകയാണെങ്കിൽ സാറേ ഊതിക്കഴിഞ്ഞാൽ അവ അട്രാക്ട് ആൻഡ് റിപ്പൽസ് ആണോ സർ? ഊതിക്കഴിഞ്ഞാൽ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടുമ്പോൾ അവ തമ്മിലുള്ള പ്രഷർ കുറയും സർ. അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട് സർ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. വിച്ച് ഈസ് ഈക്വൽ ടു അട്രാക്ട്. സെറ്റോസ്കി ആണോ സാറേ? അട്രാക്ട്. വെരി ഗുഡ് സർ. അങ്ങനെയാണെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം സർ, ഒരു റെഗുലർ പാത്ത് ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്ട്രീം ലൈൻ ഫ്ലോ. സിഗ്സാഗ് പാത്ത് ആണെങ്കിൽ സർ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സാറേ ടർബുലന്റ് ഫ്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ടാങ്കിന്റെ സൈഡിൽ ഒരു ഓട്ടോ തുളച്ച് അതിലൂടെ വരുന്ന വെള്ളത്തിന്റെ വെലോസിറ്റി സാറേ അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് സ്പീഡ് ഓഫ് എ ഫ്ലക്സ്. എടാ അതിനുള്ള 3 അസംപ്ഷൻസ് ആണ്. ഒന്ന് P1 is equal to PA, 2 P2 is equal to P, മൂന്നാമത് V2 is less than V1 സർ. അത് ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ P1 പ്ലസ് റോ GH പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ is equal to P2 പ്ലസ് റോ GH2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ P1 സ്ഥാനത്ത് PA കൊടുക്കുന്നു, H1 സ്ഥാനത്ത് Y1 കൊടുക്കുന്നു, H2 സ്ഥാനത്ത് Y2 കൊടുക്കുന്നു. എടാ V2 വാല്യൂ 0 ആണ്. അപ്പൊ ഞാൻ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഹോളിലൂടെ വരുന്ന വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് സാറേ V1 is equal to root of 2 by rho into P minus PA plus rho into G into H സർ. എന്നാൽ ടാങ്ക് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ സാറേ P സ്ഥാനത്ത് PA ആവും. അപ്പൊ V1 is equal to root of 2GH. മച്ചാനെ പരിചയമുണ്ടോ? വെലോസിറ്റി ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി സാറേ മറക്കരുത്. ഇമ്പോർട്ടന്റ് ആണ് സാറേ, ഇമ്പോർട്ടന്റ് ആണ് സാറേ, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് സ്ലൈഡ് തീരാത്തത്? അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയ സാധനം സാറേ അടുത്തിലേക്ക് പോകാം. V is equal to root of 2GH. എത്ര പേര് ചെയ്തിട്ടുണ്ട് സാറേ? ആ ഒരു H എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു പോയിന്റ് മുതൽ അപ്വേർഡ് ആണോ ഡൗൺവേർഡ് ഡിസ്റ്റൻസ് ആണോ സാറേ? അപ്വേർഡ് ഡിസ്റ്റൻസ് ആണ്. സോ V is equal to root of 2GH 3 മീറ്റർ ബിലോ ദ സർഫേസ് ഓഫ് വാട്ടർ. സർഫേസ് ഓഫ് വാട്ടറിന് നിങ്ങളുടെ ആ ഒരു ടാങ്ക് ആ പോയിന്റ് വരെയുള്ള ദൂരത്തെ പറയുന്ന പേരാണ് സാറേ H എന്ന് വെച്ചാൽ. എന്നാൽ അടുത്താണ് സാറേ വിസ്കോസിറ്റി, അതേപോലെ കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി സർ. കറസ്പോണ്ടിങ് ആയി ഞാൻ ഇവിടെ പഠിച്ചിരിക്കുന്ന ഈ സംഭവം കണ്ടോ? ഈറ്റ ഈസ് ഈക്വൽ ടു FL ബൈ AV. എടാ ആ ഒരു ഇക്വേഷനെ നമ്മൾ പറയുന്ന പേരാണ് ദ ന്യൂട്ടൺ വിസ്കസ് ഫോർമുല. ഐ റിപ്പീറ്റ്, ദ ന്യൂട്ടൺ വിസ്കസ് ഫോർമുല. എടാ സോ ഫ്രിക്ഷണൽ ഫോർമുല ഇക്വേഷൻ ശ്രദ്ധിക്കണം. കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി ഇക്വേഷൻ ഈറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് യൂണിറ്റ് നമുക്കറിയാം ന്യൂട്ടൺ സെക്കൻഡ് മീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ് ആണ് സർ. അങ്ങനെയാണെങ്കിൽ ഒരു കറസ്പോണ്ടിങ് ആയി വിസ്കസ് ഫോഴ്സ് ഉണ്ടാക്കുന്ന ആ ഇക്വേഷനെ പറയുന്ന പേരാണ് സാറേ വിച്ച് ഈസ് നോൺ ആസ്. നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? എടാ എത്ര പേര് കമന്റ് ചെയ്യുന്നുണ്ട് സാറേ? എടാ ഞാൻ നോക്കട്ടെ. യെസ് യെസ് യെസ്. എടാ റൈസ്റ്റോക്സ് ലോ, ബേസ്ഡ് ഓൺ ദിസ് ലോ വിച്ച് ഫാക്ടേഴ്സ് ഡസ് ദ വിസ്കസ് ഫോഴ്സ് ഡിഫെൻഡ് സർ? ആ വിസ്കസ് ഫോഴ്സിനെ പറയുന്ന പേരാണ് സാറേ 6 പൈ ഈറ്റ ഇൻറ്റു നമുക്ക് എത്ര പറയാൻ പറ്റും? 6 പൈ ഈറ്റ ഇൻറ്റു എത്രയാടാ? R ഇൻറ്റു V ഇൻറ്റു T എന്ന് നമുക്ക് സാറേ പറയാൻ പറ്റും. എടാ അടുത്ത ക്വസ്റ്റ്യൻ സാറേ. അങ്ങനെയാണെങ്കിൽ ടെർമിനൽ വെലോസിറ്റി, നെറ്റ് ഫോഴ്സ് 0 ആകുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന വെലോസിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് സാറേ ടെർമിനൽ വെലോസിറ്റി. നെറ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ 3 ഫോഴ്സ് ആണ്. ഒരു ബോൾ, ഒരു വിസ്കോസിറ്റി ഈറ്റയുള്ള, ഒരു ഡെൻസിറ്റി സിഗ്മയുള്ള, ഒരു റോ എന്നുള്ള ഒരു ഡെൻസിറ്റി ഉള്ള ഒരു ബോളിനെ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന 3 ഫോഴ്സ് ഏതൊക്കെയാണ് സർ? വിസ്കസ് ഫോഴ്സ് 6 പൈ ഈറ്റ RBT, സ്റ്റോക്സ് ലോ പ്രകാരം ബോയന്റ് ഫോഴ്സ് FB ആൻഡ് താഴേക്കുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. എത്ര ഫോഴ്സ് ആക്ട് ചെയ്യും ചോദിക്കും സാറേ? 3 ഫോഴ്സ് ആണ്. ആ നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വെലോസിറ്റിയെ പറയുന്ന പേരാണ് സാറേ വിച്ച് ഈസ് നോൺ ആസ് ദ ടെർമിനൽ വെലോസിറ്റി. എടാ വെരി 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 ഇമ്പോർട്ടൻറ്റ് സാറേ. ടെർമിനൽ വെലോസിറ്റിയിൽ നെറ്റ് ഫോഴ്സ് 0 ആണ്. നെറ്റ് ഫോഴ്സ് 0 ആണ്. വെലോസിറ്റി VT ആണ്. അതിനെ പറയുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി സർ. അങ്ങനെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പഠിക്കണം. മുകളിലേക്ക് 2 ഫോഴ്സ് FV പ്ലസ് FB is equal to താഴേക്കുള്ള FG സർ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എടാ F ന്റെ സ്ഥാനത്ത് 6 പൈ ഈറ്റ RBT എന്നും FP യുടെ
സ്ഥാനത്ത് സിഗ്മ ഇൻറ്റു 4/3πr³ ചെയ്യുന്നു. FE പ്ലസ് FB is equal to FG. താഴെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിൽ സർ കഴിയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. ടെർമിനൽ വെലോസിറ്റി is equal to 2/9 eta r² g ഇൻറ്റു എനിക്ക് എത്ര കിട്ടും സാറേ റോ മൈനസ് സിഗ്മ. വെരി 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 ഇമ്പോർട്ടൻറ്റ് സർ. അങ്ങനെയാണെങ്കിൽ റെയിൻ ഡ്രോപ്സുകൾ നമ്മളെ മേലിൽ വന്നു കഴിഞ്ഞാൽ തുളച്ചു പോവാത്ത കാരണം സർ റെയിൻ ഡ്രോപ്സ് ഒക്കെ ഒരു ഹൈ വെലോസിറ്റി അക്വയർ ചെയ്യും. ആ വെലോസിറ്റിയെ പറയുന്ന പേരാണ് സർ വി ടി വിച്ച് ഈസ് നോൺ ആസ് എന്ത് വെലോസിറ്റി ആടാ വി ടി ഒന്ന് കമന്റ് ചെയ്തേ സർ വിച്ച് ഈസ് നോൺ ആസ് ദ ടെർമിനൽ വെലോസിറ്റി. എടാ അങ്ങനെയാണെങ്കിൽ ടെർമിനൽ വെലോസിറ്റിന്റെ പ്രോബ്ലം നമ്മൾ ഒരു വട്ടം ചെയ്തതാണ്. ഒരു വട്ടം ചെയ്ത സറേ ഇമ്പോർട്ടന്റ് ആണ്. എടാ ടെർമിനൽ വെലോസിറ്റി ഓഫ് ദ കോപ്പർ വയർ ഈ 6.5 സെന്റിമീറ്റർ സ്ക്വയർ. എടാ അങ്ങനെയാണെങ്കിൽ വി ടിയുടെ ഇക്വേഷൻ നോക്കിയേ. വി ടിയുടെ ഇക്വേഷൻ എടാ 2/9 eta r² g ഇൻറ്റു എത്രയാ റോ മൈനസ് സിഗ്മ. എടാ നമ്മളോട് ചോദിച്ചെന്താണ് വിസ്കോസിറ്റി ആണ്. സോ ഈറ്റയാണ്. സോ 2/9 ഇൻറ്റു വി ടി ഇൻറ്റു r² g ഇൻറ്റു എത്ര കിട്ടും റോ മൈനസ് സിഗ്മ. എടാ 2/9 വി ടി എത്രയാടാ 6.5 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 6.5 ഇൻറ്റു 10⁻² ഇൻറ്റു ആറിന്റെ വാല്യൂ എത്രയാ 2 mm. സോ 2 ഇൻറ്റു 10⁻³ ഹോൾ സ്ക്വയർ ഇൻറ്റു ജിന്റെ വാല്യൂ 9.8. എടാ റോന്റെ വാല്യൂ നമ്മൾ അന്ന് ചെയ്താട്ടോ. റോന്റെ വാല്യൂ എടാ 1.5 ഇൻറ്റു 10⁻³ അല്ല 8.9 എടാ ഐ എം സോറി കോപ്പറിന്റെ വാല്യൂ അല്ലേ. എടാ 8.9 ഇൻറ്റു 10⁻³ മൈനസ് 1.5 ഇൻറ്റു 10⁻³. എടാ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും എടാ പാസ്കൽ സെക്കൻഡ് കിട്ടും കേട്ടോ. ചെയ്ത് നോക്കണേ സാറേ. ലാസ്റ്റ് ടൈം എനിക്കറിയാം എന്നാലും ജസ്റ്റ് ചെയ്ത് നോക്കണം. ഉച്ചക്കാണ് എക്സാം ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല സാർ. അങ്ങനെയാണെങ്കിൽ ഒരു സർഫേസ് ഒരു ഇലാസ്റ്റിക് മെംബ്രെയിൻ പോലെ സ്ട്രെച്ച് ചെയ്ത് ഒരു മിനിമം സർഫേസ് ഏരിയ ഒരു സ്ഫിയർ പോലെ ആക്കുന്ന ആ പരിപാടിയെ പറയുന്ന പേരാണ് സർഫേസ് ടെൻഷൻ. അതുകൊണ്ടാണ് സാറേ റെയിൻ ഡ്രോപ്സ് മൊത്തം സ്ഫെറിക്കൽ ഷേപ്പ് ആവാൻ കാരണം. അതിന് ഇക്വേഷൻ സർഫേസ് ടെൻഷൻ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. യൂണിറ്റ് എത്രയാണ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ് സർ. സർഫേസ് ടെൻഷനും ടെമ്പറേച്ചറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ സാറേ സർഫേസ് ടെൻഷൻ എന്താവുന്നുണ്ട് ഡിക്രീസ് ആവുന്നുണ്ട്. അങ്ങനെ ആംഗിൾ ഓഫ് കോൺടാക്ട് നമ്മൾ പറയണം സർ. ആംഗിൾ ഓഫ് കോൺടാക്ട് പറയുന്നത് സർ ഇതേപോലെ ഒരു കറസ്പോണ്ടിങ് ടാൻജന്റ് വരച്ച് അത് ഈ ഒരു വാളുമായി ഉണ്ടാക്കുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് കോൺടാക്ട്. കോൺകേവ് മിനിസ്കസ് ആണെങ്കിൽ സാറേ PO ഗ്രേറ്റർ ദാൻ PI ആയിരിക്കും. കാരണം സാറേ താഴേക്ക് എന്താക്കുന്നുണ്ട് ഇതേപോലെ കൊണ്ടിടിക്കുന്നുണ്ട്. എന്നാൽ സാറേ കോൺവെക്സ് മിനിസ്കസ് ആണെങ്കിൽ PI ഗ്രേറ്റർ ദാൻ PO ആയിരിക്കും. സാറേ മുകളിലേക്ക് അമരേന്ദ്ര ബാഹുബലി എടുക്കുന്നുണ്ട്. സർ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് സ്ഥിരമായി പറഞ്ഞ സാധനമായിരുന്നു എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്. എടാ ഇന്നാ പിടിച്ചോ. വെരി 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 ഇമ്പോർട്ടൻറ്റ് സർ. ഇതേപോലെ എൻ്റെ കയ്യിൽ ഒരു ഡ്രോപ്പ് ഉണ്ട്. ആ ഡ്രോപ്പിന്റെ ഇൻസൈഡ് പ്രഷർ PI ആണ്. ഔട്ട്സൈഡ് പ്രഷർ PO ആണ്. അത് എക്സ്പാൻഡ് എടാ ജസ്റ്റ് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. എടാ ഡെൽറ്റ ആർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് സർ. അങ്ങനെ ഡെൽറ്റ ആർ കറസ്പോണ്ടിങ് ആയിട്ട് സർ എന്താക്കുന്നുണ്ട് സാറേ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് സർ. ഇമ്പോർട്ടൻ്റ് ആണ്. എടാ ഇതിനർത്ഥം ഈ ഞാൻ ഇപ്പം പഠിച്ചിരിക്കുന്ന ഈ പുറത്താളല്ലേ സാറേ ഇത് ആക്ച്വലി എന്തായിരിക്കുകയാണ് സർ ഇത് എക്സ്പാൻഡ് ചെയ്തതാണ് സർ. എന്താക്കിയിരിക്കുകയാണ് സാറേ എക്സ്പാൻഡ് ചെയ്തതാണ് സർ. അങ്ങനെയാണെങ്കിൽ എടാ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കഴിഞ്ഞ ഫ്ലൂയിഡ്സ് ലൈവിൽ സർഫേസ് എനർജി എന്താന്ന് പഠിച്ചിരുന്നു സർ. സർഫേസ് എനർജി അതായത് സർഫേസ് എനർജി S is equal to വർക്ക് ഡൺ പെർ യൂണിറ്റ് ഏരിയ. എടാ അങ്ങനെയാണെങ്കിൽ സർഫേസ് എനർജിയുടെ എടാ ഞാനൊന്ന് ഇവിടെ എഴുതാൻ പോവാട്ടോ. യെസ് ബ്ലാങ്ക് ഇട്ടില്ലേ അയ്യോ പോയോ. യെസ് എടാ യെസ് എടാ സർഫേസ് എനർജി അതായത് സർഫേസ് എനർജിയുടെ യൂണിറ്റ് എന്തായിരിക്കും വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. സോ ജൂൾ പെർ മീറ്റർ സ്ക്വയർ. എടാ ഇക്വേഷൻ ജസ്റ്റ് ഇതേപോലെ തന്നെ പഠിച്ചാൽ മതി. എടാ വർക്ക് ഡൺ ഇക്വേഷൻ ഇപ്പൊ ഇവിടെ PIയും POയും ഉണ്ട്. ഉള്ളിലെ പ്രഷർ അല്ലേ കൂടുതൽ. അപ്പൊ ചേഞ്ച് ഇൻ പ്രഷർ വിച്ച് ഈസ് ഈക്വൽ ടു PI മൈനസ് PO. എടാ വർക്ക് ഡൺ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് എന്താ പ്രഷർ ഇൻറ്റു ഏരിയ അല്ലേ. സോ പ്രഷർ PI മൈനസ് PO ഇൻറ്റു 4πr² ഇൻറ്റു എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ് സർ ഒരു ഡെൽറ്റ ആർ കൂടിയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ചേഞ്ച് ഇൻ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു PI മൈനസ് PO ഇൻറ്റു 4πr² ഇൻറ്റു ഡെൽറ്റ ആർ. എടാ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. എക്സ്ട്രാ സർഫേസ് എനർജി കാരണം ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഞാൻ ഉറപ്പ് പറഞ്ഞു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പക്ഷേ ഓർ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിലും പാലുണ്ടാന്ന് വെച്ചിട്ടാണ് സാറേ പറയാൻ കാരണം. ശ്രദ്ധിക്കണേ എക്സ്ട്രാ സർഫേസ് എനർജി ഈസ് ഈക്വൽ ടു സർ ഇതിനാകെ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി സാറേ. എടാ ഓക്കെ അല്ലേ സാറേ സർഫേസ് ടെൻഷൻ ഇൻറ്റു ഇൻക്രീസ് ഇൻ ദ സർഫേസ് ഏരിയ. അതിൻ്റെ ഇക്വേഷൻ ആണ് 8πr ഇൻറ്റു ഡെൽറ്റ ആർ. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കാം സർ. അങ്ങനെയാണെങ്കിൽ ഈ കറസ്പോണ്ടിങ് സർഫേസ് എനർജി S ഇൻറ്റു 8πr ഡെൽറ്റ ആർ. എടാ ഇത് രണ്ടും ഞാൻ എന്ത് ചെയ്യാൻ പോവാ ഇക്വേറ്റ് ചെയ്യാൻ പോവാ. ഏതാ സാറേ ഈ ഇക്വേഷനും ഈ ഇക്വേഷനും അതായത് ഡെൽറ്റ P ഇൻറ്റു 4πr² ഡെൽറ്റ ആർ അല്ലടാ 4πr² ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു S ഇൻറ്റു 8πr ഇൻറ്റു എത്രയാ ഡെൽറ്റ ആർ. സർ തൊട്ട് മുന്നത്തെ ഇക്വേഷൻ S ഇൻറ്റു 8πr ഡെൽറ്റ ആർ. സാറേ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പൈ കട്ടായി ഡെൽറ്റ ആർ കട്ടായി 6r² കട്ടായി. സോ ഡെൽറ്റ P is equal to 2ഉം 4ഉം കട്ടായി നമുക്ക് എത്ര കിട്ടുമടാ വെരി ഗുഡ് സർ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും 2 വന്നോ. യെസ് ഡെൽറ്റ അല്ല 5 മിനിറ്റ് എടുക്കുള്ളൂ.
കണ്ടോ ഈ ടൈമിൽ 5 മിനിറ്റ് ബാക്കി കറക്റ്റ് സമയം. ഞാനൊന്നും മിണ്ടുന്നില്ല. നിങ്ങൾക്കറിയാം എന്തായിരിക്കും ഞാൻ ഇവിടെ മനസ്സിൽ പറയുന്നതും എന്റെ മക്കൾ എല്ലാവരും പറയുന്നത്. ഒന്ന് കമന്റ് ബോക്സിൽ മക്കളെ ഒരേ സ്വരത്തിൽ പറയുന്നു സാർ ഗുഡ് മോർണിംഗ്, ഇങ്ങനെയായിരിക്കണം ലൈഫിൽ. ഇപ്പൊ കേട്ടോ. ഓക്കെ, ഞാൻ ആ ഒരു ടൈം ബാക്കി ഇറങ്ങാനാ അതുകൊണ്ടാ ഏതാ ചെയ്യ മക്കളെ. എടാ അപ്പൊ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു സാറേ ഇല്ല ലാസ്റ്റിലേക്ക് പറയാം. സീക്കൊന്ന് കയറോ? ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു യെസ്. എടാ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് തെർമലും തെർമോഡൈനാമിക്സ് നമ്മൾ പറയും. സെറ്റാ തെർമലേടാ ചോദ്യം വന്നോട്ടെ അല്ലേ, രസല്ലേ, വന്നോട്ടെ. അതങ്ങനല്ല, എടാ പഠിച്ചാലേ വന്നോട്ടെ സാറേ. സോ ഡെൽറ്റ പി സി കൂടി സാർ നമുക്ക് എന്ത് കിട്ടും? 2s/r എന്ന് കിട്ടും. എടാ ശ്രദ്ധിക്കേണ്ട കാര്യം സാറേ, ഇതൊരു ഡ്രോപ്ലെറ്റിന്റെ കേസിലാണ്. സർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് പകരം ഇതൊരു എയർ ബബിളിന്റെ കേസാണെങ്കിൽ, സർ അതിന്റെ ഇക്വേഷൻ ആണ് ഡെൽറ്റ പി സി ഈക്വൽ ടു, ശ്രദ്ധിക്കേണ്ട കാര്യം എയർ ബബിളിന്റെ കേസാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ 2s/r ആണ്. എടാ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് പകരമായിട്ട് സാർ ഒരു ലിക്വിഡ് ബബിൾ ആണെന്ന് വെച്ചോളൂ. ഒരു ലിക്വിഡ് ബബിൾ ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. റയറായിട്ടാണ് ചോദിക്കാറ്. ലിക്വിഡ് ബബിളിൻ്റെ കേസ് സർ എത്ര കിട്ടുന്നത്? വിച്ച് ഈസ് 4s/r. സോ അതൊരു സ്ഫെറിക്കൽ ഡ്രോപ്പ് സർ, അതാണ് ഇമ്പോർട്ടൻറ്റ് സർ. എക്സസ് പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്പ് ആണെങ്കിൽ സാർ 2s/r ആണ്. അതൊരു ബബിൾ ആണെങ്കിൽ 4s/r ആണ്. എയർ ബബിൾ ആണെങ്കിൽ സാർ 2s/r. എടാ ഇത് വെച്ചൊരു ചോദ്യം സർ ഇങ്ങനെയാണ് വരിക. കാൽക്കുലേറ്റ് എക്സസ് പ്രഷർ ഇൻസൈഡ് എൻ എയർ ബബിൾ ഓഫ് റേഡിയസ് 1 mm ഫ്രോം ജസ്റ്റ് ബിലോ ദ ഫ്രീ സർഫേസ് ഓഫ് വാട്ടർ ഗിവൺ ദ സർഫേസ് ടെൻഷൻ ഓഫ് വാട്ടർ ഈസ് 72 × 10⁻³ സർ. ഡെൽറ്റ പിയുടെ ഇക്വേഷൻ ഒക്കെ എല്ലാവർക്കും അറിയാം, 2s/r ആണ്. എടാ എസ് എന്ന് വെച്ചാൽ സർഫേസ് ടെൻഷൻ തന്നെയാണ്. എത്രയാ? 72 × 10⁻³ സർ. 72 × 10⁻³ ബൈ ആറിന്റെ വാല്യൂ എത്രയാ? 1 × 10⁻³ 10⁻³ കട്ടായി 2 × 72 വിച്ച് ഈസ് ഈക്വൽ ടു 144 പാസ്കൽ. അയ്യവ സർ. അങ്ങനെ ലാസ്റ്റ് ഡിറൈവേഷൻ സാറേ നമ്മൾ വിട പറയാൻ പോവുകയാണ് സാറേ. എടാ ഓക്കെ അല്ലടാ? എടാ ആര്യ ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? യെസ്. എടാ ഒന്നെല്ലാവരും കമന്റ് ചെയ്തടാ. സാറേ, ഒന്നെല്ലാവരും കമന്റ് ചെയ്ത് യെസ്. എടാ ഇതുവരെ സാറേ ഓക്കെ ആണോ? യെസ്. എടാ സിക്കപ്പ് വരെ യെസ്. എവിടെ കാണണല്ലോ സാറേ. എടാ എന്തോ ടെക്നിക്കൽ. യെസ്. എടാ റെഡി യെസ്. എവിടെ സാർ? പിടിച്ചുള്ള സാധനം. എടാ ക്യാപിറ്റൽ റൈസ് സാറേ, ഇത് വിട്ടൊരു കളിയില്ല സാറേ. എല്ലാം വിട്ടൊരു കളിയില്ല എനിക്കറിയാം. എടാ ക്യാപിറ്റൽ റൈസ് കണ്ടെത്തണമെങ്കിൽ സാധാ ലെവലിനേക്കാൾ മുകളിലേക്ക് പോകുന്ന സാധനത്തിനെ പറഞ്ഞതാണ് ക്യാപിറ്റൽ റൈസ് സാറേ. ഇതാണ് ഹൈറ്റ് എച്ച്. എടാ നമ്മൾ ഇവിടെ ആണെങ്കിൽ ഇതേപോലെ ഒരു കോസ് തീറ്റ എടുക്കുന്നു. കോസ് തീറ്റ A/r ആണ്. ആൾക്കിടെ ബൈ കോസ് തീറ്റ. രണ്ട് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ρ g h ഉം 2s/r ഉം. 2s/r എന്ന് സാറേ എയർ ബബിളിന്റെ ഡെൽറ്റ പ്രഷർ സർ. അപ്പൊ ρ g h is equal to 2s/r അല്ലെങ്കിൽ h is equal to 2s/ρgr. സോ h is equal to 2s/ρgr ആണെങ്കിൽ സർ r ന്റെ സ്ഥാനത്ത് a ബൈ കോസ് തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ h is equal to 2s cos theta divided by sir എത്രയാ? rho into g into a. സർ അതിനർത്ഥം h is inversely proportional to a ആണ്, inversely proportional g ആണ്, inversely proportional radius ആണ്. അതിനർത്ഥം സർ h is equal to 2s cos theta by rho g a. എന്റെ മക്കൾ കമന്റ് ചെയ്തടാ സർ. അതിനർത്ഥം എനിക്ക് എന്ത് പറയാൻ പറ്റും സർ? rho g a എന്നാണെങ്കിൽ സർ ഇവിടെ a ആണ് സർ, ഇവിടെ a ആണ്. അതിനർത്ഥം സർ h a കൂടുമ്പോൾ h കുറയുന്നു, g കൂടുമ്പോൾ h കുറയുന്നു, rho കൂടുമ്പോൾ h കുറയുന്നു. അതുകൊണ്ട് മുകളിൽ പോയി കഴിഞ്ഞാൽ സർ നമ്മുടെ h കൂടും, കാരണം g കുറവാണ് സർ. അതേപോലെ റേഡിയസ് ഓഫ് ദ ക്യാപിറ്റൽ ട്യൂബ് ഡബിൾ ആക്കി കഴിഞ്ഞാൽ ഹൈറ്റ് എന്ന് സംഭവിക്കും സാറേ h/2 ആൻഡ് ദാറ്റ്സ് ദെൻ CK. ഇപ്പൊ വരും മക്കളെ, എല്ലാം റെഡി ആണെങ്കിൽ സാറേ പിടിച്ചോ. എല്ലാം സാറേ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് CK ചാപ്റ്റർ എടുക്കുന്നു. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. എനിക്കറിയാം എടാ 899 മാക്സിമം അപ് ടു 10:30 വരെ. ഞാൻ 10:30 വരെ ഞാൻ എടുക്കാൻ എനിക്ക് പുതിയതായിട്ടില്ല. തെർമൽ പ്രോപ്പർട്ടീസ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ലാസ്റ്റ് രാത്രി വളരെ കുറച്ച് ആൾക്കാരുള്ളായിരുന്നു. ആർക്കെങ്കിലും തെർമൽ പ്രോപ്പർട്ടീസ് ഇന്ന് എക്സാം പേപ്പറിൽ വരികയാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. തമ്പുരാനാണ് എടാ, വരുമോ എന്ന് വരില്ല നമുക്കറിയില്ല. നിങ്ങൾ സ്കൂളുകളിലൊക്കെ പറയുന്നത് ഫ്ലൂയിഡ്സ് വരെ എന്നാണ് പറഞ്ഞത്. ഇൻ കേസ് വേസ്റ്റ് കേസ് ആയിട്ട് പറയാണ്, തെർമൽ പ്രോപ്പർട്ടീസ് വരികയാണെങ്കിൽ സർ അതിനൊരു 5-4 മാർക്കിന്, അയ്യോ എനിക്കല്ല എത്ര മാർക്കിനാണ് വരിക, 4-5 മാർക്കിനോ വരികയാണെങ്കിൽ സാറേ ആ മാർക്ക് പോവരുത്. അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും അവസാനം തെർമൽ പ്രോപ്പർട്ടീസ്. എടാ ഈ സ്പീഡിലെല്ലാം എടുക്കാം, ഒന്ന് മീഡിയമായ സ്പീഡിലെടുത്ത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ബട്ട് ഇന്നലെ രാത്രി ലൈവ് കണ്ടവർക്കറിയാം, അതിൽ പഠിക്കേണ്ട കാര്യം കണ്ടക്ഷനും കൺവെക്ഷൻ റേഡിയേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. സീ ബ്രീസും ലാൻഡ് ബ്രീസും ഇമ്പോർട്ടൻ്റ് ആണ്. അനാമോളസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ആൽഫ ബീറ്റ ഗാമ തമ്മിൽ റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എടാ ഇത് 4 പഠിച്ചാൽ മതി സാറേ, ഇത് 4 പഠിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല സർ. അങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ലേ? CK ഒറ്റ സെഷനിൽ എടുക്കുക ബാക്കിയൊക്കെ.
ഞാൻ എന്റെ എല്ലാം കഴിഞ്ഞു. ഫുൾ തെർമൽ പേപ്പർ കഴിഞ്ഞു. അല്ല തെർമൽ മാത്രം ക്വസ്റ്റ്യൻസ് ഇല്ലേ? തെർമോഡൈനാമിക്സാ? ആ. തെർമോഡൈനാമിക്സ് നമുക്ക് നോക്കാം. നമ്മളെല്ലാം പറയും, എന്തായാലും പറയും. നമുക്ക് എക്സാം എത്ര മണിക്കാ? എക്സാം എത്ര മണിക്കാ? നിങ്ങൾ ഇന്നലെ പറഞ്ഞത് 11 മണി വരെ പോവാന്നാ. ഒരു പ്രശ്നമില്ല. ഇതിപ്പോടാ കുത്തുക. അതെ, ആംഗ്ലോ ഇന്ത്യൻ സായിപ്പിനെ പോലത്തെ ഓരോ സാധനം നമ്മൾ നോക്കണം. ഇതുണ്ടോ? സർഫോ നോക്കട്ടെ, വിങ്സ് ഓഫ് ഫയർ ഇവിടെ കാണില്ല. സർഫ് സർഫ് വെറൈറ്റി റെഡി. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെറ്റ് അല്ലേ? റെഡി. അങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. എടാ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ, കാണുന്നില്ലേ? റെഡി. അപ്പൊ നമുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. വളരെ ക്വിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈക്ക് അവിടെ ഉണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. റെഡി. സോ ആദ്യം തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള സ്കേലാർ പ്രൊഡക്റ്റ് ഓർ ഡോട്ട് പ്രൊഡക്റ്റ്. മക്കളെ നോക്കണം, ഡോട്ട് പ്രൊഡക്റ്റിന്റെ വേറെ പേരെന്താ? ഈ ചോദ്യം ഇങ്ങനെയും ചോദിക്കും കേട്ടോ. സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അത് നിങ്ങൾ വിട്ടുപോയത്. സ്കേലാർ പ്രൊഡക്റ്റ് എന്നാൽ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഐന്റെ കൂടെ ഉള്ള ആളെ ഇവിടെ ഐന്റെ കൂടെ ഉള്ള ആളെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 2 ഇവിടെ -2 കൂടെ മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? ഇവിടെ ജെന്റെ കൂടെ ഉള്ള ആളെ ഇവിടെ ജെന്റെ കൂടെ ഉള്ള ആള് എത്ര? -1. അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ 1 by 1 മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നേരെ പിടിച്ച് ആഡ് ചെയ്യുക. ബാക്കി സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ചില ഈവൻ കാൽക്കുലേറ്ററിൽ അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ കാൽക്കുലേറ്റേഴ്സ് നിങ്ങൾക്ക് അലൗഡ് അല്ല സത്യത്തിൽ. അതുവരെ പറ്റും. അതിനൊക്കെ ആവശ്യം എന്താ പറയുക, നമ്മൾ ചുമ്മാ അങ്ങനെ മൾട്ടിപ്ലൈ അല്ലേ? ആൻഡ് ഫൈനൽ കിട്ടുന്ന ആൻസർ നിങ്ങൾ നോക്കുക, മൈനസ് ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ. അതിന് അടുത്തത് 2 വെക്ടേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക് 2 മാർക്കിന് വരാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് 2 വെക്ടേഴ്സ് പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ സ്കേലാർ പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതിന് കാരണം കോസ് തീറ്റ അല്ലെ? എ ബി കോസ് തീറ്റ എന്നാണ് ഇതിന്റെ ഇക്വേഷൻ വരിക, എ ഡോട്ട് ബിന്റെ. അപ്പോൾ തീറ്റ 90 ആകുമ്പോൾ കോസ് 90 0 ആകും. അപ്പോൾ ഫൈനൽ ആൻസർ 0 ആയിരിക്കും. ഈ ചോദ്യം തിരിച്ചും വരാറുണ്ട്. സ്കേലാർ പ്രൊഡക്റ്റുകൾ എന്താണ്? 2 വെക്ടേഴ്സ് നമ്മുടെ സ്കേലാർ പ്രൊഡക്റ്റ് 0 ആണ്. അങ്ങനെയാണ് ഇവർക്കിടയിലുള്ള ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി. ഇവിടെയുള്ള സാധനം നേരെ തിരിച്ചാലോചിച്ചാൽ മതി കേട്ടോ. സോ ഇതൊക്കെ സ്ഥിരമായുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി വർക്ക് ഡൺ എന്താണെന്ന് ചോദിച്ചാൽ, വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ, വർക്ക് ഈസ് ഇക്വൽ ടു എഫ് ഡോട്ട് എസ് ആണ്. എഫ് എസ് കോസ് തീറ്റ ആണ്. യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ ജൂൾ എന്ന് പറയും കേട്ടോ. അല്ലെങ്കിൽ ജൂൾ എന്നാണ് പേര്. എസ് ഐ കൊണ്ട് ജൂൾ എന്ന് പറയാം. അയാളെ വേറെ പേര് ന്യൂട്ടൺ മീറ്റർ. റെഡി. ഇനി ഇതേപോലുള്ള പ്രോബ്ലംസ് നേരെ സിംപ്ലിഫൈ ചെയ്യാൻ, സിമ്പിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എഫ് എസ് കോസ് തീറ്റ എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഫോഴ്സ് തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്, ആംഗിൾ തന്നിട്ടുണ്ട്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നേരെ ഫൈനൽ ആൻസർ കിട്ടും. ഒന്നും നോക്കണ്ട, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 0 പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് പറഞ്ഞ കേസ് നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് വെച്ചാൽ, ഏത് ഫോഴ്സ് ആണ് നോക്കുക നിങ്ങൾ. ബൈ ഏത് ഫോഴ്സ്. ആൻഡ് സിറ്റുവേഷൻ എന്താ? സ്ലൈഡിങ് ഡൗൺ ഓൺ ഇൻക്ലൈൻ സർഫസ്. അപ്പോൾ ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ ഒരാളിങ്ങനെ താഴോട്ട് സ്ലൈഡ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് താഴോട്ട് ഓബ്വിയസ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ്, ഏത് ഫോഴ്സാണ് നോക്കുക, അത് പിറകോട്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക. ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഇനി ഫോർ എക്സാമ്പിൾ അടുത്ത കേസ്, ഒരു അപ്ലൈഡ് ഫോഴ്സ്. ആ കേസ് നോക്കണ്ട, ഈ കേസ് നോക്കണ്ട. ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇത് എളുപ്പത്തിൽ കുറച്ചും കൂടി മനസ്സിലാവും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ ആണ്. അന്ന് സിറ്റുവേഷൻ എന്താ? ലിഫ്റ്റിംഗ് ആൻഡ് ഒബ്ജക്റ്റ് അപ്പ്. അപ്പോൾ മുകളിലോട്ട് ഒരു വസ്തു വെക്കുന്നതിന് ഡിസ്പ്ലേസ്മെന്റ് മുകളിലോട്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും താഴോട്ട്, വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ, വർക്ക് ഡൺ നെഗറ്റീവ്. ഇനി ഈ കേസ് നോക്കാം. അപ്ലൈഡ് ഫോഴ്സ്, നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ആണ് അപ്ലൈഡ് ഫോഴ്സ് എന്ന് ഉദ്ദേശിച്ചത്. വെൻ പുട്ടിംഗ് ഡൗൺ ആൻ ഒബ്ജക്ട്, ഒരു വസ്തുവിനെ താഴോട്ട് വെക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് താഴോട്ടാ. പക്ഷെ താഴോട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി കൊടുക്കുന്ന ഫോഴ്സ് ആക്ച്വലി മുകളിലോട്ട്. നമ്മൾ അയാളെ വെയിറ്റിനെ മുകളിലോട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് മുകളിലോട്ട്, അപ്പോഴും വർക്ക് ഡൺ നെഗറ്റീവ്. ഇനി അടുത്തൊരു കേസ് നോക്കാം. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. വീണ്ടും കുറേ കേസസ് ഉണ്ടാവും. ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ്. അപ്പോൾ അതെന്തായാലും താഴോട്ടായിരിക്കും ഫോഴ്സ് ഉണ്ടാവും. സിറ്റുവേഷൻ എന്താ? ഒബ്ജക്റ്റ് ഈസ് ലിഫ്റ്റഡ് അപ്പ്. ഒബ്ജക്റ്റ് മുകളിലോട്ട് പൊക്കുന്ന സമയത്ത് അപ്പോഴും വർക്ക് ഡൺ നെഗറ്റീവാണ്. പല കേസിലും വർക്ക് ഡൺ നെഗറ്റീവ് ആണ്. ഇനി പോസിറ്റീവ് വർക്ക് ഡൺ എക്സാമ്പിൾ നോക്കാം. ബൈ ഗ്രാവിറ്റി ചെയ്ത വർക്ക് ഡൺ. ഇപ്പോൾ ഗ്രാവിറ്റി ചെയ്യുന്ന ഫോഴ്സ് താഴോട്ടാ. എപ്പോൾ സിറ്റുവേഷൻ എന്താ? ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഡൗൺ. വസ്തു താഴോട്ടാ വെക്കുന്നത്. അപ്പോൾ രണ്ടുപേരും സെയിം ഡയറക്ഷൻ, വർക്ക് ഡൺ പോസിറ്റീവ്. സോ സിറ്റുവേഷൻസ് കൃത്യമായി അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആൻഡ് ഈ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ ആലോചിച്ച് വെക്കുക. അതായത് തലയിൽ ഒരു ചുമടോ വസ്തുവോ വെച്ചിട്ട് ഒരാൾ ഇങ്ങനെ ലെവൽ റോഡിൽ ഇങ്ങനെ നടക്കുക. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് സൈഡ് വൈസാണ്. മുകളിലോട്ടും താഴോട്ടും ഇല്ല. അയാൾ ലെവൽ റോഡിൽ പോവാണ് അല്ലേ? മുകളിലോട്ടും താഴോട്ട് കയറുന്നില്ല. അപ്പോൾ സൈഡ് വൈസാണ്. ആൻഡ് അയാൾ കൊടുക്കുന്ന വർക്ക് അല്ലേ? അയാൾ ചെയ്യുന്ന വർക്ക് അല്ലേ ചോദിച്ചേ? അപ്പോൾ ആക്ച്വലി ഈ ഇതിന്റെ വെയിറ്റിനെതിരെ അയാൾ കൊടുക്കുന്ന ഫോഴ്സ് മുകളിലോട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്? ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അവർക്കിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി. ആംഗിൾ 90 ഡിഗ്രി ആയാലും വർക്ക് ഡൺ 0. ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഇനി ഒരു ഇമ്മൂവബിൾ വാൾ, ഒരു മൂവ് ചെയ്യാത്ത വാളിൽ നിങ്ങൾ എത്ര ഫോഴ്സ് കൊടുത്തിട്ടും കാര്യമില്ല. അത് ഡിസ്പ്ലേസ്മെന്റ് 0 ആയാൽ എഫ് എസ് കോസ് തീറ്റയിൽ എസ് 0 ആയിപ്പം വർക്ക് ഡൺ 0 ആയിരിക്കും. ആൻഡ് ഇത് എപ്പോഴും ഓർത്ത് വെക്കുക. സെൻട്രിപിറ്റൽ ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ ഇൻ എ യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷനിൽ എപ്പോഴും സെൻട്രിപിറ്റൽ ഫോഴ്സ് സെൻട്രലോട്ട് അല്ലേ? ആൻഡ് വെലോസിറ്റി എന്തായിരിക്കും? ടാൻജന്റ് ആയിരിക്കും. ഇടയിൽ ആംഗിൾ 90. ഇനി വെലോസിറ്റിന്റെ സെയിം ഡയറക്ഷനാണ് ഡിസ്പ്ലേസ്മെന്റ് വരിക.
വരിക. അപ്പോൾ തീറ്റൻ്റെ വാല്യൂ 90 വരും, വർക്ക് ഡൺ 0 വരും. സെറ്റ് അല്ലേ? ഇത് സ്ഥിരമായി വരുന്ന ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ആണ്. ഇത് സ്ഥിരമായി വരുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് വർക്ക് നിങ്ങൾക്ക് വരാറുണ്ട്. ഇനി അടുത്തത് ഡയമെൻഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എനർജിയുടെ ഡയമെൻഷൻ യൂണിറ്റ് എന്താ? എനർജിയുടെ ഡയമെൻഷൻ യൂണിറ്റ് സെയിം ആസ് വർക്കിൻ്റെത് ജൂളാണ്. അതിൻ്റെ അതേ ഡയമെൻഷൻ ആണ് ml² T⁻². ഇനി അടുത്ത് ഇതേപോലത്തെ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. മക്കളെ നോക്കുക, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv² ആണ്. ഇനി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കാണാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കാണാൻ നിങ്ങൾ ഈ ഇക്വേഷൻ കണ്ടാൽ മതി കേട്ടോ. ½ m ഇൻറ്റു v² മൈനസ് ½ mu² ഉണ്ടാവില്ലേ, അതിൽ ½ m കോമൺ എടുത്തുള്ള ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് ആവശ്യം വരും. ബാക്കി ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളൂ. ആസ് യൂഷ്വൽ നമുക്ക് ആ വാല്യൂസ് ഇതിനെ വരുന്ന ഒരു നിർബന്ധമില്ല. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് ½ m v² മൈനസ് u² ചെയ്താൽ മതി. ഇനി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, ഗ്രൗണ്ടിൽ നിന്ന് അല്പം ഉയരത്തിൽ m മാസുള്ള ഒരു h ഹൈറ്റ് ഒരു വസ്തു വെച്ചാൽ അയാൾക്ക് ഉണ്ടാവുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ് ഇയാൾ mgh. ഓക്കെ, അപ്പോൾ ജിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ 9.8 അല്ലെങ്കിൽ നിങ്ങൾ 10 എടുത്തോളൂ. ഡയറക്റ്റ് ആണ്, യൂണിറ്റ് ചെയ്താൽ മറന്നു വരുത്. ഹൈറ്റ് മീറ്ററിലാണ്, ഇതിൻ്റെ കിലോമീറ്ററിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത് മീറ്ററിലോട്ട് മാറ്റി എഴുതണം. ആൻഡ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിയുടെ സ്റ്റേറ്റ്മെന്റ് മക്കളെ, എനർജി നെയ്തർ ക്യാൻ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ബി ഓൺലി ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, പക്ഷെ അതിന്റെ കൂടെ ഇത് പഠിക്കുക, അതിനാണ് ഏറ്റവും നല്ലത്. ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് കൺസർവ്ഡ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ഇറ്റ്. ഇനി അത് മാത്തമെറ്റിക്കലായിട്ട് എങ്ങനെ എഴുതാം മക്കളെ? മാത്തമെറ്റിക്കലായിട്ട് മക്കളെ നോക്കിയോ, കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഇനീഷ്യൽ അതിന്റെ സമ്മ് കൈനറ്റിക് എനർജി ഫൈനലിന്റെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മിന് ഈക്വൽ ആയിരിക്കും. ബേസിക്കലി ടോട്ടൽ എനർജി ബിഫോറും ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മാണ്. അതെന്തായിരിക്കും? ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഈ ക്വസ്റ്റ്യൻ ഒക്കെ എന്തായാലും സ്റ്റാർ ഇട്ട് വെച്ചോ, കഴിഞ്ഞ നിങ്ങളുടെ സീനിയേഴ്സിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മെക്കാനിക് എനർജി എന്താണ്? മെക്കാനിക് എനർജി ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിൽ കൺസേർവ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കുക. 3 ഹൈറ്റ് A B C എന്ന് പറഞ്ഞ 3 ലെവലുകളിൽ നിങ്ങൾ ഹൈറ്റ് ലെവലിലുള്ള കേസാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ m എന്ന് പറഞ്ഞ മാസ് ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യുന്നു, താഴോട്ട് ഫോളോ ചെയ്യുന്നു ഫ്രം ഹൈറ്റ് h. അപ്പോൾ എയിൽ നിന്ന് x ഡിസ്റ്റൻസ് മാറി അടുത്ത പോയിന്റ് B, പിന്നെ അവിടുന്ന് പിന്നെ താഴോട്ട് നേരെ വന്ന് ഗ്രൗണ്ട് ലെവലിൽ ആരുണ്ട്? ഗ്രൗണ്ട് ലെവലിൽ C ഉണ്ട്. അപ്പോൾ ഈ ഫിഗർ മാർക്ക് ചെയ്യാൻ പഠിക്കുക. ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന എന്റെ കേസിലും ബിന്റെ കേസിലും സിന്റെ കേസിലും ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ് mgh. അപ്പോൾ ഇവിടെയും നമുക്ക് mgh കിട്ടണം, ഇവിടെയും mgh കിട്ടണം, ഇവിടെയും mgh കിട്ടണം. എന്ത്? ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ആരാ? കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സം. അപ്പോൾ നമ്മൾ എന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ വെലോസിറ്റി 0 ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി 0, അവിടെ കൈനറ്റിക് എനർജി ഉണ്ടാവില്ല, അവിടെ പൊട്ടൻഷ്യൽ എനർജി mgh. സോ രണ്ടും കൂടി കൂട്ടിയാൽ ടോട്ടൽ mgh കിട്ടും. അപ്പോൾ ഇവിടെ mgh കിട്ടി, രണ്ടും കൂടി കൂട്ടിയിട്ട് അത് തന്നെ നമുക്ക് ഇവിടെയും കിട്ടണം, ഇവിടെയും mgh കിട്ടണം. അപ്പോൾ ഫൈനൽ ആൻസർ, ഇതിൻ്റെ ബിന്റെ കേസിന് ഫൈനൽ ആൻസർ mgh അഷ്യൂർ ആണ്. അപ്പോൾ അത് കിട്ടിയോ നിങ്ങൾ എൻഷുർ ചെയ്യുക. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി mg ഇൻറ്റു അവിടുത്തെ ഹൈറ്റ് എത്ര? mg ഇൻറ്റു h മൈനസ് x കൊടുത്തു. ഇനി കൈനറ്റിക് എനർജിയിൽ ½ m v², അതിലെ വെലോസിറ്റി കാണാൻ നമ്മൾ തേർഡ് ഇക്വേഷൻ മോഷൻ യൂസ് ചെയ്യും. തേർഡ് ഇക്വേഷൻ മോഷനിൽ നമുക്ക് 2gx v² 2gx കൊടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഫൈനൽ ആൻസർ എപ്പോഴും നമുക്കറിയാം. ഫൈനൽ ആൻസർ ഇവിടെ ടോട്ടൽ എത്ര കിട്ടും? ഇത് രണ്ട് ആഡ് ചെയ്താൽ mgh കിട്ടണം. അപ്പോൾ അതെപ്പോഴും കിട്ടി നിങ്ങൾ എൻഷുർ ചെയ്യുക. ഇനി സീൻ്റെ കേസ് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സീൻ്റെ കേസ് എത്തുമ്പം അവിടെ ഹൈറ്റ് ഉണ്ടാവും. സീൻ്റെ കേസിൽ ഹൈറ്റ് 0, അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ എനർജി 0. അപ്പോൾ സിയിൽ എന്തില്ല? പൊട്ടൻഷ്യൽ എനർജി ഇല്ല. അപ്പോൾ ഈ കേസ് നിങ്ങൾ ആലോചിക്കുക, എന്റെ കേസിൽ കൈനറ്റിക് എനർജി 0, ഇവിടെ പൊട്ടൻഷ്യൽ എനർജി 0 അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറുകയാണ്? കൈനറ്റിക് എനർജി ആയിട്ട് മാറുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റും. സോ അതൊന്ന് ഗ്രാഫിക്കലായിട്ട് വരയ്ക്കാൻ പറ്റും. ഗ്രാഫിക്കലായിട്ട് വരയ്ക്കാൻ പറ്റാൽ എനർജി വേഴ്സസ് ഹൈറ്റ് ഉണ്ടോ? എനർജി ഹൈറ്റ് ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ ഹൈറ്റ് കൂടുന്തോറും കൂടി പോകുന്ന പൊട്ടൻഷ്യൽ എനർജി, ഹൈറ്റ് അല്ലേ? ഇങ്ങനത്തെ കേസിൽ ഇതേതാണ്? അപ്പോൾ ഹൈറ്റ് കൂടി പോകുന്തോറും കൂടുന്നത് പൊട്ടൻഷ്യൽ എനർജി, മറ്റേ ആൾ കൈനറ്റിക് എനർജി എന്ന് ആലോചിക്കുക. ഇനി ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണെന്ന് മുകളിൽ ലൈൻ വരയ്ക്കാം. റെഡി? ഇനി അടുത്തത് വർക്ക് എനർജി തിയറം സ്റ്റേറ്റ് ചെയ്യാനും പ്രൂവ് ചെയ്യാനും വരിക. സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഡെൽറ്റ കെ, കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് വർക്ക് ഡൺ ഈക്വൽ ആയിരിക്കും. കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് മക്കളെ വർക്ക് ഡൺ ഈക്വൽ ആയിരിക്കും. ഡെൽറ്റ കെ ഈസ് ഈക്വൽ ടു W. അതിന്റെ പ്രൂഫിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? കൈനറ്റിക് എനർജിയുടെ ചേഞ്ച്
നേരത്തെ ഞാൻ പഠിപ്പിച്ച ഇക്വേഷൻ ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ഈ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ തേർഡ് ഇക്വേഷൻ മോഷൻ ഒന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യാം, റീഅറേഞ്ച് ചെയ്താൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയറിന് 2as കിട്ടും. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, ഇവിടെ 2as കൊണ്ട് കൊടുത്താൽ മതി കേട്ടോ. as കൊടുത്താണ്ടോ. അപ്പോൾ ഇവിടെ ഒരു എം ഇൻറ്റു എ ഉണ്ട്. ഇനി എന്താ നിങ്ങൾ തന്നെ ആലോചിച്ചത്, എം ഇൻറ്റു എക്ക് നമുക്ക് എന്ത് കൊടുക്കാം, എഫ് കൊടുക്കാം. എം ഇൻറ്റു എക്ക് എഫ് കൊടുക്കാം. അപ്പോൾ ഡെൽറ്റ കെ ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് ആവും. അവിടെ എന്ത് എഫ് ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണ്. അപ്പോൾ ഡെൽറ്റ കെ ഈക്വൽ ടു വർക്ക് ഡൺ. ഹെൻസ് ദ പ്രൂഫ് 3 മാർക്കിന് കേട്ടോ. സ്റ്റേറ്റ്മെന്റും പഠിക്കുക. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ ഇത് മാത്രം എഴുതി വെക്കരുത്, ഈ നീട്ടിപ്പരത്തി സ്റ്റേറ്റ്മെന്റ് എഴുതാൻ നിങ്ങൾ ശ്രമിക്കുക. അടുത്ത എന്താണ്, അതിൻ്റെ ഒരു പ്രോബ്ലം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കിച്ചോ. ഇക്വേഷൻ ആലോചിച്ചാൽ മതി. ആകെ പഠിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. ഡെൽറ്റ കെ വർക്ക് ഡൺ കാണാൻ പറഞ്ഞാൽ ഡെൽറ്റ കെ കൈനറ്റിക് എനർജി കണ്ടാൽ മതി. കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് കണ്ടാൽ മതി. അതെങ്ങനെ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഇതിൻ്റെ വേറെ അഡീഷണൽ പ്രോബ്ലംസ് നമ്മൾ തലേ ദിവസങ്ങൾ ലൈവുകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രോബ്ലം സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വാല്യൂ ആണ്, നമുക്ക് പ്രശ്നമില്ല. ഇനി കൈനറ്റിക് എനർജി ഇൻ ടേംസ് ഓഫ് ലീനിയർ മൊമെൻറ്റം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പലതവണ വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെച്ചോ. കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ അതല്ല ചോദിച്ചത്, ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ടേംസിൽ. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം, മുകളിലും താഴെയും എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താവും, എം സ്ക്വയർ വി സ്ക്വയർ ആവും, താഴെ ഒരു എം വരും. ഇതിനെ എം വി ദ ഹോൾ സ്ക്വയർ എന്നാക്കി കഴിഞ്ഞാൽ എം വി വരും. എം വി എന്ന് പറഞ്ഞാൽ പി ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഇതിൽ ഹാഫ് പി സ്ക്വയർ ബൈ എം, ഹാഫ് പി സ്ക്വയർ ബൈ എം. ഇനി ഇതിന്ന് ഇയാൾ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പി സ്ക്വയർ ഈസിക്കൽ ടു 2m കിട്ടും, 2mk കിട്ടും. ഈ 2m അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പി സ്ക്വയർ ഈസിക്കൽ ടു 2mk കിട്ടും. റൂട്ട് എടുത്താൽ പി ഈസിക്കൽ റൂട്ട് 2mk. ഈ രണ്ട് റിലേഷൻഷിപ്പ് ഓർത്ത് വെക്കുക. ഇത് വെച്ചിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ എന്താ ഇതുപോലെ വരും. ഒരു ബസ് ഉണ്ട്, കാർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലൈറ്റർ ബോഡി ഹെവിയർ ബോഡി ഉണ്ട്. രണ്ടുപേർക്കും സെയിം കൈനറ്റിക് എനർജി എന്ന് പറയും. ചിലപ്പം പറയും സെയിം ലീനിയർ മൊമെന്റും. ഇതിന്റെ മറ്റേ വേർഷൻ എന്താ സെയിം ലീനിയർ മൊമെന്റ് എന്നുള്ള ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. സെയിം ലീനിയർ മൊമെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ കൂടി നോക്കി വെക്കുക. ഇനി ഏതിനാണ് ലീനിയർ മൊമെന്റം കുറവ് എന്നുള്ളത് ചോദിക്കും. ഓക്കെ, ഈ കേസിൽ കൈനറ്റിക് എനർജി സെയിം ആണ്, ലീനിയർ മൊമെന്റം കുറവാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താണോ കുറവ് കൂടുതൽ ചോദിച്ചാൽ അതിന്റെ ഇക്വേഷൻ അവിടെ സെലക്ട് ചെയ്യുക. പി ഈസിക്കൽ റൂട്ട് 2mk എഴുതി. അതിൽ കെ കോൺസ്റ്റന്റ്, കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആണ്, 2 കോൺസ്റ്റന്റ് അല്ലേ, ഒക്കെ റൂട്ടിൻ്റെ അകത്താണ്. അപ്പോൾ ബാക്കി വരുന്നത് നമുക്ക് റിലേഷൻഷിപ്പ് പി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എം, ഡയറക്ട്ലി റിലേഷൻഷിപ്പ് ആണ്. അപ്പം നമ്മളോട് ചോദിച്ച കുറവുള്ള ആളല്ലേ, അപ്പോൾ കുറഞ്ഞ മാസ് കുറഞ്ഞ ആൾക്കാർക്കും ഇയാൾക്കും കുറവ്. ദർഫോർ കാർ. അപ്പോൾ ജസ്റ്റ് 1 മാർക്കിന് വെച്ചാൽ ജസ്റ്റ് കാർ എന്ന് എഴുതിയാൽ മതി. പക്ഷേ ജസ്റ്റിഫൈ എപ്പോഴും വരാറുണ്ട് 2 മാർക്കിന് കേട്ടോ. ജസ്റ്റിഫൈ വന്നാൽ ഇറ്റ് ഈസ് ഫോർ 2 മാർക്ക്. ഈ ക്വസ്റ്റ്യൻ നല്ല ഓർത്ത് വെക്കുക കേട്ടോ. റെഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ആ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ പാത്ത് ഫോളോഡ്. ഒരു ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ എയിൽ നിന്ന് ബിയിലോട്ട് മൂപ്പര് ചെയ്ത വർക്ക്, നമ്മൾ ഒരു ഫോഴ്സ് ചെയ്ത് വർക്ക് ആ പോയ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എങ്ങനെങ്കിലും ബിയിലെത്തിയാൽ മതി. എങ്ങനെ ബിയിലെത്തിയാലും അതിൻ്റെ വർക്ക് ഡൺസ് ഒക്കെ ഈക്വൽ ആണെങ്കിൽ, അതായത് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ പാത്ത് ഫോളോഡ് ആണെങ്കിൽ ആ ഫോഴ്സ് എന്തായിരിക്കും, കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയാം. എക്സാമ്പിൾസ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. എക്സാമ്പിൾ ആലോചിച്ചോ, എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സാമ്പിൾ ആണ്. സ്പ്രിംഗ് ഫോഴ്സ് ഇതിൻ്റെ എക്സാമ്പിൾ ആണ്. അടുത്തത് വർക്ക് ഡൺ ബൈ, ഇത് 1 മാർക്കിൽ സ്ഥിരമായി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്ത വർക്ക് എപ്പോഴല്ല, സൈക്ലിക് പ്രോസസ്സിൽ എന്ന് പറഞ്ഞാൽ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ വർക്ക് ഡൺ 0 ആയിരിക്കും. അടുത്തത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. ഫ്രിക്ഷൻ ഫോഴ്സും വിസ്കോസിറ്റി ഒക്കെ. ഫ്രിക്ഷൻ ഫോഴ്സ്, എയർ റെസിസ്റ്റൻസ്, വിസ്കോസിറ്റി ഫോഴ്സ് ഒക്കെ ഇതിന്റെ എക്സാമ്പിൾ. 2 എക്സാമ്പിൾ പഠിക്കണേ. ആൻഡ് കൺസർവേറ്റീവ് ഫോഴ്സ്, മക്കളെ, ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് പോസിറ്റീവ് വർക്ക് ഒരു ബോഡിന്റെ മുകളിൽ ചെയ്തു, പൊട്ടൻഷ്യൽ എനർജി കുറയും. കൺസർവേറ്റീവ് ഫോഴ്സ് നെഗറ്റീവ് വർക്ക് ചെയ്തു, അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടും കേട്ടോ. അങ്ങനെ തന്നെ പഠിക്കുക. ജസ്റ്റ് 1 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. ഇനി ഹൂക്സ് ലോ ഫോർ സ്പ്രിങ്ങിൻ്റെ കേസിലുള്ള ഹൂക്സ് ലോ ആണ്. സോളിഡ്സിൽ വേറെ ഉണ്ട്, അതല്ലത് ഹൂക്സ് ലോ ഫോർ സ്പ്രിങ് ആണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ സ്പ്രിങ് ഫോഴ്സ്, അതായത് അവിടുത്തെ സ്പ്രിങ് അങ്ങോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്താൽ മൂപ്പര് റിട്ടേൺ വരൂലേ, ആ ഫോഴ്സിനാണ് സ്പ്രിങ് ഫോഴ്സ് ഓർ റീസ്റ്റോറിംഗ് ഫോഴ്സ്. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഡിസ്പ്ലേസ്മെന്റ്, എത്ര ദൂരം അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്തു. ബേസിക്കലി സ്പ്രിങ്ങിനെ എങ്ങനെ പിടിച്ചു വലിക്കും തോറും മൂപ്പർക്ക് എന്ത് ചെയ്യും, തിരിച്ചു വരാനുള്ള ടെൻഡൻസി കൂടും. അങ്ങനെ തന്നെ അല്ലേ, ഒരു റബ്ബർ ബാൻഡ് നമ്മൾ പിടിച്ചു വലിക്കും തോറും എന്ത് ചെയ്യും, മൂപ്പർക്ക് തിരിച്ചു വരാനുള്ള ടെൻഡൻസി ഓർ ഫോഴ്സ് കൂടും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. നെഗറ്റീവ് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ പിടിച്ചു വലിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്, അതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും, എഫ് ആർ ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് കെനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ദാറ്റ് ഈസ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ. സെറ്റ് അല്ലേ. ഇനി സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ എന്ന് പറഞ്ഞാൽ എന്താ, ഈ എക്സിനും കൂടെ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ കെൻ്റെ അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. യൂണിറ്റ് എന്തായിരിക്കും, ഫോഴ്സിന്റെ ന്യൂട്ടൺ ആണ്, ഡിസ്പ്ലേസ്മെന്റ് മീറ്റർ ആണ്. സെറ്റ്. അടുത്ത് ഒരു സ്റ്റിഫ് സ്പ്രിംഗ്, ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള സ്പ്രിംഗ് ആണെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ലാർജ് ആയിരിക്കും. ഇനി സോഫ്റ്റ് സ്പ്രിംഗ് ആണെങ്കിലോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്പ്രിംഗ് ആണെങ്കിൽ ഇത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് സ്മോൾ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഡെറിവേഷൻ ലാസ്റ്റ് ടൈം ഞാൻ ഇപ്പം പറയുന്നില്ല മക്കളെ, നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കാൻ മറക്കരുത്. ഒരു സ്പ്രിംഗ് അതിന്റെ റെസ്റ്റിൽ നിന്ന് മൂപ്പർ എന്ത് ചെയ്തു, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തു, ഒരു ഫോഴ്സ് ചെയ്ത് സ്ട്രെച്ച് ചെയ്തു. അപ്പോൾ അവിടെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഉണ്ടാവും. അതിന്റെ ആവശ്യമില്ല, ഇത് കുഴപ്പമൊന്നുമില്ല.
അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ അവിടെ വെച്ചതാ. ഇപ്പോൾ സൗണ്ടും പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിംഗ് ആണ്. ഇത് നോട്ട് നോക്കി കേട്ടോ, ഇത് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഇപ്പം പറഞ്ഞാൽ എന്തായാലും മനസ്സിലാകാൻ പോകുന്നില്ല. അവസാനം നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് ഹാഫ് kx² കിട്ടും. ഇത് 3 മാർക്ക് ഓർ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 3 or 4 മാർക്ക് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിൽ പഠിച്ചോ. ഡെറിവേഷൻ ഉണ്ട്, ഡെറിവേഷൻ നല്ല ലൈവിൽ പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇപ്പോൾ രാവിലെ ഡെറിവേഷൻ സ്കിപ്പ് ചെയ്യുന്നു. ആൻഡ് അതിൻ്റെ ഒരു ഫിഗർ ഉണ്ട്. അതിൻ്റെ ഫിഗർ നിങ്ങൾ ആകെ മിഠായി ആലോചിച്ചാൽ മതി. നമ്മൾ രാത്രി മെഹറൂഫ് സാർ പറഞ്ഞൊരു മിഠായി ഉണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ എനർജി വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വരച്ചാൽ നമ്മുടെ ഷേപ്പ് ഇത് അങ്ങനെ കിട്ടും. ഇത് ഇങ്ങനെയാണ് ഷേപ്പ് കിട്ടുക. ഇങ്ങനെ പോകുന്നത് ഏതായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി. ഇങ്ങനെ പോകുന്നത് ഏതായിരിക്കും? ഇങ്ങനെ പോകുന്ന ഏതായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ഇങ്ങനെ പോകുന്നവരായിരിക്കും കൈനറ്റിക് എനർജി. അപ്പോൾ നമ്മൾ ഈ സൈഡും ഡോട്ടഡ് ലൈൻ ഇട്ടാക്കിയാൽ ബേസിക്കലി ഇയാൾ ഒരു മിഠായിയുടെ ഷേപ്പ് കിട്ടും. ബേസിക്കലി ഇയാൾ എന്താ ഒരു മിഠായിയുടെ ഷേപ്പ് കിട്ടും. മിഠായിൻ്റെ ഷേപ്പ് ആലോചിച്ചാൽ മതി കേട്ടോ. മാറിപ്പോരുത്. ഇതാരാണ്? ഇത് കൈനറ്റിക് എനർജി. രണ്ട് എൻസിലും 0 ആവുന്നത് കൈനറ്റിക് എനർജി. ആൻഡ് എക്സ്ട്രീം സെൻറ്ററിൽ മീൻ പൊസിഷനിൽ 0 ആവുന്നത് പൊട്ടൻഷ്യൽ എനർജി. മുകളിൽ ടോട്ടൽ എനർജിൻ്റെ ലൈൻ വരയ്ക്കാം. ടോട്ടൽ എനർജിൻ്റെ ലൈൻ വരയ്ക്കാം. അപ്പോൾ ഇത് ഗ്രാഫിക്കലായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി പവർ എന്താണെന്ന് വെച്ചാൽ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. വർക്ക് ബൈ ടൈം എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ റേറ്റ് അറ്റ് വിച്ച് എനർജി ഈസ് ട്രാൻസ്ഫർഡ്. എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന റേറ്റ് ആയിട്ടും എഴുതാൻ പറ്റും. അപ്പോൾ പവർ ഈക്വൽ വർക്ക് ബൈ ടൈമും E/T എനർജി ബൈ ടൈം എന്ന് എഴുതാം. യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് എന്നാണ്. ഓർ അതിൻ്റെ വേറെ പേര് എന്താ? വാട്ട്. അതിൻ്റെ വേറെ പേര് വാട്ട്. അപ്പോൾ HP വാട്ടിലേക്ക് വന്ന പ്രോബ്ലംസ് വരാറുണ്ട്. 1 HP is equal to 746 വാട്ട് എന്ന് ആലോചിക്കുക. അപ്പോൾ 3 HP is equal to 3 × 746 വാട്ട് നേരെ മൾട്ടിപ്പിൾ. അപ്പോൾ 1 HP is equal to 746 വാട്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി പവറിനെ നമുക്ക് വർക്ക് ബൈ ടൈമും ഈ എനർജി ബൈ ടൈമും അല്ലാത്ത വേറെ ഇക്വേഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് അതാണ് F.V. പവർ ഈസ് ഈക്വൽ ടു F.V എന്ന് പറഞ്ഞ ഡെറിവേഷൻ ഉണ്ട്. ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. 2 മാർക്കിന് വരാറുണ്ട്, പല വർഷങ്ങൾ വന്നിട്ടുണ്ട്. ചോദിക്കുക. റെഡി. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ എലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. എലാസ്റ്റിക് കൊളീഷനും ഇൻഇലാസ്റ്റിക് കൊളീഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ എലാസ്റ്റിക് കൊളീഷനായാലും ഇൻഇലാസ്റ്റിക് കൊളീഷനായാലും ബേസിക്കലി എന്തൊക്കെയാണ് സെയിം നിങ്ങൾ നോക്കുക. ലീനിയർ മൊമെന്റ് രണ്ട് കേസും സെയിമാണ്. ലോകത്തുള്ള എല്ലാ രണ്ട് കൊളീഷൻസും തമ്മിൽ എന്തൊക്കെ കൺസേർവ്ഡ് ആണ്? ലീനിയർ മൊമെന്റം കൺസേർവ്ഡ് ആണ്, ടോട്ടൽ എനർജിയും കൺസേർവ്ഡ് ആണ്. അപ്പോൾ അവർ രണ്ട് ടൈപ്പ് കൊളീഷൻസ് എലാസ്റ്റിക് ഇൻഇലാസ്റ്റിക് തമ്മിൽ വ്യത്യാസം എന്താ വരുന്നത്? ഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയിരിക്കും. ഇവിടെ കൈനറ്റിക് എനർജി എന്തായിരിക്കില്ല? കൺസേർവ്ഡ് ആയിരിക്കില്ല. അതാണ് വ്യത്യാസം. സെറ്റ് അല്ല, ഈ ടേബിൾ അടിച്ചാൽ മതി കേട്ടോ. റെഡി. ഇനി എല്ലാ ഇതിലും കൊളീഷനിലും കൺസേർവ് ആയുള്ള ക്വാണ്ടിറ്റി ലീനിയർ മൊമെന്റും ടോട്ടൽ എനർജിയും. കൺസേർവ് ചെയ്യപ്പെടാത്തതാ ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ കൺസേർവ് ചെയ്യാത്തതാ? കൈനറ്റിക് എനർജി കേട്ടോ. കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല. സെറ്റ് അല്ല. ഇനി അതിൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ടായിരുന്നു, അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇനി നമ്മൾ മക്കളെ നേരെ ഗ്രാവിറ്റേഷനോട് പോവാണ്. ഗ്രാവിറ്റേഷൻ പോവുകയാണെങ്കിൽ ഗ്രാവിറ്റേഷൻ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. 8 മാർക്ക് വരെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. അപ്പോൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ രണ്ട് വസ്തുക്കളും പരസ്പരം എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പോൾ അവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് F പ്രൊപ്പോർഷണൽ ടു M1 M2 ഡിവൈഡഡ് ബൈ R². അല്ല, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ഇൻ ദം. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് മക്കൾ എല്ലാവരും പഠിച്ചതല്ലേ? F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദർ അല്ലേ? നമ്മൾ പറയുന്നത് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പഠിച്ചതല്ലേ? അപ്പോൾ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ മാറിപ്പോയത് സ്മോൾ ജി അല്ല, ക്യാപിറ്റൽ ജി ആണ്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് എന്നാണ് അയാളുടെ പേര്. അയാളുടെ ന്യൂമറിക്കൽ വാല്യൂ 6.67 × 10⁻⁻11 ആണ്. യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം ആണ്. ഇത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ചോദിച്ചാൽ ഇത് എഴുതിയത് ഇത് തന്നെ എഴുതണം എന്ന് അർത്ഥം. ഇനി ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ പ്രോപ്പർട്ടി വയ്ക്കാൻ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, ലോങ് റേഞ്ച്, ദൂരം പ്രശ്നമില്ല. ഇൻവേഴ്സ് സ്ക്വയറിൽ F പ്രൊപ്പോർഷണൽ 1/r² ആണ്. ഇൻഡിപെൻഡന്റ് ഓഫ് മീഡിയം, രണ്ട് ഒബ്ജക്റ്റുകളുടെ ഇടയിലുള്ള വസ്തുക്കൾ ആരാന്നുള്ളത് പ്രശ്നമില്ല. ഇനി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഈ ഇക്വേഷൻ പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇക്വേഷൻ G=gm/r² ആണ് പഠിക്കുക. ഇതിന്റെ ആവറേജ് വാല്യൂ ആണ് 9.8. ഇത് മാറിക്കളിക്കട്ടെ. ഭൂമിയുടെ കേസിൽ ഇത് കോൺസ്റ്റന്റ് ആണോ? അല്ല, ദിസ് ഈസ് പ്യുവർലി ആവറേജ് വാല്യൂ. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ, ഒരു സെയിം ഹൈറ്റിൽ നിന്ന് 1 കിലോനെയും 100 കിലോനെയും സെയിം ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു. എയർ റെസിസ്റ്റൻസ് നെഗ്ലക്ട് ചെയ്താൽ ആദ്യത്തെ രണ്ടുമല്ല, രണ്ടും ഒരുമിച്ചാണ് എത്തുക. ബോത്ത് സെയിം ടൈം. കാരണം എന്താണ്? മാസിനെ ഇയാൾ എന്ത് ചെയ്യുന്നില്ല, ഓബ്ജക്റ്റിന്റെ മാസ് ഇയാൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എയർ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചെത്തും. ആനയും ഉറുമ്പിനെ വെച്ചാൽ രണ്ടുപേരും സെയിം ഹൈറ്റിൽ നിന്ന് ഒരുമിച്ച് ഒരേ സ്ഥലത്ത് നിന്നാണ് ഒരുമിച്ചെത്തും. ഇനി എർത്തിന്റെ ഷേപ്പ് കാരണം ഇക്വേറ്ററിലോട്ടുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്, പോളിലോട്ടുള്ള ഡിസ്റ്റൻസ് കുറവാണ്. പക്ഷെ നമ്മൾ പഠിച്ചത് എന്താ? ആക്സലറേഷൻ ടു ഗ്രാവിറ്റി ഡിസ്റ്റൻസ് കൂടുന്തോറും കുറയും. ഡിസ്റ്റൻസ് കൂടുന്നതോറും ആക്സലറേഷൻ ടു ഗ്രാവിറ്റി കുറയും. അപ്പോൾ പോൾസിൽ ഇവിടെ എന്തായിരിക്കും? G ഇക്വേറ്റർ അത് കുറവായിരിക്കും. ഇവിടെ ആയിരിക്കും എന്ത്? G പോളായിരിക്കും കൂടുതൽ. അപ്പോൾ മാക്സിമം പോളിൽ മിനിമം ഇക്വേറ്ററിൽ കേട്ടോ. ജസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ചോദിച്ചാൽ ഇത് എഴുതിയാൽ മതി. ഷോ ദാറ്റ് ചോദിച്ചാൽ അത് എഴുതിയാൽ മതി. ഇനി പോളിൽ നിന്നും ഇക്വേറ്ററിൽ നിന്നും സെയിം ഹൈറ്റിൽ നിന്ന് ഒരു ബോൾ ഡ്രോപ്പ് ചെയ്തു.
രണ്ടുപേരും ഒരുമിച്ചല്ല എത്തുക. പോളിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലാണ്. അപ്പോൾ പോളിലായിരിക്കും ആദ്യം എത്തുക കേട്ടോ. റെഡി. ഇനി ഹൈറ്റിൻ്റെ കേസിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 4 മാർക്കിൻ്റെ 3 അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ഡെറിവേഷൻ ആണ് മക്കളെ. പഠിച്ചോ. ഒരു ഹൈറ്റിൽ ഫിഗർ വരച്ചാൽ നന്ന് കേട്ടോ. അപ്പോൾ സർഫസിലുള്ള ഇക്വേഷൻ ഇതാ. സർഫസിലുള്ള ഇക്വേഷൻ gm/r² ആണ് നമുക്കറിയാം. ഇനി ഹൈറ്റിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ആറിന് പകരം എന്താവും, r+h. ടോട്ടൽ ഡിസ്റ്റൻസ് r+h എന്ന് എഴുതാം. അപ്പോൾ ഇത് എഴുതാം, ഒരു പണിയില്ല, ഏത് കുട്ടിക്ക് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഹൈറ്റുള്ളതിനെ GH എന്നോ G' എന്ത് വേണമെങ്കിലും പേര് വിളിച്ചോ. 2/1 ചെയ്യാം. 2/1 ചെയ്യുമ്പോൾ GM വെട്ടിപ്പോവും. ഇയാൾ താഴ്ത്താവും, ഇയാൾ മുകളിലാവും. അപ്പോൾ അതാണ് GH/G=r²/r+h. ഇനി ഈ ജീനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് അതിൻ്റെ തങ്കപ്പെട്ട എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ആണ്, gr²/r+h². ഇത് ഓൾവേസ് ട്രൂ ആണ്, എപ്പോഴും ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് ചെറിയ ചെറിയ ഹൈറ്റുകൾ, വളരെ വളരെ ചെറിയ ഹൈറ്റുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെറിയ വാല്യൂ ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ആറിനെ പുറത്തോട്ട് എടുക്കുക. ആറിനെ പുറത്തോട്ട് എടുത്താൽ പുറത്തോട്ട് വരുമ്പോൾ സ്ക്വയർ ഉള്ളതുകൊണ്ട് r² ആയിരിക്കും പുറത്തോട്ട് വരിക. r² പുറത്തോട്ട് വന്നു. അപ്പോൾ ഇവിടുന്ന് 6 വന്നുകൊണ്ട് തന്നെ ഇവിടെ 1 വന്നു. 1+ ഇവിടെ 6 ഇല്ലാത്തതുകൊണ്ട് താഴെ 6 നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റും, താഴെ 6 കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ r² വിട്ടിപ്പോൾ ഈ ടേം മുകളിലോട്ട് പോകുന്നു. അപ്പോൾ -2 ആവും. അപ്പോൾ -2. ഇനി എന്താണ്, യൂസിങ് ബൈനോമിയൽ എക്സ്പാൻഷൻ നിങ്ങൾ എന്ത് ചെയ്യും, ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ഈ -2നെ ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താവും, g × 1 - 2h/r. മക്കളെ ഇത് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുമല്ല, സ്പെഷ്യൽ കേസ് ആണെന്ന് ആലോചിച്ച് വെക്കുക. ഇത് എപ്പോഴും ഉപയോഗിക്കുക കേട്ടോ. സോ ഇതുപോലത്തെ ന്യൂമറിക്കൽസ് വാല്യൂ ഈ വാല്യൂ തരുന്ന കേസ് നിങ്ങൾ 800 6400 കമ്പയർ ചെയ്ത് നോക്ക്. ഹൈറ്റ് വെരി വെരി ലെസ് ദാൻ 6 അല്ല, ഹൈറ്റ് ഭയങ്കര കുറവല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. മറ്റേത് ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ടോ, ഒരു കുഴപ്പമില്ല. ഇത് ഉപയോഗിച്ചാലും 100% ഓക്കെ ആണ്. ഇതാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത്. ഇത് ഉപയോഗിച്ചാൽ കുറച്ചുകൂടി എളുപ്പമാവും. അപ്പോൾ നിങ്ങൾ വേഗം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ നേരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എപ്പോഴും റേഡിയസ് ഓഫ് ഇത് തരും കേട്ടോ. റേഡിയസ് ഓഫ് ക്വസ്റ്റ്യനിൽ തരാറുണ്ട്. ഇൻ കേസ് വേഴ്സ്റ്റ് കേസിൽ തന്നില്ല വെച്ച് നിങ്ങൾ പഠിച്ചു 6400 കിലോമീറ്റർ. ഇനി ഇതുപോലത്തെ 1/16 ആവുന്ന ഹൈറ്റ് കാണാനുള്ള ചോദ്യങ്ങളൊക്കെ വരും. 1/16 ആവുന്ന ഹൈറ്റ് കാണുന്ന കേസൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ആ ഹൈറ്റിൽ ആക്സിലറേഷൻ ഗ്രാവിറ്റി സർഫസിലുള്ളതിൻ്റെ 1/16 ആവുക. അപ്പോൾ g/16 ആണ് GHൻ്റെ വാല്യൂ. അത് നമ്മളുടെ ഒറിജിനൽ ഇക്വേഷൻ. ഇതിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ഇതെന്താണ്, ന്യൂമറിക്കൽസ്. ഇതേപോലത്തെ വളരെ ചെറിയ ഹൈറ്റ് നമുക്ക് ഉറപ്പാണെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത കേസിൽ നിങ്ങൾ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ GHൻ്റെ വാല്യൂ g/16 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ ഈ g ഉണ്ടാവും. g ക്യാൻസൽ ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ r+h² × 16r² വരും. രണ്ട് സൈഡ് സ്ക്വയർ റൂട്ട് എടുത്താൽ ഇവിടെ r+h വരും, ഇവിടെ 4r വരും. നമുക്ക് വേണ്ടി h ആണ്. 6 അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 3r വരും. വേണമെങ്കിൽ r-ന്റെ വാല്യൂ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, നിർബന്ധമില്ല. ദിസ് ഈസ് ഇനഫ്. റെഡി. ഇനി ഇതേപോലെ ഡെപ്തിന്റെ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മക്കളെ എർത്തിനെ സ്പിയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. എർത്തിനെ സ്പിയർ ആണ്. സ്പിയർ ആൻഡ് എർത്തിന്റെ വോളിയം 4/3πr³. എർത്തിനെ സ്പിയർ ആയി ട്രീറ്റ് ചെയ്താൽ എർത്തിന്റെ വോളിയം 4/3πr³. ഡെൻസിറ്റി ഇക്വേഷൻ മാസ് ബൈ വോളിയം, ഓർ അതിൽ നിന്ന് മാസ് എങ്ങനെ എഴുതാം, ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ. അപ്പോൾ മാസിനെ 4/3πr³ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് എർത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ എഴുതാം. സോ മാസ് ഓഫ് എർത്ത് നമ്മൾ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇത് ഇനി സർഫസിലെ ആസ് യൂഷ്വൽ നമ്മൾ ഇക്വേഷൻ എഴുതി, g=gm/r². ഇവിടെ ഈ എമ്മിന് പകരം നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുപിടിച്ച ഈ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഫൈനൽ ആൻസർ 4/3πρgr എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ പുതിയ നമ്പർ കൊടുക്കുക. ഇനി ഡെപ്തിലോട്ട് പോകുമ്പോൾ ഇതൊക്കെ സെയിം ആയിരിക്കും. ഇവിടുന്ന് ഉള്ളതിന് പകരം എന്തായിരിക്കും, r - d എന്നായിരിക്കും. കാരണം ഈ ഡിസ്റ്റൻസ് അല്ല, ദിസ് വിൽ ബി r - d. അത് മാത്രം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഇവിടുന്ന് ആകെ മാറ്റമുള്ളതാണ്. ഇനി ഈ 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ, gd/g ചെയ്യുക. അപ്പോൾ ആരൊക്കെ ക്യാൻസൽ ആയി പോകും, ഈ വാല്യൂസ് ഒക്കെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ r - d/r എന്ന് വരും. r - d/r എന്ന് വന്നു. ഇതിന്ന് 6 പുറത്തോട്ട് എടുക്കുക. 6 പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 ആയിരിക്കും, ഇവിടെ 1 ആവും. ഇവിടെ 6 ഇല്ലാത്തതുകൊണ്ട് വരും. താഴെയുള്ള 6 ക്യാൻസൽ ചെയ്താൽ ഈ ജീനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഫൈനൽ ആൻസർ ആയി g × 1 - d/r. ശരി. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡെപ്ത് കൂടുമ്പോൾ ആക്സിലറേഷൻ ഗ്രാവിറ്റി കുറയും. അതുകൊണ്ട് ഇതേപോലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരും. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ തലേന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് വരുന്നു. അപ്പോൾ സെന്റർ ഓഫ് എർത്തിൽ ആക്സിലറേഷൻ ഗ്രാവിറ്റി 0. എർത്തിന്റെ സെന്റർ ആകുമ്പോൾ നമ്മളുടെ ആക്സിലറേഷൻ ഗ്രാവിറ്റി 0 ആയിരിക്കും. ഇനി അടുത്തത് എർത്തിന്റെ സെന്ററിൽ പോയാൽ വെയിറ്റ് 100 കിലോഗ്രാമിന്റെ വെയിറ്റും മാസ് മാറാൻ പോകുന്നില്ല മക്കളെ. മാസ് ആക്സിലറേഷൻ ഗ്രാവിറ്റിനെ ഡിപ്പെൻഡിങ് ഇല്ല. മാസ് 100 കിലോഗ്രാം തന്നെ ഭൂമിയുടെ സെന്ററിൽ പോയാൽ. എന്നാൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ mg ആണ്. ജിന്റെ വാല്യൂ 0 ആണ്. 0 ന്യൂട്ടൺ ആയിരിക്കും വരും കേട്ടോ. അവിടെ വെയിറ്റ് 0 വെയിറ്റ്ലെസ് ആണ്. ആൻഡ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യാലിറ്റിയുടെ ഡെറിവേഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യാലിറ്റിയുടെ ഡെഫിനീഷൻ പഠിച്ചോ. തക്കെന്നാൽ നമ്മൾ തലേന്ന് രാത്രി ഡീറ്റെയിൽ പറഞ്ഞത് ഇൻ്റഗ്രേഷൻ ഡെഫിനീഷൻ ആണ്. 5 മാർക്ക് നിങ്ങളുടെ സീനിയേഴ്സിന് ഇമ്പ്രൂവ്മെന്റ് വന്നതാണ്, വരാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ബോഡിനെ വളരെ പതുക്കെ പി എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ വേണ്ട വർക്ക് ഡൺ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യാലിറ്റി. അതിന്റെ ഡെറിവേഷൻ ഒക്കെ ഉണ്ട്, കുറച്ച് ഇന്റഗ്രേറ്റ് ഒക്കെ ചെയ്യുന്ന സാധനമാണ്. അവസാന ആൻസർ മൈനസ് കിട്ടും. -gmm/r²
GM/R. അറ്റ്ലീസ്റ്റ് ഇതിന്റെ ഫൈനൽ വാല്യൂ എങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ -GMM/R ആണ് നിങ്ങൾ പഠിച്ചു വെക്കുക. -GMM/R ആണ് പഠിച്ചു വെക്കുക. ഇനി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അല്ല, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് ഓർ യൂണിറ്റ് മാസ് ആണ്. അപ്പൊ എന്താ ചെയ്യുക, ഇവിടെ GMM/R ഡിവൈഡ് ബൈ M കൊടുക്കുക. M ആൻസർ ചെയ്താൽ ഫൈനൽ ആൻസർ V -GMM/R. സോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിന്റെ കേസിലായാലും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കേസിലായാലും മൈനസ് അവിടെ ഉണ്ടാവും. ആൻഡ് അടുത്ത എസ്കേപ്പ് സ്പീഡ് എന്നതാണ്. എസ്കേപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നേരെ 11.2 എഴുതാൻ നിൽക്കരുത്. വാട്ട് ഈസ് ചോദിച്ചാൽ അതിന്റെ ഡെഫിനിഷൻ എഴുതണം. ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട മിനിമം സ്പീഡിനെ വിളിക്കുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി. അപ്പൊ അതിന്റെ ഡെറിവേഷൻ പല രീതി ചെയ്യാം. നമ്മൾ ഞാൻ മൾട്ടിപ്പിൾ രീതികൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. ഒന്നെങ്കിൽ വർക്ക് കൈനറ്റിക് എനർജി ഈസ് വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയ ഡെറിവേഷൻ ഉണ്ട്. ഏത് രീതിയിൽ എഴുതാം. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പ്രകാരമാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജി, ഇവിടുത്തെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇൻഫിനിറ്റി എത്തിക്കഴിഞ്ഞാലുള്ള കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മിന് ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റോ ഇത് ഗ്രാവിറ്റി. ഇന്റത് ഇതിൽ നെക്സ്റ്റ് ഒന്നുമില്ലല്ലോ. ഞാൻ അടുത്ത ഇത് സോളിഡ്സ് യൂണിറ്റ്സ് ഒക്കെ റെഡി. അപ്പോൾ മക്കളെ ഇൻഫിനിറ്റി എത്തിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി 0, കൈനറ്റിക് എനർജി 0 ആയിരിക്കും. അപ്പോൾ ഫൈനൽ എനർജി 0 ആയിരിക്കും കേട്ടോ. ആൻഡ് കൈനറ്റിക് എനർജി ½ mv², പൊട്ടൻഷ്യൽ എനർജി -GMM/R. എന്തുകൊണ്ടാണ് സ്മോൾ ആർ കൊടുക്കാത്ത? ഭൂമിയുടെ സർഫസ് എന്നല്ല പോയത്. അപ്പോൾ സ്മോൾ ആർ വരെ ക്യാപിറ്റൽ ആർ കൊടുക്കും. ഇത് മൈനസ് ആയിരിക്കും. ഈ ടേമിന് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ½ mv² GMM/R വരും. M വെട്ടിപ്പോയി. ഈ 2 അങ്ങോട്ട് പോട്ടെ. അപ്പോൾ 2 അങ്ങോട്ട് പോയാൽ v² 2GM ആവും. റൂട്ട് എടുത്താൽ √2 GM/R എന്ന് വരും. ഇനി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. G GM/R² നമുക്കറിയാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് GM-ന് പകരം GR², ഈ GM-ന് പകരം GR² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ V √2 GR എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ഇനി ഇതിന്റെ അപ്രോക്സിമേറ്റ് ന്യൂമറിക്കൽ വാല്യൂ ഓഫ് എർത്തിന്റെ കേസിൽ ഇത് 11.2 km/s ആണ്. m/s അല്ല, തെറ്റിക്കരുത്. മൂണിന്റെ കേസിലാണെങ്കിൽ 2.3 m/s ആണ്. 2.3 km/s ആണ്. എന്തുകൊണ്ടാണ്? എവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ എളുപ്പം? എർത്തുനിന്നാണോ മൂന്നാണോ? മൂന്നായിരിക്കും. കാരണം എസ്കേപ്പ് വെലോസിറ്റി കുറവാണ്. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി കുറവുള്ള പ്ലാനറ്റിന് എളുപ്പത്തിൽ നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ഇനി വളരെ സിമ്പിൾ ആണ്. എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദ ഒബ്ജക്ട്. അപ്പോൾ 5 കിലോനെയും 100 കിലോനെയും എസ്കേപ്പ് ആക്കണമെങ്കിൽ സെയിം എസ്കേപ്പ് വെലോസിറ്റിയാണ്. ആനയും ഉറുമ്പിനെയും എസ്കേപ്പ് ആക്കണമെങ്കിൽ സെയിം എസ്കേപ്പ് വെലോസിറ്റി. കാരണം എന്താ? രണ്ടിന്റെയും മാസ് എന്ത് ചെയ്യുന്നില്ല? എസ്കേപ്പ് വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇനി എന്തുകൊണ്ട് മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ല? സിമ്പിൾ. എസ്കേപ്പ് വെലോസിറ്റി ഈസ് ലെസ് ദാൻ VRMS ഇൻ ദ കേസ് ഓഫ് മൂൺ. അതായത് അവിടെയുള്ള ഗ്യാസ് മോളിക്യൂൾസിന് ഉണ്ടാകുന്ന ആവറേജ് വെലോസിറ്റി, അതായത് VRMS എന്ന് പറഞ്ഞ സാധനം എന്താണ്? എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ കൂടുതലാണ്. ബേസിക്കലി അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസിന് എന്ത് ചെയ്യാൻ? എസ്കേപ്പ് ചെയ്യാൻ പറ്റും. മൂന്ന് തിരിച്ചു വലിക്കാൻ പറ്റുമോ? ഇല്ല. എർത്തിന്റെ കേസിൽ വരെ തിരിച്ചു വലിക്കുന്നുണ്ട്. അതുകൊണ്ട് എർത്തിന് സർഫസ് ഉണ്ടാവും, മൂന്ന് സർഫസ് ഇല്ല. സിമ്പിൾ. അടുത്ത ഓർബിറ്റൽ സ്പീഡ് എന്താണെന്നുള്ളത്. ഓർബിറ്റൽ സ്പീഡ് ഓഫ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാറ്റലൈറ്റ് ഓർബിറ്റിൽ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് അയാൾക്ക് ഉണ്ടാകുന്ന വെലോസിറ്റി പേരാണ് ഓർബിറ്റൽ വെലോസിറ്റി. അതിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പറയാം, ഇവിടെ കറങ്ങാൻ ആവശ്യമായുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ് ആര് കൊടുക്കും? ഭൂമി വരും തമ്മിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊടുക്കും. സോ നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സ് is provided by gravitational force between earth and satellite. ഈ സ്റ്റേറ്റ്മെന്റ് എഴുതണം. ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. ഇതിനൊരു മാർക്ക് ഉണ്ട്. സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ mv²/r എന്നാണ്. ഇവിടെ MVO ഓർബിറ്റൽ വെലോസിറ്റി MVO² ഡിവൈഡഡ് ബൈ റേഡിയസ്. എത്ര? റേഡിയസ് r+h ഹോൾ സ്ക്വയർ ഉണ്ടാവില്ലല്ലോ. mv²/r എന്നല്ലേ. അപ്പോൾ ഇവിടുത്തെ റേഡിയസ് r+h ആണ്. ഈസിക്കൽ GMM/r+h ഹോൾ സ്ക്വയർ. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡ് റൂട്ട് എടുത്താൽ √GMM/r+h ആണ്. ഇത് എപ്പോഴും ഉപയോഗിക്കട്ടോ മക്കൾ. ഇത് എപ്പോഴും ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ്. ഇതാണ് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റിയ ഓർബിറ്റൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ. ഇനി ഇതിന്റെ സ്പെഷ്യൽ കേസ് ഉണ്ട്. ക്ലോസ് സാറ്റലൈറ്റ്, വളരെ അടുത്തുള്ള സാറ്റലൈറ്റ്, ക്ലോസ് ആയുള്ള സാറ്റലൈറ്റ്സിന്റെ കേസിൽ എച്ചിന്റെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓർബിറ്റൽ വെലോസിറ്റി √GM/r എന്ന് എഴുതാം. ഇനി GM GR² എന്ന സാധനം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ r വെട്ടിപ്പോയി കഴിഞ്ഞാൽ ഓർബിറ്റൽ വെലോസിറ്റിയിൽ √GR എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. സോ ഇത് രണ്ട് ഇതിന്റെ സ്പെഷ്യൽ കേസ് ആണ്. ഇതാണ് ഇതിന്റെ 100% ഇക്വേഷൻ. ഇത് നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നുണ്ട്, പല സ്ഥലങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഓർബിറ്റൽ വെലോസിറ്റി എസ്കേപ്പ് സ്പീഡ് നമ്മളെ റിലേഷൻഷിപ്പ്. ഓർബിറ്റൽ സ്പീഡ് എസ്കേപ്പ് സ്പീഡ് നമ്മളെ റിലേഷൻഷിപ്പ് എന്താണെന്ന് വെച്ചാൽ മക്കളെ പഠിച്ചോ. എസ്കേപ്പ് വെലോസിറ്റി √2GR ആണ്. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ √2 എന്ന് എഴുതാം. √GR മീൻ ഓർബിറ്റൽ വെലോസിറ്റി. സോ എസ്കേപ്പ് വെലോസിറ്റി √2 ടൈംസ് ഓർബിറ്റൽ വെലോസിറ്റി. √2 ഒന്നായിട്ടല്ല കേട്ടോ, √2 ടൈംസ് ഓർബിറ്റൽ വെലോസിറ്റി. സെറ്റ് അല്ലേ? ഓർബിറ്റൽ വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റി ബൈ √2. അതും പഠിച്ചോ. ശരി. അതിന് അടുത്ത് ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ്. ടൈം പീരീഡ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തവണ കറങ്ങി വരാൻ ആവശ്യമായ ടൈം ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഒരു തവണ കറങ്ങി വരാൻ വേണ്ട ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ്, ഇതിന്റെ ചുറ്റളവാണ്. ബൈ ഓർബിറ്റൽ സ്പീഡ്, ഇത് കറങ്ങാൻ ആവശ്യമായ സ്പീഡ് അല്ലെ. ഓർബിറ്റൽ വെലോസിറ്റി VO ആണ്. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അതാണ് അപ്പോൾ കാണാൻ വേണ്ടി സർക്കംഫറൻസ് എങ്ങനെ കാണാം?
2π into r plus h 2π into r plus h 2π into r plus h കണ്ടു ഡിവൈഡഡ് ബൈ ഓർബിറ്റൽ ലോസിന്റെ ഇക്വേഷൻ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടും. ഇത് എപ്പോഴും ഉപയോഗിക്കണം, ഇത് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ആണ്. ഇനി ഇയാളെ ഹൈറ്റിന്, ഈ ഹൈറ്റ് വളരെ ചെറിയ ഹൈറ്റ് ആണെങ്കിൽ ഈ ഹൈറ്റിനെ എടുത്ത് ഒഴിവാക്കിയാൽ നമുക്ക് ഇങ്ങനത്തെ 2 ഇക്വേഷൻ കൂടി എഴുതാം. നിങ്ങൾ ഓർത്ത് വെക്കുക. ടൈം പീരീഡ് ഒക്കെ പല വർഷങ്ങൾ വന്നിട്ടുണ്ട്. 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടോ ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ് ചോദിക്കുമ്പോൾ. സാറ്റലൈറ്റ് ഡിലീറ്റഡ് ഒന്നല്ല. ഇനി അതിന്റെ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. പ്രോബ്ലംസ് എടുത്ത എനർജി ഓഫ് സാറ്റലൈറ്റിന് കൈനറ്റിക് എനർജി ഉണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. പൊട്ടൻഷ്യൽ എനർജി ഹാഫ് എം വി സീറോ സ്ക്വയർ എന്ന് എടുക്കാം. ഓർബിറ്റൽ വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ ഇതാണ്, √gm/r+h ആണ് ഒറിജിനൽ ഇക്വേഷൻ. എടുക്കുക. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? റൂട്ട് പോകും. സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോകും. അപ്പോൾ ഈ ഇവിടെ വാല്യൂ എന്ത് ചെയ്യുക? നമ്മൾ ഇത് കൊടുക്കാം. റെഡി. അപ്പോൾ എന്താവും? കൈനറ്റിക് എനർജി ½ gmm/r+h എന്നാണ് ഇക്വേഷൻ കിട്ടും. കൈനറ്റിക് എനർജി കിട്ടി. ഇനി പൊട്ടൻഷ്യൽ എനർജി കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ ഹാഫിനെ മാറ്റാം. ഈ ഹാഫ് എഴുതണ്ട, ഇവിടെ ഒരു മൈനസ് ആഡ് ചെയ്യാം. അപ്പോൾ എന്താവും? -gmm/r+h ആയിരിക്കും. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ ഫൈനൽ ആൻസർ -half gmm/r+h. ബേസിക്കലി കൈനറ്റിക് എനർജിക്ക് ഒരു മൈനസ് വന്ന വാല്യൂ ആയിരിക്കും ടോട്ടൽ എനർജി. അതുകൊണ്ടാണ് എനർജി ഈസ് ഇത് നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജി. എനർജി ഓഫ് സാറ്റലൈറ്റ് ഈസ് എ നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജി ഓഫ് സാറ്റലൈറ്റ്. ഇനി എന്തുകൊണ്ടാണ് എനർജി ഓഫ് സാറ്റലൈറ്റ് നെഗറ്റീവ്? അതായത് ഇയാൾ എന്താണ്? ഇയാളുമായിട്ട് കെട്ടിയിട്ടല്ലേ, ഭൂമിയുമായി കെട്ടിയിട്ടതല്ലേ ഇയാൾ, അല്ലെ? അങ്ങനെയല്ല, ചുറ്റും കറങ്ങല്ല. അത് സൂചിപ്പിക്കുന്നതാണ് എന്ത്? എനർജി ഓഫ് സാറ്റലൈറ്റ് നെഗറ്റീവ് എന്ന് കേട്ടോ. സോ വൈ എനർജി ഓഫ് സാറ്റലൈറ്റ് ഈസ് നെഗറ്റീവ്? ഇറ്റ് ഷോ ദാറ്റ് സാറ്റലൈറ്റ് ഈസ് ബൗണ്ടഡ്, ഭൂമിയുമായി കെട്ടിയിട്ടതാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ആ നെഗറ്റീവ്. ഇനി എന്തുകൊണ്ട് എനർജി ഓഫ് സാറ്റലൈറ്റ് പോസിറ്റീവ് ആയാലും മൂപ്പർ എന്തായിപ്പും? എസ്കേപ്പ് ആയിപ്പും. നെഗറ്റീവ് ആയാലേ മൂപ്പർ ഭൂമിക്ക് ചുറ്റും കറങ്ങുള്ളൂ, പോസിറ്റീവ് ആയാലും മൂപ്പർ എന്തായിപ്പും? എസ്കേപ്പ് ആയിപ്പും. ഇനി കെപ്ലറിന്റെ ലോ ഓഫ് ഓർബിറ്റ്, കെപ്ലറുടെ ലോ പറയുന്നത്, ഒന്നാമത്തെ ലോ പറയുന്നത് എന്താണ്? ഇയാളെന്താണ്? ഭൂമിക്ക് ചുറ്റും ഏത് ഓർബിറ്റിലാ? സർക്കുലർ ഓർബിറ്റാ? അല്ല, എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് ആര് കറങ്ങുന്നത്? പ്ലാനറ്റ്സ് കറങ്ങുന്നത് കേട്ടോ. പ്ലാനറ്റ്സ് കറങ്ങുന്നത് വിത്ത് സൺ ഇറ്റ്സ് വൺ ഓഫ് ഇറ്റ്സ് ഫോക്കൈ. രണ്ട് ഫോക്കസ് ഉണ്ടാവും. അപ്പോൾ ആ ഫോക്കസിൽ ഏതെങ്കിലും ഒന്നിൽ സൺ ഉണ്ടാവും. അതിന് ചുറ്റും ഇങ്ങനെയാണ് ഭൂമിയൊക്കെ കറങ്ങുന്നത്. സോ പ്ലാനറ്റ് റിവോൾവ് അറൗണ്ട് സൺ ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ഇതാണ് ലോ ഓഫ് ഓർബിറ്റ്. ഫസ്റ്റ് ലോ എന്ന് പറയാറില്ല, ലോ ഓഫ് ഓർബിറ്റ് ആണ്. ആ പേരാട്ടോ പഠിക്കേണ്ടത്, ലോ ഓഫ് ഓർബിറ്റ്. അടുത്ത കേസ് കെപ്ലർസ് ലോ ഓഫ് ഏരിയ. കെപ്ലർ ലോ പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ ചിത്രം നോക്കുക, വളരെ ക്വിക്കായിട്ട് നോക്കുക. നമ്മൾ ഇന്ന് പറയാമെന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഈ കേസിൽ എന്ന് പറഞ്ഞാൽ മക്കളെ നോക്കുക, ഒരു പ്ലാനറ്റ് ഇവിടുന്ന് കറങ്ങി ഇവിടെ എത്തി. അതിനെടുത്ത ദിവസം 10 ദിവസം എടുത്തു. 10 ദിവസം എടുത്തു വിചാരിക്കും. അപ്പോൾ സണ്ണ് ഇവിടെ ഉണ്ട്. ഓക്കെ, സണ്ണ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടേക്ക് ലൈൻസ് വരച്ചു അല്ലേ, ഈ 2 പോയിന്റ്സിലേക്ക് ലൈൻ വരച്ചു. അപ്പോൾ അവിടെ ഒരു ഏരിയ കവർ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബേസിക്കലി ഈ പ്ലാനറ്റ് ഇവിടെ കറങ്ങി ഇവിടെ എത്താൻ വേണ്ടി ഇവിടെ എന്തിട്ടുണ്ട്? ഒരു ടൈം എടുത്തിട്ടുണ്ട്, 10 ദിവസം. ആ സമയം കൊണ്ട് ഇവിടെ ഒരു ഏരിയ സ്വീപ്പ് ആയിട്ടുണ്ട് അല്ലേ. ഇനി അതേ പ്ലാനറ്റ് കറങ്ങി ഇതാ ഇവിടെ എത്തി. അതേ പ്ലാനറ്റ് കറങ്ങി എന്ത് ചെയ്തു? ഇവിടെ എത്തി. മൂപ്പര് ഇവിടെ നിന്ന് ഇവിടെ എത്തി. അപ്പോൾ അന്നേരം മൂപ്പര് എന്ത് ചെയ്യുക? സണ്ണിലോട്ട് നമുക്ക് ഡോട്ടഡ് ലൈൻ വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഒരു ഏരിയ ഉണ്ട് അല്ലേ, ഇവിടെ എടുത്ത ദിവസം 10 ദിവസമാണ്. ഇവിടെ എടുത്ത ദിവസവും 10 ദിവസമാണെങ്കിൽ ഈ ഏരിയ A1ഉം ഈ ഏരിയ A2 ആണെങ്കിൽ A1 വിൽ ബി ഈക്വൽ ടു A2. ബേസിക്കലി ലൈൻ ജോയിൻസ് എനി പ്ലാനറ്റ് സൺ സ്വീപ്സ് ഈക്വൽ ഏരിയ. ഈ ഏരിയാസ് ഈക്വൽ ആയിരിക്കും എപ്പോൾ? ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ഈ ഏരിയ ഈക്വൽ ആയിരിക്കും ഈ ഏരിയക്ക് എപ്പോൾ? ഇവിടുന്ന് ഇവിടെ എത്താനുള്ള ടൈമും ഈക്വൽ ആണെങ്കിൽ ഈ ഏരിയാസ് ഈക്വൽ ആയിരിക്കും. അതാണ് സംഭവം അല്ലെ. വേണമെങ്കിൽ ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയാം. ആംഗുലർ മൊമെന്റം, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം അതുകൂടി ഓർത്ത് വെച്ചോ. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം നടക്കുന്നുണ്ട്, ഒന്ന് ഓർത്ത് വെച്ചോ. ചോദ്യങ്ങൾ ചിലപ്പം വരും, നല്ലൊരു ടഫ് ക്വസ്റ്റ്യൻ. അടുത്ത ലോ ഓഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ്. ഒരു തവണ കറങ്ങാൻ വേണ്ട ടൈമിന്റെ സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സെമി മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ A ആണ്. നിങ്ങൾ കോണിക് സെക്ഷൻ മാത്സ് പഠിക്കുന്നുണ്ട്, ജസ്റ്റ് പഠിച്ചോ. ടൈം പീരീഡിന്റെ സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A³ ആണ് കേട്ടോ. ഇതിന്റെ പ്രോബ്ലം ഒക്കെ വളരെ റയർ ആയിട്ടേ വരാറുള്ളൂ. അതൊക്കെ മുൻപ് ഇംപ്രൂവ്മെന്റ് എക്സാമിന് മാത്രമാണ് വന്നത് കേട്ടോ. സോ അതും നമ്മൾ കഴിഞ്ഞു. അടുത്ത ഏതാണ് മക്കളെ വേണ്ടേ? തെർമോപ്പട്ടിയാ വേണ്ട, ഞാൻ എന്ത് യൂണിറ്റ്സ് വളരെ ക്വിക്കായിട്ട് വരാം. മക്കളെ ഇത് പഠിക്കണേ. ഇതേപോലെ ഈ ടേബിൾ പഠിക്കണം. FPS, CGS, MKS ഫുൾ എല്ലാവർക്കും അറിയില്ല. ഗ്രീൻ ടിക്കറ്റ് അറിയുന്ന ആൾക്കാർ വേഗം ഗ്രീൻ ടിക്കറ്റ്. FPS, CGS, MKS ഒക്കെ അറിയുന്ന, തെറ്റിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു ഗ്രീൻ ടിക്കറ്റ്. എടാ മക്കളെ, ഇതൊക്കെ തെറ്റിച്ചാൽ പോയിട്ടോ പണി പാടി. ആൻഡ് ഈ ടേബിളൊക്കെ ഫില്ല് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞാൻ പറയുന്നു പണി നിർത്തിക്കോ. വേടാ +1 ഫിസിക്സിൽ ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സാധനം ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ എന്തായാലും പഠിച്ചോ. തെറ്റിപ്പോയത് കാൻഡലന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ലൂമിനസിന്റെ ഇത് കാൻഡല എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസിന് യൂണിറ്റ്സ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല. റെഡി. ഇനി പ്ലെയിൻ ആംഗിളിലെ SI യൂണിറ്റ് റേഡിയൻ, സോളിഡ് ആംഗിളിലെ SI യൂണിറ്റ് സ്റ്റെറേഡിയൻ. പേരുകളൊക്കെ അറിയാലോ. ഇനി ഇതേപോലെ ഒരു ഇക്വേഷൻ അവർ തരും, പൊട്ടൻഷ്യൽ എനർജിയോ കൈനറ്റിക് എനർജിയോ എന്തെങ്കിലുമൊക്കെ തരും. ചിലപ്പോൾ കൈനറ്റിക് എനർജി ½ mv² ഒക്കെ ആയിരിക്കും. നേരെ ഡയമെൻഷൻ കാണാനൊക്കെ അറിയാലോ.
ബേസിക് ഡയമെൻഷൻസ് മാസ് കൊടുത്തു, ജീൻ്റെ LT⁻⁻1. അപ്പോൾ കുറച്ച് ബേസിക് ആയി പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ ഒരു ഡയമെൻഷൻസ് ഒക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. സിംപ്ലി സോൾവ് ചെയ്ത് ആൻസർ ചെയ്യുക, ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ഒന്ന് പ്ലെയിൻ ആംഗിൾ ആണ്, ഒന്ന് സോളിഡ് ആംഗിൾ ആണ്, ഒന്ന് സ്ട്രെയിൻ ആണ്, ഒന്ന് റിലേറ്റീവ്. ഇവർക്കൊന്നും ഡയമെൻഷൻ ഇല്ല. മറ്റൊന്നാണ് സെയിം ഡയമെൻഷനുള്ള രണ്ട് ക്വാണ്ടിറ്റീസ്, ഒന്ന് വർക്ക്, ഒന്ന് എനർജി. വർക്ക് എനർജിയും സെയിം ഡയമെൻഷനുള്ളവരാണ്. പ്ലെയിൻ ആംഗിൾ സോളിഡ് ആംഗിളും ഡയമെൻഷനോ രണ്ടുപേർക്കില്ല, സോ സെയിം ഡയമെൻഷനാണ്. പ്രഷറിനും സ്ട്രെസ്സിനൊക്കെ ഡയമെൻഷൻ സെയിം ആണ്, ഒന്ന് ഓർത്ത് വെക്കുക. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കുക. LHS ഈക്വൽ ടു RHS എന്നല്ല, ഡയമെൻഷൻ ഓഫ് LHS ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS എന്ന് എഴുതാൻ പഠിക്കുക കേട്ടോ. അത് സ്റ്റേറ്റ്മെന്റ് പഠിക്കുക, അതൊക്കെ എല്ലാവരും പഠിച്ച സാധനം. സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതാൻ പഠിക്കുക അല്ലേ. അപ്പോൾ ഈ ചോദ്യം വരാറുണ്ട്, വെലോസിറ്റി കനോട്ട് ബി ആഡഡ് ടു ടെമ്പറേച്ചർ. എന്തുകൊണ്ടാണ്? വെലോസിറ്റിന്റെ ഡയമെൻഷൻ അല്ല ടെമ്പറേച്ചറിന്. സോ രണ്ട് ഡയമെൻഷൻസ് കൂട്ടാനും, രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി എനെയും ബിനെയും കൂട്ടാനോ കുറയ്ക്കാനുള്ള കണ്ടീഷൻ എന്താ? എന്റെ ഡയമെൻഷനും ബിന്റെ ഡയമെൻഷനും ഈക്വൽ ആയിരിക്കും. അങ്ങനെയും പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി വരാം. ഇതും പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആട്ടോ. റെഡി. ഇനി ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, x ഈക്വൽ ടു A-BT/CT എന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ടേംസ്, x ഒരു ടേം ആണ്, A ഒരു ടേം ആണ്, BT ഒരു ടേം ആണ്, C/T ഒരു ടേം ആണ്. ഇവരെല്ലാവർക്കും സെയിം ഡയമെൻഷനാണ്. അപ്പോൾ എക്സിന്റെ ഡയമെൻഷനും എന്റെ ഡയമെൻഷനും BT ഡയമെൻഷനും C/Tന്റെ ഡയമെൻഷൻ ഈക്വൽ ആണ് എഴുതുക. ഇങ്ങനെ എഴുതരുത്, ദിസ് ഈസ് റോങ്. ഡയമെൻഷൻ ആണ് പെട്ടിയിടണം കേട്ടോ. ഡയമെൻഷൻ ആണ് പെട്ടിയിട്ടാലാണ് അടിപൊളി. ടേംസ് ആണ് പ്ലസും മൈനസും ഈക്വൽ സെപ്പറേറ്റ് ചെയ്യുന്ന ടേംസ്. അപ്പോൾ ഇതുപോലത്തെ പ്രോബ്ലംസ് വരും. ഒരു ഇക്വേഷൻ അവർ തരും, ചിലപ്പോൾ S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT² വെരിഫൈ ചെയ്യാനായിരിക്കും. ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇതേപോലെ നിങ്ങളോട് വെരിഫൈ ചെയ്യാൻ ചോദിക്കും. ഏതെങ്കിലും ഇക്വേഷൻ നിങ്ങളോട് ഇതുപോലെ വെരിഫൈ ചെയ്യാൻ നോക്കും. അപ്പോൾ വെരിഫൈ ചെയ്യേണ്ടത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സിമ്പിളായിട്ട് ആ ഇക്വേഷൻ എഴുതുക, അതിൻ്റെ LHSന്റെ ഡയമെൻഷൻ കാണാം. LHSന്റെ ഡയമെൻഷൻ ഫോഴ്സ് ആണ് ഇവിടെ. അപ്പോൾ ഫോഴ്സിന്റെ ഡയമെൻഷൻ കണ്ടു. ഇനി RHSന്റെ ഡയമെൻഷൻ എന്താ? അവിടെയുള്ള വാല്യൂ എന്താ നോക്കുക, mv²/r. അതിന്റെ ഡയമെൻഷൻ കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവസാനം അതും ഇതും ഇയാളുടെ ഡയമെൻഷനും സെയിം ആണ് നിങ്ങൾ എഴുതിയ പ്രൂവ് ചെയ്യുക. ആണോ നിങ്ങൾ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ആണെങ്കിൽ നിങ്ങൾ കറക്റ്റാണ് എഴുതണം. അത് മറന്നു പോയി. ഇപ്പോൾ ആൾക്കാർ അത് മറന്നു പോകാറുണ്ട്. കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് എഴുതണം. റെഡി. ഈ സാധനങ്ങളൊക്കെ റൂട്ടുള്ള സാധനങ്ങൾ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്തൊരു പ്രോബ്ലം ചെയ്താൽ മതി കേട്ടോ. റൂട്ടുള്ളവരാണെങ്കിൽ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്തോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഇയാളുടെ ഡയമെൻഷൻ, ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ T⁻⁻1. 2π ഡയമെൻഷൻ എന്താ? ഡയമെൻഷൻ ഇല്ല. റൂട്ടിന് അതേപോലെ ഇട്ട് ജീൻ്റെത് LT⁻2 ഡിവൈഡഡ് ബൈ L വിട്ടിപ്പോയി T⁻2. അപ്പോൾ T⁻1 അല്ലേ? രണ്ട് സെയിം ഡയമെൻഷൻ അല്ലേ? അപ്പോൾ അത് ട്രൂ ആണ് അല്ലേ? അതൊക്കെ നമ്മൾ രാത്രി ചെയ്ത പ്രോബ്ലം. ഇനി ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരും. ഇതിൽ നിന്ന് എൻ്റെയും ബിൻ്റെയും ഡയമെൻഷൻസ് കാണാൻ ചോദിക്കും. എൻ്റെയും ബിൻ്റെ ഡയമെൻഷൻ കാണാൻ ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞ എഫിൻ്റെ ഡയമെൻഷനും എന്റെ ഡയമെൻഷനും T/AB ഡയമെൻഷനും ഈക്വൽ ആണ്. നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അല്ലേ? എഴുതാലോ. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്റെ ഡയമെൻഷൻ എഫിന് ഈക്വൽ ആണ്. എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. അപ്പോൾ എന്റെ ഡയമെൻഷൻ MLT⁻². ഇനി ബിൻ്റെ ഡയമെൻഷൻ എങ്ങനെ കാണാം? T/Bൻ്റെ ഡയമെൻഷൻ എഫിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എഫിൻ്റെ ഡയമെൻഷൻ T/B. ഇനി ബീനെ അങ്ങോട്ട് കൊണ്ടുപോവാം, എഫിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ B = T/F എന്ന് പറഞ്ഞിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സോ ആദ്യം നിങ്ങൾ ഇത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഇത് പ്രകാരം ഇത് എഴുതി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. സെറ്റാർ വേഗം ഗ്രീൻ ടിക്കറ്റ് കിട്ടെ. സാർ ഇതിന് ഭയങ്കര സ്പീഡാണല്ലോ. എന്താണ് ലൈവിന്റെ പേര്? ലൈവിന്റെ പേരെന്താ? വാക്കിംഗ് ലൈവ് എന്നാ, ക്രോളിംഗ് ലൈവ് എന്നാ, ജോഗിങ് ലൈവ് എന്നാ? എടാ റോക്കറ്റ് ലൈവ് എന്ന് പറഞ്ഞാൽ റോക്കറ്റ് ഇങ്ങനെ പോവാ, അതേപോലെ പോവും. പിന്നെ എടാ 4-5 മാസം സ്കൂളിൽ പഠിപ്പിച്ച സാധനം എക്സാമിന്റെ ഏറ്റവും രാവിലെ വന്നിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് മൊത്തം റിവൈസ് ചെയ്യണമെങ്കിൽ ഈ സ്പീഡ് വേണോ? അത്രയും പഠിക്കാണ്ട് പോകാൻ നീ മനസ്സിലാക്കി. ഒരുത്തം ഇവിടെ വന്ന് ഭയങ്കര നെഗറ്റീവ് പറയാം, ഒരു രക്ഷയില്ല. നോൺ സീറോ ആണെങ്കിൽ ഓൾവേസ് സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ 1 2 3 എന്ത് നമ്പർ ആണെങ്കിലും, സീറോ അല്ലാത്ത എല്ലാ നമ്പറും സിഗ്നിഫിക്കൻ്റ് ആണ്. സീറോ ആണെങ്കിൽ ലീഡിങ് സീറോസ് ഒരിക്കലും സിഗ്നിഫിക്കൻ്റ് അല്ല. ഫോർ എക്സാമ്പിൾ 0.00 ഇത് പല കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് ചിലർക്ക് ചോദിക്കും, സാർ ഇത് പോയിന്റിന് ശേഷം ഒന്നും മൈൻഡ് ചെയ്യണ്ട, ഫസ്റ്റ് നോൺ സീറോ ഏതാ 7, അത് സിഗ്നിഫിക്കൻ്റ്. അതിന് മുമ്പുള്ള എല്ലാവരും നോൺ സിഗ്നിഫിക്കൻ്റ് ആട്ടോ. മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ലീഡിങ് സീറോസ് ആർ നെവർ സിഗ്നിഫിക്കൻ്റ്. ട്രാപ്ഡ് സീറോ, ഇതിൻ്റെ ഇടയിൽ ട്രാപ്പ് ചെയ്ത സീറോസ് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഇനി എൻഡിങ് സീറോ ബിഫോർ ഡെസിമൽ, കുത്തിന് മുമ്പാണെങ്കിൽ സിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് അല്ല. കുത്തിന് മുമ്പാണെങ്കിൽ സിഗ്നിഫിക്കൻ്റ് അല്ല, കുത്തിന് ശേഷമാണെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആണ്. പവർ ഓഫ് 10 ഒരിക്കലും സിഗ്നിഫിക്കൻ്റ് അല്ല. ഇവിടെ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാം. ഇതെല്ലാം സിഗ്നിഫിക്കൻ്റ്, ഒന്നും നോക്കാനില്ല. ഇവിടെ ഈ 1 സിഗ്നിഫിക്കൻ്റ്, ഇവർ എൻഡിങ് സീറോ ബിഫോർ ഡെസിമൽ ആണ്, സിഗ്നിഫിക്കൻ്റ് അല്ല. ഇവിടുത്തെ നിങ്ങൾ നോക്കുക, ഈ 1 സിഗ്നിഫിക്കൻ്റ് ആണ്, ഈ 0 ലീഡിങ് സീറോ ആണ്, സിഗ്നിഫിക്കൻ്റ് അല്ല. ഇത് എൻഡിങ് സീറോ ആണ്, ആഫ്റ്റർ ഡെസിമൽ ആണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. ഇവിടെ ഈ 1 സിഗ്നിഫിക്കൻ്റ് ആണ്, 0 0 0 ഒക്കെ. അപ്പോൾ അത് സംശയം തോന്നൂല്ലേ? നോക്കിക്കോ, ഇതൊക്കെ എൻഡിങ് സീറോസ് അല്ലേ? എൻഡ് ചെയ്യുന്ന സീറോസ് അല്ലേ? അവർ ഡോട്ടിന് ശേഷമല്ല. അപ്പോൾ അതൊക്കെ സിഗ്നിഫിക്കൻ്റ് ആട്ടോ. റെഡി. ഇനി ഇതാ 4 സിഗ്നിഫിക്കൻ്റ്, ഈ 10ന്റെ പവർ സിഗ്നിഫിക്കൻ്റ് അല്ല കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇനി 10.0 കൺഫ്യൂഷനാ. അപ്പോൾ 1 സിഗ്നിഫിക്കൻ്റ് ആണ്. വേനെടുക്കാം. റെഡി. നോക്കിയാൽ 1 സിഗ്നിഫിക്കൻ്റ് ആണ്. റെഡി.
ഒന്ന് സിഗ്നിഫിക്കൻ്റ് ആണ്, ഈ 0 സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ പറയും ഇത് സിഗ്നിഫിക്കൻ്റ് അല്ല. തെറ്റാണ്. രണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ഇടയിൽ ട്രാപ്പ് ചെയ്ത 0 സിഗ്നിഫിക്കൻ്റ് ആണ്. ബേസിക്കലി ഇയാൾ സിഗ്നിഫിക്കൻ്റ് ആട്ടോ. ട്രാപ്ഡ് സീറോസ് ആർ സിഗ്നിഫിക്കൻ്റ്. അത് ഓർക്കുക കേട്ടോ. റെഡി, സെറ്റ്. അപ്പോൾ അടുത്ത് കഴിഞ്ഞാൽ ഏതാ? അടുത്ത് കഴിഞ്ഞാൽ ഏതാ? എടാ അദ്ദേഹത്തോടെ പോയടാ. ഒരു മിനിറ്റ്. എടാ സോളിഡ്സ് ഫയൽ ചെയ്തടാ. ഒരു മിനിറ്റ് മക്കളെ, ഒറ്റ മിനിറ്റ്. സോളിഡ്സ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളിഡ്സ് ആണ് കേട്ടോ. സോളിഡ്സ് കുഞ്ഞു പടം പെട്ടെന്ന് തീരും. ചടപടയെ നമുക്ക് തീർക്കാം. സോളിഡ്സ് എവിടെയാടാ ഫയല്? സോളിഡ്സ് ഇപ്പെടുത്തില്ല. എൻ്റെ ഫയൽ ഇട്ടില്ല. എന്നാലും അവനോട് ഇതെടുക്കാൻ പറയും, തെർമൽ എടുക്കാൻ പറയും. ആഷിഖിനെ ഞാൻ എൻ്റെ ഫയൽ എടുക്കാം. ആഷിഖിനോടി ഒറ്റ മിനിറ്റ് മക്കളെ. അടുത്ത തെർമൽ പ്രോപ്പർട്ടി വേണ്ടേ? തെർമൽ പ്രോപ്പർട്ടി ഓഫ് സോളിഡ്സ്. നിങ്ങൾ പറ തെർമൽ പ്രോപ്പർട്ടി ഓഫ് സോളിഡ്സ്. കമോൺ. തെർമൽ എടുത്തു. എൻ്റെ WP സോളിഡ്സ് കാണില്ല. ഓക്കെ, തെർമോ വേണം. ഓക്കെ, യെസ്. ഒന്ന് രണ്ടും ഒരുമിച്ച് എടുക്കാം. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സെറ്റ് സ്കെയിൽ പറ. എടാ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. സ്വാമി പിടിച്ചോ. എടാ പെട്ടെന്ന് പരിപാടി തീർക്കണ്ട സർ. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. എടാ ഞാൻ സ്പീഡ് കുറച്ചൊന്ന് പറയാട്ടോ, ഈ വേറെ ഒന്നും കൊണ്ടല്ല. എടാ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ചോദ്യം നോക്കാം. ടെമ്പറേച്ചർ ഓഫ് എ നോർമൽ ഹ്യൂമൻ ബോഡി, ടെമ്പറേച്ചർ ഓഫ് എ നോർമൽ ഹ്യൂമൻ ബോഡി yes is 98.6 degree Fahrenheit. What is the corresponding temperature shown in the Celsius scale? സാറേ 3 രീതിയിലുള്ള ടെമ്പറേച്ചർ ആണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ഡിഗ്രി സെൽഷ്യസ്, ഒന്ന് ഡിഗ്രി ഫാരൻഹീറ്റ്, ഒന്ന് കെൽവിൻ. സർ SI യൂണിറ്റ് ഏതാ സാറേ? കെൽവിൻ ആണ്. ബാക്കിയുള്ള യൂണിറ്റുകൾ SI അല്ല, ബാക്കിയുള്ള യൂണിറ്റ് ആണ് സർ. എന്നാൽ ഞങ്ങൾക്ക് ഇതേപോലെ ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി ഫാരൻഹീറ്റും ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ് തമ്മിലുള്ള റിലേഷൻ ആണ്. ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. സർ ഇത് മാത്രമല്ല മറ്റൊരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട് സാറേ. ടെമ്പറേച്ചർ ഓഫ് കെൽവിൻ കണ്ടെത്തണമെങ്കിൽ ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ് ആണോ, അതിനെ കൊണ്ട് എന്ത് പ്ലസ് ചെയ്താൽ മതി സാറേ? 273.15 പ്ലസ് ചെയ്താൽ മതി. സോ നമ്മോട് തന്നിരിക്കുന്നത് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് തന്നിരിക്കുന്നത് സർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതിയാ? ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി ഫാരൻഹീറ്റ് കണ്ടെത്തണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുക സർ? ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു 9/5 ഓഫ് ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32 ആണ് അങ്ങോട്ട് കൊണ്ടുപോയി. സോ 98.6 അല്ലേ? 98.6 മൈനസ് 32 ഈസ് ഈക്വൽ ടു 9/5 ഇൻറ്റു ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടുന്നറിയോ? 37 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. എടാ ചെയ്ത് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആട്ടോ സർ. അങ്ങനെ 98 ഡിഗ്രി ഫാരൻഹീറ്റ് ഇസ് ഈക്വൽ ഡാഷ് കെൽവിൻ എന്ന സാറേ ചോദിച്ചിരിക്കുന്നത്. എടാ ആക്ച്വലി ഡാഷ് കെൽവിൻ അല്ല, ആക്ച്വലി ഡാഷ് ഡിഗ്രി സെൽഷ്യസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 36.7. എടാ ഓക്കെ അല്ലേ സർ? അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കാം. ദ ട്രിപ്പിൾ പോയിന്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് -56.6 ഡിഗ്രി സെൽഷ്യസ്. എക്സ്പ്രസ് ദിസ് ടെമ്പറേച്ചർ ഇൻ ദ ഫാരൻഹീറ്റ് സ്കെയിൽ. സാറേ ഒന്ന് പറഞ്ഞ് എന്താ ചെയ്യേണ്ടത്? ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി ഫാരൻഹീറ്റ് കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 9/5 ഓഫ് ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. സർ അങ്ങനെയാണെങ്കിൽ ഡിഗ്രി സെൽഷ്യസിന്റെ വാല്യൂ നമുക്കറിയാം 9/5 ഇൻറ്റു -56.6 ആണ്, പ്ലസ് 32 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ആൻസർ കിട്ടും. എന്നാൽ സർ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഏത് ടെമ്പറേച്ചറിലാണ് ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും ഈക്വൽ ആവുന്നത്? ആ ടെമ്പറേച്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് -40 ഡിഗ്രി. എടാ -40 എന്ന് പറഞ്ഞാൽ മതി. കാരണം എന്താ അറിയോ? -40 എന്ന് വെച്ചാൽ അവിടെ ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും എന്താവുന്നുണ്ട്? ഈക്വൽ ആവുന്നുണ്ട്. എടാ ഓക്കെ ആണോ സാറേ? സെറ്റ് ആണോ? എൻ്റെ മോനെ റാഫിക്ക ഫാൻസ്, എടാ മുത്തുമണി, എടാ പഠിക്കടാ, അടി തരും ഞങ്ങൾക്ക്. എടാ പഠിക്കടാ. എടാ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇതേപോലെ ടേബിൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്റ്റീം പോയിന്റ്, ഐസ് പോയിന്റ്, അബ്സലൂട്ട് സീറോ. സർ സ്റ്റീം പോയിന്റ് എന്ന് വെച്ചാൽ വെള്ളം ചൂടാവുന്ന ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസിനെയാണ് സ്റ്റീം പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അതിന്റെ ഫാരൻഹീറ്റ് സ്കെയിൽ എത്രയായിരിക്കും? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. സർ അത് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു 9/5 ഇൻറ്റു ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32 അല്ലേ? എടാ 9/5 ഇൻറ്റു ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ് 100 ആണ്. 100 പ്ലസ് 32, 100/5 സർ എത്രയാണ്? 20. 9 20 വിച്ച് ഈസ് ഈക്വൽ ടു 180 പ്ലസ് 32 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? എടാ
212 ഡിഗ്രി ഫാരൻഹീറ്റ്. സർ സെറ്റോസ്കി ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേരാ സർ. അങ്ങനെയാണെങ്കിൽ കെൽവിൻ സ്കെയിൽ കണ്ടെത്തണമെങ്കിൽ സർ 373.15 കെൽവിൻ ആണ്. ഐസ് പോയിന്റ് ആണ് സർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്, അല്ലെങ്കിൽ 273.15 കെൽവിൻ ആണ്. എടാ ഓക്കെ ആണോ സർ? അങ്ങനെയാണെങ്കിൽ അബ്സലൂട്ട് സീറോ പറയുന്നത് സർ 0 കെൽവിൻ, ടെമ്പറേച്ചർ 0 കെൽവിൻ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സർ അബ്സലൂട്ട് സീറോ. എല്ലാവരും ഉഷാറായിട്ട് തീപ്പൊരി വിട്ടടാ. അങ്ങനെയാണെങ്കിൽ സർ അതിന്റെ വാല്യൂ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 459.69 ഡിഗ്രി സെൽഷ്യസ് ആണ്. സർ അടുത്ത ചോദ്യം, എ സ്റ്റീൽ ബീം ഓഫ് ലെങ്ത് 5 meter is kept at a temperature of 200 degrees Celsius. On a hot day, the temperature rises to 400 degrees Celsius. What is the change in length? എടാ ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ്. എടാ ടെമ്പറേച്ചർ കൂടിയത് കാരണം ഒരു ബോഡിയിൽ ഉണ്ടാവുന്ന ലെങ്ത്തിന്റെ എക്സ്പാൻഷനെ നമ്മൾ പറയുന്ന പേരാണ് ദ ചേഞ്ച് ഇൻ ലെങ്ത്. അതിന് ഇക്വേഷൻ ആണ് സർ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി എൽ. ആൽഫയെ പറയുന്ന പേരാണ് ദ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അപ്പൊ സർ ഞാൻ ചോദിക്കട്ടെ, ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ആൽഫയുടെ വാല്യൂ എത്രയാടാ? 1.2 ഇൻറ്റു 10⁻⁵. ഡെൽറ്റ ടി എത്രയാണ് സാറേ? 200 400. അപ്പൊ ഡെൽറ്റ ടി 200 ആണ് സർ. 400 - 200. ലെങ്ത് എത്രയാ സാറേ? 5 മീറ്റർ. എത്ര പേർക്ക് ആൻസർ കിട്ടും? എന്റെ മക്കൾ കമന്റ് ചെയ്തടാ. എത്ര പേർക്ക് ആൻസർ കിട്ടും? ഞാൻ വെയിറ്റ് ചെയ്യാം സർ. ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു 1.2 ഇൻറ്റു 10⁻⁵ ഇൻറ്റു 200 ഇൻറ്റു 5. എന്റെ മക്കൾ ചെയ്ത് നോക്കണ്ടോ? എടാ നിർബന്ധമാണ് സാറേ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. എടാ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് സർ. അടുത്ത ക്വസ്റ്റ്യൻ ലീനിയർ എക്സ്പാൻഷനും അതേപോലെ കോഎഫിഷ്യന്റ് എക്സ്പാൻഷനും. എടാ ഞാൻ പറഞ്ഞു ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ലെങ്ത് മാറാം, ഏരിയ മാറാം, അതേപോലെ വോളിയം മാറാം. വെരി ഗുഡ് വെരി ഗുഡ്. എവരുടെ ഒരു കമന്റും പറയില്ലല്ലോ. എടാ അട്ടി തരൂല, ഞാൻ സ്നേഹത്തോടെ പറയും. മുത്തുമണികളെ ഒന്ന് എല്ലാവരും ചിരിച്ചേടാ, ഒന്ന് ചിരിച്ചേ സർ. അങ്ങനെയാണെങ്കിൽ ലീനിയർ എക്സ്പാൻഷൻ പറയാം സർ. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ലെങ്ത് കൂടുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലീനിയർ എക്സ്പാൻഷൻ. എടാ അങ്ങനെ കൂടുന്ന ആ ഡെൽറ്റ എൽ ബൈ എൽ എപ്പോഴും നമ്മുടെ ആൽഫ ഈസ് പ്രപ്പോർഷണൽ ടു ഡെൽറ്റ ടി ആയിരിക്കും. ആ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റിനെ പറയുന്ന പേരാണ് ആൽഫ. ആൽഫയെ പറയുന്ന പേര് ചിരിച്ചിട്ടുണ്ട് എന്റെ മുത്തുമണികളെ, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. എടാ അപ്പൊ ആൽഫ ഈസ് ഈക്വൽ ടു വേണമെങ്കിൽ നമുക്ക് ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. എടാ അതിന്റെ യൂണിറ്റ് ചോദിക്കാം സർ, എന്തായിരിക്കും? കെൽവിൻ ഇൻവേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് റൈസ് ടു -1 ആയിരിക്കും സർ. ഇങ്ങനെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ലെങ്ത് ഇൻക്രീസ് ചെയ്താൽ അതിനെയാണ് ഡെൽറ്റ എൽ ബൈ എൽ ഇസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി. എന്നാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഏരിയ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനാണ് ഏരിയ എക്സ്പാൻഷൻ സർ. തൊട്ട് മുന്നേ ഡെൽറ്റ എൽ ബൈ എൽ ഇസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി. അപ്പൊ എനിക്ക് സർ എന്ത് എഴുതാൻ പറ്റും ഇവിടെ? ഡെൽറ്റ എ ബൈ എ പ്രപ്പോർഷണൽ ടു ഡെൽറ്റ ടി ആയിരിക്കും. അപ്പൊ ആ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഡെൽറ്റ എ ബൈ എ ഇസ് ഈക്വൽ ടു ഞാൻ കൊണ്ടുവരുന്ന കോൺസ്റ്റന്റ് എന്റെ മക്കൾ പറയുന്ന പേരാണ് ബീറ്റ ഇൻറ്റു ഡെൽറ്റ ടി. ബീറ്റയെ പറയുന്ന പേരാണ് സർ കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ സർ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത് ഒരാളും കൂടി ഉണ്ടാവും. ആരായിരിക്കും? വോളിയം ആയിരിക്കും. ടെമ്പറേച്ചർ കൂടിയത് കാരണം വോളിയം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് വോളിയം എക്സ്പാൻഷൻ. എടാ ഡെൽറ്റ വി ബൈ വി ഈസ് പ്രപ്പോർഷണൽ ടു ഡെൽറ്റ ടി എന്ന് എഴുതാം. അതിനർത്ഥം ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ലെങ്തോ, ചേഞ്ച് ഇൻ ഏരിയ ബൈ ഏരിയയോ, ചേഞ്ച് ഇൻ വോളിയം ബൈ വോളിയമോ അതെപ്പോഴും ഡെൽറ്റ ടിക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ, ഡെൽറ്റ ടി കൂടുമ്പോൾ ചേഞ്ച് ഇൻ ലെങ്തോ, ചേഞ്ച് ഇൻ ഏരിയയോ, ചേഞ്ച് ഇൻ വോളിയം ടു ദ ലെങ്ത് ഏരിയ വോളിയം എപ്പോഴും എന്തായിരിക്കും സർ? പ്രപ്പോർഷണൽ ആയിരിക്കും. എടാ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റിനെ പറയുന്ന പേരാണ് ഗാമ, വിച്ച് ഈസ് ഡെൽറ്റ വി ബൈ വി ഈസ് ഈക്വൽ ടു ഗാമ ഡെൽറ്റ ടി. സോ എത്ര കോഎഫിഷ്യന്റ് കിട്ടി സാറേ? ആൽഫ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, ബീറ്റ കോഎഫിഷ്യന്റ് ഓഫ് സൂപ്പർഫിഷ്യൽ ഏരിയ എക്സ്പാൻഷൻ, ഗാമ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. ഈ ആൽഫ ബീറ്റ ഗാമ തമ്മിൽ റിലേഷൻ സാറേ ഇങ്ങനെ പഠിച്ചാൽ മതിടാ. എടാ ബീറ്റ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആൽഫയാണ്, ഗാമ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ആൽഫയാണ്. എന്റെ മക്കൾ കമന്റ് ചെയ്തടാ. ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ എത്രയായിരിക്കും? ആൽഫ ഈസ് ടു ബീറ്റയുടെ സ്ഥാനത്ത് 2 ആൽഫ കൊടുക്കുന്നു, ഗാമയുടെ സ്ഥാനത്ത് 3 ആൽഫ കൊടുക്കുന്നു. ആൽഫ 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 വെട്ടിയിട്ട വാഴത്തണ്ട്. കമന്റ് ബോക്സിൽ ആൻസർ പറയടാ. ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ സർ. 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് സാറേ. ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ. എടാ കമന്റ് ബോക്സിൽ കാണുന്നില്ല സാറേ. 1:2:3. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എടാ ക്ലിയർ ആയിട്ടുണ്ടോ? ആദ്യമായി കേൾക്കുന്ന അന്നൂസേ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് സർ. അങ്ങനെയാണെങ്കിൽ ഇത് ഡിറൈവേഷൻ എടാ ചോദിച്ച സത്യമായിട്ട് ഇപ്പൊ ടൈം വേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് റിലേഷൻ മാത്രമേ എഴുതിയാൽ മതി ട്ടോ സർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഇൻവാർ എന്തുകൊണ്ടാണ് ക്ലോക്സിന്റെ പെൻഡത്ത് യൂസ് ചെയ്യാൻ കാരണം സർ? അതിന് ലോ തെർമൽ എക്സ്പാൻഷൻ ആണ്, അല്ലെങ്കിൽ ലോ ആൽഫയാണ്, അതുകൊണ്ടാണ് ഇൻവാർ യൂസ് ചെയ്യാൻ കാരണം. അടുത്തത് സർ, ഏത് ടെമ്പറേച്ചറാണ് വെള്ളത്തിന്റെ മിനിമം വോളിയം സർ? നമ്മൾ ഇതേപോലെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ സർ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വൈ ആക്സിൽ ഞാൻ വോളിയം വരച്ചു കഴിഞ്ഞാൽ സർ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വോളിയം കുറയുന്നു. ഒരു സെർട്ടൻ ടെമ്പറേച്ചറിൽ വോളിയം ഏറ്റവും മിനിമം ആയിട്ടുള്ള 1 മീറ്റർ ക്യൂബ് ആവുന്നു. ആ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാ സർ എത്രയാ? 4 ഡിഗ്രി സെൽഷ്യസ്, അല്ലെങ്കിൽ 277.15 കെൽവിൻ സർ. എനിക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ മിനിമം വോളിയം അല്ലെങ്കിൽ മാക്സിമം ഡെൻസിറ്റി
മാക്സിമം ടെൻസിറ്റി. അതേടാ ബിലാലെ, ഏത് ഡിഗ്രി സെൽഷ്യസിലാണ് മുത്തുമണിയെ? 4 ഡിഗ്രി സെൽഷ്യസിലാണ്, അല്ലെങ്കിൽ 277.15 കെൽവിനിലാണ്. സോ ഡെൻസിറ്റി ഈസ് മാക്സിമം അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്, വോളിയം ഈസ് മിനിമം അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. ഈ ഒരു പ്രോപ്പർട്ടിയെ നമ്മൾ പറയുന്ന പേരാണ് സാറേ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. വാട്ടറിന് 4 ഡിഗ്രി സെൽഷ്യസിൽ വോളിയം മിനിമം ആണ് സർ. ഇത് വെച്ചിട്ടാണ് അനോമലസ് എക്സ്പാൻഷൻ വെച്ചിട്ടാണ് ലേക്സിന്റെ കേസിൽ പറയുന്നത് സർ. ലേക്സിന്റെ കേസ് എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം സർ അവിടെ മുകളിലുള്ള ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ അവിടെ ഡെൻസിറ്റി മാക്സിമം ആണ്. അപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസ് വെള്ളം നേരെ എവിടേക്ക് വരും സാറേ? താഴേക്ക് വരും. ഇനി നേരെ ആ ടെമ്പറേച്ചർ വീണ്ടും കുറഞ്ഞ് ഒരു 3 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ആ വെള്ളത്തിന് മാസ് ഡെൻസിറ്റി ആ 4 ഡിഗ്രി സെൽഷ്യസ് വെള്ളത്തിനേക്കാളും കുറവായിരിക്കും. അത് നേരെ ഇതിന്റെ മുകളിൽ വന്ന് നിൽക്കും. അങ്ങനെ 4, 3, 2, 1 സർഫേസിലെ ടെമ്പറേച്ചർ കുറഞ്ഞ് 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ വെള്ളം എന്താ സാറേ ചെയ്യുന്നത്? ഐസ് ആവും, ഫ്രീസ് ആവും. അപ്പോൾ മുകൾ ഭാഗം മാത്രമേ ഫ്രീസ് ആവുന്നുള്ളൂ. താഴെയുള്ള നമ്മുടെ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എന്തെടുക്കാം സാറേ? ഒരു മീനോ അല്ലെങ്കിൽ തിമിംഗലത്തിനോ പുഷ്പം പോലെ സാറേ താഴെ എന്ത് ചെയ്യാൻ പറ്റും? സെറ്റോസ്കി ആക്കാൻ പറ്റും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. ഉറങ്ങി വന്ന ആൾക്കാർ എത്തിയിട്ടുണ്ട്. റെഡി അല്ലേ? യെസ്. ഇപ്പോഴും പേടിയോടാണ് പലരും കാണുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇന്നലെ ഞാൻ ഇവരൊന്നും അറിയില്ല. ഞാൻ നല്ലൊരു സാധനം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ലൈഫിൽ ഒരുപാട് തിരിച്ചടികൾ നേരിടും. അതെ. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് ഈ എക്സാമിനും നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു, എന്താ ഇനിയിപ്പോ എക്സാമിന്റെ തലേ ദിവസം വന്നിട്ട് നിങ്ങൾ റിയലിസ്റ്റിക് ആയി ചിന്തിക്കുക. എക്സാമിന്റെ തലേ ദിവസം അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങി സ്കൂളിൽ 4-5 മാസം എടുത്ത് പഠിപ്പിച്ച സാധനം നിങ്ങൾ ഒരു രാത്രി കൊണ്ട് പഠിക്കാൻ അത്ര എളുപ്പമാണോ? അത്ര എളുപ്പമല്ല. മാക്സിമം ഞങ്ങൾ സൈഡിൽ നിന്ന് എഫേർട്ട് ഉണ്ടാവും. അത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇൻ കേസ് അതിനെന്തെങ്കിലും ഷോർട്ട് കമ്മിങ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഇനി മുന്നോട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ടും ഒറ്റ പകല് കൊണ്ടും നിങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റി. നിങ്ങൾ അത്ര ആലോചിക്കുക. നിങ്ങൾ കഴിവില്ലാത്തവരോ കഴിവ് കെട്ടവരോ ഒന്നുമല്ല. നിങ്ങൾ അങ്ങനെ വെറുതെ വിചാരിക്കേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ജസ്റ്റ് ശ്രദ്ധയോടെ തന്നെ ഈ ലൈവ് ഇരുന്നാൽ നിങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റുന്നുണ്ട് ഇല്ലേ? പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് അല്ലെ ഒറ്റ പകരം കൊണ്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് ഇരുന്നാൽ എത്രത്തോളം പറ്റുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ സീരിയസ്നെസ്, ആ ഡെഡിക്കേഷൻ നിങ്ങൾ മുന്നോട്ടുള്ള ലൈവുകളിലോ അല്ലെ ക്ലാസ് ദിവസങ്ങളിൽ, നിങ്ങൾ ലൈവ് എന്നല്ല ഏത് ദിവസങ്ങളും നിങ്ങൾ ആ സീരിയസ്നെസ് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സോ യു ക്യാൻ എന്താണ് പഠിക്കാൻ പറ്റും. ബാക്കി ഞാൻ പറയുന്നില്ല, തൊണ്ടൊന്നും വരുന്നില്ല. വൺ മോട്ടിവേഷൻ ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. സത്യം പറയാം. കഴിഞ്ഞു. ഇത് നെവർ തോട്ട് അബൌട്ട് പാസ്റ്റ്. യെസ്, ബട്ട് think about your future. അത്രേ ഉള്ളൂ. ആടാ, പാസ്റ്റ് ഇസ് പാസ്റ്റ് ബട്ട് ഫ്യൂച്ചർ ഇസ് ഫ്യൂച്ചർ. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് പ്രസന്റ്. നമ്മളിച്ചോ അങ്ങനെ അതുകൊണ്ടാണ് പ്രസന്റ് ആവാൻ കാരണം. പ്രസന്റ് ഇസ് എ ഗിഫ്റ്റ്. അതുകൊണ്ട് തേങ്ങയാണ്, മാങ്ങയാണ്. അതുകൊണ്ട് നിങ്ങൾ കോൺസെൻട്രേഷൻ പോണേ. അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ അടുത്ത ചോദ്യം. ദ ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് വെൻ എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ദ ഹീറ്റ്. ഞാൻ സ്ലൈഡിൽ ഇതില്ല, അതുകൊണ്ട് കേട്ടോ ഈ അവസ്ഥയില്ല. ബിറ്റിലെ പറഞ്ഞതിനെ ബിറ്റിലെ ലാസ്റ്റ് അങ്ങനെ ഡിഫൈൻ സ്പെസിഫിക്. അടുത്ത് ഇത് കാരണം സോളിഡ്സ് കാരണം. എന്നിട്ടൊന്ന് ആയിക്കോട്ടെ. thermonuclear. Define specific heat capacity, molar specific capacity at constant pressure, molar specific capacity at constant volume, and give reason for using water as a coolant in the എന്താണ് ഓട്ടോമൊബൈൽ റേഡിയേറ്റേഴ്സ്. അടുത്ത ചോദ്യം, അറ്റ് വാട്ട് ടെമ്പറേച്ചർ ദ വാട്ടർ ഹാസ് എന്താണ് സർ? വാട്ടർ ഹാസ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും സർ? ഇത് ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. വാട്ടർ ഈസ് യൂസ്ഡ് ആസ് എ കൂളന്റ്. വെരി 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 ഇമ്പോർട്ടന്റ് സർ. വാട്ടർ ഈസ് യൂസ്ഡ് ആസ് കൂളന്റ് സർ. അതിന് മുന്നേ ആയിട്ട് അറ്റ് വാട്ട് ടെമ്പറേച്ചർ വാട്ടർ ഹാസ് മിനിമം വാല്യൂ? ഏതാണ് മിനിമം വോളിയം? ഡെൻസിറ്റി മാക്സിമം 4 ഡിഗ്രി സെൽഷ്യസിലാണ് സർ. എന്താണ് സ്പെസിഫിക് കപ്പാസിറ്റി? എന്റെ കയ്യിൽ സർ ഒരു കിലോഗ്രാം സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ 1 കിലോഗ്രാം സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസോ 1 കെൽവിനോ കൂട്ടാൻ എത്ര എമൗണ്ട് ആണോ വേണ്ടത് ആ ഹീറ്റിനെ പറയുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ്. സോ ഇക്വേഷൻ ആണ് സർ S is equal to delta Q by M delta T. എടാ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ക്യൂ is equal to എത്രയായിരിക്കും സർ? M into S into delta T. യൂണിറ്റ് പറഞ്ഞ് ഡെൽറ്റ ക്യൂ സർ ജൂൾ ആണ്, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ഡെൽറ്റ ടിയുടെ യൂണിറ്റ് എന്താണ്? കെൽവിൻ ആണ്. എന്നാൽ സർ ഇതേ സാധനം തന്നെ കറസ്പോണ്ടിങ് ആയി സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടറിന്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ അതിന്റെ വാല്യൂ 4.186. ഒരു മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് സർ. 4.186 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്, അല്ലെങ്കിൽ 1 കാലറി പെർ ഗ്രാം കെൽവിൻ എന്ന് പറയാം. ഇതിനർത്ഥം സർ ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നത് വെള്ളത്തിനാണ്. വെള്ളത്തിന്റെ ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വാല്യൂ ആയതുകൊണ്ടാണ് സർ. ഇത് ശ്രദ്ധിക്കണം, ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വെരി 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 ഇമ്പോർട്ടന്റ്. വെള്ളത്തിന്റെ ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വാല്യൂ ആയതുകൊണ്ടാണ് സർ. ആരുടെ? വാട്ടറിന്റെ വാല്യൂ ആയതുകൊണ്ട് എന്ത് സംഭവിക്കും
സർ. അത് പെട്ടെന്ന് വെള്ളത്തിൽ നിന്നും ആ ഒരു വെള്ളം ഹീറ്റ് വലിച്ചെടുക്കും. ഹീറ്റ് വലിച്ചെടുക്കുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് സർ ഏതൊരു റേഡിയേറ്ററിലെ കൂളന്റ് സംഭവിക്കുന്നത്. കൂളന്റിന്റെ വാക്കർത്ഥമുണ്ട് കൂൾ ചെയ്യുന്നത്. എഞ്ചിനെ കൂൾ ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് കൂളന്റ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ റേഡിയേറ്റേഴ്സ്. അപ്പൊ കൂളന്റ് വെള്ളം യൂസ് ചെയ്യാനുള്ള കാരണം വെള്ളം ആ എഞ്ചിന്റെ ചൂട് പെട്ടെന്ന് വലിച്ചെടുക്കുന്നു. കാരണം അതിന് ഹൈ 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 എന്താണ് സർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. വെരി 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 ഇമ്പോർട്ടന്റ്. എടാ അങ്ങനെയാണെങ്കിൽ സർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ വാല്യൂ കിട്ടി. എടാ പിടിച്ചോ, ഈ ചോദ്യത്തിന്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. എന്താണ് സി പി, അതേപോലെ എന്താണ് സി ബി. സർ ഈ 1 കിലോഗ്രാമിന്റെ പകരമായി 1 മോൾ സബ്സ്റ്റൻസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 1 മോൾ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ആണ് 1 ഡിഗ്രി സെൽഷ്യസോ 1 കെൽവിനോ കൂട്ടണമെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് ആണോ വേണ്ടത്, ആ എമൗണ്ട് ഓഫ് ഹീറ്റിനെ പറയുന്ന പേരാണ് മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി. എടാ ഇക്വേഷൻ ആണ് ഡെൽറ്റ ക്യൂ ബൈ എൻ ഡെൽറ്റ ടി. എന്നിനെ പറയുന്ന പേരാണ് സാറേ നമ്പർ ഓഫ് മോൾസ്. തൊട്ടുമുന്നെ കിലോഗ്രാം ആയിരുന്നു, ഇവിടെ നമ്പർ ഓഫ് മോൾസ്. എത്ര പേർക്ക് സാറേ ഞാൻ ചലഞ്ച് ചെയ്യുന്നു യൂണിറ്റ് പറയാൻ പറ്റും? ഡെൽറ്റ ക്യൂ സാറേ ജൂൾ ആണ്, എന്നിന്റെ വാല്യൂ സാറേ മോൾ ആണ്, ഡെൽറ്റ ടിയുടെ വാല്യൂ നമുക്ക് എന്ത് പറയാൻ പറ്റും? കെൽവിൻ, ജൂൾ പെർ മോൾ കെൽവിൻ. എന്നാൽ ഞാൻ ഇങ്ങനെ ചൂടാക്കുന്നത് ഒരു കോൺസ്റ്റന്റ് പ്രഷറിലാണെങ്കിൽ സർ അതിനെയാണ് മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ സി പി എന്ന് പറയാം. എന്നാൽ ഞാൻ ചൂടാക്കുന്നത് ഒരു ഐസോകോറിക് പ്രോസസ്. എത്ര പേർക്ക് പറയാൻ പറ്റും? തെർമോഡൈനാമിക്സ് പഠിക്കാൻ പോകുമ്പോൾ മനസ്സിലാവും. ഐസോകോറിക് പ്രോസസ് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സി വി വിച്ച് ഈസ് ദ മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. സി എന്ന് വെച്ചാൽ 1 മോൾ സബ്സ്റ്റൻസ് ടെമ്പറേച്ചർ കൂട്ടാൻ 1 ഡിഗ്രി സെൽഷ്യസോ 1 കെൽവിൻ. അത് സി പി ആണെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷറിൽ 1 മോൾ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസോ 1 കെൽവിനോ കൂട്ടണമെങ്കിൽ സർ നിങ്ങൾക്ക് ചാപ്റ്റർ എടുത്തില്ലേ, ചാപ്റ്റർ ഒന്ന് ക്വസ്റ്റ്യൻസ് വന്നാൽ മാറ്റി തരുമെന്ന് പറഞ്ഞിരിക്കണേ. അങ്ങനെയൊക്കെ വിട്ടുണ്ടോ ക്രിസ്മസ് എക്സാമിന്? ഡിപ്പെൻസ് ആണ്. ഓക്കെ, എനിക്ക് അറിയില്ലടാ. ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ എടുത്തവർക്ക് ഇത് ചെയ്യണം, എടുക്കാത്തവർക്ക് മാറ്റി കൊടുക്കാൻ മതി. ശരിയാണല്ലോ, നമ്മൾ അത്രേ ഉള്ളൂ. ഗവൺമെന്റ് വരുന്ന ഓക്കേടാ, ശരി ഓക്കേടാ ശരി. അങ്ങനെയാണെങ്കിൽ സാറേ ഓക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെ ആ കുട്ടികൾ പഠിക്കേണ്ട ആവശ്യമില്ല. കാര്യം പറയാലോ, ഓപ്പറേറ്റ് പറയാം. കാരണം ഒരു വെറുതെ കഷ്ടപ്പെടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും പറയാം. ഓക്കെ, എന്നാലും പഠിച്ചോ. എടാ തഗ് ലൈഫ് ആവട്ടെ. ടീച്ചർമാർ നിങ്ങൾ എടുത്തില്ലെങ്കിൽ ഞാൻ പഠിച്ചു സാറേ ഏത് എജുപോർട്ടുകാരനാ, എന്നാ പഠിച്ചോ. എടാ അങ്ങനെയാണെങ്കിൽ ഈ സി പി മൈനസ് സി വിനെ നമ്മൾ പറയുന്ന പേരാണ് സർ ആർ. അതിനെയാണ് സാറേ മേയേഴ്സ് റിലേഷൻ എന്ന് നമ്മൾ പറയാൻ കാരണം. സർ അടുത്താണെങ്കിൽ അടുത്ത ചോദ്യം ഒന്ന് നോക്കിയടാ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേടാ. വിച്ച് among the following possess highest specific heat? മെറ്റൽസ് ആണോ, ഐസ് ആണോ, വാട്ടർ ആണോ, ഗ്ലാസ് ആണോ? സാറേ വാട്ടറിനാണ് ഏറ്റവും കൂടുതൽ സാറേ സ്പെസിഫിക് കപ്പാസിറ്റി റേഡിയേറ്റേഴ്സ് യൂസ് ചെയ്യാനുള്ള കാരണം. അടുത്തത് സാറേ നമ്മൾ ഇത്രയും നേരം പഠിച്ച ടെമ്പറേച്ചർ മൊത്തം ഹീറ്റ് കൊടുക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. അങ്ങനെ സാറേ ഹീറ്റ് കൊടുക്കുന്നത് കാരണം ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ അതിനെയാണ് സെൻസിബിൾ ഹീറ്റ്. മറിച്ച് ഹീറ്റ് കൊടുത്തിട്ട് അവിടെ സോളിഡ് ലിക്വിഡിലേക്കോ ലിക്വിഡ് ഗ്യാസോ അതോ തിരിച്ചോ ഒരു ഫേസ് ചേഞ്ച് നടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ്. അങ്ങനെ സാറേ ഒരു സോളിഡ് ആയ സബ്സ്റ്റൻസിലേക്ക് ഹീറ്റ് കൊടുത്ത് അത് സോളിഡ് ആയ സബ്സ്റ്റൻസ് ലിക്വിഡിലേക്ക് മാറുകയാണെങ്കിൽ അതിനെയാണ് സർ നമ്മൾ കറസ്പോണ്ടിങ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സോളിഡ് സബ്സ്റ്റൻസിനെ ലിക്വിഡ് ആക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട സെൻസിബിൾ ഹീറ്റ് അല്ല ലേറ്റന്റ് ഹീറ്റ്. എന്താ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ സർ എനിക്ക് എന്ത് പറയാൻ പറ്റും? ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ സോളിഡ് ടു ലിക്വിഡ് ആണ്. വേപ്പർ എന്താ സർ ലിക്വിഡ് എന്ന് ഗ്യാസിലേക്ക് മാറുന്ന സ്റ്റേറ്റിനെ പറയുന്ന പേരാണ് വേപ്പർ. എന്റെ മക്കൾ ശ്രദ്ധിക്കണം സർ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോളിഡ് എന്ന് ലിക്വിഡ്, ലിക്വിഡ് എന്ന് ഗ്യാസ്, അതേപോലെ തന്നെ ഗ്യാസ് എന്ന് ലിക്വിഡ്, അതേപോലെ ലിക്വിഡ് എന്ന് സോളിഡ് സർ. വെരി 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 ഇമ്പോർട്ടന്റ് സർ. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ സാറേ ഇത് സ്ഥിരമായി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കണ്ടൻസേഷൻ അതേപോലെ കൺസെപ്റ്റ് സർ. ഇതൊരു ഫിഗർ ആയിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഐഡിയ വരച്ചുതരാം സർ. യെസ് സർ. എടാ സോളിഡ് ആയ സബ്സ്റ്റൻസ് സർ ഇമ്പോർട്ടന്റ് ആണ് സർ. അത് ലിക്വിഡ് ആവുകയാണെങ്കിൽ 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് സർ ഗ്യാസ് ആവും. സോളിഡ് ആയ സബ്സ്റ്റൻസ് ലിക്വിഡ് ആവുന്ന അതിനെ പറയുന്ന പേരാണ് സർ മെൽറ്റിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫ്യൂഷൻ. ലിക്വിഡ് ആയ സബ്സ്റ്റൻസ് ഗ്യാസ് ആവുകയാണെങ്കിൽ സർ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇവാപ്പറേഷൻ. ഗ്യാസ് ലിക്വിഡ് ആവുകയാണെങ്കിൽ സർ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സർ കണ്ടൻസേഷൻ. എന്നാൽ ലിക്വിഡ് സോളിഡ് ആവുകയാണെങ്കിൽ വെള്ളം ഫ്രീസറിൽ വെച്ചിട്ട് ഐസ് ആവുന്നുണ്ട്, ഐസ് സോളിഡ് ആണ് സർ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്രീസിംഗ്. എടാ സോളിഡ് നേരെ ഗ്യാസ് ആവുന്ന ഈ ഒരു പരിപാടിയെ നമ്മൾ പറയുന്ന പേരാണ് സർ വിച്ച് ഈസ് നോൺ ആസ് സബ്ലിമേഷൻ. മക്കളെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. മെൽറ്റിംഗ് ഓർ ഫ്യൂഷൻ സർ വെരി 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 ഇമ്പോർട്ടന്റ് ആണ് സർ. ഇവാപ്പറേഷൻ സർ ഇമ്പോർട്ടന്റ് ആണ്. സബ്ലിമേഷൻ സർ ഇമ്പോർട്ടന്റ് ആണ്. എടാ ഇത് ക്ലിയർ ആയെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും വേപ്പറൈസേഷനും ഇക്വേഷൻ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ സാറേ ഇന്നട പിടിച്ചോ. അടുത്ത ചോദ്യം, നമ്മുടെ ഒരു തിളച്ച വെള്ളത്തിൽ കൈയിട്ട് കഴിഞ്ഞാൽ അതിനേക്കാളും ചൂടായിരിക്കും സാറേ അതിൽ നിന്നും വരുന്ന ആവി. കാരണം എന്താ? തിളച്ച വെള്ളം ഒരു ലേറ്റന്റ് ഹീറ്റ് ആഡ് ചെയ്തിട്ട് ലേറ്റന്റ് ഹീറ്റ് സ്വീകരിച്ചിട്ടാണ് അതെന്തായിട്ട് മാറുന്നത് സാറേ? അത് സ്റ്റീമായി മാറുന്നത്. കാരണം ഒരു ബോയിലിംഗ് ആയ വാട്ടർ എന്റെ കയ്യിലുണ്ടെങ്കിൽ ബോയിലിംഗ് ആയ വാട്ടറിലേക്ക് ഞാൻ ഒരു ലേറ്റന്റ് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ വാട്ടർ സാറേ എന്താവുന്നുണ്ട്? സ്റ്റീം ആവുന്നുണ്ട്. അങ്ങനെയാവുമ്പോഴാണ് സർ അതെന്തായിട്ട് മാറുന്നത്? സ്റ്റീമായി മാറുന്നത്. സോ സ്റ്റീമിനാണ് സർ എന്ത് എനർജി? മോർ എനർജി. എന്ത് എനർജിയാണ് സാറേ? എന്ത് ഹീറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടാ എന്റെ മക്കൾ കമന്റ് ചെയ്തേ? സെൻസിബിൾ ഹീറ്റ് ആണോ ലേറ്റന്റ് ഹീറ്റ് ആണോ? എന്റെ സാറുമാർ കമന്റ് ചെയ്തേ സാറേ ലേറ്റന്റ് ഹീറ്റ്. കാരണം അവിടെ സ്റ്റീം
ലിക്വിഡ് സ്റ്റീം ആവാണ് സർ. അതാണ് കൺസെപ്റ്റ്. അടുത്ത ചോദ്യം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തിടാം. ദ ചേഞ്ച് ഓഫ് സോളിഡ് സ്റ്റേറ്റ് ടു വേപ്പർ സ്റ്റേറ്റ് വിതൗട്ട് പാസിംഗ് ദ ലിക്വിഡ് സ്റ്റേറ്റ് ഈസ് കോൾഡ്. അതിനെ പറയുന്ന പേരാണ് സാറേ സബ്ലിമേഷൻ. സോളിഡ് ഡയറക്ട്ലി ലിക്വിഡ് ആണെങ്കിൽ സർ അതിനെ പറയുന്ന പേരാണ് സബ്ലിമേഷൻ. വാട്ട് ഈസ് സബ്ലിമേഷൻ അറിയാം സർ? റൈറ്റ് എൻ എക്സാമ്പിൾ ഫോർ സബ്ലൈം മെറ്റീരിയൽ. സർ നമുക്ക് എന്ത് പറയാൻ പറ്റും? നാഫ്തലി എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ക്യാംഫർ എന്ന് പറയാൻ പറ്റും. എടാ എന്നാൽ അടുത്ത ചോദ്യം ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ. സർ ട്രിപ്പിൾ പോയിന്റ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ, ഒരു കറസ്പോണ്ടിങ് ടെമ്പറേച്ചറും പ്രഷറുമാണ്. ട്രിപ്പിൾ സോളിഡ് ലിക്വിഡ് ഗ്യാസ് മൂന്നും കോ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് ട്രിപ്പിൾ പോയിന്റ്. വെള്ളത്തിന്റെ ടെമ്പറേച്ചറിന്റെ വാല്യൂ ആണ് ട്രിപ്പിൾ പോയിന്റ് വാല്യൂ ആണ് സാറേ 0.01 ഡിഗ്രി സെൽഷ്യസ്. അത് കെൽവിനിലേക്ക് ചോദിക്കുകയാണെങ്കിൽ എത്രയായിരിക്കും എടാ? 273.15 പ്ലസ് 0.015 എത്രയായിരിക്കും എടാ? 273.16. എനിക്ക് എത്ര പറയാൻ പറ്റും കെൽവിൻ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഏതൊരു കുക്കിംഗ് പോട്ട്സിന് താഴെയും ബ്ലാക്ക് കോട്ടിംഗ് കാണാനുള്ള കാരണം സർ എന്താ? ബ്ലാക്ക് കളർ ഒരു ഗുഡ് അബ്സോർബർ ഓഫ് ഹീറ്റ് ആണ് സർ. അത് പാചകം ചെയ്യണമെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യണം. അടുത്തത്, ഒരു ചെമ്പിന്റെ ഒരു ഹാൻഡിൽ ആയിരിക്കും നിങ്ങൾ തണുപ്പ് കാലത്ത് പിടിച്ചു കഴിഞ്ഞാൽ നല്ല തണുപ്പ് അനുഭവപ്പെടാൻ കാരണം വുഡിന്റെ ഹാൻഡിലിനേക്കാളും. കാരണം എന്ത് സർ? ചെമ്പിന്റെ ഹാൻഡിൽ നല്ല രീതിയിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യും. എന്റെ കയ്യിൽ നിന്ന് ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു വെച്ചാൽ എന്റെ കൈ നന്നായി തണുപ്പ് ഫീൽ ചെയ്യും. അങ്ങനെ ബ്രാസ് ഒരു ഹീറ്റ് നന്നായി കണ്ടക്ട് ചെയ്യും, കണ്ടക്ട്സ് മോർ ഹീറ്റ് ദാൻ ഏത് സാറേ? വുഡന്റെ ഹാൻഡിൽ. അതുകൊണ്ടാണ് ചെമ്പിന്റെ ഹാൻഡിൽ പിടിച്ചാൽ തണുപ്പ് ആകെ ഐസായി നിൽക്കാൻ കാരണം. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ സാറേ നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷനിലെ കൺവെക്ഷന്റെ സീ ബ്രീസും ലാൻഡ് ബ്രീസും. എക്സ്പ്ലെയിൻ ഹൗ സീ ബ്രീസ് ഒക്കേഴ്സ്, എക്സ്പ്ലെയിൻ ഹൗ ലാൻഡ് ബ്രീസ് ഒക്കേഴ്സ്. സാറേ ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പ്ലെയിൻ ഹൗ സീ ബ്രീസ് ഒക്കേഴ്സ്, എക്സ്പ്ലെയിൻ ഹൗ ലാൻഡ് ബ്രീസ് ഒക്കേഴ്സ്. സർ വെരി 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 ഇമ്പോർട്ടന്റ്. ഇത് ഈ ചോദ്യ പേപ്പറിൽ സർ തെർമൽ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ ഈ ചോദ്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ തീപ്പൊരി മീശ വടിക്കൂല. എന്നാലും പറയാം സർ, സീ ബ്രീസും അതേപോലെ ലാൻഡ് ബ്രീസും ആണെങ്കിൽ ഡേ ടൈമിൽ സർ നമ്മുടെ ആ ലാൻഡിൽ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടുത്തെ എയറിന്റെ ഡെൻസിറ്റി കുറഞ്ഞ് എന്ത് സംഭവിക്കും സർ? ഇതേപോലെ എയർ മുകളിലേക്ക് പോകും. അപ്പൊ സർ ആ ലാൻഡ് ഭാഗത്ത് സർ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ആ ഗ്യാപ്പിലേക്ക് നമ്മുടെ ഓഷ്യന്റെ മുകളിലുള്ള ഒരു ഗ്യാപ്പ്, ഒരു എയർ നോക്കും. ആ എയർ നോക്കും, അവിടെ ഒരു ഗ്യാപ്പല്ലേ കാണുന്ന തീപ്പൊരി, അതേടാ അങ്ങോട്ടേക്ക് പോകാം, ജിങ്കാലാല. അങ്ങനെ സീയിൽ നിന്നും ആ ഗ്യാപ്പിലേക്ക് ഒരു ബ്രീസ്, ഒരു കാറ്റ് വരുന്ന സീയിൽ നിന്നുമുള്ള ബ്രീസിനെ നമ്മൾ പറയുന്ന പേരാണ് സീ ബ്രീസ്. എന്നാൽ നൈറ്റ് സമയത്ത് സർ കടലിന്റെ മുകളിലുള്ള ആ എയറിനാണ് ചൂട് കൂടുതൽ. അത് സൂര്യൻ അവിടെ അസ്തമിച്ചോണ്ടല്ല, അത് വെറും ചളിയാണ് സർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ മുകളിലേക്ക് സർ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പിലേക്ക് ലാൻഡിൽ നിന്നും ഒരു ബ്രീസ് ഉണ്ടാവുന്നു. ആ ബ്രീസിനെ പറയുന്ന പേര് ലാൻഡ് ബ്രീസ്. സർ ഈ രണ്ട് ഫിനോമിനത്തിനെയും പറയുന്ന പേരാണ് സാറേ കൺവെക്ഷൻ. കൺവെക്ഷനും കണ്ടക്ഷനും റേഡിയേഷനും തമ്മിലുള്ള ഡിഫറൻസ് സാറേ ചോദിക്കുകയാണെങ്കിൽ അതാണ് വാട്ട് ആർ ദ ത്രീ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ? കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. സർ ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് സർ ഒരു ഡൗട്ടായി ചോദിക്കാം. സർ ഒരു മോളിക്യൂൾസിന്റെ എടാ മൂന്നും ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. മോളിക്യൂൾസ് സാറേ മൂവ്മെന്റ് ഇല്ല. മോളിക്യൂൾസ് മൂവ്മെന്റ് ഇല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സാറേ കണ്ടക്ഷൻ. എന്നാൽ സർ ഒരു മോളിക്യൂൾസ് മൂവ്മെന്റ് ഉണ്ട്. എടാ ഇവിടെ നോക്കിയേ, ആ സീ ബ്രീസും ലാൻഡ് ബ്രീസും ലാൻഡിൽ നിന്നുമാണ് ബ്രീസ് വരുന്നത്. മോളിക്യൂൾസ് സാറേ കടന്നു വരിക ചെയ്യുന്നത്. മോളിക്യൂൾസ് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ സർ അതിനെ നമ്മൾ പറയുന്ന പേരാണ് കൺവെക്ഷൻ. എന്നാൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ഫോം ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണെങ്കിൽ അവിടെ സാറേ ഒരു മീഡിയം നെസസറി ഇല്ല. മീഡിയം നോട്ട് നെസസറി ആണെങ്കിൽ എടാ സണ്ണിൽ നിന്നുമുള്ള അതൊക്കെ വരുന്ന അതിനെ നമ്മൾ പറയുന്ന പേരാണ് സർ വിച്ച് ഈസ് നോൺ ആസ് റേഡിയേഷൻ. എടാ കൺവെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, കണ്ടക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇടയ്ക്ക് ചോദിക്കും വാട്ട് ആർ ദ ടു ഡിഫറൻസസ് ഓഫ് കണ്ടക്ഷൻ, കൺവെക്ഷൻ? സർ കണ്ടക്ഷനിൽ മോളിക്യൂൾസ് മൂവ്മെന്റ് ഇല്ല, കൺവെക്ഷനിൽ മോളിക്യൂൾസ് മൂവ്മെന്റ് ഉണ്ട് സർ. എന്നാൽ രണ്ടിലും സാറേ മീഡിയം എന്താണ്? മീഡിയം നീഡഡ് സർ, മീഡിയം നീഡഡ് ആണ്. മീഡിയം ഇല്ലാതെ സർ കണ്ടക്ഷനിലും കൺവെക്ഷനിലും എടാ ശ്രദ്ധിക്കണം, കണ്ടക്ഷനിലും അതേപോലെ കൺവെക്ഷനിലും സാറേ എന്താ? മീഡിയം. എടാ മീഡിയം ഈസ് നെസസറി. ഞാൻ ഇവിടെ തന്നെ എഴുതാം എടാ, ഞാൻ ഇവിടെ തന്നെ എഴുതാം മീഡിയം നീഡഡ്. എടാ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സർ, മീഡിയം നീഡഡ്. എന്നാൽ മീഡിയം വേണ്ടാത്ത ഹീറ്റ് ട്രാൻസ്ഫറിനെ, മീഡിയം നോട്ട് നെസസറി ആയ ഹീറ്റ് ട്രാൻസ്ഫറിനെ പറയുന്ന പേരാണ് സാറേ റേഡിയേഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് എടാ ചോദ്യം വന്നിട്ടുണ്ട്, കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ചത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ. സർ കണ്ടക്ഷൻ മോളിക്യൂൾസ് ട്രാൻസ്ഫർ ഇല്ലാത്ത ഹീറ്റ് ട്രാൻസ്ഫർ, കണ്ടക്ഷൻ മോളിക്യൂൾസ് കൊളീഷൻ ട്രാൻസ്ഫർ ഉള്ള ഹീറ്റ് ട്രാൻസ്ഫർ. രണ്ടിനും മീഡിയം നിർബന്ധമാണ്. റൈറ്റ് എനി ടു ഫാക്ടേഴ്സ് ഓൺ വിച്ച് റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ ഓഫ് ആൻ അയൺ ബാർ ഡിപ്പെൻഡ്സ്. സർ അത് സ്വാഭാവികമായിട്ടും ഏരിയയും ലെങ്ത്തും അതേപോലെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അടുത്ത ചോദ്യത്തിന് എല്ലാവരും എന്റെ മക്കൾ ഉത്തരം പറഞ്ഞിടാം. അറ്റ് വാട്ട് ടെമ്പറേച്ചർ ഡു ദ സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ് സ്കെയിൽ ഹാസ് സെയിം ന്യൂമറിക്കൽ വാല്യൂ? സർ ആ ടെമ്പറേച്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് എത്രയാണ്? -40. സർ
സെറ്റ് ആക്കിയിട്ടുണ്ട് സാറേ, ഉഷാറാക്കിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, among various methods of heat transfer, എടാ which one is the fastest? സർ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്ര റേഡിയേഷൻ ആണ്. അടുത്ത്, there are three modes of heat transfer. The main mode of transmission of heat by which sun heats the sun is known as, ഏതാ, കണ്ടക്ഷൻ ആണോ അല്ല സാറേ, കൺവെക്ഷൻ ആണോ അല്ല സാറേ, നൺ ഓഫ് ദീസ് ആണെങ്കിൽ സി വായിക്ക് സാറേ, ഏതാ, റേഡിയേഷൻ ആണ്. എടാ ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്, ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി the occurrence of sea breeze based on the corresponding occurrence of the sea breeze based on the heat transfer. Sir, very 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 important sir. Last question ലേക്ക് പോകും sir. Identify two modes of heat transfer, A and B. Sir, A എന്നുള്ളത് അവിടെ തൊട്ടിട്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നത്, അതിനെ പറയുന്ന പേര് കണ്ടക്ഷൻ ആണ്. ബി എന്ന് വെച്ചാൽ സാർ വേവ്സ് വെച്ചിട്ടാണ്, അത് നമുക്ക് റേഡിയേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് കൺവെക്ഷൻ എന്ന് പറയാം. റൈറ്റ് എനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ത്രീ മോഡ്സ് സർ. കണ്ടക്ഷനും റേഡിയേഷനും തമ്മിലുള്ള സംഭവം സാറേ സിമ്പിൾ ആയിട്ട് അറിയാം. എടാ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എടാ ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ഒരു കൺസെപ്റ്റ് ഉണ്ട്, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഒരു ബോഡി, ഒരു ചൂടുള്ള ബോഡി ഒരു സെർട്ടൻ ടെമ്പറേച്ചറായ ഒരു ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയറിലേക്ക് വെക്കുകയാണെങ്കിൽ ആ ബോഡിയുടെ ടെമ്പറേച്ചർ T2 ഞാൻ വെച്ചിരിക്കുന്ന സറൗണ്ടിങ്സ് T1 ആണെങ്കിൽ ആ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഹീറ്റ് dQ/dt ഈസ് പ്രൊപ്പോർഷണൽ ടു ആ ബോഡിയുടെ ടെമ്പറേച്ചർ മൈനസ് ആ ബോഡി വെച്ചിരിക്കുന്ന സറൗണ്ടിങ്ങിന്റെ ടെമ്പറേച്ചറിന് ഈക്വൽ ആയിരിക്കും, സോറി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് T2 - T1. എടാ dq is proportional to T2 - T1. എടാ ദുൽഖർ സൽമാൻ അല്ല, dq is proportional to T2 - T1. അതിനെ പറയുന്ന പേരാണ് സർ വിച്ച് ഈസ് നോൺ ആസ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. എടാ അങ്ങനെയാവുമ്പോൾ ടൈമിനനുസരിച്ച് നമ്മുടെ ആ ചൂട് എങ്ങനെയൊക്കെ പോവാ, താഴേക്ക് പോവാ സാറേ. കറസ്പോണ്ടിങ് ഈ സാധനം മൊത്തം കഴിഞ്ഞിട്ടുണ്ട് സർ, ഇറ്റ്സ് ഡൺ. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, എന്റെ ബിറ്റ് ചെയ്ത മക്കൾക്ക് ബിറ്റ് ചെയ്താൻ വേണ്ടി പറഞ്ഞല്ല, എടാ ഈ ചാപ്റ്ററിൽ, കാരണം ഈ ചാപ്റ്ററാണ് പലർക്കും പ്രശ്നങ്ങൾ വരുന്നത് സർ. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, സീ ബ്രീസ്. സീ ബ്രീസും അതേപോലെ ലാൻഡ് ബ്രീസും മക്കളെ പഠിക്കാതെ പോവരുത്. രണ്ടാമത്തത് സാറേ, ദ ഫ്രീസിങ് ഓഫ് ലേക്ക്. ഫ്രീസിങ് ഓഫ് ലേക്ക് എന്ന് മക്കൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഏത് പ്രോപ്പർട്ടിയാണ്? ദ അനാമുലസ് എക്സ്പാൻഷൻ ഓഫ് എന്ത് പറയാൻ പറ്റും, വാട്ടർ. സർ അടുത്തത് മൂന്നാമത്തത്, ത്രീ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിലെ കണ്ടക്ഷനോ കൺവെക്ഷനോ റേഡിയേഷനോ ചോദിക്കാം. ആൻഡ് നാലാമത്തത്, ആൽഫ ബീറ്റ ഗാമ റിലേഷനോ അതേപോലെ തന്നെ ഡിറൈവേഷനോ. എടാ ഡിറൈവേഷൻ തൽക്കാലം ക്വസ്റ്റ്യൻ ഉണ്ടാവും, തൽക്കാലം അങ്ങനെ പഠിച്ചോ, കാരണം ഡിറൈവേഷൻ കുറച്ച് വലിയ ഡിറൈവേഷൻ ഇപ്പം പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ റിലേഷനും സാറേ അതേപോലെ ഡിറൈവേഷൻ, റിലേഷൻ എന്തായാലും സാറേ 1:2:3 സാറേ അത് പഠിച്ചു കഴിഞ്ഞാൽ സാർ ഈ ചാപ്റ്ററിലെ ബാക്കിയുള്ളത് പഠിക്കണ്ട എന്നല്ല, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഈ മൂന്ന് കാര്യങ്ങൾ വിട്ടിട്ട് നിങ്ങൾ പോവരുത് സാർ. അങ്ങനെയാണെങ്കിൽ എടാ ഉഷാറോസ്കി ആണെങ്കിൽ എൻ്റെ മക്കൾ കമന്റ് ചെയ്ത് സാറേ, അയ്യോ തെർമൽ എടാ തെർമോഡൈനാമിക്സ് ഇവിടെ ഇല്ല, അല്ല ഞാൻ റിൻഷാൻ അയച്ചു കൊടുത്താണ്. ഗ്രാവിറ്റേഷൻ ടുഡേ അല്ല, കമ്പൈൻഡ് WP മാരത്തോൺ. ഒന്ന് സീക്കെ നമ്മളെ മുത്തനെ വിളിക്കോട്ടെ. ലുക്മാനെ സോളിഡ്സ് പറഞ്ഞു. അങ്ങനെ അപ്പൊ ലാസ്റ്റ് വേണ്ടവർക്ക് തെർമോഡൈനാമിക്സ് വേണ്ടവർ എല്ലാവർക്കും ഇല്ലല്ലോ, സോളിഡ്സ് എല്ലാവർക്കും ഉണ്ടല്ലോ. സോളിഡ്സ് കഴിഞ്ഞിട്ട് നമുക്ക് തെർമോഡൈനാമിക്സ് കൂടി പറയാം കേട്ടോ. റെഡി. അപ്പൊ തെർമോഡൈനാമിക്സ് വേണ്ടവർക്ക് തെർമോഡൈനാമിക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും എല്ലാവരും. ഏതിലടാ അല്ല ഇത് കഴിഞ്ഞിട്ട് മതി, ഇതിലാള് ഡോക്യുമെന്റ് എടുക്കല്ലേ. യെസ്, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. വളരെ ക്വിക്ക് ആയിട്ട് റിവൈസ് ചെയ്യാം. സോളിഡ്സ് മക്കളെ, സോളിഡ്സ് പിടിച്ചോ. സോളിഡ്സ് 3 മാർക്ക് ഓർ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് വെച്ചാൽ എബിലിറ്റി ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത്, വോളിയം, ഷേപ്പ് ഒക്കെ റീഗെയിൻ ചെയ്യാനുള്ള എബിലിറ്റി വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. അതിന്റെ എക്സാമ്പിൾസ് എന്താണ്? ഇലാസ്റ്റിക് മെറ്റീരിയൽസിന്റെ എക്സാമ്പിൾസ് റബ്ബർ, ഗം, സ്റ്റീൽ ഒക്കെ. ഇനി ഇലാസ്റ്റിസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പ്ലാസ്റ്റിസിറ്റി, അതായത് ഇനബിലിറ്റി ആണ്, റീഗെയിൻ ചെയ്യാനുള്ള ഇനബിലിറ്റിന്റെ പേരാണ് പ്ലാസ്റ്റിസിറ്റി. അങ്ങനെയുള്ള ബോഡീസിനെ വിളിക്കുന്ന ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ. അതിന്റെ എക്സാമ്പിൾ വാക്സ്, പുട്ടി, ക്ലേ, ഡോ ഒക്കെ എക്സാമ്പിൾ എഴുതാൻ പറ്റും കേട്ടോ. നമ്മളെ അടുത്ത സ്ട്രെസ് എന്താണെന്ന് വെച്ചാൽ മക്കളെ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നേരെ എഴുതാം റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ എന്ന് എഴുതുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ല രീതി റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ അങ്ങനെ തന്നെ എഴുതണേ. ഡെഫിനിഷൻ ചോദിച്ചാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് എഴുതിയാൽ ശരിയോ. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് എഴുതിയാൽ മാർക്ക് തരും, പക്ഷേ ശരിയല്ല, അത്ര ശരിയല്ല. ആൻഡ് ഇക്വേഷൻ ഫോഴ്സ് ബൈ ഏരിയ എന്ന് തന്നെ എഴുതിയാൽ മതി. ആൻഡ് യൂണിറ്റ് എന്താ? ഫോഴ്സിന്റെ ന്യൂട്ടൺ ആണ്, ഏരിയന്റെ എന്താ? മീറ്റർ സ്ക്വയർ ആണ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇയാളെ വേറെ യൂണിറ്റ് ഉണ്ട് പാസ്കൽ എന്നും ഇയാൾ എഴുതാറുണ്ട് കേട്ടോ. പാസ്കൽ
പി എന്നും ചില കണ്ടീഷനിൽ പറയാറുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പറയാം. അടുത്ത സ്ട്രെസ്സിന്റെ അതേ ഡയമെൻഷനുള്ള സെയിം ക്വാണ്ടിറ്റി ഏതാ? പ്രഷറാണ്. സ്ട്രെസ്സിനും പ്രഷറിനും സെയിം ക്വാണ്ടിറ്റി, സ്ട്രെസ്സിനും പ്രഷറിനും സെയിം ക്വാണ്ടിറ്റി M/1 L/-1 T/-2. ഇനി സ്ട്രെയിൻ എന്താണെന്ന് വെച്ചാൽ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ, ഡയമെൻഷനിലെ ഫ്രാക്ഷണൽ ചേഞ്ചാണ്. അപ്പോൾ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആയിരിക്കും സ്ട്രെയിൻ്റെ ഇത്. യൂണിറ്റ് എന്താ? നോ യൂണിറ്റ്. ഇയാൾക്ക് യൂണിറ്റ് ഉണ്ടോ? നോ യൂണിറ്റ്. ഇയാൾക്ക് യൂണിറ്റ് ഇല്ല, യൂണിറ്റ്ലെസ് ആണ്. അടുത്ത ടൈപ്സ് ഓഫ് സ്ട്രെസ്സും സ്ട്രെയിനും 3 തരം സ്ട്രെസ് ഉണ്ട് മക്കളെ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ഷിയറിംഗ് സ്ട്രെയിൻ, വോളിയം സ്ട്രെയിൻ. 3 തരം സ്ട്രെസ് ഉണ്ട്, 3 തരം സ്ട്രെയിൻ. പേരുകളൊക്കെ സെയിം അല്ലേ? റെഡി. ഇനി ഷിയറിംഗ് സ്ട്രെസ്സിന്റെ വേറെ പേരാണ് ടാൻജൻഷ്യൽ. അങ്ങനെ തന്നെ പഠിക്കട്ടോ. ഷിയറിംഗ് സ്ട്രെസ്സിന്റെ വേറെ പേരാണ് ടാൻജൻഷ്യൽ. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്താണെന്ന് വെച്ചാൽ ഒരാളെ ലെങ്ത് കൂടുക, ഒരാളെ ലെങ്ത് ചേഞ്ച് ചെയ്യും. അങ്ങനെ പിടിച്ച് വലിച്ചു, ഇയാളെ പിടിച്ച് വലിച്ചു, അപ്പോൾ ഇയാളെ ലെങ്ത് ചേഞ്ച് ചെയ്തു. ലെങ്ത് ചേഞ്ച് എൽ ലെങ്ത് ഉള്ള ആളെ ഇപ്പം ഡെൽറ്റ എൽ ലെങ്ത് കൂടിയ ലെങ്ത് ആണ് ഡെൽറ്റ എൽ. അപ്പോൾ ലെങ്ത് കൂടി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സിന്റെ പേര് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആണ്. ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഈസ് ഇക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഈസ് ഇക്വൽ ടു ഏത് സ്ട്രെസ് ഈസ് ഇക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിന് പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നുമില്ല, ഫോഴ്സ് ബൈ ഏരിയ. ആൻഡ് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്താണെന്ന് വെച്ചാലോ, ഇവിടെ കൂടിയ ഡയമെൻഷൻ ഏതാ? ചേഞ്ച് ചെയ്ത ഡയമെൻഷൻ ഏതാ? ഡെൽറ്റ എൽ ബൈ ഒറിജിനൽ ഡയമെൻഷൻ, ഡെൽറ്റ എൽ ബൈ എൽ. അതായിരിക്കും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. റെഡി. ആൻഡ് ഒരു കാര്യം കൂടി നിങ്ങളോട് പ്രത്യേകം പറയാണ്, ഇയാളെ നമുക്ക് 2 കേസിൽ കൂടി പറയാറുണ്ട്. അയ്യോ ഒരു മിനിറ്റ്. യെസ്, ഇതിലൊരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിക്കുക. ലോഞ്ചിറ്റ്യൂഡലിനെ നമുക്ക് എന്ത് വിളിക്കാറുണ്ട്? 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് ലെങ്ത് കൂടുന്ന പോസിബിലിറ്റി, ലെങ്ത് ചേഞ്ച് ചെയ്യാന്നല്ല ഉദ്ദേശിച്ചുള്ളൂ. മറ്റേതേതാ? ലെങ്ത് കുറയുന്ന പോസിബിലിറ്റി. ലെങ്ത് കൂടുകയാണെങ്കിൽ എടാ മക്കളെ, ലെങ്ത് കൂടുന്ന കേസ് ആണെങ്കിൽ ടെൻസൈൽ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ലെങ്ത് കുറയുന്ന കേസ് ആണെങ്കിൽ കംപ്രസീവ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാറുണ്ട്, ഓർത്ത് വെക്കുക. സോ ടെൻസൈൽ എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിന് പകരം ടെൻസൈൽ എന്നാണെങ്കിൽ ലെങ്ത് കൂടുകയാണ്, കംപ്രസീവ് എന്ന് പറഞ്ഞാൽ ലെങ്ത് കുറയാണ്. സോ ജനറലി അങ്ങനെ പറയാറുണ്ട്. അടുത്ത എന്താ? ടാൻജൻഷ്യൽ സ്ട്രെസ് എന്നാണ് മക്കളെ. ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരാളെ ഷേപ്പ് മാറി വിത്തൗട്ട് ചേഞ്ച് ഇൻ വോളിയം. അപ്പോൾ വോളിയം മാറാതെ ഷേപ്പ് മാറിക്കഴിഞ്ഞാൽ അതാണ് ടാൻജൻഷ്യൽ സ്ട്രെസ്. ടാൻജൻഷ്യൽ സ്ട്രെസ്സിന്റെ വേറെ പേരെന്താ? ഇയാളെ വേറെ എന്താ? ഷിയറിംഗ് എന്നും പറയും കേട്ടോ. ഷിയറിംഗ് എന്നും ഇയാളെ വിളിപ്പേരുണ്ട്, 2 പേരുകളുണ്ടെന്നുള്ളൂ. അപ്പോൾ നോക്ക്, ഇയാൾ ഇങ്ങനെയുള്ള ആൾ എന്ത് ചെയ്തു? ഒന്ന് ചെരിഞ്ഞതാ, ഇങ്ങനെ ആയിപ്പോയി അല്ലെ, ഇങ്ങനെ ഒന്നായിപ്പോയി. അതാണ് പരിപാടി. അപ്പോൾ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ ഫോഴ്സ് ബൈ ഏരിയ, ഇവിടെ അപ്ലൈ ചെയ്ത ഏരിയ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ക്രോസ് സെക്ഷനിലെ ഏരിയ. അതാണ് പരിപാടി. ടാൻജൻഷ്യൽ സ്ട്രെസ്സിൽ ഫോഴ്സ് ബൈ ഏരിയ. പ്രോബ്ലം വരുമോ എന്നല്ല, നമുക്ക് നോക്കാം. റെഡി. സ്ട്രെയിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ, മാറാത്ത ഏതാ? ലെങ്ത്, ഡെൽറ്റ എക്സ് ബൈ എൽ ആണ് നമ്മൾ എഴുതുന്നത്. ആൻഡ് അതിന് നമുക്ക് തീറ്റ റേഡിയനിൽ എഴുതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ടാൻജൻഷ്യൽ സ്ട്രെസ് ഈസ് ഇക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ എൽ ഓർ തീറ്റ എന്ന് എഴുതാം. ഇയാളെ കേസ് 2 ഇക്വേഷൻസ് ഉണ്ടോ. ഇനി വോളിയം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിക്വിഡിൽ ഒരു സ്പെറിക്കൽ ആയുള്ള ഒബ്ജക്ട്സ്, ഏത് ഒബ്ജക്ട്സിന് ഇട്ടാലും അതിന്റെ എല്ലാ സൈഡിൽ ഈക്വൽ ആയുള്ള പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ അത് കാരണം ഇയാളുടെ വോളിയം ചേഞ്ച് ആവും, പക്ഷേ ഷേപ്പ് ചേഞ്ച് ആവില്ല. ഈക്വൽ ആയിട്ട് പ്രഷർ വരുമ്പോൾ ഷേപ്പ് ചേഞ്ച് ആവില്ല, പക്ഷേ വോളിയം കുറയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വോളിയം സ്ട്രെസ്സിന് പറയും, വോളിയം സ്ട്രെസ്സിന് ഫോഴ്സ് ബൈ ഏരിയ. ഇയാളെ കേസിൽ മാത്രം ഫോഴ്സ് ബൈ ഏരിയനെ ഡെൽറ്റ പി ഓർ പി എന്ന് എഴുതിയാലും ഓക്കെയാണ്. ഡെൽറ്റ പി ഓർ പി എന്ന് എഴുതിയാലും ഓക്കെയാണ്. ഇനി സ്ട്രെയിൻ എന്താ? അവിടെ ചേഞ്ച് ചെയ്ത വോളിയം ഡെൽറ്റ വി ബൈ വി. ആൻഡ് വോളിയം കുറയുന്നത് കാണിക്കാൻ വേണ്ടി മൈനസ് കൊടുക്കുന്നു. സെറ്റ് അല്ലേ? ഇക്വേഷൻ സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്താണ് ഹൂക്സ് ലോ പറയുന്നത് സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഒരു പരിധി വരെ കേട്ടോ. ആ പരിധിന്റെ പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. സോ വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ ഗ്രാഫ് വരച്ചാൽ ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിൽ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നവരാണെങ്കിൽ സ്ട്രേറ്റ് ലൈൻ, ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നില്ലെങ്കിൽ വളവും തിരിവൊക്കെ ഉണ്ടാവും കേട്ടോ. സെറ്റ്. അപ്പോൾ സ്ട്രെസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു സ്ട്രെയിൻ എന്ന് എഴുതാൻ പറ്റും. ആ കോൺസ്റ്റന്റിനെ എങ്ങനെ എഴുതാൻ പറ്റും? സ്ട്രെയിൻ എങ്ങോട്ട് കൊണ്ടുവന്നാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഒരു കോൺസ്റ്റന്റ് ആണ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്താണ് മക്കളെ? ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സോ വാട്ട് ഈസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു ദ സ്ട്രെയിൻ. മക്കളെ സ്ട്രെസ്സിനെയും സ്ട്രെയിനെയും റേഷ്യോ എടുത്താൽ സ്ട്രെസ് ടു ദ സ്ട്രെയിൻ ആണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അതിന്റെ യൂണിറ്റ്, സ്ട്രെസ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ സ്ട്രെയിൻ്റെ യൂണിറ്റ് 1. സോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും ഇയാളുടെ യൂണിറ്റ്. സ്ട്രെയിൻ യൂണിറ്റ് ഇല്ല. അപ്പോൾ സ്ട്രെസ്സിന്റെ സെയിം യൂണിറ്റ് ആയിരിക്കും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സോ എവിടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നാലും സ്ട്രെസ് ബൈ സ്ട്രെയിൻ. എത്ര തരം സ്ട്രെസ്? 3 തരം. എത്ര തരം സ്ട്രെയിൻ? 3 തരം. അപ്പോൾ എത്ര തരം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി? 3 തരം. സോ യങ്സ് മോഡുലസ്, ഷിയർ മോഡുലസിന്റെ വേറെ പേരാണ് റിജിഡിറ്റി മോഡുലസ്, ബൾക്ക് മോഡുലസ്. 3 മോഡുലസ് ഉണ്ടാവും. സോ ഒന്നാം തരം മോഡുലസ് ഏതാ? യങ്സ് മോഡുലസ്. അതെങ്ങനെ കാണാം? ഒന്നാമത് പഠിച്ച സ്ട്രെസ് ഏതാ? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. അതിന് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ വാട്ട് ഈസ് യങ്സ് മോഡുലസ്? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ബൈ ഏരിയ.
വരിക. ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ്റെ ഇക്വേഷൻ എന്താ ഡെൽറ്റ എൽ ബൈ പഠിച്ചതല്ലേ. അപ്പോൾ ഈ എല്ല് മുകളിലോട്ടും എ താഴോട്ട് വരും. യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു എഫ് എൽ ബൈ എ ഡെൽറ്റ എൽ. ഇക്വേഷൻ പഠിക്കുക, ഡെഫിനിഷൻ പഠിക്കുക. വാട്ട് ഈസ് യങ്സ് മോഡുലസ് എന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ, യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി രണ്ടാമത്തെ തരം സ്ട്രെയിൻ്റെ പേര് ഷിയർ മോഡുലസ് ഓർ റിജിഡിറ്റി മോഡുലസ്. രണ്ട് പേരുണ്ട്, ഷിയർ മോഡുലസ് ഓർ റിജിഡിറ്റി മോഡുലസ്, രണ്ടും ഓക്കെയാണ്. ജി എന്നാണ് സിമ്പൽ. അപ്പോൾ ഷിയറിംഗ് സ്ട്രെസ് ടു ഷിയറിംഗ് സ്ട്രെയിൻ. സോ വാട്ട് ഈസ് റിജിഡിറ്റി മോഡുലസ്? ഇയാളെ വേറെ പേര് എന്താ? ഷിയർ എന്നും പറയും കേട്ടോ, ഷിയർ മോഡുലസ് എന്നും പറയും. ഷിയറിംഗ് സ്ട്രെസ് ടു ഷിയറിംഗ് സ്ട്രെയിൻ ഓർ ടാൻജൻഷ്യൽ സ്ട്രെസ് ടു ടാൻജൻഷ്യൽ സ്ട്രെയിൻ എന്നൊക്കെ പറയാം, പല പേരുകൾ പറയാറുണ്ടെന്നു കേട്ടോ. അപ്പോൾ shearing stress or tangent stress indication force by area by tangential strain indication delta x by L. ഓക്കെ അല്ലേ? ഓർ ഇയാളെ വേണമെങ്കിൽ എഫ് ബൈ എ ബൈ തീറ്റ എന്ന് എഴുതാം. ഇയാളെ റീഅറേഞ്ച് ചെയ്താൽ എഫ് എൽ ബൈ എ ഡെൽറ്റ എക്സ് എന്ന് എഴുതാം, എഫ് ബൈ എ തീറ്റ. രണ്ട് ഇക്വേഷൻസ് ഉണ്ട് ഇയാളെ കേസിൽ, രണ്ടും ഓക്കെയാണ്. റിജിഡിറ്റി മോഡുലസ് ഓർ ഷിയർ മോഡുലസ്. ഇനി മൂന്നാം തരം സ്ട്രെസ്സിന്റെ പേര് ബൾക്ക് മോഡുലസ്. സോറി, മൂന്നാം തരം മോഡുലസ് ഓഫ് ഇലാസ്റ്റിന്റെ പേര് ബൾക്ക് മോഡുലസ്. മൂന്നാം തരം സ്ട്രെസ് പഠിച്ച വോളിയം സ്ട്രെസ്, അതിനെ മൂന്നാം തരം സ്ട്രെയിൻ വോളിയം സ്ട്രെയിനോട് ഡിവൈഡ് ചെയ്താൽ ബൾക്ക് മോഡുലസ് ഉണ്ട്. ക്യാപിറ്റൽ ബി ആണ് സിമ്പൽ. സോ വാട്ട് ഈസ് ബൾക്ക് മോഡുലസ്? റേഷ്യോ ഓഫ് വോളിയം സ്ട്രെസ് ടു വോളിയം സ്ട്രെയിൻ. വോളിയം സ്ട്രെസ്സിന് നമ്മൾ ഡെൽറ്റ പി എന്ന് എഴുതിയത്, വോളിയം സ്ട്രെയിന് മൈനസ് ഡെൽറ്റ വി ബൈ വി എന്ന് എഴുതി. റെഡി. ഇത് റീഅറേഞ്ച് ചെയ്താൽ ഡെൽറ്റ പി വി ഡിവൈഡ് ബൈ ഡെൽറ്റ വി എന്ന് മൈനസ് ഉദ്ദേശിക്കുന്നത് വോളിയം ഡിഗ്രീസ് ചെയ്യുന്ന. സെറ്റ് അല്ലേ? സെറ്റായ ഒരു ഗ്രീൻ ടിക്കറ്റോ, സെറ്റായ ഒരു ഗ്രീൻ ടിക്കറ്റോ. വേഗം. ലാസ്റ്റ് കംപ്രസിബിലിറ്റി. മക്കളെ കംപ്രസിബിലിറ്റി എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കൽ, ബൾക്ക് മോഡുലസിനെ പഠിച്ച് ഇൻവേഴ്സ് എടുത്താൽ, ഇൻവേഴ്സ് അല്ല റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് കംപ്രസിബിലിറ്റി കിട്ടും. സോ കംപ്രസിബിലിറ്റി സി എന്ന് എഴുതാറുണ്ട്, കെ എന്ന് എഴുതാറുണ്ട്, 1/b എന്നാണ്. യൂണിറ്റ് എന്തായിരിക്കും? 1 ന്യൂട്ടൺ മീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും, ന്യൂട്ടൺ ഇൻവേഴ്സ് മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഒരു കാര്യം കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക, കംപ്രസിബിലിറ്റിൻ്റെ കേസിൽ ഗ്യാസ് ഗ്രേറ്റർ ദാൻ ലിക്വിഡ് ഗ്രേറ്റർ ദാൻ സോളിഡ് ആയിരിക്കും. അപ്പോൾ കംപ്രസിബിലിറ്റിൻ്റെ കേസിൽ ഇങ്ങനെ ആയിരിക്കും അറിയുന്നത്. ഗ്യാസിനാണ് കംപ്രസിബിലിറ്റി, ഗ്യാസിനല്ലേ കൂടുതൽ കംപ്രസ് ചെയ്യാൻ പറ്റുക. ഇനി ബൾക്ക് മോഡുലസിൻ്റെ കേസിൽ ബൾക്ക് മോഡുലസ് ഓഫ് ഗ്യാസ് ലെസ് ദാൻ ബൾക്ക് മോഡുലസ് ഓഫ് ലിക്വിഡ് ലെസ് ദാൻ ബൾക്ക് മോഡുലസ് ഓഫ് സോളിഡ്. ഇതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ, അതൊന്ന് ഓർത്ത് വെക്കാം. കംപ്രസിബിലിറ്റി ഏറ്റവും കൂടുതലായിരിക്കും ഗ്യാസ്, അതിൻ്റെ റെസിപ്രോക്കലാണ് ബൾക്ക് മോഡുലസ്. അപ്പോൾ കംപ്രസിബിലിറ്റി കൂടുതലുള്ള ഗ്യാസിന്, കംപ്രസിബിലിറ്റി ഏറ്റവും കുറവുള്ള ഗ്യാസിന്, കംപ്രസിബിലിറ്റി ഏറ്റവും കുറവുള്ളത് സോളിഡ്സിന്, ഏറ്റവും കൂടുതൽ ബൾക്ക് മോഡുലസ് ഉള്ളത് സോളിഡ്സിന്. ഒന്ന് പഠിച്ചു കേട്ടോ. ഇനി റിജിഡ് ബോഡിക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഒക്കെ ഇൻഫിനിറ്റി, വളരെ കൂടുതൽ. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡ് മോഡുലസ് ഒക്കെ എന്താണ്? റിജിഡ് ബോഡിനെ സംബന്ധിച്ചുള്ള ഇൻഫിനിറ്റി ആണ്. ഇനി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി ആണെങ്കിലും യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡ് മോഡുലസ് എന്താണ്? ഇൻഫിനിറ്റി ആണ്. പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ആണെങ്കിൽ യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡ് മോഡുലസ് ഒക്കെ 0 ആണ്. പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ആണെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 0 ആണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെങ്കിൽ ഇൻഫിനിറ്റി, വെരി ലാർജ് ആണ്. എൻ്റെ സ്റ്റീൽ ആണോ റബ്ബർ ആണോ കൂടുതൽ ഇലാസ്റ്റിക്? ഡെഫിനറ്റ്ലി സ്റ്റീൽ ആണ്. സ്റ്റീലിലെ യങ്സ് മോഡുലസ് ഗ്രേറ്റർ ദാൻ റബ്ബർ. ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. സ്റ്റീലിലെ യങ്സ് മോഡുലസ് ഗ്രേറ്റർ ദാൻ റബ്ബർ ആണ്. അതായത് ഫോർ ഒരു സെയിം സ്ട്രെസ്, രണ്ടുപേർക്കും സെയിം സ്ട്രെസ്സിനാണെങ്കിൽ സ്ട്രെയിൻ ആർക്ക് കുറവായിരിക്കും? സ്റ്റീലിനായിരിക്കും കുറവ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. അതിന് എന്തുകൊണ്ടാണ് അയണിനേക്കാൾ കൂടുതൽ നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്തും ക്രെയിൻ്റെ റോപ്പ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമ്മൾ സ്റ്റീൽ പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ സെയിം റീസൺ. യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഗ്രേറ്റർ ദാൻ യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ ആണ്. ബേസിക്കലി അയാളുടെ ബ്രേക്കിംഗ് സ്ട്രെസ് അങ്ങനെ തന്നെ പറയാം കേട്ടോ. അയാളുടെ ഒരു ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. എന്താ പറയുക? ബ്രേക്കിംഗ് സ്ട്രെസ് കൂടുതലായിരിക്കും ആർക്ക്? ബ്രേക്കിംഗ് സ്ട്രെസ് കൂടുതലായിരിക്കും ആർക്ക്? സ്റ്റീലിന് കേട്ടോ. ഇനി അടുത്ത്, എന്തുകൊണ്ടാണ് ക്രെയിനിൻ്റെ റോപ്പുകൾ ഇതേപോലെ ബ്രെയ്ഡ് ഇട്ട് ഇതേപോലെ നാരുകളാക്കുന്ന? ഫ്ലെക്സിബിലിറ്റി കൂട്ടാനാണ് കേട്ടോ. ഒറ്റ ഒന്നും ഉണ്ടാക്കുന്നതുകൊണ്ട് പകരം ചെറുത് ഒരുപാട് കൂട്ടിച്ചേർക്കുക, ഫ്ലെക്സിബിലിറ്റി കൂട്ടാനാണ്. ഇനി ഇതിൽ ഗ്രാഫിൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടെൻസൈൽ മെറ്റീരിയലിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഈ ഭാഗത്ത് സ്ട്രെയിറ്റ് ലൈനുള്ള ഭാഗത്ത് ഹൂക്സ് ലോ ഒബേ ചെയ്യും. അപ്പോൾ എ വരെയാണ് ഹൂക്സ് ലോ ഒബേ. സ്ട്രെയിറ്റ് ലൈൻ ആകേണ്ടി സ്ട്രെയിറ്റ് ലൈൻ അല്ലോ. അപ്പോൾ എൻ്റെ പേര് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. ഇനി ബി എന്ന് പറഞ്ഞാൽ അതുവരെ ഇയാളെ എലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ ഇതുവരെ ഏത് മുതൽ? O മുതൽ B വരെ മൂപ്പരെന്താണ്? എലാസ്റ്റിക് ആണ് കേട്ടോ. O മുതൽ B വരെ മൂപ്പരെന്താണ്? എലാസ്റ്റിക് ആണ്. അപ്പോൾ OB എന്ന് പറഞ്ഞ റീജിയൻ മൂപ്പര് എലാസ്റ്റിക് ആണ്. OB എന്ന് പറഞ്ഞത് ഇലാസ്റ്റിക് ആണ്. സെറ്റ് അല്ലേ? അപ്പോൾ BE എന്ന് പറഞ്ഞാലോ? BE എന്ന് പറഞ്ഞ റീജിയൻ പ്ലാസ്റ്റിക് ആണ്. BE മീൻസ് പ്ലാസ്റ്റിക്. ഇത് ആലോചിച്ച് വെച്ചോ കേട്ടോ. റെഡി. ഇനി ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതിനെ SY എന്നാണ് വിളിക്കുക. SYൻ്റെ പേര് yielding stress എന്നാണ് വിളിക്കുക കേട്ടോ. yielding stress എന്നാണ് വിളിക്കുക. റെഡി അല്ലേ? ഇനി ബിക്ക് വേറെ പേരുണ്ട്. ബീൻ്റെ പേരല്ല yielding stress. ബിക്ക് കറസ്പോണ്ടിങ് ആയി ഇവിടെ SYൻ്റെ വാല്യൂയാണ് yielding stress. ഇനി ബി കണ്ടില്ലേ? ഈ ബി എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് വരേക്ക് ഇലാസ്റ്റിക്, അതുകൊണ്ട് ബീൻ്റെ പേര് ഇലാസ്റ്റിക് ലിമിറ്റ് ഓർ yield പോയിന്റ് എന്നും പറയും. റെഡി. പിന്നെ സീനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല.
പിന്നെ മൂപ്പര് ഇങ്ങനെ പോയി. പിന്നെ മാക്സിമം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ്സിൻ്റെ പേരാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ്. ആ സ്ട്രെസ് പോയിന്റിൽ വിളിക്കുന്ന സ്ട്രെസ് പോയിന്റ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും. അതിന് SU എന്ന് വിളിക്കും. SU അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് വിളിക്കുക കേട്ടോ. റെഡി? കുറച്ച് പേരുകളാണ്. ഇതിൻ്റെ പേര് ഫ്രാക്ചർ പോയിന്റ്. ഇനി ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ B കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ വരാൻ പറ്റുമോ? ഇങ്ങനെ വരാൻ പറ്റില്ല. അപ്പോൾ തിരിച്ചു വരുമ്പോൾ Cന്ന് ഇങ്ങനെ വഴി തെറ്റി വരും. Cന്ന് പിന്നെ ഇങ്ങനെ വരിക, Cന്ന് ഇങ്ങനെ വരിക. അപ്പോൾ ഇവിടെ എത്തിപ്പോയി. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ ഈ OO ഡാഷ് എന്ന് പറഞ്ഞാൽ, OO ഡാഷ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് സെറ്റ്. കുറച്ച് പേരുകളാണ് കേട്ടോ. സെറ്റ് അല്ലേ? ഇത് പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഗ്രാഫിന്റെ ഷേപ്പ് ഓർത്ത് വെക്കുക, പേരുകൾ ഓർത്ത് വെക്കുക. E എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോയി. ഇനി അതിൽ നിന്നുള്ള സ്ഥിരമായുള്ള വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിനെങ്ങനെ ഇലാസ്റ്റിസിറ്റി കണ്ടെത്തുക? എടാ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ആയിരിക്കും ഇവിടെ കേട്ടോ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ആയിരിക്കും. അപ്പോൾ സ്ലോപ്പ് കണ്ടാൽ ഏറ്റവും കൂടുതൽ സ്ലോപ്പ് ഉള്ളവർക്ക് യങ്സ് മോഡുലസ് കൂടും. ഓക്കെ അല്ലേ? ബേസിക്കലി ഇത്രേ ഉള്ളൂ. സ്ലോപ്പ് ഈസിക്കൽ ടു യങ്സ് മോഡുലസ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന്റെ സ്ലോപ്പ് യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസ് കൂടുന്തോറും, അതായത് സ്ലോപ്പ് കൂടുന്തോറും യങ്സ് മോഡുലസ് കൂടും. യങ്സ് മോഡുലസ് കൂടുന്തോറും ഇലാസ്റ്റിസിറ്റി കൂടും. അപ്പോൾ എങ്ങനെ കൂടുതൽ ഇലാസ്റ്റിക് കണ്ടെത്തുക? കൂടുതൽ ചെരിവുള്ള A ആണ്. കൂടുതൽ ചെരിവുള്ളത് A ആണ്. ഇനി എങ്ങനെ ഡക്ടൈലും ബ്രിട്ടിലും കണ്ടെത്തുക എന്ന് വെച്ചാൽ BE നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറഞ്ഞാൽ BE ആണ്. ഈ BE കൂടുതലുണ്ടെങ്കിൽ, ഡക്ടൈൽ പെട്ടെന്ന് പൊട്ടിപ്പോകില്ല. ഇനി ഈ BE കുറവാണ്, ഇവിടുത്തെ ഈ കേസിൽ നമുക്ക്, ഈ കേസിൽ BE കുറവാണ്, അപ്പോൾ ബ്രിട്ടിലാണ് കേട്ടോ. സോ ഡക്ടൈൽ ആണെന്ന് വെച്ചാൽ ഈ BE റീജിയൻ, പ്ലാസ്റ്റിക് റീജിയൻ കൂടുതലുള്ള ആൾ ഡക്ടൈലാണ്, ഇത് കുറവുള്ള ആൾ ബ്രിട്ടിലാണ് കേട്ടോ. സെറ്റാണ്. അടുത്ത ഇലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സ്ട്രെസ്സിന്, റബ്ബർ ബാൻഡ് ഒക്കെ കുറച്ച് വലിച്ചാൽ ഒരുപാട് വരും അല്ലേ? കുറച്ചിങ്ങനെ വലിച്ചാൽ ഒരുപാട് വലിയൂലേ? അപ്പോൾ സ്മോൾ സ്ട്രെസ്സിന് ലാർജ് സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇലാസ്റ്റോമേഴ്സ്. സ്മോൾ സ്ട്രെസ്സിന് ലാർജ് സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇലാസ്റ്റോമേഴ്സ്. അതിന്റെ 2 എക്സാമ്പിൾസ് പഠിക്കുക. റബ്ബർ, അയോട്ട. ഇവർ എന്ത് ചെയ്യുന്നില്ല? ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നില്ല. സോ ദി സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ഹൂക്സ് ലോ ഇവർ ഒബേ ചെയ്യില്ല കേട്ടോ. ഇവരുടെ ഗ്രാഫ്, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഇലാസ്റ്റോമേഴ്സിന്റെ കേസിൽ ഇങ്ങനെയാണ്. സ്ട്രേറ്റ് ലൈൻ വരിക? ഒരിക്കലും സ്ട്രേറ്റ് ലൈൻ വരില്ല കേട്ടോ. ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നില്ല, അവർ സ്ട്രേറ്റ് ലൈൻ വരില്ല, ഇങ്ങനെ ആയിരിക്കും വരിക. ഇനി എന്തുകൊണ്ടാണ് ബ്രിഡ്ജസും ബിൽഡിംഗ് ഒക്കെ ഒരുപാട് കാലത്തിന് ശേഷം അൺസേഫ് ആവുന്നത്? ഡ്യൂ ടു ഇലാസ്റ്റിക് ഫെറ്റിക്. ബേസിക്കലി ഇലാസ്റ്റിസിറ്റി കുറയുന്നുണ്ട്, അപ്പോൾ പൊട്ടാനുള്ള ചാൻസ് കൂടും. ആൻഡ് പോസോൺ റേഷ്യോ പറയുന്നില്ല. പോസോൺ റേഷ്യോ മുമ്പത്തെ റേഷ്യോ പറഞ്ഞിട്ട്. ബക്ലിംഗ് എന്താണെന്ന് വെച്ചാൽ ഒരു ബീം എന്ത് ചെയ്യും? മോളിൽ നിന്ന് ഇങ്ങനെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് സൈഡ് വൈസ് ഇങ്ങനെ ബെൻഡ് ആയി പോകും. ഇങ്ങനെ സൈഡ് വൈസ് ബെൻഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് ബക്ലിംഗ് എന്ന് പറയും. ആൻഡ് എന്തുകൊണ്ടാണ് ബീമും ഗിർഡേഴ്സും മെയ്ഡ് ഇൻ ഐ ഷേപ്പ്, ക്യാപിറ്റൽ ഐ ഷേപ്പ്? ഈ ഷേപ്പിൽ ബീംസും ഗിർഡേഴ്സും ഉണ്ടാക്കാൻ കാരണം ടു പ്രിവെന്റ് ബക്ലിംഗ്. ഈ സൈഡ് വൈസ് ബെൻഡ് ചെയ്യുന്ന പരിപാടി ഒഴിവാക്കാനാണ് ബക്ലിംഗ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ 2 മെറ്റീരിയൽ വിട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സൈഡിൽ മെറ്റീരിയൽ ഒഴിവാക്കാൻ പറ്റും. ആൻഡ് സ്ട്രെങ്ത് കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടാ, എന്റെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. യൂട്യൂബ് കോപ്പിറൈറ്റ് വരും. അത് ഒലക്കമല മ്യൂസിക്. അതോ എടാ തല്ലിക്കൊല്ലടാ. ആ പാട്ട് ഏതാ? അല്ല, തളപതി അല്ല, മറ്റേ ഞാൻ വീഴുവനെന്ത് നനത്തായോ അതായിരുന്നു. അല്ല, അതിന് ശേഷം എനിക്ക് ഓർമ്മയില്ല. ലുക്മാൻ തെർമോഡൈനാമിക്സ് ഞങ്ങളാ വന്നിട്ടുണ്ടോ? റെഡി? യെസ്. എടാ, ഞാൻ CK കടന്നു തുടങ്ങാൻ പോവാ. വണ്ടി തിരിഞ്ഞേ. മക്കളെ, എടാ തുടങ്ങടാ. യെസ്. എടാ, ലാസ്റ്റ് വൺ. എടാ, മാക്സിമം ഹാഫ് ആൻ അവർ കേട്ടോ. എടാ പിടിച്ചോ. എടാ, റെഡി 10:15 നമ്മൾ കംപ്ലീറ്റ് ആവടാ. യെസ് സർ. സോ തെർമോഡൈനാമിക്സ് ഇത് ഷോ ക്വസ്റ്റ്യൻസിന് അതേ സ്ലൈഡ് തന്നെയാണ്, ഒന്നും തോന്നിയതടാ. എടാ, ആദ്യം പറയാം, തെർമോഡൈനാമിക്സ് ക്ലാസ്സിലുള്ള ആൾക്കാരാണെങ്കിൽ സാറേ ശ്രദ്ധിക്കേണ്ട കാര്യം, എടാ നമ്മൾ ഷോ ക്വസ്റ്റ്യൻസ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതെന്തായാലും നോക്കണേ, നിർബന്ധമാണ്. സോ എടാ, 2 systems in thermal equilibrium with the third system, then they are in thermal equilibrium with each other. ഐഡന്റിഫൈ ദ ലോ ഗിവൺ ബൈ ദ എബവ് സ്റ്റേറ്റ്മെന്റ്. സർ, ആ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ പറയുന്ന പേരാണ് zeroth law. സർ, എൻ്റെ കയ്യിൽ ഇതേപോലെ 3 ബോഡീസ് ഉണ്ട്, എയും ബിയും സിയും ഉണ്ട്. എടാ, എ ബിയുമായി തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. തെർമൽ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഈക്വൽ ആണ്. അതേപോലെ എയും സിയുമായി തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ സർ, അതിനർത്ഥം എന്താ? എടാ, എന്റെ ടെമ്പറേച്ചർ ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ബിയുടെ ടെമ്പറേച്ചർ എത്രയായേ പറ്റൂ സാറേ? 30 ഡിഗ്രി സെൽഷ്യസ് ആയേ പറ്റൂ സർ. അങ്ങനെയാണെങ്കിൽ സിന്റെ ടെമ്പറേച്ചർ എത്രയായേ പറ്റൂ സാറേ? എന്ത് ചോദ്യം? സിന്റെ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ആയേ പറ്റൂ. അങ്ങനെ 3ഉം പരസ്പരം സാറേ ഇഷ്ടത്തിലാണ്, അതിനെ പറയുന്ന പേരാണ് എടാ എനിക്ക് തരണം. ഓക്കേടാ അതിക്ക് ഇഷ്ടം. എടാ, ഓക്കേടാ താങ്ക് യു ട്ടോ. ഓക്കേടാ, താങ്ക്സ് ഫോർ ഇത്ര നേരം എന്നെ സഹിച്ചതിന്. എടാ, അങ്ങനെ പറഞ്ഞില്ല. എടാ, അടിപൊളി എക്സാം ചെയ്തിട്ട് മുത്തേ. എടാ, അങ്ങനെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. സർ, അടുത്ത ചോദ്യം, zeroth law. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐസോതെർമൽ പ്രോസസ് ആൻഡ് അഡിയബാറ്റിക് പ്രോസസ്? സർ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഐസോതെർമൽ പ്രോസസ്. എന്നാൽ ഹീറ്റ് ട്രാൻസ്ഫർ കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഒരു ഫ്ലാസ്കിന്റെ കേസ് ഒക്കെ ആണെങ്കിൽ അവിടെ ഒരു ഹീറ്റ് എൻ്റർ ചെയ്യുന്നില്ല, ലീവ് ചെയ്യുന്നില്ല, അതിനെ നമ്മൾ പറയുന്ന പേരാണ് അഡിയബാറ്റിക് പ്രോസസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾ ഈസ് കോൺസ്റ്റന്റ് ഇൻ ദ ഫോളോയിങ് പ്രോസസ്? സാറേ, ഐസോബാറിക് പ്രോസസ്സിൽ നമുക്ക് എല്ലാവർക്കും പറയേണ്ടതാണ് സാറേ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. എന്നാൽ ഐസോകോറിക് പ്രോസസ്സിൽ സാറേ അതിനെയാണ് നമ്മൾ പറഞ്ഞത് വോളിയം കോൺസ്റ്റന്റ് ആണ്.
അല്ലെങ്കിൽ ഐസോകോറിക് പ്രോസസ് എന്നും ഐസോമെട്രിക് പ്രോസസ് എന്നും പറയാറുണ്ട്. എടാ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എടാ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് നമ്മൾ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിലേക്ക് ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ഹീറ്റ് അതിന്റെ ഇന്റേണൽ എനർജി കൂട്ടാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ളതാണ് സാറേ അത് വർക്കായിട്ട് ചെയ്യുന്നത്. അങ്ങനെ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഡെൽറ്റ യു പ്ലസ് എത്രയാ, ഡെൽറ്റ ഡബ്ല്യു. എന്റെ മക്കൾ കമന്റ് ചെയ്തടാ ഇത് എനർജി അല്ലേ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും സാറേ, എനർജി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അടിപൊളിയായി ഉഷാറായിട്ട് പറയുന്നുണ്ട്. അടുത്ത ചോദ്യം സർ, ഇമ്പോർട്ടന്റ് ആയി ഈ ചാപ്റ്ററിൽ വരുന്ന ഡിറൈവേഷൻ, 1 mole of an ideal gas expands from volume V1 to volume V2 at a constant temperature. സർ ഈ ചോദ്യം ഇങ്ങനെയാണ് വരിക, ഐസോതെർമൽ, ഐ റിപ്പീറ്റ് സർ, ഐസോതെർമൽ എക്സ്പാൻഷൻ, അതിന്റെ ആ ഒരു വർക്ക് ഡൺ, അതിന്റെ വർക്ക് ഡണ്ടെ കേസ് ആണ് സാറേ ചോദിക്കുന്നത്. എടാ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ എന്റെ മക്കൾ കമന്റ് ചെയ്യും സർ ഇതിനെ ഐസോതെർമൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ് എന്ന് പറയാൻ പറ്റും. അതിന്റെ ഡിറൈവൻ എക്സ്പ്രഷൻ ഫോർ ദ വർക്ക് ഡൺ. എടാ ഐസോതെർമൽ പ്രോസസിന്റെ വർക്ക് ഡൺ കണ്ടെത്തണമെങ്കിൽ എടാ ഇരട്ട ഇക്വേഷൻ മതി സാറേ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ പി ഡി വി സാറേ V1 to V2. എടാ പി വി ഈസ് ഈക്വൽ ടു നമുക്ക് എല്ലാവർക്കും അറിയാം NRT ആണ്. അങ്ങനെയാണെങ്കിൽ പി ഈസ് ഈക്വൽ ടു എത്രയാടാ, NRT ഡിവൈഡ് ബൈ വി. സാറേ ഈ പിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തടാ. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് ചെയ്താൻ പറ്റും, ഇന്റഗ്രൽ ഓഫ് NRT ബൈ വി ഇൻറ്റു ഡി വി ഓഫ് ഇന്റഗ്രൽ V1 to V2. സർ എന്നും ആറും ടിയും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ N ഇൻറ്റു R into T into integral V1 to V2 സാറേ 1 by V dV. എത്രയാ സാറേ ഇന്റഗ്രൽ 1 by V dV, ln V ആണ്. സോ NRT into ln V ഓഫ് നമ്മൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കുന്നു V1 to V2. എടാ ഇന്റഗ്രേഷൻ ആണ്, കൺഫ്യൂഷൻ ആവല്ലേ, ഇന്റഗ്രേഷൻ ആട്ടോ. എടാ സനാനെ അടി തരും ഞാൻ, പഠിക്കണം മുത്തേ, അടി തരും കേട്ടോ. എടാ N into R into T, അടി തന്നാലും നീ ഒന്ന് റെഡി ആവില്ല, നിൽക്കണം എന്നാലും ഞാൻ പറഞ്ഞതാ മുത്തേ, റെഡി ആക്കണം. എടാ NRT into സാറേ എനിക്ക് എന്ത് ചെയ്താൻ പറ്റും, ln of V2 മൈനസ് ln of V1 സർ എനിക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കൊടുത്തു. അങ്ങനെ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു N ഇൻറ്റു R ഇൻറ്റു T ഇൻറ്റു ln ഓഫ് എനിക്ക് എന്ത് ചെയ്താൻ പറ്റും, V2 by V1 സർ. ഇതാണ് വർക്ക് ഡണ്ടെ ഇക്വേഷൻ സർ. ഒരു ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ അതിന്റെ വർക്ക് ഡൺ ഇക്വേഷൻ സാറുമാരെ ശ്രദ്ധിക്കണം. ഇതാണ് ഇമ്പോർട്ടന്റ് ആയ കാര്യം, നിർബന്ധമായ കാര്യമാണ് സർ. എന്നാൽ ഈ സാധനം തന്നെ എനിക്ക് LN ഇതേപോലെ ലോഗ് ബേസ് ടു 10 കൺവേർട്ട് ചെയ്യണമെങ്കിൽ സർ ഞാൻ 2.303 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു തൊട്ടുമുഴത്തെ ഇക്വേഷൻ 2.303 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2.303 ഇൻറ്റു NRT ഇൻറ്റു ലോഗ് ബേസ് ടു 10 നമുക്ക് എന്ത് കിട്ടും സാറേ, V2 ഡിവൈഡ് ബൈ V1. എടാ എത്ര പേർക്ക് എന്നോട് കമന്റ് ചെയ്യാൻ പറ്റും, എന്നോട് പറ എന്ത് ഏതാണ് ഫൈനൽ വോളിയം, V2 ആണോ V1 ആണോ? എന്റെ സാറുമാര് കമന്റ് ചെയ്തടാ. ഫൈനൽ വോളിയത്തിനെ പറയുന്ന പേര് എന്താ സാറേ, V2 ആണോ V1 ആണോ? V2 ആണോ V1 ആണോ സാറേ? V2 ആണ് ഫൈനൽ വോളിയം, V1 ആണ് സാറേ ഇനീഷ്യൽ വോളിയം. സോ V2 ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് പറയാൻ പറ്റും, ഫൈനൽ വോളിയം എന്ന് പറയാൻ പറ്റും. V1 ഈസ് ഈക്വൽ ടു എനിക്ക് എന്തെന്ന് പറയാൻ പറ്റുമടാ, വെരി ഗുഡ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വോളിയം. ജാസ്മി ലാസ്റ്റ് പാട്ട് പാടുമടാ, നിരഞ്ജനെ വെരി ഗുഡ് സർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എടാ ഇതൊരു ചോദ്യമായി, ന്യൂമറിക്കൽ ചോദ്യമാണ്. 3 moles of an ideal gas at a constant temperature of 300 Kelvin are compressed from a 10 liter to 5 liter. വിച്ച് തെർമോഡൈനാമിക് പ്രോസസ്? എടാ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലേ സാറേ, ഏത് പ്രോസസ് ആണ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ ഐസോ തെർമൽ പ്രോസസ്. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ. എടാ വർക്ക് ഡൺ ഇക്വേഷൻ നമുക്കറിയാം 2.303 ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് 3 ആണ്. സോ എന്നിന്റെ സ്ഥാനത്ത് 3 ആണ് ഇൻറ്റു ആറിന്റെ വാല്യൂ 8.314 ആണ് ഇൻറ്റു ടെമ്പറേച്ചറിന്റെ വാല്യൂ 300 കെൽവിൻ ആണ്. സോ 300 ഇൻറ്റു ലോഗ് ബേസ് 10 V2 by V1 സർ. 10 നിന്നും 5 സോ V2 ഫൈനൽ വോളിയം 5 ആണ് ബൈ 10. എടാ ശ്രദ്ധിക്കേണ്ട കാര്യം വർക്ക് ഡൺ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അപ്പോഴാണ് സർ നമുക്ക് കംപ്രഷൻ കിട്ടും. വർക്ക് ഡൺ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അപ്പം നമുക്ക് കിട്ടുന്ന ആളെ പറയുന്ന പേരാണ് സർ എക്സ്പാൻഷൻ. എടാ മക്കളെ ശ്രദ്ധിക്കണേ, ഇമ്പോർട്ടന്റ് ആയ കൺസെപ്റ്റ് സർ. അടുത്തത് ഡിറൈവൻ എക്സ്പ്രഷൻ ഫോർ ദ വർക്ക് ഡൺ ഇൻ അഡിയബാറ്റിക് പ്രോസസ്. എടാ ഡിറൈവേഷൻ തൽക്കാലം സമയം വേണ്ട, അതുകൊണ്ടാണ് എടാ ഇക്വേഷൻ മാത്രം മതി. P2 V2 മൈനസ് P1 V1 ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 അല്ലെങ്കിൽ NR ഇൻറ്റു T2 മൈനസ് T1 ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. എടാ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു സർ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാനുള്ള ഡിഫൈൻ ഐസോകോറിക് പ്രോസസ് ആൻഡ് വാട്ട് ഈസ് ദ വർക്ക് ഡൺ during this process. സാറേ ഐസോകോറിക് പ്രോസസ് വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഐസോകോറിക് പ്രോസസ്. എടാ വർക്ക് ഡൺ ഇക്വേഷൻ P ഇൻറ്റു ഡെൽറ്റ വി ആണ്. എടാ വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെൽറ്റ വിയുടെ വാല്യൂ എത്രയാടാ, 0. എത്ര പേര് എന്നോട് പറയും, ആൻസർ പറഞ്ഞടാ. വർക്ക് ഡന്റെ വാല്യൂ എത്രയാ സാറേ? വർക്ക് ഡന്റെ വാല്യൂ എന്ത് ചോദ്യം സാറേ? 0 ആണ്. ആന മുട്ട കോഴി മുട്ട കാടമുട്ട. വെരി ഗുഡ് സർ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ പറഞ്ഞു ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യൂ. ഒരു അഡൈബാറ്റിക് പ്രോസസ് സാറേ ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നുമില്ല, ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു 0 ആണ്. ഐസോകോറിക് പ്രോസസ്സിൽ ഡെൽറ്റ വർക്ക് ഈസ് ഈക്വൽ ടു 0 ആണ്. എടാ ഐസോ തെർമൽ പ്രോസസ്സിൽ എടാ ശ്രദ്ധിക്കേണ്ട കാര്യം, ഐസോ തെർമൽ പ്രോസസ്സിൽ ഡെൽറ്റ യു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 0 ആണ്. അല്ലെങ്കിൽ ഇന്റേണൽ എനർജി എപ്പോഴും എന്തായിരിക്കും സാറേ? കോൺസ്റ്റന്റ് ആണ്. സോ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 0
അല്ലെങ്കിൽ ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. സോ നമുക്ക് ഇത് 0 ആവും. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു എനിക്ക് എത്ര പറയാൻ പറ്റും? ഡെൽറ്റ ഡബ്ല്യു. എടാ അങ്ങനെയാണെങ്കിൽ ഇന്നടാ പിടിച്ചോ ഏരിയ അണ്ടർ പി വി ഡയഗ്രാം. എടാ ഏരിയ അണ്ടർ പി വി ഡയഗ്രാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആളാണ് സർ ഏത്? വർക്ക് ഡൺ. ഏരിയ അണ്ടർ പി വി ഡയഗ്രാം നമുക്ക് വർക്ക് ഡൺ കിട്ടും. എടാ അതിനർത്ഥം നോക്കിയടാ സർ ഇവിടെയാണെങ്കിൽ തന്നെ ഐസോബാറിക് പ്രൊസസിന്റെ വർക്ക് ഡൺ ഈ വലിയ ആളാണ് സാറേ. ഐസോ തെർമൽ പ്രൊസസിന്റെ വർക്ക് ഡൺ സാർ ഇത് ഈ കാണുന്ന ഈ ചെറിയ ആളാണ് സർ. അഡിയബാറ്റിക് പ്രൊസസിന്റെ സർ ഇവനാണ് സാറേ. ഐസോകോറിക്കിന്റെ സർ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, വെർട്ടിക്കൽ ലൈൻ ആണ്. എടാ ഒറ്റ വാക്കിൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ വർക്ക് ഡൺ ഏറ്റവും കൂടുതൽ ഏരിയ ആണ് സർ. ഏറ്റവും കൂടുതൽ ഏരിയ ആളാ ഐസോബാറിക് ആണ്. സോ വർക്ക് ഡൺ ഇൻ ഐസോബാറിക് ആണ് ഏറ്റവും കൂടുതൽ. പിന്നെ അത് കഴിഞ്ഞ് ഡിക്രീസിംഗ് ഓർഡറിലാണെങ്കിൽ പിന്നെ സർ ഏതാണ്? ഐസോ തെർമൽ പ്രൊസസ് ആണ് സർ. പിന്നെ ഏതാണ് സർ? അഡൈബാറ്റിക് പ്രൊസസ് ആണ് സർ. പിന്നെയാണ് സർ ദ ലാസ്റ്റ് വൺ വിച്ച് ഈസ് 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഐസോകോറിക് പ്രൊസസിന്റെ വാല്യൂ, അതിന്റെ വാല്യൂ നമ്മൾ തൊട്ട് മുന്നേ കണ്ടെത്തിയിട്ടുണ്ട് സാറേ, 0 ആണ്. എടാ എടാ ഓക്കേടാ ഇടൊന്നുള്ള ഓക്കേടാ ന്യൂസ്. എടാ ബൈഡ 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 ഹാപ്പി ഇരിക്കടാ, ഹാപ്പി ഇരിക്കടാ. ഓക്കെ അല്ലേ മുത്തുമണികളെ? അപ്പടാ പിടിച്ചോടാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സാറേ, പി വി ഡയഗ്രാം ഓഫ് എ കാർനോട്ട് എഞ്ചിൻ. എടാ തെർമോഡൈനാമിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ ഇത് ഇമ്പോർട്ടന്റ് ആണ് സർ. എടാ പി വി ഡയഗ്രത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്റെ മക്കൾ ശ്രദ്ധിച്ചേടാ. എടാ ഒരു പി വി ഡയഗ്രത്തിൽ സാറേ ശ്രദ്ധിക്കേണ്ട കാര്യം ഐസോബാറിക് പ്രോസസ് പ്രഷർ കോൺസ്റ്റന്റ് ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ഐസോകോറിക് പ്രോസസ് വോളിയം കോൺസ്റ്റന്റ് ഗ്രാഫ് വോളിയം ആക്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഐസോ തെർമലോ അഡൈബാറ്റിക്കോ എപ്പോഴും ചെരിവായിരിക്കും. ചെരിവ് കുറഞ്ഞ ആൾ ഐസോ തെർമലും ചെരിവ് കൂടിയ ആൾ എന്തായിരിക്കും? അഡൈബാറ്റിക് ആയിരിക്കും. എടാ അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യമായിരിക്കും നിങ്ങൾക്ക് 4 മാർക്കിന് ചോദിക്കുന്നത്. വിച്ച് ആർ ദ 4 thermodynamic processes represented in the above diagram? കാർനോട്ട് സൈക്കിളിന്റെ റൈറ്റ് an equation to calculate the efficiency of the engine. എടാ കാർനോട്ട് എഞ്ചിൻ എന്ന് വെച്ചാൽ ഒരു ഹൈ ടെമ്പറേച്ചർ ആയ H1 ൽ നിന്നും ഒരു ഹീറ്റ് വലിച്ചെടുത്ത് അത് ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഹീറ്റ് H2 ഒരു കറസ്പോണ്ടിങ് ആയ T2 ലേക്ക് കൊടുക്കുന്ന ഒരു എഞ്ചിനെ നമ്മൾ പറയുന്ന പേരാണ് കാർനോട്ട് എഞ്ചിൻ. എടാ ഹൈ ടെമ്പറേച്ചർ വലിച്ചെടുക്കുന്ന ഹീറ്റ് Q1 ഉം ലോ ടെമ്പറേച്ചറിൽ കൊടുക്കുന്ന ഹീറ്റ് Q2 ഉം ചെയ്യുന്ന വർക്ക് ഡൺ W ആണെങ്കിൽ എടാ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി സർ. അതിന്റെ ഗ്രാഫ് എപ്പോഴും ഇങ്ങനെ വരിക. എടാ ശ്രദ്ധിക്കേണ്ട കാര്യം എന്റെ മക്കൾ കമന്റ് ചെയ്തേ സർ. ഏറ്റവും ആദ്യം ചെരിവ് കുറവാണ് സർ, അതിന് നമുക്ക് ഐസോ തെർമൽ. സർ എന്ന് ബിയിലേക്ക് പോകുമ്പോൾ വോളിയം കൂടുന്നുണ്ട്, അതുകൊണ്ട് ഐസോ തെർമൽ എക്സ്പാൻഷൻ. എടാ ബി എന്ന് സിയിലേക്ക് എന്റെ മക്കൾ പറഞ്ഞേ ചെരിവ് കൂടുതലാണ് സർ. ചെരിവ് എന്ന് ബിയിലേക്ക് ചെരിവ് കുറഞ്ഞത് കൊണ്ട് ഐസോ തെർമൽ, ബി എന്ന് സിയിലേക്ക് ചെരിവ് കൂടിയത് കൊണ്ട് അഡൈബാറ്റിക്. സർ ബി എന്ന് സിയിലേക്ക് വോളിയം കൂടാണ്. എടാ വോളിയം കൂടാണെങ്കിൽ എക്സ്പാൻഷൻ, വോളിയം കുറയാണെങ്കിൽ കംപ്രഷൻ ആണ് സർ. അപ്പോൾ ബി എന്ന് സിയിലേക്ക് ചെരിവ് കൂടുമ്പോൾ അഡൈബാറ്റിക്, പിന്നെ എക്സ്പാൻഷൻ ആണ്. സി എന്ന് ഡിയിലേക്ക് നോക്കിയടാ ചെരിവ് കുറവാണ് മക്കളെ കമന്റ്. എടാ ബൈ ബൈ എടാ കഴിഞ്ഞടാ സി എന്ന് ഡിയിലേക്ക് സാറേ ചെരിവ് കുറവാണ് ഐസോ തെർമൽ ആണ് സർ. എന്താ വോളിയം കുറയുന്നോണ്ട് കംപ്രഷൻ ആണ്. ഡി എന്ന് എയിലേക്ക് സാറേ ചെരിവ് കൂടുതലാണ് അഡൈബാറ്റിക് ആണ് സർ, വോളിയം കുറയുന്നോണ്ട് കംപ്രഷൻ ആണ്. സോ എത്ര പ്രോസസ് സാറേ? 4 പ്രോസസ്. ഏതൊക്കെയാടാ? ഐസോ തെർമൽ എക്സ്പാൻഷൻ, അഡൈബാറ്റിക് എക്സ്പാൻഷൻ, ഐസോ തെർമൽ കംപ്രഷൻ, അഡൈബാറ്റിക് കംപ്രഷൻ സർ. വെരി വെരി ഇമ്പോർട്ടന്റ് സർ. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി കണ്ടെത്താനുള്ള ഇക്വേഷൻ ആടാ എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു എടാ സോഴ്സിന്റെ ടെമ്പറേച്ചർ T1 ആ സിംഗിൾ ടെമ്പറേച്ചർ T2 ആണെങ്കിൽ 1 മൈനസ് T2 ഡിവൈഡ് ബൈ T1. സർ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയായിരിക്കും. A Carnot engine operates at ice point and steam point. Write its efficiency. എടാ efficiency equation 1 minus T2 divided by T1 ആണ്. എടാ T2 എന്ന് വെച്ചാൽ ലോവർ ടെമ്പറേച്ചർ ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം സാറേ T2 എന്ന് വെച്ചാൽ തന്നിരിക്കുന്നത് ലോവർ ടെമ്പറേച്ചർ ആണ്. T1 സർ എന്താണ്? ഹയർ ടെമ്പറേച്ചർ ആണ്. എടാ ലോവർ ടെമ്പറേച്ചർ എടാ ഐസ് പോയിന്റ് 273 കെൽവിൻ, സ്റ്റീം പോയിന്റ് വെള്ളം സ്റ്റീം ആവുന്ന ടെമ്പറേച്ചർ 373 കെൽവിൻ. സോ 1 minus 273 divided by 373 which is equal to ചെയ്ത് കഴിഞ്ഞാൽ 26.8% കിട്ടി. എടാ is it possible to design a Carnot engine with 100% efficiency? നടക്കൂല സർ. അങ്ങനെ ഇമ്പോസിബിൾ ആണ്. ഒരു 100% ആയ എഫിഷ്യൻസിയിലുള്ള ഒരു എഞ്ചിനെ നമുക്ക് സർ എന്ത് ചെയ്യുന്നത്? ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. ആ സ്റ്റേറ്റ്മെന്റിനെ പറയുന്ന പേരാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും. അതേപോലെ ലോവർ ടെമ്പറേച്ചറിന് ഹയർ ടെമ്പറേച്ചറിലേക്ക് സാറേ ഹീറ്റ് നമ്മൾ കൊടുക്കണമെങ്കിൽ ഒരു വർക്ക് ആ ഒരു സിസ്റ്റത്തിലേക്ക് കൊടുത്തേ പറ്റൂ. ആ സ്റ്റേറ്റ്മെന്റിനെ പറയുന്ന പേരാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. സോ ഈ ചോദ്യം പറയുകയാണെങ്കിൽ നോ സറേ, നോ നോ നോ. ബിക്കോസ് എന്താ? അക്കോർഡിംഗ് ടു ദ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. ബിക്കോസ് അക്കോർഡിംഗ് എടാ ഇമ്പോർട്ടന്റ് ആണ്. അക്കോർഡിംഗ് ടു ദ KP സ്റ്റേറ്റ്മെന്റ് സർ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ സർ. ഈ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും അതേപോലെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റിനെയും നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡ് ലോ ഓഫ് ദ തെർമോഡൈനാമിക്സ്. അവസാനത്തെ ഒരു ചോദ്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞാണടാ CP മൈനസ് CV ഈസ് ഈക്വൽ ടു R ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. ഈ റിലേഷനെ പറയുന്ന പേരാടാ ദ മേയേഴ്സ് റിലേഷൻ സറേ. ഏത് റിലേഷൻ ആടാ? ദ മേയേഴ്സ് റിലേഷൻ സർ. ആകെ പഠിക്കേണ്ട ഇക്വേഷൻ ഇത് മാത്ര. ഡെൽറ്റ Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ U
പ്ലസ് പി ഡെൽറ്റ വി. സർ ഞാൻ എല്ലാത്തിനെ കൊണ്ട് ഡെൽറ്റ ടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി. പി ഡെൽറ്റ വിനെ ഞാൻ എനിക്ക് എൻ ആർ ഡെൽറ്റ ടി എന്ന് എഴുതാലോ. പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി, എൻ ആർ ഡെൽറ്റ ടി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ടി കട്ടായി. എടാ ഇയാളെ പറയുന്ന പേരാണ് സി പി, ഇയാളെ പറയുന്ന പേരാണ് സി വി. നമ്പർ ഓഫ് മോൾസ് 1 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. സോ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു സി പി ഇസ് ഈക്വൽ ടു സി പി ഇസ് ഈക്വൽ ടു സാറേ എനിക്ക് എന്ത് കിട്ടും? സി വി പ്ലസ് ആർ, അല്ലെങ്കിൽ സി വി ഇടത്തോട്ടേക്ക് കൊണ്ടുപോവാണെങ്കിൽ സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ. എടാ ഇക്വേഷൻ സർ ഇതേപോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. മേയേഴ്സ് റിലേഷൻ സാറേ സെറ്റോസ്കി ആണെങ്കിൽ, എടാ ഉഷാറോസ്കി ആണെങ്കിൽ ഇന്നട പിടിച്ചോ. ഒരു 2 കാര്യങ്ങൾ എനിക്ക് എൻ്റെ മക്കളോട് പറയാനുണ്ട് സാറേ. ഉപദേശമൊന്നുമല്ല. എടാ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഇടയ്ക്ക് റെയ്നോൾഡ്സ് നമ്പർ എന്താന്നുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട് സാറേ. റെയ്നോൾഡ്സ് നമ്പർ എന്നുള്ള കൺസെപ്റ്റ് അത് സ്ട്രീം ലൈൻ ആണോ ടർബുലന്റ് ഫ്ലോ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നമ്പറിനെ പറയുന്ന പേര് റെയ്നോൾഡ്സ് നമ്പർ. സർ ആർ ഇ എന്നാണ് പറയാം. ആർ ഇയുടെ വാല്യൂ ലെസ് ദാൻ 2000 ആണെങ്കിൽ ആ ഫ്ലോയെ നമ്മൾ പറയുന്ന പേരാണ് സ്ട്രീം ലൈൻ ഫ്ലോ. ആർ ഇയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ, ഫോർ എക്സാമ്പിൾ നമ്മൾ പൊതുവെ പറയും ഒരു 4000 ആണ്, അങ്ങനെയാണെങ്കിൽ ആ ഫ്ലോയെ നമ്മൾ പറയുന്ന പേരാണ് ഏത് ഫ്ലോ എന്ന് വെച്ചാൽ സാറേ ടർബുലന്റ് ഫ്ലോ. എടാ ഇമ്പോർട്ടൻ്റ് ആയ സാധനം സർ. റെയ്നോൾഡ്സ് നമ്പറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം സർ. അടുത്തൊരു കാര്യം ഇടയ്ക്ക് ചോദിക്കാറ്, നമ്മുടെ ഇതേപോലെ ഒരു ഗ്രാഫ് തന്നിട്ട് ഹീറ്റും ടെമ്പറേച്ചറും തന്നിട്ട് ഇതേപോലെ തരും സർ. എന്നിട്ട് ഇത് ഏത് ഹീറ്റാന്ന് ചോദിക്കും സർ. ഇവിടെ നോക്കിയേ എന്താവുന്നുണ്ട് സർ. എടാ ഇതിപ്പോൾ ടെമ്പറേച്ചർ ആണെങ്കിൽ സർ, എടാ ഇവിടെ എന്താവുന്നുണ്ട്? ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. അപ്പം എനിക്ക് എന്ത് ഹീറ്റ് എന്ന് പറയാൻ പറ്റും സാറേ? ഇവിടെ സെൻസിബിൾ ഹീറ്റാ സർ. ഇവിടെ എന്താ? ലേറ്റന്റ് ഹീറ്റാ. ഇവിടെ സാറേ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. എന്ത് ഹീറ്റാ? സെൻസിബിൾ ഹീറ്റാ. ഇവിടെ സാറേ ടെമ്പറേച്ചർ കൂടുന്നില്ല. ഏത് ഹീറ്റാടാ? ലേറ്റന്റ് ഹീറ്റാ. അതേപോലെ സർ ഒരു വട്ടവും കൂടിയും ഇടയ്ക്ക് ചോദ്യമാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇതേപോലെ കണ്ടക്ഷനിലെ ഒരു ഹീറ്റ് ട്രാൻസ്ഫറിന്റെ റേറ്റ് എത്രയാണ്? എടാ ഒരു കണ്ടക്ഷന്റെ ഹീറ്റ് ട്രാൻസ്ഫർ, കണ്ടക്ഷന്റെ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ ആണ് Q ഇസ് ഈക്വൽ ടു കെ എ ഇൻറ്റു ഡെൽറ്റ ടി ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. എടാ ഇതേപോലെ ഒരു സാധനമാണെങ്കിൽ അതിൻ്റെ ആ ഒരു ലെങ്ത് ഡെൽറ്റ എക്സും ആ ഒരു കറസ്പോണ്ടിങ് ഏരിയ എയുമാണെങ്കിൽ എടാ ഇതിനെയാണ് Q ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ എ, കെ എ ഇൻറ്റു ഡെൽറ്റ ടി ബൈ ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ ഡെൽറ്റ എന്ന് പറയാം. കെനെ നമ്മൾ പറയുന്ന പേരാണ് തെർമൽ കണ്ടക്ടിവിറ്റി. അതിൻ്റെ യൂണിറ്റ് ആണ് വാട്ട് പെർ മീറ്റർ കെൽവിൻ അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് മീറ്റർ കെൽവിൻ എഴുതാം സർ. പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. എടാ ഞാൻ സത്യമായിട്ട് ഞാൻ ഇപ്പം ഈ ഇടയ്ക്ക് പോയ സമയത്ത് ജസ്റ്റ് എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയതാണ്. എടാ നമ്മൾ ടെമ്പറേച്ചർ ക്യൂ പറഞ്ഞിട്ടുണ്ട്, സെൻസിബിൾ ഹീറ്റും ലേറ്റന്റ് ഹീറ്റും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സാറേ. Q ഈസ് ഈക്വൽ ടു കെ എ ഇൻറ്റു ഡെൽറ്റ ടി ബൈ ഡെൽറ്റ എക്സ് പറഞ്ഞിട്ടുണ്ട്. എടാ ഈ ലോയെ നമ്മൾ പറയുന്ന പേരാണ് സാറേ, ഈ ലോയെ നമ്മൾ പറയുന്ന പേരാണ് ഫോറിയേഴ്സ് ലോ എന്ന. അയ്യോ എടാ മോള് കിട്ടില്ലല്ലോ. എടാ ഈ ലോയെ നമ്മൾ പറയുന്ന പേരാണ് ഫോറിയേഴ്സ് ലോ എന്നാട്ടോ പറയാം. എടാ ഇത് സെൻസിബിൾ ഹീറ്റ് കിട്ടിയില്ലായിരുന്നു. ഓക്കെ എടാ റെയ്നോൾഡ്സ് നമ്പർ കിട്ടി. ഓക്കെ എടാ ആ സാധനം കിട്ടിയിട്ടുണ്ട് സർ. എടാ റെഡി ആണെങ്കിൽ സർ ഒറ്റ മിനിറ്റ്. യെസ് എടാ സികെ ഒന്ന് സികെ എടാ സിക്ക് ഇവിടെ. യെസ് എടാ ഇത് യെസ് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. 1000 or 2000. എടാ 1000 or 2000 streamline flow greater than 4000 terminal flow. എടാ ready. Yes, we have successfully completed man. 9:54. Yes. ഓക്കേ. ടൈം എത്രയായി? 10 മണി. 10 മണി പറഞ്ഞു. റെയ്നോൾഡ്സ് നമ്പർ പറഞ്ഞിട്ടുണ്ട്, സെൻസിബിലിറ്റി പറഞ്ഞിട്ടുണ്ട്, ഫോറിയേഴ്സ് ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അത് മേയേഴ്സ് ഇൻ കേസ് വേഴ്സ്റ്റ് കേസ് മേയേഴ്സ് റിലേഷൻ ഡെറിവേഷൻ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ലോ പറഞ്ഞിട്ടുണ്ട്, കാർനോട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ രീതിയിലും എടാ ഈ ടഫായ സത്യം പറയട്ടെ പഠിച്ചോന്റെ കയ്യിൽ സത്യം പറയാ എന്താ എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പഠിച്ചോ. തെർമോഡൈനാമിക്സ് വന്നാൽ കാർനോട്ട് എഞ്ചിനിലെ 4 പ്രോസസ്സുകൾ ഫിഗർ വരയ്ക്കാൻ ചോദിക്കും. നിങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞിട്ടാണ് തെർമോഡൈനാമിക്സ്. ഇതൊന്നും ഞങ്ങൾ ഇതുവരെ ഓണം ഡിസംബർ എക്സാമിന് തെർമോഡൈനാമിക്സ് ചോദ്യം വന്നിട്ടില്ല. നിങ്ങളെ വാക്ക് ഇതുവരെ എടുത്തിട്ടുണ്ട്, അതിനുപോലും തയ്യാറാണ്. അപ്പോ ഇന്നലെ എടുത്ത വന്നിട്ട് 15 എത്ര പാടുണ്ട്? 15 പാടോ 14 പാടം ആകെയുള്ളൂ. ആ ലെവലാണ്. റെഡി. അപ്പൊ മക്കളെ എന്തായാലും ഇവിടുന്നൊക്കെ ചോദ്യം വരികയാണ്. വളരെ കുറഞ്ഞ ചോദ്യങ്ങളെ ഉണ്ടാവുള്ളൂ. തെർമൽ പ്രോപ്പർട്ടിന്ന് കൂടി പോയാൽ കുറഞ്ഞ ചോദ്യം വരുള്ളൂ. തെർമോഡൈനാമിക്സ് ഉണ്ടെങ്കിൽ അതും വളരെ കുറഞ്ഞ ചോദ്യം ഉണ്ടാവുള്ളൂ. അതിന്റെ സ്റ്റാർട്ടിംഗ് ടോപ്പിക്സ് ചോദ്യങ്ങൾ ഉണ്ടാവാൻ പാടുള്ളൂ. എടാ പഠിപ്പിക്കേണ്ട സ്കൂളിൽ ഇത് കൂടുതൽ പഠിപ്പിച്ചാലും ടീച്ചേഴ്സ് പഠിപ്പിച്ചാൽ കൂടുതൽ പഠിക്കാൻ സമയം വേണ്ടേ? യെസ്. അപ്പോൾ മക്കളെ ഓൾ ദ ബെസ്റ്റ്. എക്സാം അടിപൊളിയായിട്ട് എഴുത്. റെക്കോർഡഡ് വീഡിയോസ് ചാനലിൽ കുറച്ചുണ്ട്. ഷോർട്സ് പോയി കണ്ടോ. എല്ലാ ചാപ്റ്ററിന്റെയും ഷോർട്സ് കുഞ്ഞു ഷോർട്സ് ആയിട്ട്. മറ്റേ കാര്യം തെർമോഡൈനാമിക്സ് ഷോ ക്വസ്റ്റ്യൻസ്
തെർമോഡൈനാമിക്സ് 30 മിനിറ്റിൽ തെർമോഡൈനാമിക്സിന്റെ ഷോ ക്വസ്റ്റ്യൻസ് ഈ കാര്യങ്ങൾ. കാരണം നിങ്ങൾക്ക് അവിടെ 2 into കണ്ടോ 2 into കണ്ടോ 5 മിനിറ്റ് കൊണ്ട് കഴിയും. ലാസ്റ്റ് അതും കൂടി കണ്ടു സാർ സെറ്റ് ആവും. ഈ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഡിസ്കസ് ഇടയ്ക്ക് തള്ളുണ്ടാവും, അതും സ്കിപ്പ് ചെയ്തോ. ഇടയ്ക്ക് തള്ളും പാട്ടൊക്കെ ഉണ്ടാവും, അതും സ്കിപ്പ് ചെയ്തു. അപ്പൊ 13 മിനിറ്റ് ലാഭിക്കാം. റെഡി? അപ്പൊ മക്കളെ, അപ്പൊ അതോടുകൂടി അല്ലേ നമ്മുടെ റോക്കറ്റ് റിവിഷൻ കഴിഞ്ഞു. നിങ്ങൾ എത്ര മണി വരെ വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ 10 മണി എന്നാ പറഞ്ഞ 10 മണി വരെ എടുത്തു. റെഡി? ഇനി പഠിക്കാം കേട്ടോ. ഇനി എന്ത് ചെയ്യാ? ഇനി ചുമ്മാ വേറെ ഇതിലേക്ക് ഒന്നും പോകണ്ട. ഓൾറെഡി ഇന്നലെ തന്ന ക്ലാസ്സിന്റെ നോട്ട്സ്. നോട്ട്സ് ആർക്കാടെ വാട്സ്ആപ്പ് കമ്മിറ്റി നോട്ട് ഇന്ന് ഇപ്പോഴും കിട്ടാത്ത ആരെങ്കിലും കൈകളൊന്ന് ഒന്നിക്കോ. നോട്ട് കിട്ടാത്തവരൊന്ന് കൈകൾ ഒന്നിക്കോ. നോട്ട് കിട്ടാത്തവരൊന്ന് കൈകൾ ഒന്നിച്ചോ. ഇന്നത്തെ നോട്ട് ഇപ്പം വരുള്ളൂ. നോട്ട്സ് വേണ്ടവരൊന്ന് കൈ പൊന്തിച്ചേ. വേഗം കൈ പൊന്തിച്ചേ. നോട്ട് വേണ്ടവർ വേഗം അല്ല, അത് ബായ് പറയല്ല. കൈകൾ വന്നു കണ്ടോ? കൈകൾ വന്നിട്ടുണ്ട്. അപ്പൊ നോട്ട് വേണ്ടവർ വേഗം മോള് കാണുന്ന ചാറ്റിൽ കാണുന്ന പിൻഡ് മെസ്സേജിൽ ക്ലിക്ക് ചെയ്യുക. പിൻഡ് മെസ്സേജ് ക്ലിക്ക് ചെയ്യുക. അതിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇതിന്റെ നോട്ട് ഇപ്പം വരും. ഇന്നത്തെ നോട്ട് ഓൾറെഡി വന്നിട്ടുണ്ടാവും. അതുകൂടി ഞാൻ ഒന്നുകൂടി റീസെന്റ് ചെയ്യാൻ പറയാം. ആ നോട്ട്സിൽ ഗോ ത്രൂ ചെയ്യാം. ആ നോട്ട്സ് മാത്രം ഇനിയിപ്പോൾ പഠിച്ചാൽ മതി കേട്ടോ. അതും നിങ്ങളെ സ്കൂളിലെ നോട്ടും വെച്ച് കമ്പയർ ചെയ്ത് ഒരുമിച്ച് പഠിച്ചോ. രണ്ടും കൂടി ഒരുമിച്ച് കമ്പയർ ചെയ്ത് പഠിച്ചോ. നിങ്ങൾക്ക് ഏതെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ഫോർ ഇറ്റ് നൗ. അതിന് നമ്മൾ വല്ലാണ്ട് ടൈം സ്പെൻഡ് ചെയ്യണം. കുറച്ചു നേരം പഠിച്ചിട്ട് അറിയോന്നോ ഇവനാണ് എഴുതി ഒപ്പിട്ടാള്. ഫിസിക്സ് ആണ് ഒപ്പിട്ടിരുന്നില്ല. മീശ പഠിച്ചാൽ വേറെ ഉണ്ട്. മീശ പഠിക്കാൻ പോയാള് കെമിസ്ട്രിയിൽ ഞാൻ ചോദിച്ച ചോദ്യം വന്നില്ലെങ്കിൽ എന്താ പറയുന്നേ? എഴുതി ഒപ്പിടുന്നോ? എന്തോ പറഞ്ഞു എഴുതി ഒപ്പിടുന്നു എന്തോ പറഞ്ഞു. സാധനം വന്ന് സംഭവം മറ്റേതാ. വടക്കൻ സെൽഫിയിലുണ്ട്. ഹാക്കിംഗ് ഒക്കെ അറിയോ? എന്തിനാ ഹാക്കിംഗ് അറിയാൻ ടൈപ്പ് ചെയ്യുമ്പോൾ നോക്കിയാൽ പോരെ. അതേപോലെ ഞാൻ ജസീലിനെ ചോദിച്ചു, അല്ല ജസീൽ നീ അങ്ങനെ കറക്റ്റ് പ്രിഡിക്ട് ചെയ്ത്? അത് എളുപ്പമാണ്. ആ ചാപ്റ്ററിന് അതേ ചോദ്യം വരും. അതെന്തായാലും വരും. അത് പഠിപ്പിച്ചാൽ പോരെ. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ ഫിസിക്സും പഠിച്ചത് കേട്ടോ. അതേപോലെ തന്നെയാണ് ഫിസിക്സും പഠിച്ചത്. അപ്പൊ ഹാക്കിംഗ് പഠിക്കൊന്നും വേണ്ട. ടൈപ്പ് ചെയ്യുമ്പോൾ നോക്കിയെന്ന് പറഞ്ഞ പോലെ മുൻ വർഷത്തെ PYQ അനലൈസ് ചെയ്താൽ എളുപ്പമാണ്. പക്ഷെ ഫിസിക്സിന്റെ കേസിലൊക്കെ PYQന്റെ കൂടെ കുറച്ചുകൂടി എക്സ്ട്രാ പഠിക്കണം. കാരണം എപ്പോഴും എന്ത് ചെയ്യും മാറും. ഞാൻ വല്ലേ ചെയ്യില്ല. പിന്നെ കൊണ്ട് പറയരുത്. രാവിലെ ഞാൻ പേടിച്ചോയി. രാത്രി ഞാൻ പെട്രോൾ വരെ കൂടെ വിട്ടോടാ. പഠിച്ചൊന്നും പറ്റിയില്ലല്ലോ. പിന്നെ ഉറങ്ങാതെ എനിക്ക് പേടിയായിപ്പോ. ഞാൻ അൻഷിനെ കുളിക്കാൻ പറഞ്ഞു നാഫിനെ കൊണ്ട്. അപ്പൊ മക്കളെ നല്ല തണുപ്പത് നല്ല ഉറങ്ങിപ്പോയി. സോ ഹാപ്പി. ഇത്രയും നേരം രാത്രി 1:30 വരെയുള്ള സപ്പോർട്ടും രാവിലെ. ബൈ. ഇനി അധികം സമയം ദീർഘിപ്പിക്കുന്നില്ല. ആരെ എന്റെ ലൈവ് കഴിഞ്ഞിട്ട് ക്ലാസ്സും കഴിഞ്ഞിട്ട് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം? അറിയിക്കണം കേട്ടോ. ലൈവിന്റെ താഴെ കമന്റ് ചെയ്യുക. ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് മെസ്സേജ് ടഫ് ആണെങ്കിൽ തന്നെ ഭയങ്കര മതി. 10 മണി വരെ പിടിച്ചിന്ന് 58-ന് 10 മണിക്ക് എന്റെയും അത് ശരി. ഞങ്ങളെ കയ്യിലാണ് നിന്റെ കയ്യിലാണ് മൊബൈൽ ഫോണ്. വെക്കടാ, അവിടെ വെച്ചാ മതി. അരമണിക്കൂർ മുമ്പേ വെക്കാം. പോയി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ടാറ്റാ ബൈ. പോണ്ട